Hello everyone, welcome back to Xylem, welcome back to the world of English. അപ്പോൾ നമ്മൾ ഇന്ന് ഫൈനൽ മാരത്തൺ ആണ്. നാളെയാണ് നമ്മുടെ എക്സാമിനേഷൻ. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4ഓളം ലൈവുകളിലായി കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതിൻ്റെയൊക്കെ ഒരു കൾമിനേഷൻ പോയിന്റ് ആണ് ഇന്ന്. എനിക്കറിയാം നിങ്ങൾ കുറച്ചൊക്കെ ടെൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഒന്നുകൂടെ എന്ത് ചെയ്യണം, വളരെ വേഗത്തിൽ ഒന്ന് റിവൈസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 5 മണി എന്ന് പറഞ്ഞൊരു സമയത്ത് ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാക്സിമം, അല്ലെങ്കിൽ 9:30-10 മണിയുടെ മുമ്പ് നമുക്ക് ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യണം. ഞാനത് കുറച്ച് ഇമോഷണലായിട്ട് കൂടിയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങളൊക്കെയും ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നാളെ 10ാം ക്ലാസ്സിൻ്റെ ലൈവ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ ലൈവ് തുടങ്ങുകയാണ്. പക്ഷേ അതിൽ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, സോ നമ്മൾ അടിപൊളിയായിട്ട് നാളത്തെ എക്സാം നിങ്ങൾ എഴുതണം. ഞാനിതിൻ്റെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പറയുന്നത്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നാളത്തെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു ഡയലോഗുണ്ട്, ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യത്തിൽ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണം. അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് രാത്രി അധികം സമയം ഇതിൽ സ്പെൻഡ് ചെയ്യാതെ നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് റിലാക്സ് ചെയ്യണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് ഇന്ന് രാത്രി നന്നായിട്ട് സ്ലീപ്പ് ലൈക്ക് എ ബേബി എന്ന് നമ്മൾ പറയാറുണ്ട്. സോ നന്നായിട്ട് ഉറങ്ങി രാവിലെ 6 മണിക്ക് ഒരു ബൂസ്റ്റർ ഉണ്ട്, അത് വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ആ ബൂസ്റ്റർ ലൈവൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവിലേക്ക് പോവാം. എന്തെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യുക, ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ അതൊന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. നിങ്ങൾ നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഇംഗ്ലീഷിന് എന്തായാലും നിങ്ങൾ A+ വാങ്ങാം. A+ വാങ്ങാം, പറ്റുമെങ്കിൽ ഫുൾ മാർക്കും നേടുക. ഓക്കെ, കാരണം അതിനുള്ള വർക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിനുള്ള പണി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഹലോ സർ, ബിഗ് ഫാൻ, താങ്ക് യു. റൈറ്റ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ റെഡി ആണ് എന്ന് എനിക്കറിയാം. പക്ഷേ 2 കാര്യങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ, ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരോടും പോയി പറയാം, ഇന്ന് അവസാനത്തെ ലൈവാണ്, നമുക്ക് പഠിക്കേണ്ടതുണ്ട്, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഒന്നുകൂടെ അത് റിവൈൻഡ് ചെയ്യാം. അതർവൈസ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ഈ 2-3 ദിവസങ്ങളിലായി 4-5 ലൈവുകളിലായി പഠിച്ച കോണ്ടന്റ് വീഡിയോസുകളായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊരു 5 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റിവൈസ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആ ടാസ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തോ? ഹായ് സാർ, ഒരു ഹായ് തരുമോ? ഹായ് നിവേദ്യ, ഹായ് സാർ. പ്രസിസ് പറയുമോ? മോളെ, പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സാധനത്തിന്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജിന് അതിലെ മേജർ പോയിന്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഒരു 1/3 ആയിട്ട്, 1/3 എന്ന് പറയുമ്പോൾ 100 വരിയാണെങ്കിൽ 33.33 വരിയായിട്ട് ചുരുക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഓൾമോസ്റ്റ് 1/3 ആയിട്ട് സമ്മറി എഴുതുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈവിൽ നമ്മൾ പ്രസിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്തേ, ഒരു നാച്ചു സ്മൈലി ഇട്ടെ. ഓക്കെ, റെഡി? യെസ്, റെഡിയാണല്ലോ, റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നമുക്കൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ലൈവിലേക്ക് കടക്കാം. സോ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാനും റെഡിയാണ്. ഓക്കെ, യെസ്, റെഡി, യെസ്, ഡൺ, അടിപൊളി. നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. യെസ്, നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്കാണ്. വേറെ ഏത് ഗ്രാമർ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്തപ്പോഴും റിപ്പോർട്ട് സ്പീച്ച് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ വളരെ വേഗത്തിലൊന്ന് ഓടിച്ച് പോകാൻ പോവാണ്. വളരെ വേഗത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒന്നുകൂടെ അത് സ്പീഡിൽ പറയാൻ പോവാണ്. ഓക്കെ,
സോ നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ 10ാം ക്ലാസ്സിൽ നിങ്ങളൊക്കെ പഠിച്ച ഒരു സെൻറ്റൻസ് വെച്ചിട്ടാണ്, ഒരു കോമൺ ഒരു ജനറൽ സെൻറ്റൻസ് വെച്ചിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ 5 സ്റ്റെപ്സിലാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, ഓക്കെ, എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? ആരോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് എഴുതുക. റൈറ്റ് ഹൂ ആസ്ക്ഡ് ഓർ റിപ്ലൈ ടു ഹൂം. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഫ്രണ്ടും ഹോമിയോപ്പതും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, എനിക്കറിയാം നിങ്ങൾക്ക് അറിയുന്നൊരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് എഴുതണം? ആരോടാ ചോദിച്ചത്? ഇവിടെ ഫ്രണ്ട് ഹോമിയോപ്പതിനോട് ചോദിക്കുന്നു. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ എഴുതേണ്ടത്? ഹോമിയോപ്പതി റിപ്ലൈ കൊടുക്കുന്നു. ഹോമിയോപ്പതി എന്ത് കൊടുക്കുന്നു? റിപ്ലൈ കൊടുക്കുന്നു. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? ആരോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് എഴുതുക. ഇതാണ് ആദ്യത്തെ ടോപ്പിക്, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലിങ്കിങ് വേർഡ് എഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്താണ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് ആണോ റിപ്പോർട്ട് ചെയ്യാൻ തന്നത് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ലിങ്കിങ് വേർഡ് എഴുതുക. വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് എഴുതി സമയം പോക്കില്ല. ഓക്കെ, എഴുതി സമയം പോക്കില്ല. യെസ്, WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ലിങ്കിങ് വേർഡ് സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും, അതേ ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താ? ലിങ്കിങ് വേർഡ് എന്താണ്? ഇഫ് അല്ലെങ്കിൽ വെദർ ആണ്. ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലിങ്കിങ് വേർഡ് എന്തായിരിക്കും? ദാറ്റ് ആയിരിക്കും. എന്തായിരിക്കും? ദാറ്റ് ആയിരിക്കും. അടുത്തത് കമാൻഡ് ഓർഡർ റിക്വസ്റ്റ്. കമാൻഡ് ഓർഡർ റിക്വസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കിങ് വേർഡ് എന്തായിരിക്കും? 2+V1 ആയിരിക്കും. എന്തായിരിക്കും? 2+V1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ WH ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ലിങ്കിങ് വേർഡ് അതേ ക്വസ്റ്റ്യൻ വേർഡാണ്. ലിങ്കിങ് വേർഡ് എന്താണ്? അതേ ക്വസ്റ്റ്യൻ വേർഡാണ്. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിൽ, രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ലിങ്കിങ് വേർഡ് ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, റൈറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എഴുതുക. റൈറ്റ് ദ സബ്ജക്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലിങ്കിങ് വേർഡ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ യു എന്നുള്ളതാണ് സബ്ജക്റ്റ്. നീ എന്തിനാണ് വറീഡ് ആയിരിക്കുന്നത്? നീ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സോ ഇവിടെ യു എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ഹോമിയോപ്പതിനെയാണ്. സോ ഹോമിയോപ്പത് ഒരു മെയിൽ ആയതുകൊണ്ട് ഞാൻ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എന്ത് ചേർക്കുന്നു? ഹീ ചേർക്കുന്നു. ആൻഡ് ഇവിടെ സബ്ജക്റ്റ് എ സ്നേക്ക് എന്നുള്ളതാണ്. സോ ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല. സോ എ സ്നേക്ക് എന്ന് എഴുതുന്നു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്? ലിങ്കിങ് വേർഡിന് ശേഷം എന്തെഴുതുക? സബ്ജക്റ്റ് എഴുതുക. ലിങ്കിങ് വേർഡിന് ശേഷം എന്തെഴുതുക? സബ്ജക്റ്റ് എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ കാര്യം? WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം V2 വന്നാൽ അതിൽ ഡയറക്റ്റ് സബ്ജക്റ്റ് ഉണ്ടാവില്ല. WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം V2 വന്നാൽ അതിൽ എന്തുണ്ടാവില്ല? ഡയറക്റ്റ് സബ്ജക്റ്റ് ഉണ്ടാവില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായ ആളുകൾ കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ടെ. മനസ്സിലായ ആളുകൾ മാത്രം കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ടെ. മനസ്സിലായ ആൾക്കാർ മാത്രം. ഓക്കെ, അതായത് നിങ്ങൾ WH ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം V2 വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വന്നതെങ്കിൽ അതിൽ ഡയറക്റ്റ് സബ്ജക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ, ശരി. ഒന്നുമില്ല, ഞാൻ മനസ്സിലാവാത്തവരൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഒരു സെൻറ്റൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഹൂ മെയ്ഡ് ദിസ് ബാസ്ക്കറ്റ്? മക്കളെ, ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന സ്ലൈഡാണ്. അത് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട. കാരണം നിങ്ങളുടെ റിപ്പോർട്ടർ സ്പീച്ച് പഠിപ്പിക്കാൻ ഞാൻ ഇന്നലെ ഉപയോഗിച്ചത് വേറെ സ്ലൈഡാണ്. സോ സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ടല്ല, ആ സ്ലൈഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് ഞാൻ പുതിയൊരു സ്ലൈഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഹൂ മെയ്ഡ് ദിസ് ബാസ്ക്കറ്റ്? ഇവിടെ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്ത് നോക്കി. ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരിക? Adichi asked Fide's mother. Adichi asked Fide's mother. ഇവിടെ WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സെയിം ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾ ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് ഇവിടെ ഈ WH ക്വസ്റ്റ്യന് ശേഷം വന്ന വെർബ് ഏതാ നോക്കാം. ഏതാ വന്നത്? V2 ആണ് വന്നത്. V2 ആണ് വന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഡയറക്റ്റ് എന്ത് തപ്പിയിട്ട് കാര്യമില്ല? സബ്ജക്റ്റ് തപ്പിയിട്ട് കാര്യമില്ല. ഈ വെർബിനെ നേരെ എന്തിലേക്ക് മാറ്റുക? had + V3 മാറ്റുക. സോ ഹാഡ് മെയ്ഡ് ദാറ്റ് ബാസ്ക്കറ്റ് എന്നാവും. ഹാഡ് മെയ്ഡ് ദാറ്റ് ബാസ്ക്കറ്റ് എന്നാവും. മനസ്സിലായോടാ? പേടിയാവുന്നു സാർ. ഇറ്റ്സ് ഓക്കെ, പേടിയാവുന്ന ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ലൈവുകളിലൊക്കെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് സാർ. ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി
എഴുതാൻ ക്വസ്റ്റ്യൻ യെസ് നമുക്ക് ഇതിലേക്കൊക്കെ പോവാം കേട്ടോ, അതിലേക്കൊക്കെ പോവാം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോണേ. ക്രോണിൻ ആസ്ക്ഡ് ജോൺ. ക്രോണിൻ ആസ്ക്ഡ് ജോൺ. ഇവിടെ WH ക്വസ്റ്റൻ ആണ്, അപ്പോൾ ഞാൻ WH ക്വസ്റ്റൻ എഴുതി വാട്ട്. എന്നാൽ ഇവിടെ നോക്ക്, വാട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വേർബ് വരുന്നത് V2 ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പോൾ പിന്നെ ലിങ്കിങ് വേർഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് തപ്പണ്ട, സബ്ജക്റ്റ് തപ്പണ്ട. അവിടെ എന്ത് വരും, വാട്ട് ഡയറക്റ്റഡ് എന്നുള്ള എന്താവും, വാട്ട് ഹാഡ് ഡയറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻടു യൂത്ത് വെൽഫെയർ നൗ. കാര്യം മനസ്സിലായോ? അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിങ്കിങ് വേർഡിന് ശേഷം എന്ത് എഴുതുക എന്നുള്ളതാണ്, സബ്ജക്റ്റ് എഴുതുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്താണ്, നിങ്ങൾക്ക് WH ക്വസ്റ്റൻ ആണ് റിപ്പോർട്ട് ചെയ്യാൻ തന്നതെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം V2 ഫോം ഓഫ് ദ വേർബ് ആണ് വന്നതെങ്കിൽ അതിൽ ഡയറക്റ്റ് സബ്ജക്റ്റ് ഉണ്ടാവില്ല, എന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, സെൻറ്റൻസിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക. സെൻറ്റൻസിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ എന്തിലേക്ക് മാറ്റുക, പാസ്റ്റിലേക്ക് മാറ്റുക. മെയിൻ വേർബിനെ അല്ലെങ്കിൽ ഓക്സിലറി വേർബിനെ എന്തിലേക്ക് മാറ്റുക, പാസ്റ്റിലേക്ക് മാറ്റുക. ശ്രദ്ധിച്ച് കേട്ടോളം. അവിടെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വേർബും മെയിൻ വേർബും വന്നാൽ ഓക്സിലറി വേർബിനെ മാത്രം എന്ത് ചെയ്യുക, പാസ്റ്റിലേക്ക് മാറ്റുക. ഓക്സിലറി വേർബിനെ മാത്രം എന്തിലേക്ക് മാറ്റുക, പാസ്റ്റിലേക്ക് മാറ്റുക. ഓക്സിലറി വേർബിനെ മാത്രം എന്തിലേക്ക് മാറ്റുക, പാസ്റ്റിലേക്ക് മാറ്റുക എന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ, റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കൺവേർഷൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് കൺവേർഷൻസ്. V1 വന്നാൽ V2ലേക്ക് മാറും, V2 വന്നാൽ ഹാഡ് പ്ലസ് V3ലേക്ക് മാറും, ഈസ് ആം ആർ വന്നാൽ വാസ് വേറിലേക്ക് മാറും, ഡു ഡസ് വന്നാൽ ഡിഡിലേക്ക് മാറും, ഹാസോ ഹാവോ വന്നാൽ ഹാഡിലേക്ക് മാറും, പിന്നെയോ വില്ല് വന്നാൽ വുഡിലേക്ക്, ഷോള് വന്നാൽ ഷുഡിലേക്ക്, ക്യാൻ വന്നാൽ കുഡിലേക്ക്, മേ വന്നാൽ മൈറ്റിലേക്ക്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചു തന്നെയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കണം. V1 വന്നാൽ V2ലേക്ക്, V2 വന്നാൽ ഹാഡ് പ്ലസ് V3ലേക്ക്, ഈസ് ഓർ ആം ഓർ ആർ വന്നാൽ വാസ് ഓർ വേറിലേക്ക്, ഡു ഡസ് വന്നാൽ ഡിഡിലേക്ക്, ദെൻ ഹാസ് ഹാവ് വന്നാൽ ഹാഡിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈസ് ഓർ ആം ഓർ ആർ വന്നാൽ വാസ് ഓർ വേറിലേക്കാണ് പോവാം. അപ്പോൾ വാസ് ഓർ വേർ വന്നാലോ, വാസ് ഓർ വേർ വന്നാൽ എന്താ ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ്. വാസ് അല്ലെങ്കിൽ വേർ വന്നാൽ എന്താണ് ചെയ്യുക? യെസ്, വാസ് ഓർ വേർ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ എന്തിലേക്ക് മാറ്റണം, ഹാഡ് ബീനിലേക്ക് മാറ്റണം. എന്തിലേക്ക് മാറ്റണം, ഹാഡ് ബീനിലേക്ക് മാറ്റണം. മനസ്സിലായോ? എന്തിലേക്ക് മാറ്റണ്ട, ഹാഡ് ബീനിലേക്ക് മാറ്റണം. അടുത്തത് ഡൂം ഡസും വന്നാൽ ഡിഡ് ആവും. ഡിഡ് വന്നാൽ എന്തിലേക്ക് മാറും, ഡിഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3ലേക്ക് മാറ്റണം. ഡിഡ് വന്നാൽ എന്തിലേക്ക് മാറണം, ഹാഡ് പ്ലസ് V3ലേക്ക് മാറ്റണം. ഈ രണ്ട് കൺവേർഷൻസ് കൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായി ഓർമ്മിച്ച് വെക്കണം. സോ ഈസ് ഓർ ആം ഓർ ആർ വന്നാൽ വാസ് ഓർ വേറിലേക്ക് പോകും, വാസ് ഓർ വേർ വന്നാൽ ഹാഡ് ബീനിലേക്ക് പോകും. ഈ കാര്യങ്ങൾ കൺവേർഷൻസ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ ഉത്തരം എഴുതുന്ന സമയത്ത് എന്താവും, ഇവിടെ ആറാണ് വന്നത്. സോ ഈസ് ഓർ ആം ഓർ ആർ വന്നാൽ എന്താവും, ഒന്നിക്കെങ്കിൽ വാസ് ആവും അല്ലെങ്കിൽ വേർ ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ സബ്ജക്റ്റ് ആരാന്ന് നോക്കുക. സബ്ജക്റ്റ് ഹീ ആണ്. ഹീൻ്റെ കൂടെ എന്തേ പറ്റുള്ളൂ, വാസേ പറ്റുള്ളൂ. സോ ഹീ വാസ് വറീഡ് എന്നാവും. ദെൻ ഇവിടെ കോയിൽഡ് ആണുള്ളത്. കോയിൽഡ് V2 ആണ്. V2 വന്നാൽ ഹാഡ് പ്ലസ് V3ലേക്ക് ആവും. അപ്പോൾ ഹാഡ് കോയിൽഡ് എന്നാവും. എന്താവും, ഹാഡ് കോയിൽഡ് എന്നാവും. ഓക്കെ, ശരി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, മറ്റ് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുക. ഫോർ എക്സാമ്പിൾ, ടുഡേ എന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഡേ എന്നാക്കുക, ടുമോറോ എന്ന് വന്നു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ എന്നാക്കുക, യെസ്റ്റർഡേ എന്ന് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ എന്നാക്കുക, നൗ വന്നാൽ ദെന്ന്, ദിസ് വന്നാൽ ദാറ്റ്, ടുനൈറ്റ് വന്നാൽ ദാറ്റ് നൈറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഓക്കെ, യെസ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ, ഒന്നുമില്ലാതെ എറൗണ്ട് മൈ ആം എന്നുണ്ട്. അതെന്താവും, അവൻ്റെ കയ്യിൽ നിന്നാവും. എൻ്റെ കയ്യിൽ നിന്നുള്ള എന്താവും, അവൻ്റെ കയ്യിൽ നിന്നാവും. ഓക്കെ, സോ ഇത്രയുമാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ 5 സ്റ്റെപ്സ്. ഞാനിതിനെ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാണ്, റീക്യാപ്പ് ചെയ്യാണ്. സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്, ആരോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് എഴുതുക. റൈറ്റ് ഹൂ ആസ്ക്ഡ് ഓർ റിപ്ലൈ ടു ഹും. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, അനുയോജ്യമായ ലിങ്കിങ് വേർഡ് എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്,
അനുയോജ്യമായ ലിങ്കിങ് വേർഡ് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലിങ്കിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് എഴുതാം. മറന്നു പോകരുത്, ലിങ്കിങ് വേർഡിന് ശേഷം എന്ത് എഴുതണം? സബ്ജക്റ്റ് എഴുതണം. ദെൻ അവിടെ എക്സെപ്ഷൻ ഉണ്ട്. WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം V2 വന്നാൽ അതിൽ ഡയറക്റ്റ് സബ്ജക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോകാം. സ്റ്റെപ്പ് നമ്പർ 4 എന്താണ്? സെൻറ്റൻസിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ മെയിൻ വേർബിനെ പാസ്റ്റിലേക്ക് മാറ്റുക. ഏത് രീതിയിലാണ് മാറ്റേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്നും എന്തിലേക്കാണ് കൺവേർഷൻ, എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഹാഡ് ബെറ്റർ വരാറില്ല മക്കളെ. സാധാരണയായിട്ട് ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എളുപ്പമാണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ വേർബിൻ്റെ V1 ഫോം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ബേസ് ഫോം ഉപയോഗിച്ചാൽ മതി. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? മറ്റ് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുക. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിയാണോ? റെഡിയാണോ? നോക്കാം നമുക്ക്. റൈറ്റ്, യെസ്, നോക്കാം. ഇവിടെ നിങ്ങൾ 2 ടൈപ്പ് സെൻറ്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സാർക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായത്? അതൊരു ഓക്സിലറി വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാം. ആൻഡ് രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യത്തെ കാര്യം എന്താണ്? ആര് ആരോട് ചോദിച്ചു? ഹൂ ആസ്ക്ഡ് ഹും, അല്ലെങ്കിൽ ഹൂ റിപ്ലൈഡ് ടു ഹും. ഇവിടെ ആദ്യം ചോദ്യം, അതുകൊണ്ട് റിപ്ലൈഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരൊക്കെ ആരോടാ ചോദിച്ചത് നോക്കിക്കോളൂ. മിസ്സസ് ക്ലിഫോർഡ്. ആരാണ്? മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത. ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ലിങ്കിങ് വേർഡ് എന്താ? മക്കളെ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. ഞാൻ ഒരുപാട് ശബ്ദം ഉയർത്താത്തത് ശബ്ദം സേവ് ചെയ്യുന്നത് തന്നെയാണ്. സോ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം. ഞാൻ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. സോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക? ഒരു കുഞ്ഞ് റെഡ് ഹാർട്ട് ഇടുക. ഇനി ആരെങ്കിലും ലൈവിന് ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സോ മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത. യെസ്, ഇഫ് അല്ലെങ്കിൽ വെദർ ഏതെങ്കിലും ഒന്ന് മതി അല്ലേ? സോ ഇഫ്, യെസ്. ഇനി ലിങ്കിങ് വേർഡ് കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കണം? സബ്ജക്റ്റ് ഉപയോഗിക്കണം. സബ്ജക്റ്റ് ഏതാണ്? യു ആണ്. ഇവിടെ ആരെയാണ് യു എന്ന് വിളിക്കുന്നത്? മിസ്റ്റർ ഗുപ്തേനെയാണ്. മിസ്റ്റർ ഗുപ്ത ഒരു മെയിൽ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഹി എന്ന് എഴുതുന്നു. ഇനി അടുത്തതാണ് കാര്യം. ഇവിടെ ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും സി എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും സി എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. എന്താ വ്യത്യാസം? എന്താ പ്രശ്നം? അവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഞാനിവിടെ കൺവേർഷൻസ് പഠിപ്പിച്ചപ്പോൾ വളരെ കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഡുവോ ഡസോ വന്നാലാണ് ഡിഡിലേക്ക് മാറുക. ഡിഡ് വന്നാൽ എന്തിലേക്ക് മാറണം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറണം. എന്തിലേക്ക് മാറണം? ഹാഡ് പ്ലസ് V3. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് ഈ ഡിഡിനെയാണോ നിങ്ങൾ ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റേണ്ടത്? അല്ല, ഡിഡിൻ്റെ കൂടെ പുറത്തൊരു വേർബ് ഉണ്ടാവും. ആ വേർബിനെയാണ് നിങ്ങൾ ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റേണ്ടത്. അതായത് ഈ സി എന്ന് പറഞ്ഞ വേർബിനെ എന്തിലേക്ക് മാറ്റണം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റണം. ഹാഡ് ബീൻ അല്ല. ബീൻ എന്ന് പറയുന്നത് ഡിഡിൻ്റെ V3 അല്ല. ബീൻ എന്ന് പറയുന്നത് ബി ഫോമിൻ്റെ V3 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇഫ് ഹി ഹാഡ് സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ. സോ ഇവിടെ സി എന്ന് പറയുന്നത് ഹാഡ് സീൻ ആവും. കാരണം ആര് വന്നിട്ടുണ്ട്? ഡിഡ് വന്നതുകൊണ്ട്. ആ കാര്യം മനസ്സിലായോ? ഒരു തംസപ്പ് വന്നേ കമൻറ്റ് ബോക്സിൽ. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യം മനസ്സിലായ ആളുകൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഒരു തംസപ്പ് വന്നേ. മനസ്സിലായോ? യെസ്. അടുത്തത് എന്താണ്? ഓക്കെ, അടുത്തത് മിസ്റ്റർ ഗുപ്ത ആസ്ക്ഡ്
എന്നുള്ളതിന് പകരം നമ്മൾ അവിടെ റിപ്ലൈഡ് എന്നല്ലേ പറയേണ്ടത്. എന്താ പറയേണ്ടത്? റിപ്ലൈഡ് എന്നാണ് പറയേണ്ടത് അല്ലേ. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ്. റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ്. കാരണം ഇവിടെ എന്തുണ്ട്? ഒരു യെസ് ഉണ്ട്. എന്തുണ്ട്? യെസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ്ലി ദാറ്റ് എന്ന് എഴുതി. നോ ആണെങ്കിലോ റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ് ദാറ്റ് എന്ന് എഴുതാം. ഓക്കെ, പോസിറ്റീവ്ലി ദാറ്റ്. സബ്ജക്റ്റ് ഏതാണ്? ഐ എന്നുള്ള എന്താവും? ഹി എന്നാവും. ഇനി നോക്കിക്കോളെ, ഇവിടെ ഹാവ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും സീൻ എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. ഹാവ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബും സീൻ എന്ന് പറഞ്ഞ മെയിൻ വേർബും ഉണ്ട്. സോ ഓക്സിലറി വേർബും മെയിൻ വേർബും വന്നാൽ എന്ത് മാത്രമേ മാറുള്ളൂ? ഓക്സിലറി വേർബ് മാത്രമേ മാറുള്ളൂ. സോ ഹാവ് മാറി എന്താവും? ഹാഡ് ആവും. ഹാഡ് സീൻ. ഇറ്റിന് മാറ്റം വരില്ല. ഇറ്റ് എന്ന് പറഞ്ഞാൽ പ്രോനൗൺ നമ്മൾ സാധാരണ മാറ്റാറില്ല, ചേഞ്ച് ചെയ്യാറില്ല, ഇറ്റ് എന്നാണ്. ഇത് രണ്ടും ശരിയായ ആളുകൾ ഒരു റെഡ് ഹാർട്ട് ഇടാവോ കമൻറ്റ് ബോക്സിൽ? ഓക്കെ, യെസ് റെഡിയാണോ? രണ്ടും ശരിയാണോ? ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. സെയിം ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പക്ഷേ 3 സെൻറ്റൻസുകളുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കുറേ പേർക്ക് ശരിയായിട്ടുണ്ട് അല്ലേ? അടിപൊളി. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. ഒരു WH ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നിങ്ങൾ ഏത് ചോദ്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം നിങ്ങൾ ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേടാ. ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യാൻ പോകണം. ആര് ആരോട് ചോദിച്ചു? ചോദ്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു തന്നെ എഴുതണം. മാഗി ആസ്ക്ഡ് ഗുപ്ത. രണ്ടാമത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ലിങ്കിങ് വേർഡ് എഴുതണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ലിങ്കിങ് വേർഡ് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? ഇഫ് എന്ന് എഴുതുന്നു. അടുത്തത്, ഇവിടെ സബ്ജക്റ്റ് ആരാണ്? യു എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ താഴെ ആരോടാണ് പറയുന്നത് വരഞ്ഞു നോക്കിയാൽ മതി. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? യു എന്ന് പറഞ്ഞാൽ ഗുപ്തയാണ്. അപ്പോൾ യു എന്നുള്ളത് എന്താവും? ഹീ എന്നാവും. ഓക്കെ, ഹീ എന്നാവും. ഇഫ് ഹീ. ഇനി ഇവിടെ ഓക്സിലറി വേർബാണ് മാറ്റേണ്ടത്. ഏതാ ഓക്സിലറി വേർബ്? ആറാണ്. നമുക്കറിയാം ആറെന്ന് പറഞ്ഞ് ഈസ് ആം ആറ് അത് എന്തിലേക്കൊക്കെ മാറും? ഒന്നിക്കെങ്കിൽ വോസിലേക്ക് മാറും, അല്ലെങ്കിൽ വേറിലേക്ക് മാറും. സോ നിങ്ങൾ ആറ് കണ്ട് ഉടനെ തന്നെ എന്തിലേക്ക് മാറ്റരുത്, കൺവേർട്ട് ചെയ്യരുത്, വേറിലേക്ക് മാറ്റരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് നോക്കുക. നിങ്ങളുടെ സബ്ജക്റ്റ് ആരാണ്? നിങ്ങളുടെ സബ്ജക്റ്റ് സിംഗുലറാണ്. അപ്പോൾ വോസ് ആണോ സിംഗുലർ, വേർ ആണോ സിംഗുലർ നിങ്ങൾക്ക് അറിയണം. ഏതാ സിംഗുലർ? വോസ് ആണ് സിംഗുലർ, വേർ പ്ലൂറലാണ് അല്ലേ. നമ്മളിത് പണ്ട് തുപ്പൽ കൂട്ടി പഠിച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അല്ലേ. ഈസ്, വാസ്, ഡസ്, ഹാസ്, ഇത് നാലുമാണ് എന്ത്? സിംഗുലർ. ഓക്കെ, ഇത് നാലുമാണ് എന്ത്? സിംഗുലർ. അപ്പോൾ ഹീ വാസ് എന്നാവും. എന്താവും? ഹീ വാസ് എ വെജിറ്റേറിയൻ. ഇത് ശരിയായ ആളുകളൊക്കെ ഒരു റെഡ് ഹാർട്ട് ഇട്ടേ കമൻറ്റ് ബോക്സിൽ. ഇത് ശരിയാണല്ലോ? ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, ശരി. രണ്ടാമത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോണേ. ഗുപ്ത ആസ്ക്ഡ്. സോ ഗുപ്തയും ചോദിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗുപ്ത ആസ്ക്ഡ് ഇൻ റിട്ടേൺ എന്ന് എഴുതിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് ഗുപ്ത തിരിച്ചു ചോദിച്ചു. എന്ത് ചോദിച്ചു? ലിങ്കിങ് വേർഡ് എന്താണ്? ലിങ്കിങ് വേർഡ് വൈ അല്ലേ. വൈ. സബ്ജക്റ്റ് അതാണ്, യു ആണ്. അത് മാഗിയോട് ചോദിക്കുന്നുണ്ട്, ഷീ എന്നാവും. വൈ ഷീ. ഇവിടെ കണ്ടോ, ഡു ഉണ്ട്, ആസ്ക്ഡും ഉണ്ട്. അപ്പോൾ ഡു എന്നുള്ളത് എന്താവും? ഡിഡ് ആവും. ആസ്ക് ദാറ്റ് അതുപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡിഡും ആസ്കും ക്ലബ് ചെയ്തിട്ട് എന്ത് എഴുതാം? ആസ്ക്ഡ് എന്ന് എഴുതാം. ഡിഡും ആസ്കും ക്ലബ് ചെയ്തിട്ട് എന്തെഴുതിയാലും ശരിയാണ്. വൈ ഷീ ഡിഡ് ആസ്ക് ദാറ്റ് എന്ന് പകരം നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? വൈ ഷീ ആസ്ക്ഡ് ദാറ്റ് എന്ന് ചോദിക്കാം. ആസ്ക്ഡ് എന്ന് എഴുതണം. കാരണം അതെന്താ കാര്യം? അതായത് ഈ ഒന്നുകിൽ നിങ്ങൾ ഡിഡ് പുറത്തെടുത്തിട്ട് ഡിഡ് ആസ്ക് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഈ ഡിഡും ആസ്കും കൂടെ ക്ലബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആസ്ക്ഡ് എന്ന് ചോദിക്കുക. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇത് അവസാനിപ്പിക്കുക. അടുത്തത്, മാഗി സെഡ് ദാറ്റ് പറഞ്ഞു എന്നുള്ളത്
അല്ലെങ്കിൽ റിപ്ലൈഡ് എന്ന് കൊടുക്കുക അല്ലേ, അവിടെ റിപ്ലൈ അല്ലേ. മാഗി റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്താവും, ഷീ എന്നാവും. ഹാവ് ഹേർഡ് എന്നുള്ളത് ഓക്സിലറി വേർബിന് മാത്രം ചേഞ്ച് വന്ന് ഹാവ് മാറി ഹാഡായി. ഹാഡ് ഹേർഡ് എന്നാവും. ഹാഡ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ആറുണ്ട്. അതായത് ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് അല്ലെങ്കിൽ ഇഫ് എന്ന് പറഞ്ഞൊരു വേർഡ്, ആൻഡ് എന്ന് പറഞ്ഞൊരു വേർഡ് നടുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേർബ് മാറ്റാനുണ്ടാവും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേർബ് മാറ്റാനുണ്ടാവും എന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ 6 എന്നുള്ളത് എന്താവും, അവിടെ 6 വേറാണോ അവ വാസാണോ? കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ, 6 വേറാണോ വാസാണോ? ഞാൻ കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ശരിയായിക്കോളും കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു എന്താ പറയുക എക്സോസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോറി ഫോർ ദാറ്റ്. എക്സാക്ട്ലി വേറാവും. കാരണം എന്താ? കാരണം ഇവിടെ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഒരാളല്ല, ഒന്നിലധികം ആൾക്കാരാണ്, പ്ലൂരലാണ്. അപ്പം അതുകൊണ്ട് 6 എന്നുള്ളത് മാറിയിട്ട് എന്താവണം, വേർ വെജിറ്റേറിയൻസ് എന്നാവണം. എന്താവണം? വേർ വെജിറ്റേറിയൻസ് എന്നാവണം. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ കാര്യം, ഇത്രേ ഉള്ളൂ റിപ്പോർട്ടർ സ്പീച്ച്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ആ പറഞ്ഞ ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ വന്നാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ലൈഡ് എന്ത് ചെയ്യണം, ഒന്നുകൂടെ ആവർത്തിച്ച് പഠിക്കണം. അതായത് V1 വന്നാൽ V2 ആവും, V2 വന്നാൽ ഹാഡ് പ്ലസ് V3 ആവും, ഈസ് ഓർ ആം ഓർ ആർ വന്നാൽ വാസ് ഓർ വേർ ആവും, ഡു ഓ ഡസോ വന്നാൽ ഡിഡ് ആവും, ഹാസ് ഓ ഹാവോ വന്നാൽ ഹാഡ് ആവും. ദെൻ വില്ല് ഷാള് ക്യാന് മേ ഇത് വന്നു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും പാസ്റ്റ്, വില്ലിൻ്റെ പാസ്റ്റ് വുഡ്, ഷാളിൻ്റെ പാസ്റ്റ് ഷുഡ്, ക്യാനിൻ്റെ പാസ്റ്റ് കുഡ്, മേയുടെ പാസ്റ്റ് മൈറ്റ്. ഈ രീതിയിൽ കൺവേർഷൻ ഉണ്ടാവും എന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ ആണോ? റെഡിയാണോ? യെസ്, റെഡി. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ റിവൈസ് ചെയ്യാം. ഇത് നമ്മൾ പഠിച്ചു അല്ലേ? അടുത്തത് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞൊരു പോവമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോവമാണ്. എല്ലാ പോംസും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിലെ പോലെയല്ല, പല പോംസിനും പല രീതിയിൽ ചോദ്യങ്ങളും ചോദിക്കാം. അതുകൊണ്ട് ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളൊന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. റെഡി ആണല്ലോ നിങ്ങളല്ലേ? ഇന്ന് കമൻറ്റ് ബോക്സിൽ റെഡിയാണെന്ന് പറയാം. യെസ്, ഓക്കെ. സോ നമ്മൾ ഡെത്ത് ദ ലെവലിലേക്ക് പോവാണ് മക്കളെ. ഈ പോത്തിന് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോവാണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ പല കുട്ടികൾക്കും ഇത് വളരെ എളുപ്പമുള്ള പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ് ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ പോം. നോക്കിക്കോളെ, ഞാൻ ആദ്യം കുറച്ച് പോയിന്റ്സ് പറയും, ഇത് കൃത്യമായി നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഡെത്ത് ലെവല ഈസ് എ ഫ്യൂണറൽ സോങ്. അതിൻ്റെ കൗണ്ട് കാണുന്നില്ല. ഡെത്ത് ലെവല ഈസ് എ ഫ്യൂണറൽ സോങ്. ഡെത്ത് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്യൂണറൽ സോങ് ആണ്. ഓക്കെ, however it appeals to the reader to think about human actions. ഇത് വായിക്കുന്ന ഒരു റീഡർക്ക് എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിക്കും? ഹ്യൂമൻ ആക്ഷൻസിനെ കുറിച്ച്, മനുഷ്യ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിക്കും. ഓക്കെ, അയ്യോ ലൈവായിട്ട് കാണൂല, ഓക്കെ ആണോ? കുഴപ്പമില്ല, ഡൺ. ഓക്കെ, സോ മക്കളെ ഞാൻ ഇപ്പോഴാണ് ലൈവ് കൗണ്ട് കാണുന്നത്. നമ്മൾ 5K ക്രോസ് ചെയ്തിട്ടുണ്ട്, വലിയ കാര്യമാണ്, അടിപൊളിയാണ്. പക്ഷേ മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. ലൈവിന് ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ സെൻട്രൽ ഐഡിയ ആണ് നിങ്ങൾ പഠിച്ച് വെക്കേണ്ടത്. ഒരു ഫ്യൂണറൽ സോങ് ആണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്? ദ സെൻട്രൽ ഐഡിയ നോക്കൂ. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ഈസ് ദി വാനിറ്റി. യെസ്, താങ്ക് യു. വാനിറ്റി ആൻഡ് ഇംപെർമനൻസ് ഓഫ് earthly ഗ്ലോറി ആൻഡ് പവർ. നിങ്ങൾ ഇതൊന്നൊരു 1-2 തവണ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലേക്ക് വെക്കുക. ഓക്കെ, ഗെറ്റ് ദിസ് ഇൻ ടു യുവർ തിക് സ്കൾ. എന്താണ് ഈ പോത്തിൻ്റെ സെൻട്രൽ ഐഡിയ? ഈ പോത്തിൻ്റെ സെൻട്രൽ തീം എന്താണ്? വാനിറ്റി ആണ്. എന്താണ്? വാനിറ്റി, മനുഷ്യന്മാരുടെ എന്താണ്? പൊങ്ങച്ചം. പിന്നെയോ ഇംപെർമനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും പെർമനൻ്റ് അല്ലാത്ത അവസ്ഥ, അസ്ഥിരമായ അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇംപെർമനൻസ് എന്ന് വിളിക്കുന്നത്. സോ മനുഷ്യൻ്റെ earthly എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ഗ്ലോറി ഉണ്ടല്ലോ, മാഹാത്മ്യം ഉണ്ടല്ലോ, ശക്തി ഉണ്ടല്ലോ. സോ ഈ earthly ഗ്ലോറി, മനുഷ്യന്മാരുടെ ഭൂമിയിലെ
മഹത്വത്തിൻ്റെയും, മനസ്സിലായ ആളുകൾ ഒരു ഫയർ ഇടണേ, മനസ്സിലായ ആളുകൾ ഈ 5050 പേരും മനസ്സിലായാൽ, ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലായാൽ ഫയർ ഇടണം, അല്ലാതെ ചുമ്മാതെ ഞാൻ ഓടിപ്പാഞ്ഞ് പോയില്ല. സോ നോക്കൂ എന്താ പറഞ്ഞത്. യെസ്, ദ ഇംപെർമനൻസ് ഓഫ് എർത്തിലി ഗ്ലോറി ആൻഡ് പവർ. മനുഷ്യന്മാരുടെ ഭൂമിയിലുള്ള മഹത്വം പറച്ചിലുണ്ടല്ലോ, ആ മഹത്വത്തിൻ്റെയും മനുഷ്യന്മാർ ഭൂമിയിൽ കാണിക്കുന്ന ശക്തി ഉണ്ടല്ലോ, പവർ ഉണ്ടല്ലോ, അതിൻ്റെയും വെറും പൊങ്ങച്ചമാണ്, അതിൻ്റെ പൊങ്ങച്ചവും അതിൻ്റെ ഇംപെർമനൻസിനെ കുറിച്ചുമാണ് ഈ പോം പറയുന്നത്. ഒരു 1 വേർഡിലൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് എഴുതാം. അടുത്തത് അതിലും സൂപ്പറായിട്ടൊരു സെൻറ്റൻസ് ആണ്. ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തിന് ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല, മരണത്തിന് വേർതിരിവുകളൊന്നുമില്ല അല്ലേ. ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർതിരിവ് എന്നാണ്. മരണത്തിന് വേർതിരിവൊന്നുമില്ല. ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും എലൺ മസ്ക് മരിച്ചാലും മാർക്ക് സക്കർബർഗ് മരിച്ചാലും ഒക്കെ എന്താണ്? ഒരുപോലെയാണ്, അല്ലെങ്കിൽ മരണം അവരെയൊക്കെ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷെ മരണത്തിൻ്റെ മുമ്പിൽ ഡെത്തിന് എന്തില്ല? ഒരു വേർതിരിവും ഡെത്തിന് അറിയില്ല, മരണത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ക്യാരീസ് ഓഫ് ഓൾ അലൈക്ക്, എല്ലാവരെയും എന്ത് ചെയ്യും? ഒരുപോലെ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ക്യാരീസ് ഓഫ് ഓൾ അലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകും. ആരെയൊക്കെ ഒരുപോലെ കൊണ്ടുപോകും? ഹൈ ആൻഡ് ലോ. ആരാണ്? ഹൈ ആൻഡ് ലോ, ഉയർന്ന ആളുകളെയും താഴ്ന്ന ആളുകളെയും. പിന്നെയോ റിച്ച് ആൻഡ് പുവർ, പാവപ്പെട്ട ആളുകളെയും പണക്കാരെയും കൊണ്ടുപോകും. സ്ട്രോങ് ആൻഡ് വീക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെയും വീക്ക് ആയിട്ടുള്ള ആൾക്കാരെയും കൊണ്ടുപോകും. എല്ലാവരെയും റെഡ്യൂസിങ് ദം ഓൾ ടു ഡസ്റ്റ്, എല്ലാവരെയും എന്ത് ചെയ്യും? ചാരമാക്കും. എല്ലാവരെയും എന്താക്കും? മണ്ണാക്കും. അതിന് കഴിവുണ്ടാക്കുക മരണത്തെ. സോ ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ. ഈ പോയിന്റ് ഓർമ്മിച്ച് വെക്കാം. എല്ലാവരെയും, ഹൈ ആൻഡ് ലോ, റിച്ച് ആൻഡ് പുവർ, സ്ട്രോങ് ആൻഡ് വീക്ക്, എല്ലാവരെയും എന്ത് ചെയ്യും? റെഡ്യൂസിങ് ഇൻ ടു ആഷസ്. ഇനി നോക്കൂ, ഇത് പലതവണ, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ അടുത്തുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുമാത്രമാണ്, അതായത് നിങ്ങളുടെ സമ്പത്തും എല്ലാം, നിങ്ങളുടെ ഗ്ലോറിയും നിങ്ങളുടെ പവറും എല്ലാം എന്ത് ചെയ്യും? പെരിഷ് ചെയ്യും. പിന്നെ എന്തു മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? ഇറ്റ് ഈസ് ഓൺലി ദ മെമ്മറി ഓഫ് ഗുഡ് ഡീഡ്സ് അല്ലേ. വേർഡ് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീഡ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് എന്നാണ്. സോ ഗുഡ് ഡീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾ എന്നാണ്. ഗുഡ് ഡീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൽപ്രവൃത്തികൾ എന്നാണ്. സോ ഇറ്റ് ഈസ് ഓൺലി ദ മെമ്മറി ഓഫ് ഗുഡ് ഡീഡ്സ് ഡൺ ഡ്യൂറിങ് അവർ ലൈഫ് ടൈം. നമ്മുടെ ജീവിത കാലയളവിൽ ചെയ്ത നല്ല പ്രവൃത്തികളുടെ, സൽപ്രവൃത്തികളുടെ മെമ്മറി, ഓർമ്മകൾ മാത്രമാണ് ദാറ്റ് വിൽ റിമെയിൻ ഫോർ എവർ, എല്ലാ കാലത്തും നിലനിൽക്കാൻ പോകുന്നത്. വേറെ ഒന്നും എല്ലാ കാലത്തും എന്ത് ചെയ്യാൻ പോകുന്നില്ല? നിലനിൽക്കാൻ പോകുന്നില്ല. ഇത്രയും കാര്യം പഠിച്ചല്ലോ. സോ ഈ പോത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോത്തിലേക്ക് പോകണം. വളരെ സിമ്പിളായിട്ടുള്ള പോമാണ്, അല്ലെങ്കിൽ നമുക്കത് സിമ്പിളാക്കാം. നോക്കൂ എങ്ങനെയാണ് ഈ പോം തുടങ്ങുന്നത്. The glories of our blood and state are shadows, not substantial things. The glories of our blood and state are shadows, not substantial things. നമുക്ക് എന്തൊക്കെയാണെന്ന് വളരെ പതുക്കെ നോക്കിക്കോളെ. ഗ്ലോറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോറീസ് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് അല്ലേ. മഹത്വത്തിൻ്റെ പ്ലൂറലാണ് ഗ്ലോറീസ്. എന്തൊക്കെയാണ്? നിങ്ങളുടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ രക്തം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജനനം. നിങ്ങളുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. നിങ്ങളുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. സോ നിങ്ങൾ എവിടെ ജനിച്ചു, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ആ ഗ്ലോറിയൊക്കെ ഉണ്ടല്ലോ, ആ മഹത്വമൊക്കെ ഉണ്ടല്ലോ, ആ പൊങ്ങച്ചം പറച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറും എന്താണ്? ഷാഡോസ് ആണ്. എന്താണ്? ദേ ആർ നോട്ട് റിയൽ. പിന്നെ എന്താണ്? ഷാഡോസ് ആണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. എന്താണ് സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ലാത്തത് എന്നാണ്. നോട്ട് സ്റ്റേബിൾ എന്നാണ്. സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് സ്റ്റേബിൾ എന്നാണ്. മരണത്തിൻ്റെ മുമ്പിൽ, ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, മരണത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ബർത്തിൻ്റെ, നിങ്ങളുടെ ബ്ലഡിൻ്റെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ, ഏത് സ്റ്റേറ്റ്? കർണാടക, കേരള, തമിഴ്നാടല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ഗ്ലോറീസൊക്കെ വെറും എന്ത് മാത്രമാണ്? ഷാഡോസ് മാത്രമാണ്, നിഴല് മാത്രമാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, സോളിഡ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല.
മനസ്സിലായോ? ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ഗ്ലോറീസ് ഓഫ് വൺസ് നോബിൾ ബർത്ത് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ് ആർ മിയർ ഷാഡോസ് നോട്ട് സോളിഡ് ഓർ സ്റ്റേബിൾ. നിങ്ങൾക്കത് അങ്ങനെ വായിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വായിച്ചെടുക്കാം. ഓക്കെ, അടുത്തത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക്ഗ്രൗണ്ട് എന്നാണ്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റേറ്റസ് എന്നാണ്. എന്താണ്? സോഷ്യൽ സ്റ്റേറ്റസ് എന്നാണ്. അടുത്തത്, there is no armor against fate. ഫേറ്റ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം അല്ലേ. ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേറ്റ് എന്ന് പറഞ്ഞാൽ വിധി, ഡെസ്റ്റിനി എന്നാണ്. ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിധി എന്നാണ്. ആൻഡ് കവി പറയാണ്, ഫേറ്റിനെതിരെ എന്തില്ല? ആർമർ ഇല്ല, കവചം ഒന്നുമില്ല അല്ലേ. ആർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കവചം അല്ലെങ്കിൽ ഷീൽഡ് എന്നാണ്. വിധിക്കെതിരെ, വിധിയെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആർമർ വെച്ചിട്ട്, എന്തെങ്കിലും ഒരു കവചം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? സംഭവിച്ചിട്ടുണ്ടാവും. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഡെത്തിനെ, ഇവിടെ ത്രൂ ഔട്ട് ദ പോം ഡെത്തിനെ ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെത്തിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മരണം അതിൻ്റെ ഐസി ഹാൻഡ് അല്ലെ, ഡെത്തിൻ്റെ കൈകളെ എങ്ങനെയുള്ള കൈകളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? ഐസി ഹാൻഡ്സ് ആയിട്ടാണ്. സോ ഡെത്ത് തൻ്റെ ഐസി ഹാൻഡ്സ് ലേസ് എവിടെ വെക്കുന്നു? ഓൺ കിങ്സ്, രാജാക്കന്മാരുടെ മുകളിൽ വെക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാണോ പ്രജയാണോ എന്നൊന്നും ആർക്ക് ഡിസ്റ്റിങ്ഷൻ ഇല്ല, ആർക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഡെത്തിന് ഡിസ്ക്രിമിനേഷൻ ഇല്ല. സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. ശ്രദ്ധിച്ചോളെ, രണ്ട് സിമ്പിൾസ് ആണ്. സെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെങ്കോൽ എന്നാണ്. സെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡെക്കറേറ്റഡ് സ്റ്റിക്ക് എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ചെങ്കോൽ എന്നാണ്. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കിരീടം എന്നാണ്. സോ ചെങ്കോൽ ആൻഡ് കിരീടം എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? റോയൽറ്റീനെയാണ്. എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? റോയൽറ്റീനെയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഈ ചെങ്കോലും കിരീടവും സെപ്റ്ററും ക്രൗണും എന്ത് ചെയ്യണം? മസ്റ്റ് ടംബിൾ ഡൗൺ. എന്ത് ചെയ്യണം? വീണുടയണം, കൊളാപ്സ് ചെയ്യണം, തകരണം. കാരണം നിങ്ങൾ ഒരു റോയൽ ഫാമിലിയിലെ മെമ്പറാണ്, നിങ്ങളൊരു കിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അരിസ്റ്റോക്രാറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രഭുവാണ് എന്നൊന്നും മരണത്തിന് അറിയേണ്ട ആവശ്യമില്ല. ഈ കിരീടവും ചെങ്കോലും ഒക്കെ എന്ത് ചെയ്യണം? മസ്റ്റ് ടംബിൾ ഡൗൺ, താഴേക്ക് വീഴണം. ആൻഡ് ഇൻ ദ ഡസ്റ്റ്, എന്നിട്ട് അത് പൊടിയിൽ അല്ലെ, നിലത്ത് വീണ് മണ്ണിൽ ആരോട് കൂടെ ഈക്വൽ ചെയ്യപ്പെടും? ആരോട് തുല്യമാക്കപ്പെടും? വിത്ത് പുവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പേഡ്. മക്കളെ, സൈത്ത്, സ്പേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്പേഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേഡ് എന്ന് പറഞ്ഞാൽ പടന്ന എന്നാണ്. സൈത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്കിൾ എന്നാണ്. സിക്കിൾ എന്നാണ്, അല്ലെങ്കിൽ എന്താണ്? അരിവാള് എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ സൈത്ത് ആൻഡ് സ്പേഡ്, അരിവാള് എന്നുള്ളത് ആരെയായിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാവുക? ആരെയായിരിക്കും സിംബലൈസ് ചെയ്യുന്നുണ്ടാവുക? ഫാമേഴ്സിനെയാണ്. മനസ്സിലായോ? സോ മരണത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ മരണം രാജാക്കന്മാരെയും ദെൻ സാധാരണക്കാരെ, കൃഷിക്കാരെയും ഒരുമിച്ച് എന്ത് ചെയ്യും? ഒരേ മണ്ണിൽ, ഒരേ ഡസ്റ്റിൽ എന്ത് ചെയ്യും? തുല്യരാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായെങ്കിൽ ഒരു ഓക്കെ സാറ് പറയാമോ കമൻറ്റ് ബോക്സിൽ? ഓക്കെ, റെഡി. കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ഡെത്ത് വിൽ മേക്ക് എ കിങ് വെയറിംഗ് സെപ്റ്റർ ആൻഡ് ക്രൗൺ ഈക്വൽ ടു ഫാമർ ഹോൾഡിംഗ് എ സിക്കിൾ ആൻഡ് സ്പേഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? സം മെൻ വിത്ത് സോർഡ്സ് മേ റീപ് ദ ഫീൽഡ്. സം മെൻ വിത്ത് സോർഡ്സ് റീപ് ദ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? സം മെൻ വിത്ത് സോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സോർഡ്സ് ഉള്ള ചില ആളുകൾ. സം മെൻ വിത്ത് സോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? വാരിയേഴ്സ് ആണ്. ആരാണ്? വാരിയേഴ്സ് ആണ്, അല്ലെങ്കിൽ സോൾജിയേഴ്സ് ആണ്. പക്ഷെ അവിടെ വാരിയേഴ്സ് എന്ന വേർഡാണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആവുക. എന്താണെന്ന് ഞാൻ പറയാം, നോക്കിക്കോളൂ. സോ സം മെൻ വിത്ത് സോർഡ്സ് അല്ലെ, ചില ആളുകൾ വാള് എന്ത് ചെയ്യുക? സോർഡുകൾ എന്ത് ചെയ്യുക? ചില ആളുകൾ മേ റീപ്പ് ദ ഫീൽഡ്, ഒരു പക്ഷെ എന്ത് ചെയ്തേക്കാം? റീപ്പ് ദ ഫീൽഡ്, ഫീൽഡ് കൊയ്തേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കുക, റീപ്പ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാടം കൊയ്യുക എന്നാണ്. പാടം കൊയ്യുക എന്നാണ്. പക്ഷേ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, വാരിയേഴ്സിന് പാടം കൊയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ അർത്ഥം എന്താണ്? കിൽ എനിമീസ് എന്നാണ്. സോ ചില ആളുകൾ വാള എന്ത് ചെയ്യുക? ചില മനുഷ്യന്മാർ പാടം കൊയ്യും.
സോ വാളേന്തിയ ചില മനുഷ്യന്മാർ പാടം കൊയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാളേന്തിയ ചില വാരിയേഴ്സ് അവരവരുടെ എനിമീസിന് എന്ത് ചെയ്യും? കൊല്ലും. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. എന്നിട്ടോ അവരാളുകളെ കൊല്ലുന്ന സ്ഥലത്ത് അവരുടെ വിജയത്തിൻ്റെ സിമ്പിളായിട്ട് അവർ ലോറൽ ചെടിയുടെ ഇലകൾ എന്ത് ചെയ്യും? അവിടെ പ്ലാന്റ് ചെയ്യും, അവിടെ പ്രതിഷ്ഠിക്കും എന്നാണ് പറയുന്നത്. ലോറൽ എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് ആണ്. ബട്ട് ദർ സ്ട്രോങ് നെർവ്സ്, പക്ഷേ അങ്ങനെ ഇത്രയും ധീരന്മാരായിട്ടുള്ള ഈ വാരിയേഴ്സിൻ്റെ സ്ട്രോങ് നെർവ്സ് പോലും, ശക്തമായിട്ടുള്ള നെർവ്സ് പോലും അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്, അവസാനം എന്ത് ചെയ്യണം? ഈൽഡ് ചെയ്യണം. അവസാനം എന്ത് ചെയ്യണം? ഈൽഡ് ചെയ്യണം. ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സറണ്ടർ ചെയ്യുക എന്നാണ്, അല്ലെങ്കിൽ ഗിവിൻ എന്നാണ്. അല്ല, ഇത്രയും വലിയ വാരിയേഴ്സ് ആയിട്ട് പോലും അവരുടെ സോഡ് അവസാനം എന്ത് ചെയ്യേണ്ടി വരും? ഈൽഡ് ചെയ്യേണ്ടി വരും, സറണ്ടർ ചെയ്യേണ്ടി വരും. ദേ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. പക്ഷേ സ്റ്റിൽ ഇവിടെ നിന്നോട്ടാണ് വായിക്കേണ്ടത്. എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? ദേ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. അവരിപ്പോഴും എന്നിട്ട്, അതായത് അവരൊക്കെ മരണത്തിന് മുമ്പിൽ എന്ത് ചെയ്യും? ഒരിക്കലും സറണ്ടർ ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും അവരിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്ടിരിക്കുകയാണ്? ടൈം ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ടൈം ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏർലി ഓർ ലേറ്റ്, അല്ലേ, നമ്മളിപ്പോൾ പറയും ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുന്ന പോലെ ഏർലി ഓർ ലേറ്റ് ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. അവർ സ്റ്റൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും സറണ്ടർ എന്നാണ്. ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിധി എന്നാണ്. സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സറണ്ടർ എന്നാണ്. സോ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അവരൊക്കെ എന്ത് ചെയ്യും? അവർ വിധിക്ക് മുമ്പിൽ എന്ത് ചെയ്യും? സറണ്ടർ ചെയ്യും. ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് ദർ മർമറിങ് ബ്രെത്ത്. ആൻഡ് അവരുടെ മേമർ ചെയ്യുന്ന, അവരുടെ ചെറുതായിട്ടല്ലേ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ബ്രെത്ത് ഉണ്ടല്ലോ, അവരുടെ ശ്വാസം ഉണ്ടല്ലോ, അത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? വിട്ടുകൊടുക്കേണ്ടി വരും, ഗിവ് അപ്പ് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. സോ മരണത്തിന് മുമ്പിൽ ഇവരൊക്കെ എന്താണ്? വിളറിയ ക്യാപ്റ്റീവ്സ് ആണ്. ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസണേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ സ്ലേവ്സ് എന്നാണ്, അടിമകൾ എന്നാണ്. ആൻഡ് പെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പെയിൽ എന്ന് പറഞ്ഞാൽ വിളറിയ എന്നാണ്, അല്ലേ, വിളറിയ, ഡിസ്കളേർഡ് ആയിട്ടുള്ള എന്നാണ്. സോ വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ്, ഈ വിളറിയിട്ടുള്ള ക്യാപ്റ്റീവ്സ് ഉണ്ടല്ലോ, ഈ വാരിയേഴ്സ് ഒക്കെ ഒടുവിൽ മരണത്തിന് മുമ്പിൽ എന്താവും? അടിമകളായിട്ട് മാറും. ആൻഡ് അവരൊക്കെ എന്ത് ചെയ്യും? ക്രീപ് ടു ഡെത്ത്. അവരൊക്കെ മരണത്തിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഇഴഞ്ഞ് പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആൻഡ് നെക്സ്റ്റ് ആൻസറിലേക്ക് പോവാം. ദ ലാസ്റ്റ് ആൻസർ ശ്രദ്ധിച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശബ്ദം കുറച്ച് പറയുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്, ലാസ്റ്റ് യൂണിറ്റിലേക്ക് നമുക്ക് പോവാം. നോക്കൂ. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. നോക്കിക്കോളെ. വിതർ എന്ന് പറഞ്ഞാൽ എന്താ? വിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ അപ്പ് എന്നാണ്. വിതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ അപ്പ് എന്നാണ്, അല്ലെങ്കിൽ ഉണങ്ങിക്കരിയുക എന്നാണ്. എന്താണ്? ഉണങ്ങിക്കരിയുക എന്നാണ്. അപ്പം എന്താ പറഞ്ഞത്? ദ ഗാർലൻഡ്സ്. ഗാർലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാർലൻഡ്സ് എന്ന് പറഞ്ഞാൽ പുഷ്പമാല എന്നാണ്. ഗാർലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ്പമാല എന്നാണ്. അത് എന്തിൻ്റെ സിമ്പിളാണ്? സിമ്പിൾ ഓഫ് ദർ വേൾഡ്ലി വിക്ടറീസ്, അല്ലേ? സിമ്പിൾ ഓഫ് their worldly victory. Symbol of their worldly victory. അവരുടെ ഈ ഭൂമിയിൽ അവർ നേടിയ വിജയങ്ങളുടെ സിമ്പിളാണ് എന്ത്? ഈ ഗാർലൻഡ്സ്. അപ്പോൾ കവി പറയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ നേടിയ വിജയങ്ങളുടെ സിമ്പിളായിട്ടുള്ള ഈ പുഷ്പഹാരം ഉണ്ടല്ലോ, ഈ ഗാർലൻഡ്സ് ഉണ്ടല്ലോ, ഇവെന്ത് ചെയ്യും? ഉണങ്ങി നിങ്ങളുടെ ബ്രോയിൽ, നിങ്ങളുടെ കൺപീലികളിൽ വന്ന് വീഴും. ദെൻ ബോസ്റ്റ് നോ മോർ അബൌട്ട് യുവർ മൈറ്റി ഡീഡ്സ്, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരിക്കലും എന്ത് ചെയ്യരുത്? ബോസ്റ്റ് ചെയ്യരുത് എന്ന് പറയുകയാണ്. എന്താണ് ബോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? പൊങ്ങച്ചം പറയുക. സ്പീക്ക് ടു പ്രൗഡ്ലി എന്നാണ്, അല്ലേ? ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങച്ചം പറയുക എന്നാണ്. ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങച്ചം പറയുക, അല്ലെങ്കിൽ സ്പീക്ക് ടു പ്രൗഡ്ലി അബൌട്ട് സംബഡി, അല്ലെങ്കിൽ വൺ സെൽഫ് എന്നാണ്. സോ നിങ്ങളുടെ മൈറ്റി ഡീഡ്സിനെ കുറിച്ച്, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസിനെ കുറിച്ച്, നിങ്ങൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്? പൊങ്ങച്ചം പറയരുത്, ബോസ്റ്റ് ചെയ്യരുത്. അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടാർ നൗ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയാണ്. അപ്പോൺസ് ഡെത്ത് പേർപ്പിൾ ആൾട്ടാർ നൗ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മരണം ഉണ്ടല്ലോ, മരണം, ആ മരണത്തിൻ്റെ പേർപ്പിൾ നിറത്തിലുള്ള ആൾട്ടാർ,
അല്ലേ? ആൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ആൾത്താര എന്നാണ്, ഒരു റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. സോ പേർപ്പിൾ എന്ന് പറഞ്ഞ കളർ കൊടുക്കാനൊരു കാരണമുണ്ട്. നമ്മൾ പണ്ട് പോയട്രിയിൽ പഠിച്ചിട്ടുണ്ട്, പോയട്രിയിൽ ഏതോ ഒരു ചാപ്റ്ററിൽ, പോയട്രിയിൽ ദ ബാലഡ് ഓഫ് ആദർ ഗില്ലിങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പേർപ്പിൾ എന്ന് പറയുന്നത് റോയൽറ്റിയുടെ സിമ്പിളാണ്. പേർപ്പിൾ എന്ന് പറയുന്നത് പവറിൻ്റെ, റോയൽറ്റിയുടെ, കിങ്ഷിപ്പിൻ്റെ ഒക്കെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പേർപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ മരണത്തിൻ്റെ പേർപ്പിൾ നിറത്തിലുള്ള ആൾത്താരയിൽ സീ വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്, അവിടെ വിക്ടർ ജയിച്ച ആളും വിക്ടിം ഇരയായിട്ടുള്ള ആളും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ടാവും? ബ്ലീഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു വാരിയർ ആയിരിക്കും, നിങ്ങൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവും, ഒരുപാട് പേരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ മരണത്തിൻ്റെ പേർപ്പിൾ ആൾത്താരയിൽ നിങ്ങളും വിജയിയായിട്ടുള്ള, വിക്ടറായിട്ടുള്ള, വിക്ടോറിയസ് ആയിട്ടുള്ള നിങ്ങളും, നിങ്ങൾക്ക് ഇരയായ, മരിച്ചുപോയ, നിങ്ങളോട് പടവെട്ടി മരിച്ചുപോയ വിക്ടിം ഉണ്ടല്ലോ, ഇരയുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും അവിടെ ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടി വരും? രക്തമൊഴുക്കേണ്ടി വരും. കാരണം മരണത്തിന് മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോം, നിങ്ങളുടെ തലകൾ എങ്ങോട്ടേക്ക് വരേണ്ടി വരും? കോൾഡ് ടോംപിലേക്ക് വരേണ്ടി വരും. കോൾഡ് ടോം എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തണുത്തുറച്ച, മരവിച്ച ശവകുടീരത്തിലേക്ക്. ടോം എന്ന് പറഞ്ഞാൽ എന്താണ്? ശവകുടീരം. നമ്മൾ പണ്ട് ടോം റൈഡറൊക്കെ ഗെയിമൊക്കെ കളിച്ച ആൾക്കാരാണ്, ഞാനും കളിച്ചിട്ടുണ്ട്, നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, ശവകുടീരമല്ലേ? ഓക്കെ, ശവകുടീരം. ഓക്കെ, സോ യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോം. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി. അതായത് ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ എടുത്ത് ചോദിക്കും, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്കിത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അവസാനം പറയാണ് ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ഡീഡ്സ്, സൽപ്രവർത്തികൾ എന്നാണ്, അല്ലേ? ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ഡീഡ്സ് എന്നാണ്. ഓൺലി ഗുഡ് ഡീഡ്സ്, ഓൺലി നല്ല പ്രവൃത്തികൾ മാത്രമേ സ്മെൽ സ്വീറ്റ്, സുഗന്ധം വമിപ്പിക്കുകയുള്ളൂ, ആൻഡ് ബ്ലോസം, വിടർന്ന് നിൽക്കുകയുള്ളൂ, ഇൻ ദ ഡസ്റ്റ്, മരിച്ച ആളുകളുടെ ശവക്കല്ലറി ഉണ്ടല്ലോ, ആ മണ്ണിൽ ആകെ വിടർന്ന് നിൽക്കുന്നത്, അവിടെ സുഗന്ധം വമിപ്പിക്കുന്നത് എന്ത് മാത്രമാണ്? നിങ്ങൾ നിങ്ങളുടെ നല്ല കാലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമാണ്. കാര്യം മനസ്സിലായോ? ഇവിടെ ഞാൻ ഇത് മാത്രമാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. എവ്രി വൺ വിൽ ബി റിട്ടേൺഡ് ടു ദ ഡസ്റ്റ് ആൻഡ് ബറീഡ് ഇൻ എ ഡാർക്ക് ആൻഡ് കോൾഡ് ഗ്രേവ്. എല്ലാവരെയും ഡാർക്കായിട്ടുള്ള, കോൾഡ് ആയിട്ടുള്ള ഒരു ഗ്രേവിൽ എന്ത് ചെയ്യപ്പെടും? ബറി ചെയ്യപ്പെടും. എന്നാൽ ബട്ട് ദ ഫ്രാഗ്രൻസ് ആൻഡ് ബ്യൂട്ടി ഓഫ് അവർ വേർച്വസ് ആൻഡ് റൈറ്റസ് ആക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. സൽപ്രവൃത്തികൾ എന്നുള്ള അർത്ഥത്തിലാണ് വേർച്വസ് ആൻഡ് റൈറ്റസ് ഡീഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് വിൽ റിമെയിൻ ഫോർ എവർ ഈവൺ ആഫ്റ്റർ അവർ ഡെത്ത്. നമ്മളുടെ മരണത്തിന് ശേഷം പോലും നിലനിൽക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഗുഡ് ഡീഡ്സ് ആണ്. നമ്മൾ ചെയ്ത ഗുഡ് ഡീഡ്സ് ആണ്. സെറ്റാണോ? റെഡിയാണോ? ഓക്കെ ആണോ? ഈ ചാപ്റ്റർ റെഡി ആണെങ്കിൽ ഒന്ന് ഓക്കെ ആണെന്ന് പറയാം. റെഡി ആണെങ്കിൽ ഒന്ന് ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ ആണോ? യെസ്, റെഡി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പോയറ്റിക് ഡിവൈസസിലേക്ക് പോവാം. സ്റ്റൈൽ ഓഫ് ദ പോം നോക്കിക്കോളെ. ഇൻ കേസ് ഒരു റിവ്യൂ ചോദിച്ചാൽ മാത്രം എഴുതേണ്ടതാണ്. ദ പോം ഈസ് ഇൻ ദ സ്റ്റൈൽ ഓഫ് എൻ എപ്പിഗ്രാം. ഈ പോം എന്തിൻ്റെ സ്റ്റൈലിലുള്ളത്? എപ്പിഗ്രാം. എപ്പിഗ്രാം എന്ന് വെച്ചാൽ മലയാളത്തിൽ വാക്ധോരണി എന്നാണ്. എന്താണ് വാക്ധോരണി? അതായത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിസ്ഡം ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. മലയാളത്തിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു എപ്പിഗ്രാമാണ്. അതായത് വളരെ ചെറിയ സെൻറ്റൻസിൽ എന്ത് ചെയ്യാണ്? വി ആർ കൺസീലിംഗ് എ ലോട്ട് ഓഫ് ട്രൂത്ത്. സോ ദിസ് ഈസ് എ കൺഗ്ലോമറേഷൻ ഓഫ് എ ലോട്ട് ഓഫ് എപ്പിഗ്രാംസ്. ഇത് ഒരുപാട് എപ്പിഗ്രാംസിൻ്റെ എന്താണ്? ഒരു കൺഗ്ലോമറേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദ പോം ഈസ് ഇൻ ദ സ്റ്റൈൽ ഓഫ് എൻ എപ്പിഗ്രാം, എ ഷോർട്ട് ആൻഡ് മെമ്മറബിൾ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഓഫൺ കൺവേസ് എ ജനറൽ or truth or sometimes a satirical subject. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാം, നോക്കിക്കോളും. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ത്? നമ്മുടെ
നമ്മുടെ ബ്ലഡിൻ്റെ, നമ്മുടെ ബേർത്തിൻ്റെ, നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ്, ഇതൊക്കെ എന്താണ്? സബ്സ്റ്റാൻഷ്യൽ അല്ലാത്ത കാര്യങ്ങളാണ്, സോളിഡ് അല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളതൊരു ഒറ്റ വരിയിൽ ഒരുപാട് മീനിങ് എന്തിട്ടുണ്ട്? ദിസ് പെർട്ടിക്കുലർ ലൈൻ ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് മീനിങ്. സോ ഇഫ് എ പെർട്ടിക്കുലർ ലൈൻ ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് മീനിങ്, വി ക്യാൻ കോൾ ദോസ് ലൈൻസ് എപ്പിഗ്രാംസ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ പോം ഈസ് എ കളക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് എപ്പിഗ്രാംസ്, റൈറ്റ്? ഒരുപാട് കോട്ട് ചെയ്യാൻ പറ്റുന്ന വരികളുള്ള ഒരു കവിതയാണിത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയോ, there is no armor against fate, again a universal truth. നമുക്ക് ബാക്കി എന്തിനേയും ചിലപ്പോൾ നിങ്ങൾക്ക് തടയാം, നിങ്ങൾക്ക് ഒരു ക്യാൻസറിനെ പോലും തടയാനുള്ള എന്താ പറയുക ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് there is something called fate. Again, when you are elaborating on fate, when you are trying to define fate, that's again a problematic thing. But for the time being, fate നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. ഇനിയോ, ഈ പോത്തിൻ്റെ ടോൺ എന്താണ്? ഭയങ്കര ഹാപ്പി ചാപ്പി ആണോ? അല്ല. ദ പോം ഹാസ് എ സീരിയസ് ടോൺ. ദ പോം ഹാസ് എ സീരിയസ് ടോൺ. ഈ പോത്തിൻ്റെ ടോൺ എന്താണ്? ഭയങ്കര സീരിയസ് ആണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ റൈം സ്കീം ഓർമ്മിച്ച് വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ഓർമ്മിച്ച് വെക്കുക? അലിറ്ററേഷൻ ഓർമ്മിച്ച് വെക്കുക. എന്ത് ഓർമ്മിച്ച് വെക്കുക? അലിറ്ററേഷൻ. എന്തൊക്കെയാണ് അലിറ്ററേഷനിൽ? വിത്ത് poor crooked sight and spade, അല്ലേ? സൈത്ത് ആൻഡ് സ്പേഡ്. അവിടെ എന്താ ഉള്ളത്? അലിട്രേഷൻ. ഒന്ന് രണ്ടാം മിസ്സിനോട് 6:20 വരാൻ പറയണേ, 6:20. ഓക്കെ. സൈത്ത് ആൻഡ് സ്പേഡ്. സീ വേർ ദ വിക്ടിം ബ്ലീഡ്. വ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്മെൽ സ്വീറ്റ്. സി സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ്? അലിട്രേഷൻസ് ആണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ ഇതിൽ അസൊണൻസ് ഉണ്ട്. അസൊണൻസ് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഓർമ്മിച്ച് വെക്കണമെന്നില്ല, പക്ഷേ സ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുമില്ല. ബട്ട് സ്റ്റിൽ അസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെപ്പറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ്. കോൺസണൻറ്റ് സൗണ്ട്സ് വേർഡ്സിൻ്റെ ഇനീഷ്യലിൽ റിപ്പീറ്റ് ചെയ്ത് വന്നാലാണ് നമ്മൾ എന്ത് വിളിക്കുക? അലിട്രേഷൻ എന്ന് വിളിക്കുക. എന്നാൽ അസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്പറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ആണ്. സോ സം മെൻ വിത്ത് സോർട്സ് മേ റീപ്പ് ദ ഫീൽ. ഈ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്. എന്താണ് മെറ്റഫർ? ദ ടൈറ്റിൽ ഓഫ് ദ പോം ഡെത്ത് ലെവൽ ഇറ്റ് സെൽഫ് ഈസ് എ മെറ്റഫോറിക്കൽ ആസ് ഡെത്ത് ഈസ് കമ്പയർഡ് ടു എ ലെവൽ. ശ്രദ്ധിച്ചോ, ഇതിലൊരുപാട് മെറ്റഫേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് മെറ്റഫേഴ്സ്? നമുക്ക് 1 by 1 നോക്കാം. ഈ പോത്തിൻ്റെ ടൈറ്റിൽ തന്നെ എന്തുണ്ട്? ഈ പോത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ എന്തുണ്ട്? മെറ്റഫർ ഉണ്ട്. കാരണം ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന സമയത്ത് അവിടെ വളരെ ഡയറക്റ്റ് ആയിട്ട് ഡെത്തിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്? ലെവലറുമായിട്ട് കമ്പയർ ചെയ്യാണ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്? ലെവലറുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഡെത്തിനെ എന്താണ്? എല്ലാം നിരപ്പാക്കുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാണ്. പിന്നെയോ, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് എന്ന് പറഞ്ഞാൽ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു? ഷാഡോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇനിയോ, സം മെൻ വിത്ത് സോർട്സ് മേ റീപ് ദ ഫീൽഡ് ആൻഡ് പ്ലാൻ ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല, ഞാനത് സിമ്പിളാക്കി തരാം. അതായത് ഈ രണ്ട് വരിയിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയേഴ്സിന് അതായത് വാരിയേഴ്സിനെ കൊയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഫാമേഴ്സ്, അല്ലേ? കൊയ്യുക, വിതയ്ക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഫാമേഴ്സാണ്. സോ ഇവിടെ വാരിയേഴ്സിനെയും ഫാമേഴ്സിനെയും ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യുന്നുണ്ട്. വാരിയേഴ്സിനെ ഫാമേഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും എക്സാമ്പിളാണ്? മെറ്റഫറിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, യെസ്. ആൻഡ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ പേരാണ് മെറ്റോണിമി. എന്താണ്? മെറ്റോണിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, റഫറിങ് എന്നാണ്. റെഫറിങ് ടു സംതിങ് യൂസിങ് എ വേർഡ് ഓഫ് ഫ്രേസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇറ്റ്. അതായത് ഇപ്പോൾ ഇവിടെ സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുന്നുണ്ട്. സെപ്റ്റർ, കിരീടവും ചെങ്കോലും, അതെന്തിനാണ് റെഫർ ചെയ്യുന്നത്? കിങ് ഓർ റൂളേഴ്സിനെയാണ്. സോ കിങ് എന്ന് പറഞ്ഞാൽ വെറും കിരീടവും ചെങ്കോലും മാത്രമല്ല, പക്ഷേ കിരീടവും ചെങ്കോലും എന്ന് പറഞ്ഞ ചെറിയ സാധനം വെച്ചിട്ട് കിങ് എന്ന് പറഞ്ഞൊരു വലിയ സാധനത്തിന് എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റ് ചെയ്യാണ്. ദെൻ സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫാമേഴ്സിനെയാണ്. ദെൻ പിന്നെയോ മെൻ വിത്ത് സോർട്സ് എന്ന് പറയുന്നത് സോൾജിയേഴ്സ് ഓർ വാരിയേഴ്സിനെയാണ്. ദെൻ ഒരുപാട് പേഴ്സോണിഫിക്കേഷൻ ഈ കവിതയിലുണ്ട്. ഏതൊക്കെയാണ്? ഡെത്തിനെ ത്രൂ ഔട്ട് ദ പോം എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ഈ പോത്തിൽ മുഴുവൻ ആരെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്? ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത്, ഡെത്ത് ലേസിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. അതായത് ഡെത്ത് എന്ന് പറയുന്ന കൈകളുള്ള രാജാക്കന്മാരുടെ മുകളിൽ കൈവെക്കാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതൊരു പേഴ്സോണിഫിക്കേഷനാണ്. പിന്നെ ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങളാണെന്ന് വിചാരിക്കും. സിമ്പിളായിട്ട് ആലോചിക്കുക, ഇത് നിങ്ങളാണ്. സോ ഇവിടെ ഫേറ്റിനെ നിങ്ങൾ ആർമർ വെച്ചൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആരെ കൺസിഡർ ചെയ്യുന്നത്? ഡെത്തിനെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ,
യെസ്, ഓക്കെ, റെഡി. പിന്നെ വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജ്, ഓൾ ഫാക്ടറി ഇമേജസിന് സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഇമേജാണ്, അത് സ്മെൽ സ്വീറ്റ് ആണ്. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്. ദെൻ ഐ സി ഹാൻഡ് എന്ന് പറയുന്നത് ടാക്റ്റൈൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട, ടച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇത് ഒന്നുകൂടെ ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, റൈറ്റ്. സാർ എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ റിവൈസ് ചെയ്യുമോ? മുഹസിന നിസാർ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവൈസ് ചെയ്യും. ഓക്കെ, പക്ഷെ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ ഗൂസ്ബെറീസ് ആണ്. ഓക്കെ, ഏതാണ്? ഗൂസ്ബെറീസ് ആണ്. ഗൂസ്ബെറീസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോമാണ്, ഒരു ചാപ്റ്ററാണ്. ആൻഡൻ ചെക്കോവാണ് എഴുതിയത് അല്ലേ. The short story Gooseberries by Anton Chekhov reflects on the belief in pursuing one's dream and doing whatever it takes to achieve it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? റിഫ്ലക്ട്സ്. ഇത് എന്തിനെക്കുറിച്ചാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? എന്തിനെക്കുറിച്ചാണ് ആളുകളെ ചിന്തിപ്പിക്കുന്നത്? ഓൺ ദ ബിലീഫ്, ഒരു വിശ്വാസത്തെക്കുറിച്ചാണ്. എന്താണ് വിശ്വാസം? ഇൻ പേഴ്സ്യൂയിങ് വൺസ് ഡ്രീം ആൻഡ് ഡൂയിങ് വാട്ട് എവർ ഇറ്റ് ടേക്സ് ടു അച്ചീവ് ദാറ്റ്. അല്ലേ, സ്വപ്നങ്ങൾ പിന്തുടരുന്നതിനെക്കുറിച്ചും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എന്തും ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ആ ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലേക്ക് പോവാണ്. ആരൊക്കെയാണ്? ഇവാനും ഉണ്ട്, നിക്കോളായി ഉണ്ട്. ഇവരെ സെക്കൻഡ് നെയിം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 brothers, ഇവാൻ ആൻഡ് നിക്കോളായി, സീക്ക് ടു ബി ഹാപ്പി ഇൻ ഡിഫറെൻറ്റ് വേസ്. സോ നമുക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഒരാൾ ആരാണ്? ഒരാളുടെ പേര് ഇവാൻ എന്നാണ്, ഒരാളുടെ പേരെന്താണ്? നിക്കോളായി എന്നാണ്. ഇവർ 2 പേരും ജീവിതത്തിൽ 2 വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? ഹാപ്പി ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. 2 വ്യത്യസ്ത രീതിയിൽ എന്താവാൻ ശ്രമിക്കുന്നു? സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, അടുത്തത്. The story begins with a description of the climate. The story begins with the description of a climate. ഒരു ക്ലൈമറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഒരു മിനിറ്റ് മക്കളെ, ഞാൻ AC ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, യെസ്. The story begins with a description of the climate. ക്ലൈമറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് എന്തു തുടങ്ങുന്നത്? ഈ സ്റ്റോറി തുടങ്ങുന്നത്. ഫ്രം ഏർലി മോർണിംഗ് ദ സ്കൈ ഹാഡ് ബീൻ ഓവർകാസ്റ്റ്. അപ്പോൾ കഥയിൽ ആദ്യത്തെ ആൾ വരികയാണ്. ആളുടെ പേരെന്താണ്? ഇവാൻ ഇവാനിച്ച് ആണ്, നിക്കോള ഇവാനിച്ചും. സോ ഇവാൻ ഇവാനിച്ച് ദ വെറ്റിനറി സർജൻ. ഇതിൽ മൂത്ത ആളുടെ പേരെന്താണ്? ഇവാൻ ഇവാനിച്ച് എന്നാണ്. അയാളൊരു വെറ്റിനറി സർജൻ ആണ്. ആൻഡ് ബൂക്കിൻ ദ സ്കൂൾ മാസ്റ്റർ. ഇവാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടറൊന്നുമല്ല, നിങ്ങൾ നിക്കോളയെ കുറിച്ച് ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ ഇവാനും ഇവാൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബൂക്കിൻ, സ്കൂൾ മാസ്റ്ററായിട്ട് ബേക്കിനും ടയേർഡ് ഓഫ് വാക്കിങ്. അവർ രാവിലെ പാടവരമ്പത്തിലൂടെ നടന്ന് ഇങ്ങനെ ടയേർഡായിട്ട് വരികയാണ്. ദേ തോട്ട് ഹൗ നൈസ് ദ കൺട്രി വാസ്. എത്ര മനോഹരമാണ് ഈ കൺട്രി എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അലിയോക്കിൻ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ത്രഷോൾഡ് ഓഫ് ദ ബാൺ. വേറെ ഇവരുടെ ഫ്രണ്ടാണ് അലിയാക്കിൻ. നിങ്ങൾ അത്ര ശ്രദ്ധ കൊടുക്കുകയൊന്നും വേണ്ട. അലിയാക്കിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അലിയാക്കിൻ്റെ ബാണുണ്ടല്ലോ, അലിയാക്കിൻ്റെ ധാന്യപ്പുര ഉണ്ടല്ലോ, ആ ധാന്യപ്പുരയുടെ ഉമ്മറത്ത് ത്രഷോൾഡിൽ നിൽക്കുന്നുണ്ട്. ഹി വാസ് അബൌട്ട് 40, ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. പഠിച്ചു വെക്കേണ്ട, ഇമ്പോർട്ടൻ്റ് അല്ല, ഒട്ടുമേ ഇമ്പോർട്ടൻ്റ് അല്ല. ഹി വാസ് അബൌട്ട് 40, ഏകദേശം 40ഓളം വയസ്സ് പ്രായമുണ്ട്. ടോൾ ആൻഡ് സ്റ്റൗട്ട്, നല്ല നീളമുണ്ട്, സ്റ്റൗട്ട് തടിച്ചിട്ടാണ്. ഹി ഹാഡ് ലോങ് ഹെയർ, നീളമുള്ള മുടിയുണ്ട്. ഹി ലുക്ക്ഡ് മോർ ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ ദാൻ എ ഫാമർ. അദ്ദേഹം ഒരു ഫാമറിനേക്കാളും ഒരു പെയിൻറ്ററെ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറെ പോലെയൊക്കെയാണ് തോന്നുന്നത് എന്ന് ആൻഡൻ ചെക്കോവ് എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഹി റെക്കഗ്നൈസ്ഡ് ഇവാൻ ആൻഡ് ഹി വാസ് പ്ലീസ്ഡ്. അപ്പോൾ ദൂരെ നിന്ന് ഇവാനെ കണ്ടു ആൻഡ് ഹി വാസ് പ്ലീസ്ഡ്. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ചുമ്മാ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക. ഹി ആസ്ക്ഡ് ഇവാൻ ആൻഡ് ബൂക്കിൻ ടു ഗോ ഇൻ ടു ദ ഹൗസ്. അല്ലേ, എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു? അയാൾ പിന്നാലെ വന്നു. വെൻ ദേ റീച്ച് ഇറ്റ് ഹോം ഇവാൻ ബിഗാൻ ഹിസ് സ്റ്റോറി. അങ്ങനെ എല്ലാവരും കൂടെ അലിയാക്കിൻ്റെ വീട്ടിൽ ബൂക്കിനും അലിയാക്കിനും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇവാൻ എന്ത് ചെയ്തു? തൻ്റെ കഥ പറയാൻ വേണ്ടി തുടങ്ങി. They were 2 brothers. അവർ പറയാണ് അവർ 2 brothers ആയിരുന്നു ഉണ്ടായത്. അവർ 2 brothers ആയിരുന്നു ഉണ്ട്. ഡിസ്കോഴ്സുകളുണ്ട് കേട്ടോ, ഡിസ്കോഴ്സുകളുണ്ട്. നമ്മളിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ട്രാക്കിലേക്ക് കയറിയിട്ട് നമ്മൾ ഡിസ്കോഴ്സുകളും ഗ്രാമറൊക്കെ ചെയ്യും. They were 2 brothers, 2 brothers ആയിരുന്നു, ഇവാൻ ആൻഡ് നിക്കോളായ്. ഇവാൻ became a veterinary surgeon. ഇവാൻ ആരായിട്ട് മാറി? ഒരു വെറ്റിനറി സർജൻ ആയിട്ട് മാറി. നിക്കോളായ് വാസ് അറ്റ് ദ എക്സ്ചെക്കർ കോട്ട് വെൻ ഹി വാസ് 19. അല്ലേ, ഒരു 19ാമത്തെ വയസ്സിൽ ഒരു ഗുമസ്ത പണി പോലെയുള്ള ഒരു പണി എടുത്തുകൊണ്ടായിരുന്നു നിക്കോളായ് ജീവിച്ചിരുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദർ ഫാദർ ദർ എസ്റ്റേറ്റ് വാസ് സോൾഡ് ടു പേ ഹിസ് ഡെപ്റ്റ്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ എസ്റ്റേറ്റ് അച്ഛൻ്റെ ഡെപ്റ്റ്, കടം വീട്ടാൻ വേണ്ടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്നുണ്ട്. ദേ സ്പെൻഡ് ദർ ചൈൽഡ്ഹുഡ് ഇൻ ദ കൺട്രി. അവരുടെ കുട്ടിക്കാലം മുഴുവൻ എവിടെയാണ് സ്പെൻഡ് ചെയ്തത്? അവരുടെ
യെസ് മക്കളെ, ഈ വൺ വേർഡ് ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളൊരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തുകൂടെ പഠിക്കുകയാണ്, വൺ വേർഡ് കൂടെ പഠിക്കുകയാണ്. ഓക്കെ, സോ ആ രീതിയിൽ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ശരി, നോക്കൂ. They spent their childhood in the country. They spent their childhood in the country. They were like peasants children. അവർ വളരെ സാധാരണക്കാരായിട്ടുള്ള പെസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾമോസ്റ്റ് പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളെ പോലെയാണ് ജീവിച്ചത്. നിക്കോളായ് വാസ് തിങ്കിങ് ഓഫ് ഓൺലി വൺ തിങ്. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. നിക്കോളായ് എപ്പോഴും, അതായത് രണ്ടാമത്തെ ആൾ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ്? ടു ഗെറ്റ് ബാക്ക് ടു ദ കൺട്രി. എനിക്ക് തിരിച്ചെങ്ങോട്ട് പോകണം, ചെറുപ്പത്തിൽ ഞാൻ ജീവിച്ച ആ കൺട്രി വില്ലേജിലേക്ക് തിരിച്ചു പോകണം. ആൻഡ് ബൈയിങ് എ സ്മോൾ ഫാം. എന്നിട്ട് അവിടെ എന്ത് മേടിക്കണം, ഒരു ചെറിയ ഫാം മേടിക്കണം. നിയർ ദ ബാങ്ക് ഓഫ് എ റിവർ ഓർ എ ലേക്ക്, അല്ലേ, ഒരു ലേക്കിൻ്റെ, ഒരു തടാകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുഴയുടെയോ കരയിൽ എന്ത് ചെയ്യണം, പിന്നെ ഒരു ഫാം മേടിക്കണം എന്നുള്ളതാണ് അയാളുടെ ആഗ്രഹം. He dressed almost like a beggar. He dressed almost like a beggar. ഒരു ബെഗ്ഗറിനെ പോലെയാണ് നിക്കോളായി പലപ്പോഴും എന്ത് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഹി വാസ് എ മൈസർ. ഓക്കെ, ഹി സ്പെൻഡ് ഓർ he consolidated every penny for his dream. Okay, he dressed almost like a beggar. He always saved the money and deposited in the bank to fulfill his dream. അയാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഓൾവേസ് സേവ്ഡ് ദ മണി, എപ്പോഴും എന്ത് ചെയ്തു, പൈസ സേവ് ചെയ്ത് വെച്ചു. ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ടു ഫുൾഫിൽ ഹിസ് ഡ്രീം. തൻ്റെ സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിച്ചോളേ, ഇതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ഈ കഥയിൽ. നോക്കൂ എന്താണ്. ഹി മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 40. ഹി മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 40. മക്കളെ, മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യണേ. മാക്സിമം ആളുകളിലേക്ക്. നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇതിലെ ഡിസ്കോഴ്സുകൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 6000 ലൈക്ക് ആക്കി. എല്ലാവരും ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത്. എന്നോട് ചൂടുവെള്ളം കുടിക്കരുത്, സോറി, തണുത്ത വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചൂടുവെള്ളം ഇല്ല. ഓക്കെ, റെഡിയാണോ? കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങിയത് കേട്ടോ. ഓക്കെ, റെഡി? യെസ്, ഞാൻ പറഞ്ഞ എന്താണ്, ഹി മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 40. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു, മാരി ചെയ്തു. 40-ാമത്തെ വയസ്സ് വരെ അദ്ദേഹം മാരി ചെയ്തില്ല എന്നും അർത്ഥമുണ്ട്. 40-ാമത്തെ വയസ്സിലെ മാരി ചെയ്തുള്ളൂ. ആൻഡ് എൽഡർലി അഗ്ലി വിഡോ. ആരെയാണ്? അയാളേക്കാൾ പ്രായമുള്ള ഭയങ്കര അഗ്ലി ആയിട്ടുള്ള വിരൂപയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഹൂ ഹാഡ് ലോട്ട് ഓഫ് മണി. ഇതാണ് കാര്യം. എന്തിനാണ് ആ സ്ത്രീയെ കല്യാണം കഴിച്ചത്? പൈസയ്ക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹീ സ്റ്റിൽ ലിവ്ഡ് സ്റ്റിഞ്ചിലി, അല്ലേ, ഭയങ്കര പിശുക്ക്. സ്റ്റിഞ്ചിലി എന്ന് പറഞ്ഞാൽ എന്താ, പൈസയൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് വീണ്ടും എന്ത് ചെയ്തത്, ജീവിച്ചത്. കെപ്റ്റ് ഹെർ ഹാഫ് സ്റ്റാർവഡ്. അവളെ പകുതി എന്ത് ചെയ്തു, പട്ടിണി കിട്ടും. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനെ, സ്ത്രീയെ എന്ത് ചെയ്തു, പെണ്ണല്ല സ്ത്രീയെ പകുതി എന്ത് ചെയ്തു, പട്ടിണി കിട്ടു. ആൻഡ് ഡെപ്പോസിറ്റഡ് ദ മണി ഇൻ ദ ബാങ്ക്. എന്നിട്ട് പൈസ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്, അല്ലെ, അവൻ്റെ ഭാര്യ, നിക്കോളയുടെ ഭാര്യ മരിച്ചപ്പോൾ, നിക്കോളായ് ബോട്ട് 300 acres ഓഫ് ലാൻഡ് വിത്ത് എ ഫാം ഹൗസ്, എ കോട്ടേജ് ആൻഡ് എ പാർക്ക്. ബട്ട് ഇറ്റ് ഹാഡ് നോ ഗൂസ്ബെറി ബുഷ്. പക്ഷെ എന്താ പ്രശ്നം? ആ ഫാമിൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൽ ഗൂസ്ബെറി ബുഷ്, നെല്ലിക്ക മരങ്ങൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് നോ ഡെക്ക് പോണ്ട്, അല്ലെങ്കിൽ താറാക്കുളങ്ങളും ഉണ്ടായിരുന്നില്ല. ഹി പ്ലാന്റഡ് ഗൂസ്ബെറി ബുഷസ് ആൻഡ് സെറ്റിൽ ഡൗൺ ടു എ കൺട്രി ലൈഫ്. അങ്ങനെ അയാൾ ആ പറമ്പിൽ എന്ത് ചെയ്യാണ്, ഒരുപാട് നെല്ലിക്ക മരങ്ങൾ നട്ടു വളർത്തി അയാൾ ഗ്രാമീണ ജീവിതത്തിൽ എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്യാണ്. ദ പ്രീവിയസ് ഇയർ, അതായത് ഈ കഥ നടക്കുമ്പോൾ നമുക്ക് ഇപ്പം എന്താ അറിയാം, നമ്മുടെ ഇവാൻ എന്ത് ചെയ്യാണ്, ഇവാൻ ബൂക്കിനോടും മലയാക്കിനോടും കഥ പറയാണ്. അപ്പോൾ പറയാണ്, കഴിഞ്ഞ വർഷം, ദ പ്രീവിയസ് ഇയർ, ഇവാൻ വിസിറ്റഡ് നിക്കോളായ്. ഇവാൻ ആരെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? നിക്കോളായെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് was visited the estate. Okay, Nikolai was no longer a poor tired official. നോക്കൂ, നിക്കോളായി ഇപ്പം എന്തല്ല, നിക്കോളയുടെ ചിത്രം കണ്ടോ നിങ്ങൾ? നിക്കോളായ് ആരല്ല, ഇപ്പോൾ ഒരു പുവർ ആയിട്ടുള്ള പാവപ്പെട്ട ടയേർഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ അല്ല. പിന്നെയോ, ബട്ട് എ റിയൽ ലാൻഡ് ഓണർ ആൻഡ് എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. സോ അയാൾ കുറച്ച് വാർദ്ധക്യത്തിലാണെങ്കിലും അയാൾ വിചാരിച്ചൊരു ഡ്രീമാണ് അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ലീവ് ചെയ്യുന്നത്. സോ നിക്കോളായ് ഇപ്പോൾ എന്തല്ല, ടയേർഡല്ല, പിന്നെന്താണ്, ഭയങ്കര സ്റ്റിഞ്ചിലി ജീവിക്കുന്ന ആളല്ല, പിന്നെ എന്താണ്, ഹീസ് എ റിയൽ ലാൻഡ് ഓണർ. അദ്ദേഹം എന്താണ്, ഒരു ലാൻഡ് ഓണറാണ്. ആൻഡ് എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ആ നാട്ടിലൊക്കെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. ഹീ ക്യൂർഡ് ദ പെസൻസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസീസസ് വിത്ത് സോഡ ആൻഡ് കാസ്റ്റർ ഓയിൽ. അല്ലേ, കാസ്റ്റർ ഓയിലും സോഡയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ദിവ്യ പരിവേഷമാണ്. ആ ദിവ്യ പരിവേഷമാണ് അടുത്ത പെസൻസിനെ, അത് സാധാരണക്കാരെ ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി. ഓക്കെ, ഓൺ ഹിസ് ബർത്ത്ഡേ
he treated the peasants to half a bucket of vodka. On his birthday, he treated the peasants to half a bucket of എല്ലാവർക്കും മദ്യസൽക്കാരമൊക്കെ നടത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് in the evening when they were having tea, the cook laid a plate full of gooseberries on the table. അങ്ങനെ ഇവാനും നിക്കോളായും വൈകുന്നേരം ചായക്കിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുക്ക് ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് നിറയെ ഗൂസ്ബെറീസ് നെല്ലിക്ക അവിടെ കൊണ്ടുവച്ചു. they were plucked from the bushes he planted. നിക്കോളായി പ്ലാന്റ് ചെയ്ത ചെടിയിൽ നിന്ന് പറിച്ചതാണ് എന്ത് ആ ബുഷസ് ആ നെല്ലിക്ക. he put one in his mouth and glanced at Ivan in triumph. നോക്കിക്കോളെ, നിക്കോളായി അതിലൊന്നെടുത്ത് തൻ്റെ വായിലിട്ടു, എന്നിട്ടോ ഇവാനെ നോക്കി ഗ്ലാൻസ് ചെയ്തു ഇൻ ട്രയംഫ്. അല്ലേ, എന്തോ ജയിച്ച അല്ലേ എന്തൊക്കെയോ നേടിയ രീതിയിൽ ഒരു വിജയശ്രീ ലാളിതനായ മട്ടിൽ ഇവാൻ എന്ത് ചെയ്യാണ് നിക്കോളായി എന്ത് ചെയ്യാണ് ഇവാനെ നോക്കുകയാണ്. കാരണം അക്കോർഡിംഗ് ടു നിക്കോളായി ദോസ് ഗൂസ്ബെറീസ് വർ ദ സിംബൽ ഓഫ് ഹിസ് വിക്ടറി. ദ ഗൂസ്ബെറി വാസ് ഹാർഡ് ആൻഡ് സോർ. ഗൂസ്ബെറി എന്താണ് ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഗൂസ്ബെറി എന്താണ്? ഹാർഡാണ്, ഭയങ്കര കഠിനമാണ്, ഭയങ്കര കട്ടിയാണ്, ഹാർഡ് ടു ക്രാക്ക് ആണ്, പിന്നെ ഭയങ്കര സോറാണ്, ചവർപ്പുള്ളതാണ്. ബട്ട് നിക്കോളായി വാസ് എ ഹാപ്പി മാൻ. ഹി ഹാഡ് അറ്റൈൻഡ് ഹിസ് ഗോൾ ഇൻ ലൈഫ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഗോള് എന്ത് ചെയ്തു? അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അറ്റ് നൈറ്റ് ഇവാൻ കുഡ് നോട്ട് സ്ലീപ്പ്. ആ രാത്രി നിക്കോള ഇത്രയും ഗംഭീരമായി ജീവിക്കുന്നത് കണ്ടിട്ട്, സ്വപ്നം അച്ചീവ് ചെയ്യുന്നത് കണ്ടിട്ട്, നേടിയെടുക്കുന്നത് കണ്ടിട്ട് ഇവാൻ ഉറങ്ങാൻ പറ്റിയില്ല. ആൻഡ് ഹി ഹേർഡ് നിക്കോളായി ഗോയിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു ദ പ്ലേറ്റ് ഓഫ് ഗൂസ്ബെറീസ്. രാത്രി നിക്കോളായി ഇടയ്ക്കിടയ്ക്ക് ആ ഗൂസ്ബെറി ആ നെല്ലിക്കയുടെ പാത്രത്തിനെടുത്ത് പോയി നെല്ലിക്ക എടുത്ത് കഴിക്കുന്നത് ഇവാൻ കേൾക്കുന്നുണ്ട്. ഇവാൻ ലെഫ്റ്റ് ഹിസ് ബ്രദർ ദ നെക്സ്റ്റ് മോർണിംഗ്. പിറ്റേ ദിവസം ഇവാൻ എന്ത് ചെയ്തു? ഇവാൻ ലെഫ്റ്റ് ഹിസ് ബ്രദർ. The peace and quiet of the town oppressed him. Then he was an old man now. ആര്? നിക്കോളായി പറയുകയാണ്. നിക്കോളായി വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ വൃദ്ധനായൊരു മനുഷ്യനാണ്. ഹി വാസ് നോ ഗുഡ് ഫോർ എ സ്ട്രഗിൾ. ഇനിയൊരു പോരാട്ടത്തിന് ഞാൻ യോഗ്യനല്ല. ഐ എം നോട്ട് ഫിറ്റ് ഫോർ എ സ്ട്രഗിൾ. ഓക്കെ, ഐ എം നോട്ട് ഫിറ്റ് ഫോർ യെറ്റ് അനദർ സ്ട്രഗിൾ. അറ്റ് നൈറ്റ് ഹിസ് ഹെഡ് ബസ്റ്റ് വിത്ത് സോ മെനി തോട്ട്സ്. അന്ന് രാത്രി ഇവാൻ ഉറങ്ങാൻ പറ്റിയില്ല, ഒരുപാട് ചിന്തകൾ അയാൾക്കുണ്ടായി. ആൻഡ് ഹി കുഡിൻ സ്ലീപ്പ്. അവൻ എന്ത് ചെയ്യാൻ ഉറങ്ങാൻ പറ്റിയില്ല. ഇവാൻ സഡൻലി ഷുക്ക് ദ ഹാൻഡ്സ് ഓഫ് അലിയാക്കിൻ ആൻഡ് ടോൾഡ് ഹിം നോട്ട് ടു ബി സാറ്റിസ്ഫൈഡ്. അങ്ങനെ അയാൾ പെട്ടെന്ന് തിരിച്ചു വരികയാണ്. അലിയാക്കിനുണ്ട്, ബൂർക്കിനുണ്ട്. അപ്പോൾ അലിയാക്കിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ് എന്ത്? നോട്ട് ടു ബി സാറ്റിസ്ഫൈഡ്. ജീവിതത്തിൽ ഒരിക്കലും എന്താവാൻ പാടില്ല? സാറ്റിസ്ഫൈഡ് ആവാൻ പാടില്ല. വൈൽ വൺ ഈസ് യങ്. ഒരാൾ നിങ്ങൾ യങ് ആയിരിക്കുന്ന സമയത്ത്, സ്ട്രോങ് ആൻഡ് വെൽത്തി ആയിരിക്കുന്ന സമയത്ത്, ഹീ ഷുഡ് നോട്ട് സ്റ്റോപ്പ് ടു ഡു ഗുഡ്. അദ്ദേഹം എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. അലിയാക്കിൻ വാണ്ടഡ് ടു ഗോ ടു ബെഡ്. ഇവാന് പോകണമെന്നില്ല. ഹീ ഹാഡ് ടു ഗെറ്റ് അപ്പ് ഫോർ വർക്ക്. പിറ്റേ ദിവസം എണീച്ച് വർക്കിന് പോകണം അലിയാക്കിന്. ഹിസ് ഐസ് വർ ക്ലോസിംഗ്. ബൂക്കിൻ സെഡ് ഇറ്റ് വാസ് ടൈം ടു ഗോ ടു ബെഡ് ആൻഡ് വിഷ് ദം ഗുഡ് നൈറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇതുവരെയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഈ സൊസൈറ്റി ഡെഡ് ആണ്. ഓക്കെ, റെഡി ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. റെഡി ആണല്ലോ? യെസ്, ഈ സൊസൈറ്റി ഡെഡിലേക്ക്. ഓക്കെ, യെസ്, നമുക്കിത് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ വായിച്ച് പോയേണ്ടാത്ത ഒരു ചാപ്റ്ററാണ് ഇത്. ഈ സൊസൈറ്റി ഡെഡ്. യെസ്, ഡിസ്കോഴ്സുകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്നത് വിളിച്ചോളൂ. ഓക്കെ, യെസ്, നോക്കൂ എന്തൊക്കെയാണ്. നമുക്കൊരു 3 പേജിൽ ഈ കാര്യം ഒതുക്കാം. ഈ സൊസൈറ്റി ഡെഡിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? The new generation gets addicted to iPods. ന്യൂ ജനറേഷൻ ഐപോഡ്സിന് അഡിക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇത് കുറച്ചുകൂടെ മുമ്പുള്ളൊരു എസ്സെയാണ്, അതുകൊണ്ടാണ് ഈ ഐപോഡ്സിനെ കുറിച്ച് പറയുന്നത്. സ്മാർട്ട് ഫോൺസ് ആൻഡ് അതർ ടെക്നിക്കൽ ഡിവൈസസ്, ദീസ് അഡിക്ട്സ് ഹാവ് കോമൺ ട്രേറ്റ്സ്. ഈ അഡിക്ഷന് കോമൺ ആയിട്ടുള്ള കുറച്ച് ട്രേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇത്തരം ആളുകളുടെ ഐസ് വേക്കൻ്റ് ആയിരിക്കും, ഇങ്ങനെ ഭയങ്കര ഉറങ്ങിത്തൂങ്ങിയ കണ്ണുകളായിരിക്കും. ദേ ആർ നോട്ട് സോഷ്യൽ ബീയിങ്സ്. അവർ സാമൂഹ്യ ജീവികളായിരിക്കും, ഭയങ്കര സെക്ലൂഡഡ് ആയിരിക്കും. പിന്നെയോ ദേ ഡോണ്ട് ഹാവ് എ കണക്ഷൻ വിത്ത് അതർ സൊസൈറ്റിയുമായിട്ട്, സമൂഹമായിട്ട് ഒരു ബന്ധം അവർക്ക് ഉണ്ടാവില്ല. ദേ ബിക്കെയിം ഐസൊലേറ്റഡ്. അവർ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ദേ ഡോണ്ട് റെസ്പോണ്ട് ടു സോഷ്യൽ ക്യൂസ്. അല്ലേ, അവർക്ക് സൊസൈറ്റി കൊടുക്കുന്ന ക്യൂസ് ഉണ്ടല്ലോ, സൂചനകൾക്കൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ദേ മിസ് ദ സൗണ്ട് ഓഫ് നേച്ചർ. അവർക്ക് പ്രകൃതിയുടെ സംഗീതം നഷ്ടപ്പെടും. ക്രൈ ഓഫ് എ ബേബി, സോങ് ഓഫ് ബേർഡ്സ്, ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യും? മിസ്സാവും. ദേ മിസ് ദ ബ്യൂട്ടി ഓഫ് ദി ഔട്ടർ വേൾഡ്.
ടെക്നോളജി മേക്സ് ദം ഐസൊലേറ്റഡ് ബീങ്സ്. ടെക്നോളജി അവരെന്താക്കുന്നു? ഐസൊലേറ്റഡ് ആക്കുന്നു. ദി ഇയർഫോൺസ് ഡിസ്കണക്ട് ദം ഫ്രം ദ ഔട്ടർ വേൾഡ്. സോ ഇതൊക്കെയാണ് ആ യൂണിറ്റിൽ, ആ ചാപ്റ്ററിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തോ പഠിച്ചില്ല, എന്തൊക്കെയോ മിസ്സായി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് പോവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളെ ഇതിൽ പറയുന്നുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ വന്നൊരു ചോദ്യം ഞാൻ കാണിച്ചു, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമാധാനമാവും. നോക്കൂ, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ്? ഇൻ ദ എസ്സേ ഈ സൊസൈറ്റി ഡെഡ് ആൻഡ്രൂ സുള്ളിവൻ എന്നാണ് എസ്സേസിൻ്റെ പേര്, സ്പീക്സ് അബൌട്ട് മെനി തിങ്സ് ദാറ്റ് ഐപോഡ് ജനറേഷൻ മിസ്സസ്. ഐപോഡ് ജനറേഷന് മിസ്സാണ്. അങ്ങനെ ഒരു ജനറേഷൻ ഇപ്പോൾ ഇല്ല, അത് അന്ത കാലമായിരുന്നു. ഓക്കെ, പക്ഷേ ഇന്ന് കുറച്ചുകൂടെ നമ്മളും ഇങ്ങനെ എന്താണ് സെക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യാം. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവേഴ്സ് ഈസ് നൗ എ സ്മാർട്ട് ഫോൺ ജനറേഷൻ. പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ജനറേഷനാണ്. വാട്ട് ആർ ദ ലിറ്റിൽ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് മിസ്ഡ് ബൈ ദ ന്യൂ ജനറേഷൻ? എന്തൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ഇറയിൽ ആളുകൾക്ക് മിസ്സാവുന്നത് എന്നാണ് ചോദ്യം. 2 മാർക്കിനാണ്. സോ പുഷ്, എന്ത് ചെയ്യണം? സോ പുഷ് എന്തൊക്കെയാണ്? ദ ന്യൂ ജനറേഷൻ മിസ്സസ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ന്യൂ ജനറേഷൻ എന്ത് മിസ് ചെയ്യുന്നു? ആളുകളുമായിട്ടുള്ള സമ്പർക്കം, ഇൻട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ചെയ്യുന്നുണ്ട്. ദേ ഫെയിൽ ടു മെയിൻറ്റെയിൻ ഗുഡ് ഫ്രണ്ട്സ് ഇൻ റിയൽ ലൈഫ്. അവർക്ക് യഥാർത്ഥ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദ ഫണ്ണി ഓവർ ഹെഡ് കോൺവെർസേഷൻ, സോങ്സ് ഓഫ് ബേർഡ്സ്, ടോക്കിംഗ് വിത്ത് ചിൽഡ്രൻ എക്സെട്ര, ഇതൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആർ എ ഫ്യൂ തിങ്സ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തന്നെ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. മറ്റൊരു ചോദ്യം അഗെയിൻ, ഏതാണ്? സോറി, ശ്വാസം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ശരി, നോക്കൂ. അപ്പോൾ അടുത്തത് ഇതേ പാറ്റേണിലുള്ള മറ്റൊരു ചോദ്യം. എന്താണ്? ഇൻ ദ ആർട്ടിക്കിൾ ഈ സൊസൈറ്റി ഡെഡ് ആൻഡ്രൂ സുള്ളിവൻ റെഫേഴ്സ് ടു ഐപോഡ് പീപ്പിൾ. ഹു ആർ ഐപോഡ് പീപ്പിൾ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കണം, കാരണം നമ്മളിത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്നാലും ഒന്ന് കേട്ടോളൂ. ആരാണ് ഈ ഐപോഡ് പീപ്പിൾ? ദ ഐപോഡ് പീപ്പിൾ ആർ ദോസ് ഹു വാക്ക് അറൗണ്ട് വിത്ത് വയേഴ്സ് ഹാങ്ങിങ് ഡൗൺ ഫ്രം ദർ ഇയേഴ്സ്. Wires hanging down from their ears to their pocket. Where the iPod is kept, they always listen to their favorite song. അവരെപ്പോഴും അവരുടെ പ്രിയപ്പെട്ട സോങ് എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. They are oblivious to the world around them. അവർ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് എന്താണ്? അജ്ഞരാണ്. They produce strange sounds at times and move their fingers and hands as if they are dancing to some strange rhythm. ഒന്നുകൂടെ വായിക്കാം. They produce strange sounds at times. അവർ ചില സമയത്ത് വളരെ വിചിത്രമായ ശബ്ദം ഉണ്ടാക്കുന്നു. And move their fingers and hands as if they are dancing to some strange rhythm. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? റെഡി? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാ ഓക്കെ, യെസ്, നോക്കിക്കോളെ. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കും. എല്ലാ ഡിസ്കോഴ്സുകളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഗ്രാമർ നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു റൗണ്ട് പോയിട്ടുണ്ട്. ആൻഡ് അതിൽ ഒരു റൗണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, എല്ലാ ചാപ്റ്റേഴ്സും എടുക്കും, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഏതോ നോട്ട്സ് മിസ്സായി എന്ന് പറയുന്നുണ്ട്, ഏതോ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സ് കിട്ടിയിട്ടില്ല ഇന്ന് കമൻറ്റ് ബോക്സിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ നോട്ട്സൊക്കെ എന്ത് ചെയ്യും? ഇന്ന് ഒന്നുകൂടെ അയക്കും, നിങ്ങൾ പേടിക്കേണ്ട. നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നിങ്ങൾക്ക് ഗ്രാമർ ആണോ വേണ്ടത്, ഡിസ്കോഴ്സുകളാണോ വേണ്ടത്? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാമോ? നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ ഗ്രാമർ ആണോ ഡിസ്കോഴ്സ് ആണോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? യെസ്, ഓക്കെ. എന്ത് പറ്റി? ഓക്കെ, ഡൺ. റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ഒരു സെഷൻ ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അൻവറ മിസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ മിസ് കഴിഞ്ഞിട്ട് ഒരു 1 hour സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും. നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഗ്രാമർ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. നാളെ രാവിലെ എന്താ വേണ്ടത്? നമുക്ക് അതിൻ്റെ കൂടെ കാര്യത്തിലൊരു തീരുമാനമാക്കാം. ബോത്ത്. ഓക്കെ, നമുക്ക് രാവിലെ ആക്ച്വലി പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈം അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യെസ്, നമുക്ക് ഒന്ന് ഓടിച്ച് പോവാം. അതുകൊണ്ടാണ് നമ്മൾ ബൂസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഗ്രാമറും എന്ത് ചെയ്യാം? കുറച്ച് ഡിസ്കോഴ്സുകളൊക്കെ ചെയ്യാം. ആൻഡ് നേരത്തെ എന്നോട് ഒരു കാര്യം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രസി റൈറ്റിംഗ് ആണ്. അതിനെക്കുറിച്ച് JD സാർ വന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഐഡിയ തരും വിത്ത് സ്ലൈഡ്സ്. ഒന്നുമില്ല, പ്രസി എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ചോദിക്കാതിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ആ ടെക്നിക്കൽ വേർഡ് മാത്രമാണ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ സാധ്യത, അല്ലേ? പ്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫിനെ ഷോർട്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാം എന്താണ്? ഓക്കെ ആണ്. റെഡി?
യെസ്, ഡിസ്കോഴ്സുകളും ഗ്രാമറും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടും എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അന്നേരം ഓക്കെ അല്ലേ? ഓക്കെ, ശരി, റെഡി. യെസ്, ഓക്കെ, റെഡി. ഓക്കെ, Hi everyone, good evening everyone. Welcome back. അങ്ങനെ എന്താണ് ഒരു മണിക്കൂർ അടിച്ചു പൊളിച്ച് പഠിക്കുകയായിരുന്നു. യെസ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഇന്നലെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതേപോലെ നമ്മുടെ കൺസെപ്ച്വൽ ഫ്രൂട്ട്, അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞതാലേ. യെസ്, അപ്പോൾ യെസ്, ഹലോ, എന്താണ്, വെൽക്കം അൻവറ മിസ് യു ആർ മൈ ഉയിർ, എന്തൊക്കെയാണത്? യെസ്, വെൽക്കം മൈ ഡിയർ അൻവറ മിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സി മക്കളെ, ഇന്ന് നമ്മൾ അധികം ചാറ്റും എന്തില്ല, കോഴി വർത്താനം ഒന്നുമില്ല, സകലമാന കോഴികളും എന്ത് ചെയ്യുക, അവിടെ ഭക്ഷണം കഴിച്ചിരുന്നോളാം. ഓക്കെ, എന്താണ് ആവശ്യത്തിലധികം വിത്ത് അവിടെ ഇട്ട് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, സകലമാന വരും എന്ത് ചെയ്യുക, അത് നോക്കി ഇരുന്നോളാം. എനിവേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പാഠത്തിൽ നിന്നുള്ള ഡിസ്കോഴ്സസ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്ത്യ എന്നുള്ള ഒരു പാഠം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. എന്താണ്, കേൾക്കുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ടഫാന്നൊക്കെ തോന്നുമെങ്കിലും നമ്മളത് ഇന്നലെ വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മൾ എന്ത് ചെയ്തത്, അതിൻ്റെ സമ്മറി അങ്ങ് പഠിച്ചു അല്ലേ. എന്താണ് ഡിസാസ്റ്റേഴ്സ്, ഇന്ത്യയിൽ കാണുന്ന ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, ഇന്ത്യയുടെ 4 സൈഡിൽ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, ഈ 4 സൈഡിലും കാണുന്ന എന്താണ് ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. നൗ ഇനി എന്താ പറയേണ്ടത്, നെക്സ്റ്റ് ഞാൻ എന്താ പറയുന്നത്. സോ ആ ഒരു ചാപ്റ്ററിൽ എന്താണ് ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡ്രാഫ്റ്റ് ലെറ്റർ നോക്കി, ഇവിടെ ഇതിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇസ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരാളെ മാത്രം എന്തെങ്കിലും ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഓരോരുത്തരെയും എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻ സ്പൈറ്റ് ഓഫ് കോൺസ്റ്റന്റ് എഫേർട്സ് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് ഓഫ് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ദ പാൻഡമിക് സിറ്റുവേഷൻ കണ്ടിന്യൂസ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും എന്താ പറയുക മെഡിക്കൽ
ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അടിപൊളിയായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ കൂടി ദ പാൻഡമിക് സിറ്റുവേഷൻ കണ്ടിന്യൂസ്ലി എന്താണ് ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നാൽ അതെന്ത് ചെയ്യും തുടർന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്താണ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. നമ്മൾ കമ്പ്യൂട്ടറിൽ മൗസ് കൊണ്ട് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുന്ന വരെ നമുക്കത് ചെയ്യാൻ പറ്റൂല അല്ലേ. People sometimes do not follow the restrictions or the protocol. People sometimes do not follow the restrictions or the protocol. അപ്പം എന്താ പറയുക, ആക്ച്വലി സംടൈംസ് പീപ്പിൾ ആളുകൾ എന്ത് ചെയ്യും, they do not follow the restrictions or the protocol. അവർ ആ പ്രോട്ടോകോൾ എന്ത് ചെയ്യില്ല, പാലിക്കൂല. You decide to write a letter to the editor of a daily reminding the authorities to implement strict punishment to those who violate the rules. Draft the letter. So what is the question actually given? ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം എന്താ, people sometimes do not follow the restrictions of the protocol. You decide to write a letter to the editor of a daily reminding the authorities to implement strict punishment. അതായത് ഈ റൂൾസും കാര്യങ്ങളും ഇപ്പോൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്, നൈസായിട്ട് എന്താണ് പോലീസുകാർ ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യും പോയി ഓടി പിടിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. എന്താണ് മാസ്ക് ഇട്ടുകൊണ്ട് കൊറോണ വന്ന് എന്താണ് പിടി കൊടുക്കാതെ വയലും ആംബുലൻസിലൊക്കെ പോയിട്ട് എന്താണ് നാടോടിട്ട് ഓടിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആക്ച്വലി ആളുകൾ പാലിക്കാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കത്ത് എഡിറ്റർക്ക് വെച്ച് കാച്ചാണ്. ഓക്കെ, എന്താണ് അങ്ങനെ ആ കത്ത് വെച്ച് കാച്ചുമ്പോൾ എന്താ അതിൻ്റെ വിഷയം, നമ്മൾ ഗവൺമെൻറ് ഭാഗത്ത് എന്തുണ്ടായിരിക്കണം അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായിരിക്കണം, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ നൗ ഡ്രാഫ്റ്റ് ദ ലെറ്റർ എന്ന് നിങ്ങളോട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നോക്കി ഇവിടെ അടുത്തത് ഫ്രം, നോക്കിവിടെ ഫ്രം നോക്കിയേ ആഷ്ലി, നോക്കിവിടെ ഒരു ഫ്രം അഡ്രസ് ജസ്റ്റ് സിമ്പിൾ അഡ്രസ് വി ഗേവ്. നെക്സ്റ്റ് നമുക്കറിയാം എന്താണ്, ഇറ്റ് ഈസ് ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്റർ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡേറ്റ് അതേപോലെ മന്തും അതേപോലെ ഇയറും ഇത് നമ്മൾ എന്ത് ചെയ്യണം, എക്സാക്റ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് കൊടുക്കണ്ടേ. ഓക്കെ അല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് അത് കൊടുത്തു അല്ലേ. നെക്സ്റ്റ് നോക്ക്, ഇത് എന്താണ് ഫോർമൽ ലെറ്റർ. ഇവിടെ ഫോർമലും ഇൻഫോർമലും എന്താണ് ഡിഫറൻസ് ഇല്ലേ. ഇപ്പം നമ്മൾ കാണാറുണ്ട് ചില പണ്ടൊക്കെ എന്താണ് വളരെ രസകരമായിട്ട് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യും ആളുകൾ വാലന്റൈൻസ് വന്ന് പോയി പ്രപ്പോസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രപ്പോസൽസ് എന്താ വളരെ രസമാണ് അല്ലേ. എന്താ പറയാ, എന്താണ് ലൈക്ക് വളരെ ഓർഡിനറി ആയിട്ട് വളരെ എന്താണ് സാഹിത്യപരമായിട്ടൊക്കെ എന്ത് ചെയ്യും നൈസായിട്ടൊക്കെ പ്രപ്പോസ് ചെയ്ത് നമ്മൾ കാണാറുണ്ട് അല്ലേ. സോ അതേപോലെ എന്താണ് ഇറ്റ്സ് ഫോർമൽ ലെറ്റർ ആൻഡ് നോക്കി ഇവിടെ 2 അഡ്രസ്സ് നമ്മൾ എന്ത് ഫോർമൽ ലെറ്ററിൽ കൊടുക്കണം അല്ലേ. അപ്പം നമുക്കറിയാം എഡിറ്റർ ഹിന്ദു അത്ര കൊടുത്താൽ മതി, വാരി വലിച്ച് നമ്മളെ വക എഴുതണ്ട. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഓരോ ലൈനും എന്ത് ചെയ്യുക വിട്ടിട്ട് എഴുതാൻ നിങ്ങൾ സ്പേസ് നിർബന്ധമായിട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ സർ എന്നുള്ള സാലുട്ടേഷൻ എന്തുണ്ട് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ പാൻഡമിക് സിറ്റുവേഷൻ നീഡ് ഫോർ സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, പാൻഡമിക് സിറ്റുവേഷൻ നീഡ് ഫോർ സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താ പറയുന്നത്, സബ്ജക്ട് എന്താണ്, പാൻഡമിക് സിറ്റുവേഷൻ ആണ്. നമുക്കറിയാം എന്താണ് സാഹചര്യം, ഇറ്റ് ഇസ് എ പാൻഡമിക് സിറ്റുവേഷൻ നീഡ് ഫോർ സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ. എന്താണ് ആവശ്യകത, നല്ല അടിച്ച് പൊളിച്ച് എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ടാവണം. മാസ്ക് ഇട്ടില്ലെങ്കിൽ എന്താണ് അവന് ഫൈൻ കൊടുക്കണം, അല്ലെങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് തിങ് നോക്കുക, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് ദ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് കോവിഡ് കേസസ് ഇൻ മലപ്പുറം ദിസ് ഡേയ്സ്. എന്താ അവിടെ പറഞ്ഞേ നോക്ക്, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് ദ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് കോവിഡ് കേസസ് ഇൻ മലപ്പുറം ദീസ് ഡേ. അപ്പോൾ ഈ മലപ്പുറം ഭാഗത്തവർക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് മലപ്പുറംകാരും എന്ത് ചെയ്യുന്നത്, എന്നോട് ചൂടാവേണ്ട, എന്നോട് കത്തി വെക്കാൻ വരണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്ഥലം കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, മലപ്പുറം ഭാഗത്തുള്ള ആൾ ഏതാണ് എന്താണ് എഡിറ്ററോട് പറയുകയാണ് ഈ ഭാഗത്തുള്ള ഒരു ഒറ്റ കുട്ടിക്ക് എന്തില്ല നേരം വേണ്ട ശ്രദ്ധ എന്ന് പറയുന്നത് ഇല്ല. നൗ ഇഫ് പീപ്പിൾ ഡു നോട്ട് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്, ഈ ആളുകൾ എന്താണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മതി ആർക്ക് കേട്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അപകടമുണ്ടാകും. ദേ വിൽ ഹാവ് ടു പേ ഹെവി പ്രൈസ് ഫോർ. തീർച്ചയായിട്ടും പാൻഡമിക് സിറ്റുവേഷൻ ആണ്, ഒരു വ്യക്തിയിൽ നിന്നുണ്ടെന്ന് 100,000 ആളുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ വിൽ ഹാവ് ടു പേ ഹെവി പ്രൈസ് ഫോർ ഇറ്റ്. എന്ത് കൊടുക്കണം, അവരിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുമ്പോൾ എന്താണ് ഇതേപോലെ പറയാറില്ലേ, എന്താ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. നോക്ക്, ദ ഡെത്ത് ടോൾ ഈസ് ഇൻക്രീസിങ്, ദ ഡെത്ത് ടോൾ ഈസ് ഇൻക്രീസിങ്. മരണം എന്താണ്, ഡെത്ത് നമ്പർ എന്ത് ചെയ്യാണ് കൂടിക്കൊണ്ടിരിക്കാല്ലേ ഓരോ സമയം. ഇത് ആക്ച്വലി നമുക്ക് എന്താണ് ഭയങ്കര രസമായിട്ട് എഴുതാം, രസമായിട്ടല്ല ഭയങ്കര കാര്യമായിട്ട് എഴുതാൻ പറ്റും. ബിക്കോസ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സാഹചര്യമാണ്. നിങ്ങളും ഞാനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ഈ ഒരു സിറ്റുവേഷൻ എന്താണ് കണ്ടിട്ടുണ്ട് അല്ലേ കൊറോണയുടെ സമയത്ത്. അപ്പോൾ ഡേ ബൈ ഡേ എന്താണ് മരണത്തിന്റെ നിരക്കും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. രോഗികളുടെ എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്, ഡേ ബൈ ഡേ കൂടുന്നുണ്ട്. ഇറ്റ് ഈസ് ഹൈ ടൈം വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ഹൈ ടൈം വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. എന്താ പറയണവിടെ, ഇറ്റ് ഈസ് ഹൈ ടൈം വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. എന്താണ് ഈ ഒരു സാഹചര്യത്തിന്റെ എന്താണ് സീരിയസ്നെസ്, ഇതിന്റെ ഒരു അപകടം ഓക്കെ മനസ്സിലാക്കേണ്ട സമയം എന്താണ് അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നൗ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദർ ഷുഡ് ബി എ സ്ട്രിക്ട് റൂൾ ആൻഡ് സിവിയർ പണിഷ്മെന്റ് ഷുഡ് ബി ഗിവൺ ടു ദോസ് ഹു വയലേറ്റ് ദ റൂൾസ്. ഓക്കെ, അപ്പോൾ അയാൾ പറയാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ആക്ച്വലി എന്താ ഉള്ളത്, ഇങ്ങനെ ആരാണോ റൂൾ എന്ത് ചെയ്യുന്നത് വയലേറ്റ് ചെയ്യുന്നത്, റൂൾ ബ്രേക്ക് ചെയ്യുന്നത്, ആ ആൾക്ക്
എന്ത് ചെയ്യണം, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം എന്നാ പറയുന്നത്. ഓക്കെ, ആൻഡ് സിവിയർ പണിഷ്മെന്റ് ഷുഡ് ബി ഗിവൺ ടു ദോസ് ഹു വയലേറ്റ് ദ റൂൾസ്. പീപ്പിൾ ഷുഡ് ഒബ്സർവ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. എന്താ പറയുന്നത്, പീപ്പിൾ ഷുഡ് ഒബ്സർവ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ആളുകൾ എന്ത് ചെയ്യണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ദേ ഷുഡ് നോട്ട് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദിയർ ഹോംസ് എക്സെപ്റ്റ് ഡ്യൂറിങ് അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ. ദേ ഷുഡ് നോട്ട് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദിയർ ഹോംസ് എക്സെപ്റ്റ് ഡ്യൂറിങ് അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ. ഐ വുഡ് urge the authorities look into the matter seriously. ഇത് എന്താ പറയുന്നത്, അത്രയ്ക്കും എന്താണ്, അത്രയ്ക്ക് എമർജൻസി സിറ്റുവേഷൻ ആയ മാത്രം എന്തെങ്കിലും ആളുകൾ പുറത്തു പോകാൻ പാടുള്ളൂ. അതുമല്ല, അതോറിറ്റി എന്ത് തീരുമാനിക്കണം, ഭരണഭാഗം അതായത് ഗവൺമെന്റ് എന്ത് തീരുമാനിക്കണം, ആക്ച്വലി ഇനി ഒരാൾ ഇങ്ങനെ എന്താണ് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവർക്ക് അതിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കും എന്ത് ചെയ്യണം, ഗവൺമെന്റ് തീരുമാനിക്കണം. കാരണം അതാണ് എന്ത് നമ്മുടെ ആവശ്യം. ഓക്കെ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഹിയർ ഇറ്റ് ഹാസ് ആസ്ക്ഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, കൈൻഡ്ലി പബ്ലിഷ് ദിസ് ത്രൂ ദ അപ്രോപ്രിയേറ്റ് കോളംസ് ഓഫ് യുവർ എസ്റ്റീം ഡെയിലി. എന്താ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. ഓക്കെ ഓക്കെ, നൗ നെക്സ്റ്റ് വൺ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഓർഗനൈസസ് എൻ essay competition for the higher secondary students of Kerala on the topic disasters and disaster management in Kerala. Prepare an essay on the topic. നോക്കേ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഓർഗനൈസസ് എൻ essay കോമ്പറ്റീഷൻ. നമ്മുടെ കേരള എന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു essay കോമ്പറ്റീഷൻ നടത്താണ്. എന്താണ് ആക്ച്വലി കോമ്പറ്റീഷൻ നടത്തുന്നത്, എന്താണ് വിഷയം, ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ കേരള. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ കേരള. ഓക്കെ, കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് എന്താണ് ഒരു essay റൈറ്റിംഗ്. നമ്മൾ ഇന്നലെ ഹോൾ ഇന്ത്യയിലാണ് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞത്, ഇന്ത്യയുടെ 4 സൈഡിൽ അല്ലേ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, ഈ 4 വശങ്ങളിലുള്ള ഡിസാസ്റ്ററെ കുറിച്ച് വി ഡിസ്കസ്ഡ് യെസ്റ്റർഡേ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, കേരള ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചോദിക്കുന്നത്. നോക്ക് എങ്ങനെ നിങ്ങൾ എഴുതും. അതേപോലെ മറ്റൊരു സമയത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, നോക്കിയേ ഇവിടെ, ലൈഫ് ഓൺ എർത്ത് ഈസ് അറ്റ് ദ എവർ ഇൻക്രീസിംഗ് റിസ്ക് ഓഫ് ബീങ് വൈപ്ഡ് ഔട്ട് ബൈ ഡിസാസ്റ്റർ such as sudden global nuclear war, a genetically engineered virus or other dangers we have not yet thought of. എന്താ പറയുന്നത്, ലൈഫ് ഓൺ എർത്ത് ഈസ് അറ്റ് ദ എവർ ഇൻക്രീസിംഗ് റിസ്ക് ഓഫ് ബീങ് വൈപ്ഡ് ഔട്ട് ബൈ ഡിസാസ്റ്റർ such as sudden global nuclear war, a genetically engineered virus or the other dangers we had not yet thought of. ആക്ച്വലി സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കാണ്. എന്താണ്, ഓൾറെഡി എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട്, എന്താണ് നേച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എന്ത് ചെയ്യാം, ഡിസാസ്റ്റേഴ്സ് എനി ടൈം ഉണ്ടാകാം. അത് മേ ബി എന്താകാം, ഒരുപക്ഷെ അത് മാൻമെയ്ഡ് ആകാം, അതല്ലെങ്കിൽ എന്താ നേച്ചുറൽ ഡിസാസ്റ്റേഴ്സും ആവാം. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും റൈറ്റ് ആൻ essay ഓൺ ദ ടോപ്പിക് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. ഈ മേലെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യുക, ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു essay എഴുതണം. ഓക്കെ, അപ്പോൾ essay എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വെറുതെ തട്ടി വിടാം, പക്ഷെ എന്താണ്, കുറച്ച് അതിൽ എന്തുണ്ടായിരിക്കണം, ഒരു സത്യം ഉണ്ടായിരിക്കണം, ഫാക്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഫാക്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ലൈഫ് ഓൺ എർത്ത് ഈസ് അറ്റ് ദ എവർ ഇൻക്രീസിംഗ് റിസ്ക് ഓഫ് ബീങ് ഫാക്ച്വൽ ആയിരിക്കണം. ഓക്കെ, essay റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫാക്ച്വൽ. നമുക്ക് വെറുതെ കത്തിയടിക്കരുത് നമ്മൾ, കാരണം പോയട്രിയും ഇമാജിനേഷനും ഒന്നുമല്ല. ഇതേപോലുള്ള വിഷയങ്ങളാകുമ്പോൾ നമ്മൾ പാഠത്തിൽ പഠിക്കുന്നത് പോലെ എന്താണ് നമ്മളെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്, അപകടങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ ഒരുപാട് നമുക്ക് മഞ്ഞ് വീഴ്ച ഒന്നും എഴുതാൻ പറ്റില്ല, കാരണം നമ്മൾ എന്താണ് വെസ്റ്റേൺ കൺട്രീസിലുള്ളതുപോലെ മഞ്ഞ് വീണെന്താണ് അപകടം ഉണ്ടാവുക, റോഡ് ബ്ലോക്ക് ആവുക, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കേരളത്തിൽ കൊണ്ട് എഴുതാൻ പറ്റുമോ. അതായത് അങ്ങനെ ഒരു പരസ്പര ബന്ധം എന്ത് ചെയ്യരുത്, ഇല്ലാതെ നിങ്ങൾ എഴുതരുത്. ഓക്കെ, പരസ്പര ബന്ധം ഉണ്ടായും കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് ദ തിങ്. അത് മാത്രം നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നോക്കിയേ, ഇവിടെ ഡിസാസ്റ്റർ ടൈപ്സ് ഇൻക്ലൂഡ് ദ ഫോളോവിങ്. എന്തൊക്കെ അവിടെ ഡിസാസ്റ്റേഴ്സ്, ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ പറ്റും. നോക്കി, എർത്ത് ക്വേക്സ്, നമുക്ക് ഡിസാസ്റ്റേഴ്സ് എന്താണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്ത് എഴുതാൻ പോകരുത്. ഓക്കെ, സോ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എർത്ത് ക്വേക്സ്, ടോർണേഡോസ്, യുറിക്കെയിൻസ്, പാൻഡമിക്സ്, വോൾക്കാനോ ഇറപ്ഷൻസ്, വൈൽഡ് ഫയേഴ്സ്, ഫ്ലഡ്, മാസ് ഷൂട്ടിംഗ്, ആക്ട്സ് ഓഫ് ടെറർ, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, കെമിക്കൽ എമർജൻസീസ്. ഇതൊക്കെ എന്താണ് ഡിസാസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, യു പീപ്പിൾ ഷുഡ് ലേൺ ഇറ്റ്. ഓക്കെ, യു പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, കാരണം essay ക്വസ്റ്റ്യൻ ഒക്കെ അത്യാവശ്യം നമ്മൾ എഴുതണ്ടേ, 1-2 പേജൊക്കെ എഴുതണ്ടേ. യെസ്, അപ്പോൾ ഏതൊക്കെയാണ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞു വെക്കണം. ഇനി നോക്കി, നിങ്ങൾ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഡിസാസ്റ്റേഴ്സിൽ ഇതിൽ കൊടുക്കാം, അതിന് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഫേസ് ചെയ്യാം, എങ്ങനെ അഭിമുഖീകരിക്കാം. നോക്കി, ഇവിടെ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, എന്താ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിന് എന്ത് ചെയ്യുക, ദ ബെസ്റ്റ് വേ ടു അഡ്രസ് എ ഡിസാസ്റ്റർ is by being proactive. This means identifying potential hazards and devising safeguards to mitigate their impact. Although this stage in the cycle involves putting permanent measures into place that can help minimize disaster risk, it is important to acknowledge that disasters can't always be prevented.
പ്രിവെൻഷൻ വരാതെ നോക്കാം, തടയാം. അപ്പം മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ അപകടങ്ങൾ വരാതെ നമ്മൾ എന്ത് ചെയ്യണം, തരണം ചെയ്യാൻ പഠിക്കണം. അത് നമ്മൾ ഇന്നലെ പാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോഗ്രഫിക്കുള്ള ഇമ്പോർട്ടൻസ്. പാഠം പഠിച്ചവർ അത് കേട്ടിരുന്നവർക്ക് വേണ്ടി ഇവിടെ ഓർമ്മയുണ്ടാകും. ഓക്കെ, നമ്മൾ അതിൽ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മൾ അപ്പോൾ ആ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യണം, എപ്പോഴും കരുതിയും കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കരുതലിനോടൊപ്പം അവിടെ എന്ത് വേണം, നമ്മൾ ഇന്ന് ടെക്നോളജിയുടെ ഒരുപാട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ടെക്നോളജിക്കലി എന്തായിരിക്കണം, അവിടെ അത്രയും സെറ്റപ്പ് ഉണ്ടായിരിക്കണം. ഒരു കടൽ തീരത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ കടൽ തീരത്ത് എന്താണ് അവിടുത്തെ അതോറിറ്റിക്ക് ഒരു സുനാമി പോലുള്ള സംഗതികളോ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്തൊക്കെ അത് മുൻകൂട്ടി അറിയാനുള്ള ടെക്നോളജീസ് ഉണ്ടാവണം. ഓക്കെ, ഹിഡൻ സൈഡ്, ഇപ്പോൾ ഹിൽ സൈഡിലുള്ളവരാണെങ്കിൽ ഇതേപോലെ ശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇതേപോലെ അത് അറിയാനും മുൻകൂട്ടി അറിയാനുള്ള ഡിവൈസസ് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കണം. സോ ടെക്നോളജി ഓൾസോ എന്താണ് ഷുഡ് ബി വെരി സപ്പോർട്ടീവ്, എന്താ ഷുഡ് ബി വെരി 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 എന്താണ് അപ്ഡേറ്റഡ് ആയിരിക്കണം. മനസ്സിലായോ? നോക്കിയേ നിങ്ങൾ. നെക്സ്റ്റ് മിറ്റിഗേഷൻ എന്നാണ് പറയുന്നത്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമൈസ്, എയിം ടു മിനിമൈസ് ദ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ദാറ്റ് വുഡ് റിസൾട്ട് ഫ്രം എ ഡിസാസ്റ്റർ. ഒരു അപകടത്തിൻ്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ആളുകളെ മരണം കുറയ്ക്കും. ഓക്കെ, ആളുകളെ മരണം എന്ത് ചെയ്യുക, കുറയ്ക്കുക, ആളുകളുടെ ലോസ് എന്ത് ചെയ്യുക, കുറയ്ക്കാം. മിറ്റിഗേഷൻ എയിംസ് ടു മിനിമൈസ് ദ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ദാറ്റ് വുഡ് റിസൾട്ട് ഫ്രം എ ഡിസാസ്റ്റർ. ആളുകൾ എന്ത് ചെയ്യുക, എണ്ണം കുറയ്ക്കുക, മരണത്തിൻ്റെ എണ്ണം നമ്മൾ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് ആയിരിക്കണം. എന്താ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, ഹ്യൂമൻ ലോസ് മാക്സിമം എന്ത് ചെയ്യുക, കുറയ്ക്കാം. ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് മേ ബി ടേക്കൻ. അവിടെ നമ്മൾ ഇതേ പറഞ്ഞതുപോലെ എന്തെല്ലാം നമുക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്, വെള്ളപ്പൊക്കമുള്ള സമയത്ത് ബോട്ടുകളിൽ ആളുകൾ വരും, വലിയ ഉരുളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ വെള്ളത്തിൽ കൂടെ നീന്തി കൊണ്ടുവരുന്നുണ്ട്. ഇതേപോലെ നമ്മൾ പല സംഭവങ്ങളും കാണാറുണ്ട്, ഇല്ലേ, കാണാറുണ്ട്. സോ ദ തിങ് ഈസ് എന്താ, മിറ്റിഗേഷൻ മീൻസ് എന്താണ്, ആക്ച്വലി ലോസ് ഓഫ് എന്താണ്, ഹ്യൂമൻ, നമ്മൾ എന്ത് ചെയ്യുക, എയിം ടു മിനിമൈസ് ദ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നെക്സ്റ്റ് ഒക്കെ പ്രിപ്പയർഡ്നെസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ്, ഈസ് ഓൺ ഗോയിങ് പ്രോസസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ്, കമ്മ്യൂണിറ്റീസ്, ബിസിനസ് ഓർ ഓർഗനൈസേഷൻ ക്യാൻ പ്ലാൻ ആൻഡ് ട്രെയിൻ ഫോർ വാട്ട് ദേ വിൽ ഡു ഇൻ ദ ഇവന്റ് ഓഫ് എ ഡിസാസ്റ്റർ. നമ്മൾ പല സ്കൂളുകളിൽ എന്ത് ചെയ്യും, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു മലവെള്ളപ്പാച്ചിൽ വന്ന സമയത്ത് ഈ നീന്തൽ കാര്യങ്ങളൊക്കെ എന്താണ് വളരെ ഉപകാരം വരും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ മല കയറുന്നത്, അങ്ങനെ ട്രെയിനിങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് വേണം, ആ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു അപകടമുണ്ടായാൽ അതിൽ നിന്നും രക്ഷപ്പെടുന്ന രീതിയിൽ, അതിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള കോച്ചിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ, പരിശീലനം നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇത് വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ നോക്കിയേ, നമ്മളെന്താണ് ഈ മിലിറ്ററി പീപ്പിൾ അവരെങ്ങനെയാണ് വെള്ളത്തിലായാലും വേണ്ടിയില്ല, മരൻ്റെ മേലും വേണ്ടില്ല, ആകാശത്ത് കൂടെ ആയാലും വേണ്ടിയില്ല, ഇവരെങ്ങനെയാണ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ മിഷൻ നടത്തുന്നത്. ബിക്കോസ് എന്താണ്, ദേ നോ ദാറ്റ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ പറയുന്നത്, പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, തയ്യാറെടുപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്ക്, റെസ്പോൺസ് ആണ്. റെസ്പോൺസ് പറഞ്ഞാൽ എന്താണ്, ഇതിനോട് മനുഷ്യരെന്താണ് നമ്മൾ തിരിച്ചു കാണിക്കുന്നത്, എങ്ങനെയാണ് ജനം അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ, എങ്ങനെയാണ് ലോകം അല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യുന്നത്, ഇതിനോട് റെസ്പോൺസ് ചെയ്യുന്നത്. നോക്കുക, റെസ്പോൺസ് ഇസ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഒക്കേഴ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം റെസ്പോൺസസ്. നമുക്കറിയാം ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ പിന്നെ അവിടെ ബിൽഡിംഗ് എടുക്കാനും അത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാനൊക്കെ എന്ത് ചെയ്യുമ്പോൾ ഒരുപാട് ലോങ് ടേം ആണത്. ഓക്കെ, അത് ഒരുപാട് എന്ത് ചെയ്യും, നമുക്കത് സമയമെടുക്കും അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ചിലപ്പോൾ അത് ഷോർട്ട് ടേം ആവാം, ചിലപ്പോൾ അത് ലോങ് ടേം ആവാം. നോക്ക്, ഐഡിയലി ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലീഡർ വിൽ കോർഡിനേറ്റ് ദ യൂസ് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് പേഴ്സണൽ സപ്ലൈസ് ആൻഡ് equipment to help restore personal and environmental safety as well as to minimize the risk of any additional property damage. എന്ത് ചെയ്യണം, നമ്മൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരു അപകടം ഉണ്ടായി. ഓക്കെ, ആ അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് ഗവൺമെൻറ്റോ ജനങ്ങളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതല്ല, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്ത് എന്ത് ചെയ്തു, ഉടനെ ഗവൺമെൻറ് എന്ത് ചെയ്തു, പട്ടാളത്തെ ഇറക്കുന്നു, ആളുകൾ ബോട്ട് ഇറക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണ സാധനങ്ങൾ കൊടുത്തേക്കുന്നു, വസ്ത്രങ്ങൾ കൊടുത്തേക്കുന്നു. അപ്പോൾ ആ ഒരു റെസ്പോൺസ് എന്താണ്, അവിടെ കൂടുതൽ വരാൻ പോകുന്ന അപകടങ്ങൾ എന്ത് ചെയ്യും, അത് കുറയ്ക്കും. മനസ്സിലായ മിസ് പറയുന്നത്? അതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ആയാലും സപ്പോർട്ടിങ്ങിന് മറ്റുള്ള സ്ഥലത്തുള്ള മനുഷ്യരായാലും ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും പഠിക്കണം. ഓക്കെ, അതാണ് ഇതിൽ എന്ത് പറഞ്ഞത്, റെസ്പോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, ആസ് ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് എനി അഡീഷണൽ പ്രോപ്പർട്ടി ഡാമേജ്, കൂടുതൽ എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഇറ്റ് ഇസ് റിക്കവറി.
റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റിക്കവർ ചെയ്ത് തന്നെ ഒരു അപകടം ഉണ്ടായിട്ട് അതിന് ആലോചിച്ച് കുത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം അല്ലെ വേണ്ട, ഇംഗ്ലീഷ് പറയണ്ട, നിങ്ങൾ പറയും പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, മിസ്സിൻ്റെ നാവ് പോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ എക്സാം ടഫ്. അപ്പോൾ എക്സാം നമുക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കുട്ടിയെ നിങ്ങൾ പ്രപ്പോസ് ചെയ്തു. യു പ്രപ്പോസ്ഡ് എ ഗേൾ, അല്ലെങ്കിൽ എ ഗേൾ പ്രപ്പോസ്ഡ് എ ബോയ്. എന്നിട്ട് എന്ത് ചെയ്തു? ബോയ് നൈസായിട്ട് റിജക്ട് ചെയ്തു, പെണ്ണ് നൈസായിട്ട് എന്ത് ചെയ്തു? തേച്ചു. ഓക്കെ, തേച്ച് കഴിഞ്ഞാൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, യു ഗൈസ്, അത് നിങ്ങൾ ലൈഫിൽ മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കുമോ? അതെല്ലാം നിങ്ങൾ വീണ്ടും നിങ്ങൾ വേറെ ഒരാളെ പോയിട്ട് കാണുമോ? അതാണ് എൻ്റെ ചോദ്യം. അല്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അത് റിക്കവറി ചെയ്യും. നിങ്ങൾ അതിൽ നിന്നും പിന്തിരിഞ്ഞ് വന്ന് വീണ്ടും എന്ത് ചെയ്യും? നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു കുട്ടിയെ പോയി കാണും. എന്നിട്ട് പോയിട്ട് ആ കുട്ടിയോട് പോയി നിങ്ങൾ തള്ളിമറിക്കും, ഞാൻ ഇന്ന് വരെ ആരെയും മുഖത്ത് നോക്കിയിട്ടില്ല, എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയൂലേ? അതാണ് റിക്കവറി. നോക്ക്, ദ ഫിഫ്ത്ത് സ്റ്റേജ് ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഇസ് റിക്കവറി. സോ ദർ ഇസ് എ ഫിഫ്ത്ത് എന്താണ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് റിക്കവറി. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഡയലോഗ് അടിക്കുന്നതായിരുന്നു, ഞാൻ വളരെ സീരിയസ് ആണ്. ഓക്കെ, ഇന്ന് നോക്കി, ഇന്ന് ഫുൾ എന്താണ് നമുക്ക് ക്ലാസ് കാര്യങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഡയലോഗിനും ഇല്ല. സോ ഇന്ന് വളരെ സീരിയസ് സ്റ്റഡീസ് ഓൺലി. ഓക്കെ, നൗ സീ ഹിയർ, ദിസ് ക്യാൻ ടേക്ക് എ ലോങ് ടൈം, സംടൈംസ് ഇയേഴ്സ് ഓർ ഡീക്കേഡ്സ്. ഓക്കെ, ഇത് നിങ്ങൾ വെറും എന്താ നിങ്ങളുടെ ഒരു എന്താണ് ഒരു പ്രണയം പോലെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, ദിസ് ക്യാൻ ടേക്ക് എ ലോങ് ടൈം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഭാഗ്യവശാൽ നല്ലൊരു കമ്പാനിനെ വേഗം കിട്ടും. അതല്ലെങ്കിൽ എന്താണ് സംടൈംസ് ഇയേഴ്സ് ഓർ ഡീക്കേഡ്സ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങളോളം മെനക്കെട്ടാലും എന്താ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവരെ കിട്ടൂല. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു എന്താണ് ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാകുന്ന റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? വി വിൽ ബി റിക്കവേർഡ്, നമ്മൾ റിക്കവർ ചെയ്യും. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, നമ്മൾ സമയമെടുക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സം ഏരിയാസ് ഇൻ ന്യൂ ഓർലിയൻസ് ഹാഡ് യെറ്റ് ടു ഫുള്ളി റിക്കവർ ഫ്രം ഹ്യൂറിക്കൻ കട്രീന ഇൻ 2005. ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റെബിലൈസിംഗ് ദി ഏരിയ, റിസ്റ്റോറിംഗ് ഓൾ എസെൻഷ്യൽ കമ്മ്യൂണിറ്റി ഫങ്ഷൻസ്. റിക്കവറി റിക്വയർസ് പ്രയോറിറ്റൈസേഷൻ. ഫസ്റ്റ്, എസെൻഷ്യൽ സർവീസസ് ലൈക്ക് ഫുഡ്, ക്ലീൻ വാട്ടർ, യൂട്ടിലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹെൽത്ത് കെയർ വിൽ ബി റിസ്റ്റോർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ മക്കൾസ് നോക്കൂ, ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കുത്തിന്ന് പ്രാകണ്ട, ഓ മിസ്സിൻ്റെ നാവ് പോലെ തന്നെ എനിക്കിപ്പോൾ വർഷങ്ങളോളമായിട്ട് ഇവിടെ എൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ പറയും, ഓ മിസ് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ കിട്ടിയില്ല എന്നുള്ള പറയും. സി, ഇവിടെ ഈ പറയുന്നൊരു വാക്ക് മക്കളെ ശ്രദ്ധിക്കണേ. നിങ്ങൾ റിക്കവറി റിക്വസ്റ്റ് പ്രയോറിറ്റൈസേഷൻ. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഹിയർ. നോക്കിയേ ഇവിടെ നോക്ക്, റിക്കവറി റിക്വസ്റ്റ് പ്രയോറിറ്റൈസ് ഫസ്റ്റ് എസെൻഷ്യൽ സർവീസസ് ലൈക്ക് ഫുഡ്, ക്ലീൻ വാട്ടർ, യൂട്ടിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹെൽത്ത് കെയർ വിൽ ബി റിസ്റ്റോർ വിത്ത് ലെസ് എസെൻഷ്യൽ സർവീസസ് ബീങ് പ്രയോറിറ്റൈസ്ഡ് ലേറ്റർ. നോക്ക്, ഫുഡ് ബേസിക് ആയിട്ടുള്ളത് നമ്മൾ ആ സ്ഥലങ്ങളിൽ എന്തെത്തിക്കണം? കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം എത്തിക്കണം. ദെൻ ക്ലീൻ വാട്ടർ, കുടിവെള്ളം. കാരണം ഇതേപോലെ അപകടം നടന്നിട്ട് ഈ വാട്ടർ സപ്ലൈ നിൽക്കും. ഇനിയിപ്പോൾ ഇതേപോലെ ഫ്ലഡ് ഒക്കെ ആണ് നടന്നെങ്കിൽ ഫുള്ള് ചെളിവെള്ളമായിരിക്കും. തലയിലെ ചെളിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ. ഞാൻ എന്താണ് വീട്ടിലെ കിണറിലെ ചെളിയുടെ കാര്യം, അതേപോലെ പുഴയുടെ ചെളിയിലെ തലയിലെ ചെളിയുടെ കാര്യമെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞത്. നോക്ക്, യൂട്ടിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. നോക്കുക, ഹെൽത്ത് കെയർ, ആരോഗ്യം വിൽ ബി റീസ്റ്റോർഡ്. നോക്കുക, അപ്പോൾ എന്ത് വേണം? ആളുകൾക്ക് ആവശ്യമുള്ള മെഡിസിൻ നമ്മൾ എത്തിക്കണം, വസ്ത്രം എത്തിക്കണം, ഫുഡ് നമ്മൾ എത്തിക്കണം, വെള്ളം നമ്മൾ എത്തിക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഇത് കാണുന്നതാണല്ലേ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് വയനാട്ടിലെയൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? മെഡിക്കൽ ക്യാമ്പുകൾ എന്ത് ചെയ്യും? കെട്ടും. ആളുകൾ എന്ത് ചെയ്യും? മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത് റിക്കവറിയിൽ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? സെറ്റാണോ നമ്മൾ പറഞ്ഞ പോയിന്റ്? അപ്പോൾ ഓർത്ത് വെക്കണം എങ്ങനെയാണ് റിക്കവറി എന്നുള്ളത്. നാളെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആളുകൾ ആ പെട്ടെന്നുള്ള കറണ്ട് സിറ്റുവേഷനോ നമുക്ക് ഇന്ന് പോയി നാളെ തന്നെ വീട് എടുത്തു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ആളുകൾ ജീവൻ നിലനിർത്തുന്ന, ശ്വാസം നിലനിർത്തുന്ന, ആരോഗ്യം നിലനിർത്തുന്ന ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് നമ്മൾ എത്തിക്കണം. ദിസ് ഇസ് ദ പോയിന്റ്. ഓക്കെ, അതാണ് പോയിന്റ്. നൗ ultimately, this stage is about helping individuals, communities, businesses, and organizations return to normal or a new normal, depending on the impact of the disaster. Ultimately, this stage is about helping individuals, communities, businesses, and organizations return to normal or a new normal, depending on the impact of the disaster. നോക്ക്, ultimately this stage is about helping individuals. നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ സഹായിക്കണം. കമ്മ്യൂണിറ്റീസ്, നമ്മളൊരു കമ്മ്യൂണിറ്റി ആയാലും ഇപ്പോൾ ഏത് ഭാഗത്തും എന്താ നമ്മൾ we help them. Now business and organization return to normal.
എന്ത് ചെയ്യും? നമ്മൾ മനുഷ്യൻ എന്ത് ചെയ്യാണ്ട് പൈസ പിരിച്ചു കൊടുക്കാറില്ലേ? ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പം ഇവിടെ കമ്മ്യൂണിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പല രീതിയിൽ പറയാം. ഇപ്പം റിലീജിയൻ പരമായിട്ട് നമ്മൾ ചിലപ്പോൾ എന്താണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? ഒരു ഫണ്ട് ശേഖരിക്കും, അവരെന്ത് ചെയ്യും? കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം നോക്കി ഇവിടെ അത് വേണ്ട, ഡോക്ടേഴ്സിന്റെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? നമ്മളൊരു ഫണ്ട് ശേഖരിച്ച് കൊടുക്കും. നഴ്സുകളെ കമ്മ്യൂണിറ്റി അവർ ചെയ്യും. പിന്നെ റിലീജിയസ് പരമായിട്ട് എന്ത് ചെയ്യും? അത് അങ്ങനെ നടക്കും. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, കോളേജുകൾ, നമ്മൾ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ സ്കൂളുകളിൽ നിന്ന് എന്ത് ചെയ്യും? ഫണ്ട് കളക്ട് ചെയ്തിട്ട് സ്കൂളിന്റെ പേര് നമ്മൾ കൊണ്ടു കൊടുക്കൂലേ? അതാണ് ഇവിടെ പറഞ്ഞത്. കമ്മ്യൂണിറ്റീസ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സഹായിക്കും. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, അതേപോലെ ലോക്കൽ ഓർഗനൈസേഷൻ, കച്ചവടക്കാരും ഒക്കെ എന്ത് ചെയ്യും? ഇതേപോലെ സഹായിക്കും. നൗ ന്യൂ നോർമൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഇമ്പാക്ട് ഓഫ് ദ ഡിസാസ്റ്റർ. അപ്പോൾ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത് ഒരു അപകടം ഉണ്ടായാൽ, ഒരു ഡിസാസ്റ്റർ അവിടെ ഉണ്ടായാൽ, ആ ഡിസാസ്റ്ററിൽ നിന്നും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്നും മാറണം എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? പെട്ടെന്ന് നമ്മുടെ സഹായം എത്തിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്താണ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം കൺസെപ്ച്വൽ ഫ്രൂട്ട്. ഓക്കെ, കൺസെപ്ച്വൽ ഫ്രൂട്ട് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? പാത്തുവിനോട് മൈൻഡ് ഇല്ലേ ചോദിക്കുന്ന നേരം കൊണ്ട് കുട്ടി ഇത് നോക്കൂ, അപ്പോ ഇത് പഠിക്കൂ, അല്ലെങ്കിൽ എന്താ പാത്തുവിന്റെ പാട്ട് നോക്കി പോവും. ഓക്കെ, നിസ്കരിക്കാൻ ടൈം തരും. അത് നമ്മൾ ലൈവ് ബ്രേക്ക് ചെയ്യേണ്ടി വരില്ല മക്കളെ. ലൈവ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താണ് ടെക്നിക്കൽ പ്രോബ്ലം അല്ലേ? അപ്പോൾ നിസ്കരിക്കാനുള്ളവർ പെട്ടെന്ന് എന്ത് ചെയ്തു? ഓൾറെഡി റെക്കോർഡഡ് നോ. യു പീപ്പിൾ ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് യുവർ പ്രെയർ ആൻഡ് കം ഫാസ്റ്റ്. ഓക്കെ, നിങ്ങൾ പ്രെയർ മിസ് ചെയ്യേണ്ട. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ്? യു ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് യുവർ പ്രെയർ ആൻഡ് കം ബാക്ക് സൂൺ ആൻഡ് ജോയിൻ അഗെയിൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കൺസെപ്ച്വൽ ഫ്രൂട്ട് ആണ്. കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാടാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. എല്ലാ പാടും പഠിച്ചിട്ട് പോകണം, അത് വേറെ കാര്യം, അത് വേറെ വിഷയം. കൺസെപ്ച്വൽ ഫ്രൂട്ട് നല്ലോണം പഠിച്ചിട്ട് തന്നെ പോകണം. മിസ്സിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് താറമേലേ. എൻ്റെ വീട് എവിടെ? വീട് താറമേലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന പാഠത്തിന്റെ കോൺസെപ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നലെ കോൺസെപ്റ്റ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. എന്നിരുന്നാലും ഇപ്പോൾ ഇന്നലെ വരാൻ കഴിയാത്ത കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ ഞാൻ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് കൺസെപ്ച്വൽ ഫ്രൂട്ടിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാം. ദ ന്യൂ ടെക്നോളജി ഹെൽപ്സ് എനേബിൾസ് ആൻഡ് എക്യൂപ്സ്. അയ്യോ നോക്കടാ കുട്ടികളെ, ദ ന്യൂ ടെക്നോളജി ഹെൽപ്സ് എനേബിൾസ് ആൻഡ് എക്യൂപ്സ് ഫിസിക്കലി ചാലഞ്ച്ഡ് ആൻഡ് മെന്റലി റിട്ടാർഡഡ് പീപ്പിൾ. ഇവിടെ നോക്കാൻ നിങ്ങൾ ഇതൊക്കെ വ്യക്തമായി പഠിച്ചു പോയി നല്ല അടി എടുക്കും. നാളെ പേപ്പറിൽ എഴുതിയില്ലെങ്കിൽ ന്യൂ ടെക്നോളജി എന്താണ്? ടെക്നോളജി എന്ന് പറയുന്നതിൽ വളരെ സംഭവമാണ്. ടെക്നോളജിക്കൽ ഇറയാണ് നമ്മളിതൊക്കെ. ഓക്കെ, സോ എന്താണ് ടെക്നോളജി? എന്തിനെ സഹായിക്കുന്നു എന്നാ പറയുന്നത്? ഇറ്റ് എനേബിൾസ് ആൻഡ് എക്യൂപ്സ് ഫിസിക്കലി ചാലഞ്ച്ഡ് ആൻഡ് മെന്റലി റിട്ടാർഡഡ് പീപ്പിൾ. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള മക്കളെയും അതേപോലെ തന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്തുണ്ട്? ഒരുപാട് സഹായിക്കുന്നുണ്ട് ടെക്നോളജിയുടെ ടെക്നോളജി. ഓക്കെ, നമുക്കറിയാം പല കുട്ടികൾക്ക് പല മെഷീൻസ് കാര്യങ്ങൾ. ഇപ്പോൾ ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് ചെവി കേൾക്കുന്ന മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരം ഇലക്ട്രോണിക് മെഷീൻസ് ഉണ്ടാകും. അതേപോലെ ഇനിയിപ്പോൾ ബ്രെയിനിന് വല്ല കുഴപ്പമില്ല, വേറെ എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ് അല്ലേ? എന്താണ് ഇതേപോലെ ടെക്നോളജീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ലൈഫിനെ കൂടുതൽ ഈസി ആക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. നമ്മൾ കാലുകളില്ലാത്തവർക്ക് കാലുകൾ വെക്കുന്നില്ലേ? കൈകളില്ലാത്തവർ കൈകൾ വെക്കുന്നില്ലേ? അതൊക്കെ എന്താണ്? ടെക്നോളജിയാണ്. അപ്പോൾ ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ മെന്റലി റിട്ടാർഡ് ആയ മക്കളായാലും ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള മക്കളായാലും ആ മക്കളെ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിനെ, അവരുടെ ലൈഫിനെ ഇറ്റ് മേക്സ് മോർ ഈസി, കൂടുതൽ എന്ത് ചെയ്യും? ഈസി ആക്കുന്ന പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് Greta's father entertains Greta. See, Greta's father entertains Greta by creating a Greta's street, Greta's house with fruits in every room. ഇവിടെ നമ്മൾ എന്തുണ്ട്? ഗ്രറ്റാസ് ഫാദർ, അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? മാസ് പൊളിയാണ് അല്ലേ? ബിക്കോസ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രറ്റ എന്ന് പറയുന്ന ഒരു കുട്ടി we know that how she is. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെർച്വൽ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രറ്റയുടെ ഫാദർ അവളെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഹി ഈസ് ക്രിയേറ്റിംഗ്, എന്താ അവൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഗ്രറ്റാസ് സ്ട്രീറ്റ്, ഗ്രറ്റയുടെ സ്ട്രീറ്റ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഗ്രറ്റാസ് ഹൗസ്, ആ കുട്ടിക്ക് വീടെടുത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ വിത്ത് എന്താണ്? ഫ്രൂട്ട്സ്, അതേപോലെ ഫ്രൂട്ട്സ് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൂം എന്ത് ചെയ്യുന്നുണ്ട്? ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ, ഹി ഡെക്കറേറ്റ്സ് എ റൂം വിത്ത് തിങ്സ് ഓഫ് എ ചോയ്സ്. അവൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അവളെ ചോയ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ കുട്ടിയുടെ റൂം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദ തിങ് ഈസ്, ഇവിടെ നമുക്ക് എന്തുണ്ട്? ഗ്രറ്റയുടെ ഫാദർ ഈസ് എ റോൾ മോഡൽ. നമ്മളോട് കാറ്റസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗ്രറ്റാസ് ഫാദർ
നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ ദി സ്റ്റോറി പ്രൂവ്സ് ദാറ്റ് ടെക്നോളജി വീണ്ടും നമ്മൾ എന്താ തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ എന്തിലേക്ക് വരുന്നു ടെക്നോളജിയിലേക്ക് വരാണ് സോ ഇറ്റ് പ്രൊവൈഡ്സ് എന്താണ് ആക്ച്വലി ഇറ്റ് പ്രൊവൈഡ്സ് ഓക്കെ റിഫ്രഷ്മെന്റ് റിലാക്സേഷൻ സെൻസ് ഓഫ് അച്ചീവ്മെന്റ് കോൺഫിഡൻസ് ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കമ്പാനിയൻഷിപ്പ് ടു പീപ്പിൾ ലൈക്ക് ക്രെറ്റ okay so the story proves that technology provides refreshment relaxation sense of achievement confidence എന്തൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ടെക്നോളജി ഫസ്റ്റ് വൺ ഇറ്റ് പ്രൊവൈഡ്സ് റിഫ്രഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിലാക്സേഷൻ ഒരു തരത്തിലുള്ള സമാധാനം പീസ്ഫുൾനെസ് സമാധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുന്നതായിട്ടുള്ള ഫീലിംഗ് ഓക്കെ പല കാര്യങ്ങളും ഫിസിക്കലി വയ്യാത്ത കുട്ടികൾക്കും മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ടെക്നോളജി എന്ത് ചെയ്യും ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അവരെ സഹായിക്കുന്നുണ്ട് ഹാപ്പിനെസ് സന്തോഷം കോൺഫിഡൻസ് അവർക്ക് എന്ത് ചെയ്യും കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് എന്താണ് കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ഓക്കെ നൗ കമ്പാനിയൻഷിപ്പ് ടു പീപ്പിൾ ലൈക്ക് ഗ്രെറ്റയെ പോലുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് എന്ത് കമ്പാനിയൻഷിപ്പ് ഓക്കെ അവർക്ക് കൂടുതൽ അവർക്ക് എന്തുണ്ടാകും ഒരു ഫെല്ലോ ഫീലിംഗ് ഉണ്ടാക്കും ഫ്രണ്ട്സിന് ഉണ്ടാക്കാനും അവർക്ക് കൂടുതൽ എന്താണ് കമ്പാനിയൻസിന് ഉണ്ടാക്കാനും എന്ത് ചെയ്യും സഹായിക്കും അത് അവർക്ക് എന്ത് ചെയ്യും ഇറ്റ് വിൽ ഇംപ്രൂവ് ദെയർ കോൺഫിഡൻസ് അത് അവരുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും കൂട്ടും ഓക്കെ ഇറ്റ് മേക്സ് ദം ഹാപ്പി അത് അവരെ കൂടുതൽ സന്തോഷിപ്പിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം വി ഷുഡ് ബി ഏബിൾ ടു കണക്ട് ആൻഡ് റൈറ്റ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം കണക്ട് ചെയ്ത് എഴുതണം കുട്ടികളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഇവിടെയുള്ള ഗേൾസിൻ്റെ അടുത്ത് മുഴുവൻ കണക്ട് ആവാൻ നോക്കുന്ന ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഇവിടെ ചിന്തയുള്ളൂ ഞാനിവിടെ എന്താണ് നമ്മുടെ ഗ്രെറ്റയെ പോലുള്ള കുട്ടികൾ കണക്ഷൻ്റെ കാര്യം പറയുമ്പോൾ യു പീപ്പിൾ ആർ മേക്കിംഗ് ദെയർ യുവർ ഓൺ കണക്ഷൻ വാട്ട് യു ഗൈസ് ആർ ഡൂയിങ് ഗൈസ് ആന്ന് എന്താണിടോ ഇവിടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഒന്നുകൂടി പറയാണ് ടെക്നോളജി എന്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഇറ്റ് മിക്സ് റിഫ്രഷ്മെന്റ് ഉണ്ടാകുന്നു റിലാക്സേഷൻ ഉണ്ടാകുന്നു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് എന്തെങ്കിലും നമ്മൾ നേടിയെടുത്ത് എന്നുള്ളൊരു തോന്നൽ എന്തുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് ഹെൽപ്സ് അസ് ടു ഇംപ്രൂവ് അവർ എന്താണ് കോൺഫിഡൻസ് ഇറ്റ് ഇംപ്രൂവ്സ് അവർ കോൺഫിഡൻസ് നമ്മൾ കോൺഫിഡൻസ് അത് കൂട്ടും ഓക്കെ നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ നോക്ക് ഇറ്റ് ഈസ് എൻ അഡീഷണൽ ബൂൺ ടു ഫിസിക്കലി മെന്റലി ചാലഞ്ച് പീപ്പിൾ എന്താണ് ഭാഗ്യം ബൂൺ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ലക്കല്ലേ അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ ഇറ്റ് ഈസ് എൻ അഡീഷണൽ ബൂൺ ടു ഫിസിക്കലി മെന്റലി ചാലഞ്ച് ടു പീപ്പിൾ അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു എന്താണ് അഡീഷണലി ലോകത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ലക്കാണ് വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്ന ലോകം പ്രൊവൈഡ് ചെയ്യുന്ന സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തരം എന്താണ് ലക്കാണ് ലക്കാണ് എന്ത് ഇതേപോലുള്ള ടെക്നോളജി എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ സോ ടെക്നോളജിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഇതുണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം തറവായിരിക്കണം ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ് ടെക്നോളജിയുടെ എന്താണ് പ്രോസ് ആൻഡ് കോൺസ് യു പീപ്പിൾ ഷുഡ് എന്താണ് ലേൺ നിങ്ങൾ അത് എന്ത് ചെയ്യണം പഠിക്കണം മാം ഏതൊക്കെ അപ്രിസിയേഷൻ പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു കേട്ടോ അപ്രിസിയേഷൻ ഏതൊക്കെ പഠിക്കണമെന്ന് ഒന്നിവിടെ നോക്കൂ ആദ്യം ഞാൻ ടെക്നോളജി പറയട്ടെ അങ്ങനെ എന്താണ് ഇമ്പോർട്ടൻറ്റ് തീംസ് ഓഫ് ദ ലെസൺ ദ ടെക്നോളജി ആസ് എ ബൂൺ ടു ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ ബൂൺ ഒരു ബൂണാണ് വെർച്വൽ വേൾഡ് വേഴ്സസ് ആക്ച്വൽ വേൾഡ് എന്താണ് ആക്ച്വൽ വേൾഡ് ആണ് റിയാലിറ്റി അതായത് വെർച്വൽ വേൾഡ് എങ്ങനെയാണ് അതും നമ്മുടെ റിയൽ വേൾഡും തമ്മിൽ എന്ത് ചെയ്യുന്നത് നമ്മളൊരു കമ്പാരിസൺ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു താരതമ്യം നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആക്ച്വൽ വേൾഡിൽ നിന്നും ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വെർച്വൽ വേൾഡിൽ നിന്നും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് സോ ആക്ച്വൽ വേൾഡ് ഇപ്പം നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് നമുക്കും അവർക്ക് എന്ത് ചെയ്യാം കോൺഫിഡൻസ് കൊടുക്കാം നമുക്ക് അവരെന്ത് ചെയ്യാം ഫിസിക്കലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ വെർച്വൽ വേൾഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തതുപോലെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള എന്താണ് ഒരു ഐഡിയാസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അവർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം സ്വന്തം വീട് പെയിൻറ്റ് ചെയ്തുണ്ടാക്കുക കാർ ചെയ്തുണ്ടാക്കുക അങ്ങനെ എന്താണ് അവരതൊക്കെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ വെർച്വൽ വേൾഡിൽ ഇങ്ങനെയുള്ളവരെ എങ്ങനെ സഹായിക്കാം ആക്ച്വൽ വേൾഡിൽ ഇവരുള്ളവരെ എങ്ങനെ സഹായിക്കാം ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു വാട്ട് യു ഗൈസ് ആർ ഡൂയിങ് ദാറ്റ് ഈസ് വാട്ട് ഐ വാസ് തിങ്കിങ് വാട്ട് യു ഗൈസ് ആർ ഡൂയിങ് ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ പാത്തു സൽമ സുലൈമ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുത്തിരിക്കാണ് എന്താ ചെയ്യാം സോ that is over. This is a summary. This is what we learned yesterday. നമ്മൾ ഇന്നലെ പഠിച്ച സമ്മറിയാണ്. Now we are going to discuss എന്താണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the question Greta's character sketch. Okay, ഗ്രെറ്റയുടെ character sketch നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, now see Greta is the main character in the story conceptual fruit.
ആദ്യത്തെ ബിസിനസ് നമ്മൾ ഫസ്റ്റ് ഡയലോഗ് എന്താണ് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത് ഇവിടെ ഗ്രെറ്റ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ടിലെ മെയിൻ എന്താണ് താരം എന്ന് പറയുന്നത് ആരാണ് ഗ്രെറ്റയാണ് അതായിരിക്കും നമ്മുടെ ആദ്യത്തെ പോയിന്റ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവരുത് ഗ്രെറ്റയുടെ ഫാദർ എഴുതി വെക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഗ്രെറ്റ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി എന്താണ് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ് ഇറ്റ് ഈസ് ആരാണ് ഗ്രെറ്റയാണ് മനസ്സിലായോ മനസ്സിലായി ഷീ ഈസ് എ 16-year-old ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഗേൾ ഓ മൈ ഗോഡ് എന്താ പറയുന്നത് ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഷീ ഈസ് എ 16-year-old ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഗേൾ 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ആര് നമ്മുടെ ഗ്രെറ്റ പക്ഷേ ഗ്രെറ്റയ്ക്ക് എന്താണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഒരിക്കലും നമ്മൾ ഡിസേബിൾഡ് എന്ന് എഴുതി വെക്കരുത് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് ഡിസേബിൾഡ് എന്ന് എഴുതി വെക്കരുത് കാരണം ആ ടേം ഇപ്പം എന്താ നമ്മൾ ഉപയോഗിക്കുന്നില്ല ആ ടേം ബാൻഡ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് അതായത് വ്യത്യസ്തമായിട്ട് കഴിവുകൾ ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവുകളില്ലാത്ത കുറവുകളുള്ള കുട്ടി എന്നാണ് ആ ഒരു വാക്ക് എന്ത് ചെയ്തു ഗവൺമെൻറ് തന്നെ ഇപ്പം എന്ത് ഇതിനെ എടുത്ത് മാറ്റിയിട്ടാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള നല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളെന്ന് അവരെന്ത് ചെയ്യുന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഡിസേബിൾഡ് എന്ന് എഴുതി വെക്കരുത് ഓക്കെ അപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഗേൾ ആണ് ആര് നമ്മുടെ ഗ്രെറ്റ ഷീ അറ്റൻഡ്സ് എ സ്പെഷ്യൽ സ്കൂൾ അവൾ എവിടെയാണ് പഠിക്കുന്നത് നോക്കി ഷീ ഈസ് ലേണിംഗ് ഇൻ എന്താണ് ഒരു സ്പെഷ്യൽ സ്കൂൾ അവൾ സ്പെഷ്യൽ സ്കൂളാണ് എന്ത് ചെയ്യുന്നത് അവൾ പഠിക്കുന്നത് ഓക്കെ 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 ഷീ ഈസ് സ്റ്റഡിങ് ഇൻ എ സ്പെഷ്യൽ സ്കൂൾ Yeah, she's studying in a special school. She has blonde hair and blue eyes. നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട് ബ്ലോണ്ട് ഹെയർ പറഞ്ഞത് നല്ല തെളിഞ്ഞ മഞ്ഞ ഇംഗ്ലീഷ് പോലുള്ള ഒരു മുടിയും ആ ഒരു നല്ല ഷൈനിങ് എന്താണ് ബ്ലോണ്ട് ഹെയർസും അതേപോലത്തെ എന്താണ് ബ്ലൂ ഐസ് നീല കണ്ണുകളും അല്ലേ നീല കണ്ണുകളാണ് എന്ത് അവൾക്കുള്ളത് നൗ ഷീ ഹാസ് ദ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് എവറിത്തിങ് ഷീ ഹിയേഴ്സ് ഓക്കെ ഷീ ഹാസ് ദ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് എവറിത്തിങ് ഷീ ഹിയേഴ്സ് എന്താ പറയുന്നത് അവൾ എന്ത് ചെയ്യും അവൾ കേൾക്കുന്ന കാര്യമൊക്കെ അവൾ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അവൾ എന്ത് കാര്യമാണോ പറയുന്നത് ആക്ച്വലി ആ കുട്ടി എന്ത് ചെയ്യും ദാറ്റ് കുട്ടി ഷീ റിപ്പീറ്റ്സ് എന്താണ് വാട്ട് ഷീ ഹിയേഴ്സ് അവൾ കേൾക്കുന്ന കാര്യങ്ങൾ അവൾ എന്ത് ചെയ്യും റിപ്പീറ്റേഷൻ നടത്താറുണ്ട് ഷീ ടൈപ്പ് സ്ലോലി ഓൺ ദ കമ്പ്യൂട്ടർ അതേപോലെ തന്നെ എന്താണ് ഷീ ലൈക്സ് കമ്പ്യൂട്ടർ ഷീ ലൈക്സ് എന്താണ് ടെക്നോളജി സോ ഷീ ഓൾവേസ് ട്രൈസ് ടു ഡു സംതിങ് ഇൻ ദ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക ആ കുട്ടി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നോക്കിയേ ഗ്രെറ്റ എന്താണ് ഷീ ഈസ് എ ട്രൈയിങ് ഗേൾ അവർ എന്താണ് ഒരു എന്താണ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചും കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ആ ഗ്രെറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഷീസ് എന്താണ് വർക്കിംഗ് ഗേൾ ഷീ ലൈക്സ് ടു ഡു സംതിങ് ഒരു ഗോൾ സെറ്റിങ്ങും അച്ചീവ്മെന്റ് വേണം ഒരു നേട്ടം വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് ആര് നമ്മുടെ ഗ്രെറ്റ കുട്ടി ഷീസ് അറ്റാച്ച്ഡ് ടു ഹർ ഫാദർ ഓ മൈ ഗോഡ് പപ്പ മോളാണ് ആര് ഗ്രെറ്റ അല്ലേ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷെ എന്നിരുന്നാലും എന്താണ് ഓക്കെ ആസ് എ മദർ എനിക്ക് എന്നെ പറ്റുന്നതായിരിക്കും ഇഷ്ടം ഓക്കെ ഇവർ ഗ്രെറ്റ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ആക്ച്വലി ഗ്രെറ്റ എന്താണ് ഷീസ് എ പപ്പ ഗേൾ പപ്പ കുട്ടിയാണോ down okay down next നോക്കിയേ നിങ്ങൾ her father makes attempts to please her engaging നോക്ക father അച്ഛൻ her father okay father makes attempts to please her engaging her in the cyberspace actually her father എന്താണ് ഇവളെ എന്തിലട്ടെ എൻഗേജ് ചെയ്യാൻ നോക്കാറുണ്ട് സൈബർ സ്പേസിൽ എന്ത് ചെയ്യും ഇതേപോലുള്ള വെബ്സൈറ്റ് കാര്യങ്ങൾ അല്ലേ ടെക്നോളജിയിലേക്ക് ആ ഒരു സാങ്കേതിക മേഖലയിലേക്ക് എന്ത് ചെയ്യും ശ്രദ്ധ കൊണ്ടുവരും സാമ്പത്തികമെല്ലാം ഓക്കെ നോട്ട് മണി സാങ്കേതിക ടെക്നോളജി സോ പ്ലീസ് എൻഗേജിങ് ഹർ ഇൻ ദ സൈബർ സ്പേസിലേക്ക് എന്ത് ചെയ്യും കൊണ്ടുവരാൻ നോക്കാറുണ്ട് her father teaches her how to create home on the internet അദ്ദേഹമാണ് അവൾ എന്ത് പഠിപ്പിച്ചത് ആക്ച്വലി her father teaches her how to create home on the internet എങ്ങനെയാണ് ഇന്റർനെറ്റിൽ എന്തുണ്ടാക്കുക ആക്ച്വലി എങ്ങനെയാണ് ഇന്റർനെറ്റിൽ വീടുകൾ ഉണ്ടാക്കാം വെബ്സൈറ്റിൽ എങ്ങനെയാണ് നമുക്കൊരു സ്ട്രീറ്റ് ഉണ്ടാക്കാം നമ്മുടെ പേരിൽ ഒരു വീട് ഉണ്ടാക്കാം ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കാം ഇതൊക്കെ എന്താ ചെയ്തത് ആക്ച്വലി അദ്ദേഹമാണ് അവളെ പഠിപ്പിച്ചത് ബട്ട് ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദ ലിമിറ്റേഷൻസ് ഓഫ് സൈബർ സ്പേസ് പക്ഷെ ആക്ച്വലി ഗ്രെറ്റ എന്താണ് എന്നെ പോലെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഓക്കെ ഗ്രെറ്റ എന്തല്ല തിങ്ക് ചെയ്യാത്ത കുട്ടിയല്ല ആക്ച്വലി ഇവിടെ വളരെ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്
കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. ഷീസ് ഡിസപ്പോയിൻറ്റഡ്, സോറി, ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദ ലിമിറ്റേഷൻസ് ഓഫ് സൈബർ സ്പേസ്. ഓക്കെ, ഈവൻ ദോ ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സൈബർ സ്പേസ്. ആ കുട്ടിക്ക് ടെക്നോളജിയും സൈബർ സ്പേസും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കൂടി കുട്ടി തലയുള്ള കുട്ടിയാണ്, ബുദ്ധിയുണ്ട്, ബുദ്ധി. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഗ്രെറ്റ നോസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈബർ സ്പേസ് ആൻഡ് എന്താണ് സൈബർ സ്പേസും അതേപോലെ യഥാർത്ഥ ലോകവും തമ്മിലുള്ള വ്യത്യാസം ആ കുട്ടിക്കാരം. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രെറ്റയുടെ ക്രെറ്റ കിട്ടുന്നത് ഗ്രെറ്റയുടെ ഒരു IQ ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാ നമ്മളതിൽ പറയുന്നുണ്ട് 16 വയസ്സുണ്ടെങ്കിൽ കൂടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ IQ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി ഷീസ് എന്താണ് സ്മാർട്ടാണ്. ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റീസ്, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള കുട്ടിയാണ് ആര്, നമ്മുടെ ക്രെറ്റയല്ല ഗ്രെറ്റ. ഓക്കെ അല്ലേ കുട്ടാ? പവർഫുൾ. ഞാനൊരു പൊട്ടിയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ കുട്ടാ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക. ഷീസ് ഡിസപ്പോയിൻറ്റഡ് ആസ് ഷീ കുഡ്ന്റ് ഗെറ്റ് റിയൽ ഫ്രൂട്ട്സ് ഓൺ സൈബർ സ്പേസ്. ഓ മൈ ഗോഡ്, സൈബർ സ്പേസിൽ പോയിട്ട് എന്താണ് ശരിക്കുള്ള ഫ്രൂട്ട്സ് കിട്ടാഞ്ഞപ്പോൾ നമ്മുടെ ഗ്രെറ്റയ്ക്ക് എന്ത് വിഷമമായി, വളരെ വിഷമമായില്ലേ? അപ്പോൾ നോക്കൂ, ഗ്രെറ്റയ്ക്ക് എന്ത് വേണമായിരുന്നു, എന്താണ് ശരിക്കുള്ള എന്താണ് ഫ്രൂട്ട്സുകൾ വേണമായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ, നല്ല ഫ്രഷ് മാംഗോ, ദെൻ എന്താണ് നല്ല ജാക്ക് ഫ്രൂട്ട്, ദെൻ വാട്ട് എൽസ് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്താണ്, നല്ല ഉറുമാമ്പഴം. ആൻഡ് ഇതിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ത് വേണം, ഷീ വാണ്ടഡ് ടു ഗെറ്റ് ദ ഫ്രഷ് ഫ്രൂട്ട്സ്. അപ്പോൾ ആ ഒരു സമയത്ത് ഷീ റിയലൈസ് she was understanding the difference between the actual world and the cyberspace. Okay, virtual world in ആ ഒരു എന്താണ് ലിമിറ്റേഷൻസും ആക്ച്വൽ വേൾഡിൻ്റെ ലിമിറ്റേഷൻസും ഷി വാസ് റിയലൈസിങ്. അറ്റ് ദ സെയിം ടൈം ആ കുട്ടിക്ക് അറിയാം ഇതേപോലെ ടെക്നോളജിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സഹായങ്ങളും ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ മക്കൾസ്? ക്ലിയർ ആണോ കുട്ടികളെ? ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ നിങ്ങൾ. ഗ്രെറ്റ ഈസ് ബ്ലെസ്ഡ് ടു ഹാവ് എ ലവിങ് ആൻഡ് കെയറിങ് ഫാദർ. ഓ മൈ ഗോഡ്, എന്താണ് ഗ്രെറ്റ ഈസ് എന്താണ് ബ്ലെസ്ഡ് അല്ലേ? ആ കുട്ടി എന്താണ് വളരെ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, ഗ്രെറ്റ ഈസ് ബ്ലെസ്ഡ് ടു ഹാവ് എ ലവിങ് ആൻഡ് കെയറിങ് ഫാദർ. ഷീ വാസ് വെരി ലക്കി ടു ഹാവ് എ ഫാദർ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത്രയും അവളെ കെയർ ചെയ്യുന്ന, ഇത്രയും അവളെ ശ്രദ്ധിക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന, ഇത്രയും ആ കുട്ടിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുന്ന, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ലവിങ് ആയിട്ടുള്ള, കെയറിങ് ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് പറഞ്ഞു അച്ഛൻ്റെ. ഫ്ലെക്സിബിൾ, ലവിങ്, കെയറിങ്, സ്മാർട്ട്, ഡെഡിക്കേറ്റഡ്, ഹാർഡ് വർക്കിംഗ്, ഇന്നോവേറ്റീവ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. സോ ആക്ച്വലി എന്താണ് Greta was blessed to have a loving and caring father. മക്കളെ ഗ്രെറ്റയുടെ ക്യാരക്ടർ സ്കെച്ച് മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെ തന്നെ കണ്ടാൽ അറിയാം ഇതാരാണ്, അച്ഛനാണ് പോലും, അച്ഛൻ അല്ലേ? യെസ്, അച്ഛൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കിയടാ ഇവിടെ. എങ്ങനെ നമ്മളിവിടെ പഠിക്കാൻ നോക്കിയ എല്ലാവരും ശ്രദ്ധിച്ചേ. ബിരിയാണി, മോർണിംഗ് ബൂസ്റ്റ് ഡിസ്കോസസ് മതി. മോർണിംഗ് ബോട്ട് ഡിസ്കോസസ് അല്ലാണ്ട് പിന്നെ എന്ത് തരും, ഹോർലിക്സ് തരുമോ? നോക്കൂ അടുത്തത്. ഇവിടെ നോക്കൂ. പിന്നെ ഇതൊന്നും പഠിക്കാതെ പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പഴയ മിസ് ഈ പരീക്ഷ ടഫായി പോയി അങ്ങനെ പറയരുത്. നോക്കടാ, നെക്സ്റ്റ് we are going to discuss about Greta's father. Okay, ഫാദറെ കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Greta's father is one of the main characters in the story. നമ്മൾ നേരത്തെ ഗ്രെറ്റയുടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി we learned or we discussed എന്താ ഡിസ്കസ് ചെയ്തത്, ആക്ച്വലി നമ്മൾ ഗ്രെറ്റയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രെറ്റയെ നമ്മൾ സെൻട്രൽ ക്യാരക്ടർ എന്നാ പറഞ്ഞത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നാ പറഞ്ഞത്. വൺ ഓഫ് ദാണ് ഇവിടെ പറയുന്നത്, വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി, അല്ലെങ്കിൽ ഓഫ് ദ സ്റ്റോറി, ഇൻ ദ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ട്. കൺസെപ്ച്വൽ ഫ്രൂട്ടിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒരു കഥാപാത്രമാണ് ഗ്രെറ്റയുടെ അച്ഛൻ. ഹീസ് ലവിങ് ഫാദർ, ഹീസ് എ ലവിങ് ഫാദർ, വളരെ സ്നേഹനിധിയായ അച്ഛൻ അല്ലേ? അച്ഛനായിരുന്നുവെങ്കിൽ അങ്ങനെയല്ലല്ലോ പാട്ട്, വേറെന്തോ അല്ലേ? സോറി. ഓക്കെ, നോക്കിവിടെ. ഹു ഫൈൻഡ്സ് ഇനഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ഗ്രെറ്റ, ഹർ ഡിഫറെൻ്റ്ലി ഏബിൾ ചൈൽഡ് ഈസ് ഗുഡ് അറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, he's a loving father who finds enough time to spend with Greta. Her differently able child is good at computer. എന്താ ആക്ച്വലി ഇവിടെ പറയുന്നത്?
അതേപോലെ നമ്മൾ പറഞ്ഞു he wasn't a very loving father. നമ്മൾ ഡിസ്കസ് ചെയ്തു who finds enough time to spend with Greta. എന്ന ഗ്രറ്റയുടെ കൂടെ എന്താണ് അച്ഛൻ എന്തുണ്ട് ആക്ച്വലി അവളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എന്താണ് വളരെ ഇഷ്ടമാണല്ലേ ഗ്രറ്റയുടെ ഫാദറിന്. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ her differently able child. he is good at computer. Greta's father was എന്താണ് very interested in എന്തിലാണ് അദ്ദേഹത്തിന് എന്താണ് കമ്പ്യൂട്ടറിലും ടെക്നോളജിയിലും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഗ്രറ്റയുടെ ഫാദർ എന്താണ് ഫസ്റ്റ് he was interested in the technology. so he teaches. അപ്പോൾ അതിൽ അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെയാണ് ടെക്നോളജി ഗ്രറ്റയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാം. സോ ഹി ടീച്ചേഴ്സ് ഹർ വേർഡ് ആൻഡ് ഇമേജ് ഓൺ കമ്പ്യൂട്ടർ. അപ്പോൾ എങ്ങനെയാണ് വേർഡ് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഇമേജ് വെക്കുക, എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ എന്താണ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക, ഇമേജ് വെക്കുക, പിക്ചർ കൊടുക്കുക, അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ വേർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ഗ്രറ്റയുടെ അച്ഛനാണ് എന്ത് ചെയ്തത് പഠിപ്പിക്കുന്നത്. ഹി മേക്സ് അറ്റംപ്റ്റ്സ് ടു പ്ലീസ് ഗ്രറ്റ എൻഗേജിങ് ഹർ ഇൻ ദ സൈബർ സ്പേസ്. ഹി മേക്സ് അറ്റംപ്റ്റ്സ് ടു പ്ലീസ് ഗ്രറ്റ എൻഗേജിങ് ഹർ ഇൻ ദ സൈബർ സ്പേസ്. ഓക്കെ, എന്താ പറയുന്നത് he makes attempts to please Greta engaging her in the cyberspace. ആക്ച്വലി അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് ഗ്രറ്റയെ സൈബർ സ്പേസിൽ എന്ത് ചെയ്യുന്നത് എൻഗേജ്ഡ് ആക്കുന്നത് അല്ലേ. സൈബർ സ്പേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും അതിൽ ഓപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും അതിൽ നല്ല നല്ല വശങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും അതിൽ ഗ്രറ്റയ്ക്ക് എത്രത്തോളം അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഇതൊക്കെ ആരാണ് ആക്ച്വലി ഗ്രറ്റയുടെ അച്ഛനാണ്. ഹി ടീച്ചേഴ്സ് ഹൗ ടു ക്രിയേറ്റ് ഹോം ഓൺ ദ ഇന്റർനെറ്റ്. എന്താണ് ഹി ടീച്ചേഴ്സ് ഹൗ ടു ക്രിയേറ്റ് ഹോം ഓൺ ദ ഇന്റർനെറ്റ്. എങ്ങനെയാണ് ഇന്റർനെറ്റിൽ വീട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹി ഷോസ് മച്ച് പേഷ്യൻസ് ഇൻ ഡീലിംഗ് വിത്ത് ദ ചൈൽഡ്. ഓക്കെ, എന്താണ് ആ കുട്ടിനെ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ക്ഷമ ആർക്കുണ്ട് ഗ്രറ്റയുടെ അച്ഛൻക്കുണ്ട്. ഓക്കെ, ഹി ഈസ് ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഹിസ് ഡോട്ടർ. അതേപോലത്തെ അദ്ദേഹം എന്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ട്. കാരണം ഗ്രറ്റ വാസ് എന്താണ് ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഈ പേര് ഗ്രറ്റ എനിക്ക് വേറെ ഗ്രറ്റ വരും. നോക്കൂ, ഗ്രറ്റയുടെ അച്ഛൻ എന്തുണ്ട്, ഞാനിങ്ങനെ മോളെന്ന് പറയുന്നുള്ളൂ, മോളെ കാര്യത്തിൽ എന്തുണ്ട് ടെൻഷനുണ്ട്, വിഷമമുണ്ട്. എല്ലാ അച്ഛനമ്മമാർക്കും നല്ല വിഷമമുണ്ട് അവൻ്റെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവൂലേ, ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊന്ന് കാര്യം പിന്നെ എന്തെങ്കിലും പേടിക്കണം, നിങ്ങളൊക്കെ വളരെ പൊളിയാണ് എന്നുള്ളത് നിങ്ങളുടെ പാരൻസ് നല്ലോണം അറിയാം. ഇവിടെ നോക്കിയാൽ ഹി ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഹിസ് ഡോട്ടർ. എന്താ പറയുന്നത് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ മോളെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് നല്ല എന്തുണ്ടായിരുന്നു ആങ്ഷ്യസ് ടെൻഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര എന്തുണ്ടാവും ആങ്ഷ്യസ് ആയിരുന്നു. ഹി വാസ് ആങ്ഷ്യസ് അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഹോപ്പ്ഫുൾ ദാറ്റ് ഷി മേ ഗെറ്റ് എ വേർഡ് പ്രോസസ്സിംഗ് ജോബ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഈ കുട്ടീനെ വേർഡ് ഉപയോഗിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട് അച്ഛൻ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ at the same time എന്താ പറയുക he is hopeful that she may get a word processing job in future. ആ കുട്ടിക്ക് എന്ത് കിട്ടും, ഒരു വേർഡ് പ്രോസസ്സിംഗ് ജോബാണ് എന്ത് കിട്ടാം ആ കുട്ടിക്ക് ഫ്യൂച്ചറിലേക്ക് കിട്ടാം, ഭാവിയിലേക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ അച്ഛൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഹി ഈസ് എ ലവിങ് ആൻഡ് കെയറിങ് ഫാദർ. ആഫ്റ്റർ ഓൾ എന്താണ് ഹി ഈസ് എ ലവിങ് ആൻഡ് കെയറിങ് ഫാദർ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്യാരക്ടർ സ്കെച്ചാണ് എന്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അച്ഛനാണ് പോലും അച്ഛൻ, ദിസ് ഈസ് ദ സെക്കൻഡ് വൺ, ആൻഡ് എന്താണ് ഗ്രറ്റ ഫസ്റ്റ്. ക്ലിയർ ആണോ? ഈ രണ്ട് ക്യാരക്ടർ സ്കെച്ച് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് പഠിക്കാതെ പോകരുത്. മിസ്സിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ നെക്സ്റ്റ് ഐ ജസ്റ്റ് എന്താണ് ഈ ഒരു ചാപ്റ്റർ ചോദിച്ചിട്ട് ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഐ ജസ്റ്റ് എന്താണ് ടുക്ക്. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം റിപ്പോർട്ട് സ്പീച്ച് ഗ്രാമർ പാർട്ടിൽ നിങ്ങൾ എന്താണ് ഇത് എന്തായാലും നിങ്ങൾ ചെയ്യും അല്ലേ. അപ്പോൾ എന്നിരുന്നാലും എന്താണ് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വി ക്യാൻ ഡിസ്കസ്. ഓക്കെ, റിപ്പോർട്ട് ദ ഫോളോവിങ് കൺവേഴ്സേഷൻസ്. നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കുക നിങ്ങൾ report the following conversation between Greta and her father, changing it into indirect speech. Okay, indirect speech നോക്കാനാണ്. ഇവിടെ നോക്കിയേ, യു വാണ്ട് സംതിങ് ഓഫ് യുവർ ഓൺ ഫാദർ. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്തുണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പം നമുക്കറിയാം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് റിപ്പോർട്ട് സ്പീച്ചിൽ എന്തുണ്ട് നിയമമുണ്ട് അല്ലേ. അപ്പം നോക്കിയേ, യു വാണ്ട് സംതിങ് ഓഫ് യുവർ ഓൺ, നിനക്ക് നിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും വേണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താ അച്ഛൻ അവിടെ ചോദിക്കുന്നത്. Greta റിപ്ലൈ എന്താണ് ഐ വാണ്ട് പീച്ചസ്. പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. പിയേഴ്സ് ആൻഡ് ആർട്ടിച്ചോക്സ് ഐ വാണ്ട് എന്നാണ് പറയുന്നത്. പ്രസന്റ് ടെൻസിലാണ് എന്ത് നടക്കുന്നത് ഇവിടെ സംഭവം നടക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഫാദർ അഗെയിൻ ഹീസ് ആസ്കിങ് ഡു യു വാണ്ട് ദം ഇൻ എ ഹൗസ് വിത്ത് ബൗൾസ് ഇൻ ദ കിച്ചൺ. ഓക്കെ,
ആക്ച്വലി ഇവിടെ എന്താ ചോദിക്കുന്നത്? ഡു യു വാണ്ട് ദം ഇൻ എ ഹൗസ് വിത്ത് ബൗൾസ് ഇൻ ദ കിച്ചൺ? ഡു യു വാണ്ട് ദം ഇൻ എ ഹൗസ്? എന്താ ചോദിക്കുന്നത്? നമുക്കറിയാം ഓരോ ബൗളിലും എന്താണ് ഓരോ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് കിച്ചണിൽ വേണോ എന്നുള്ള ക്വസ്റ്റ്യൻ അഗെയിൻ എന്താണ് ചോദ്യം തന്നെ ചോദിക്കുന്നത്. പ്രസന്റ് ടെൻസിനാണ് ഇവിടെ നടക്കുന്നത്. യെസ് ബട്ട് വൈ ആർ യു റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ? യെസ്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കുന്നത് എന്നുള്ള വീണ്ടും എന്താണ് ചോദ്യം തന്നെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? റിപ്പോർട്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നമ്മൾ എന്ത് എഴുതും? ഫാദർ ആസ്ക്ഡ് ഗ്രേറ്റ. ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നമുക്കറിയാം റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കും? ഇഫും വെതറും നമ്മൾ നോക്കും അല്ലേ? ഇഫും വെതറും എന്ത് ചെയ്യും? നമ്മൾ നോക്കും. ഓക്കെ, ഇഫും വെതറും നമ്മൾ ശ്രദ്ധിക്കും. ഷീ വാണ്ടഡ് എനിത്തിങ് ഓഫ് ഹർ ഓൺ. എന്ത് വേണം? ഷീ വാണ്ടഡ് എനിത്തിങ് ഓഫ് ഹർ ഓൺ. നോക്ക്, ഗ്രേറ്റ നോക്ക്, യു വാണ്ട് പ്രസന്റ് ടെൻസ് ആണ്. ഇത് ആരും ഇത്ര കട്ടിമശേക്കിച്ച് പ്രസന്റ് ടെൻസ് ആണേ. നോക്ക്, ഇഫും വെതറും നമ്മൾ ചോദിച്ചു. കാരണം ഇവിടെ ചോദ്യമായതുകൊണ്ട് ഒന്നെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെതർ നമ്മൾ ചോദിക്കണം. പ്രസന്റ് ടെൻസിനെ നമ്മൾ എന്താക്കണം? നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ വാണ്ട് എന്നുള്ളത് എന്തായി? വാണ്ടഡ് ആയി. യു എന്നുള്ളത് ഞാൻ, നിനക്ക് എന്നുള്ളത് എന്തായി? അവൾക്ക് എന്നായി. ഷീ നോക്കിയേ, ഷീ എന്നായി. എനിത്തിങ് ഓഫ് യുവർ ഓൺ, നിനക്ക് എന്നുള്ളത് എന്തായി? അവളുടെ, അവൾക്ക്, ഹെർ, അവൾ അല്ലേ? എന്താണ് ഷീ? അവൾ, അവളുടെ അല്ലെങ്കിൽ അവൾക്ക് എന്നുള്ള അർത്ഥത്തിലായി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ചോദ്യമാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും കൂട്ടുകാരെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെതർ അവിടെ കൊടുക്കും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുന്നു. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് ആക്കുന്നു. ശരിയല്ലേ? അടുത്ത് നോക്കിയേ, ഐ വാണ്ട് പീച്ചേഴ്സ്. ഇവിടെ പ്രസന്റ് ടെൻസിൽ പറഞ്ഞു. മറുപടിയാണ് നമ്മൾ എന്താ പറഞ്ഞത്? ഗ്രേറ്റ റിപ്ലൈഡ് ദാറ്റ് കൊടുക്കും. ഷീ വാണ്ടഡ്. ഐ എന്നുള്ളത് എന്തായി? നോക്കിയേ, ഷീ ആയി. വാണ്ട് എന്നുള്ളത് വാണ്ടഡ് ആയി. പീച്ചസ് ആൻഡ് ആർട്ടിച്ചോക്സ്. അഗെയിൻ ഫാദർ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇഫ് ഷീ വാണ്ടഡ് ദം. വീണ്ടും എന്താണ്? വാണ്ട് ആയി. ഇൻ എ ഹൗസ് വിത്ത് ബൗൾസ് ഇൻ ദ കിച്ചൺ. അങ്ങനെ ഗ്രേറ്റ റിപ്ലൈ. ഷീ റിപ്ലൈഡ് ഇൻ അഫർമേറ്റീവ് പോസിറ്റീവ്ലി ആൻഡ് ആസ്ക്ഡ് ഹർ ഫാദർ വൈ ഹി. നോക്കിയേ, അവൾ ചോദിച്ചു അവളുടെ അച്ഛനോട് വൈ ഹി വാസ് റൈറ്റിംഗ്. ഇവിടെ നോക്ക്, പ്രസന്റ് ടെൻസ് എന്തായി? ആർ യു റൈറ്റിംഗ് എന്തായി? വാസ് റൈറ്റിംഗ് ആയി. ഓക്കെ, വൈ ഹി വാസ് റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ. എന്തിനാണ് അച്ഛൻ അതൊക്കെ എഴുതിയെടുക്കുന്നുള്ളത് അവൾ ചോദിച്ചു. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത് നോക്കിയേ, നിങ്ങൾ എന്താ അവിടെ നോക്കുന്നത്? യുവർ ക്ലാസ്. അത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാണാൻ ലുക്ക് ഇല്ലെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നെ പോലെ കാണാൻ അത്ര ലുക്ക് ഇല്ലെങ്കിൽ നല്ല വിവരമാണ് എനിക്ക്. ഓക്കെ, സെലിൻകുമാർ പറഞ്ഞ പോലെ ശ്രദ്ധിക്കും മക്കൾ, നല്ല ശ്രദ്ധിച്ചേ. ഇവിടെ യുവർ ക്ലാസ് ഈസ് ഓർഗനൈസിങ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ടെക്നോളജി ഈസ് എ മസ്റ്റ് ഇൻ യുവർ ടുഡേസ് ക്ലാസ് റൂം. നിങ്ങൾ ക്ലാസ്സിൽ ഡിബേറ്റ് കോമ്പറ്റീഷൻ നടക്കാനും ആ ഡിബേറ്റ് കോമ്പറ്റീഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, വിഷയം ആക്ച്വലി എന്ന് പറയുന്നത് എന്താണ്? ടെക്നോളജി ഈസ് എ മസ്റ്റ് ഇൻ ടുഡേസ് ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ് റൂമിൽ എന്താണ്? ടെക്നോളജി ഈസ് മസ്റ്റ് ആണ്. Okay, okay. Those who spoke opposing the topic presented the following points. Those who spoke opposing the topic presented the following points. എന്താണ് ഓപ്പോസിംഗ് ഉണ്ടാവും, സപ്പോർട്ടിംഗ് ഉണ്ടാവും. ദോസ് ഹു സ്പോക്ക് ഓപ്പോസിംഗ് ദ ടോപ്പിക് പ്രസന്റഡ് ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ്. ഓപ്പോസ് ചെയ്തവരാണ് എന്ത് പറഞ്ഞത്? അതായത് ടെക്നോളജീനെക്കാളും ഏറ്റവും നല്ല അധ്യാപകർ ഞങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണ് എന്ന് ആര് പറഞ്ഞു? ഇവർ പറഞ്ഞു. നോക്ക്, ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻസ് വെൽ. ഞങ്ങളെപ്പോലെ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നു? ദേ ആർ എക്സ്പ്ലെയിനിങ് വെൽ. അവർ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫ്രീക്വന്റ് ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ഡിസ്റ്റർബ് ക്ലാസ് റൂം ഡിസിപ്ലിൻ. കറണ്ട് പോകുന്ന സ്ഥലമായിരിക്കും. കറണ്ട് കട്ട് എന്താണ്? കറണ്ട് കട്ടുള്ളത് കൊണ്ടും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഷോർട്ടേജ്, വൈദ്യുതി ക്ഷാമങ്ങൾ കൊണ്ടും ക്ലാസ് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നേരെ ക്ലാസ്സിന് മുന്നിൽ വന്ന് കുട്ടികളുടെ ടീച്ചർ പഠിപ്പിക്കുന്നതാണ് എന്താ ഏറ്റവും നല്ലതെന്ന് പറയുന്നു. ഇൻഫർമേഷൻ ഓൺ ദ ഇന്റർനെറ്റ് ഈസ് നോട്ട് ഓൾവേസ് റിലയബിൾ. എന്താവണമെന്നില്ല, എപ്പോഴും ഇന്റർനെറ്റിലുള്ള സംഗതി എന്താ റിലയബിൾ ആവണമെന്നില്ല. നോക്ക്, ഫാന്റസി ആൻഡ് ക്രിയേറ്റിവിറ്റി ആർ ലിമിറ്റഡ് ഇൻ സച്ച് ക്ലാസ്സസ്. ഫാന്റസി ആൻഡ് ക്രിയേറ്റിവിറ്റി എന്താണ്? ലിമിറ്റഡ് ഇൻ സച്ച് ക്ലാസ്സസ് അല്ലേ? ഫാന്റസി ആൻഡ് ക്രിയേറ്റിവിറ്റി ആ ലിമിറ്റഡ്. അതായത് എന്താണ്? ഫാൻറ്റസി ലൈവ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാണ്? അത് നമ്മൾ ഡിപ്പെൻഡൻസി അല്ല. അതായത് എന്തായിരിക്കും ആ സമയത്ത് ക്രിയേറ്റിവിറ്റിയും അതേപോലെ ഫാൻറ്റസി എന്താണ്? നമുക്ക് ലൈവായിട്ട് എന്ത് ചെയ്യും? കുട്ടികളുടെ കഴിവ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നു. നമുക്ക് ഡിസ്കഷൻ മോൾ കാര്യങ്ങൾ ഒരുപാട് എന്തുണ്ടാകും? അത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വിഘടിച്ച് പോകാം. ഇഫ് ടീച്ചർ ഗിവ്സ് എ ടോപ്പിക്, ഇഫ് ടീച്ചർ ഗിവ്സ് എ ഹിന്റ്, ഒരു ഹിന്റ് ഒരു ടീച്ചർ തരാണെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യും? അതിങ്ങനെ എന്ത് ചെയ്യും?
ഡിഫറെൻറ്റ് ആയിട്ട് പോകില്ലേ, അതാണ് സംഭവം. നോക്കിയാൽ അടുത്തത് എക്സ്പെൻസീവ് ആണ്. നോക്കൂ, എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. ടെക്നോളജി ഉപയോഗിച്ച് കാണുന്നത് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് ടീച്ചിങ് നടത്തുന്നത് വളരെ എക്സ്പെൻസീവ് എന്നാണ് പറയുന്നത്. ഡിഫിക്കൽട്ട് ടു കീപ്പ് അപ്പ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. ഓക്കെ, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി കീപ്പ് ചെയ്യുന്നത് എന്താണ് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ആക്ച്വലി ഞാനിത് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ പോയിന്റ്, ബിക്കോസ് എന്താണ് നമ്മൾ ടെക്നോളജി ബേസ്ഡാണ് ക്ലാസ് എടുക്കുന്നത്. അതും വല്ല എക്സ്പെൻസീവ് അല്ലേ, നമ്മുടെ ഫീസ് വളരെ കുറവില്ലേ, ഇത് ഫ്രീ ക്ലാസ് അല്ലേ. ആക്ച്വലി ദിസ് ഇസ് എന്താണ് നോട്ട് എ ഗുഡ് പോയിന്റ് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ അത് ആലോചിച്ചിട്ടാണ് എൻ്റെ മനസ്സിൽ ചിരി വന്നത്. ഓക്കെ, ഡിസ്ട്രാക്ട് സ്റ്റുഡൻസ് ഫ്രം സ്റ്റഡീസ്, യെസ് വെരി ഗുഡ്. ഓക്കെ, ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ എന്ത് ചെയ്യും, പഠനത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ എന്ത് ചെയ്യും, അങ്ങ് തിരുത്തും. ഓക്കെ, ഈ മക്കൾ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് എന്നല്ലൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫുൾ ടൈം എന്ത് ചെയ്യും, അവർ മൈൻഡ് മാറിപ്പോവും, അവർ ടെക്നോളജിയിലേക്ക് എന്ത് ചെയ്യും, പഠിത്തത്തിൽ നിന്നും അവർ ശ്രദ്ധ മാറുമെന്ന് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. എന്ത് ചെയ്യരുത്, പഠിക്കാതെ പോകരുത്. ഓക്കെ 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 നോക്കടാ എല്ലാവരും നോക്കിയേ, അടുത്തത് നോക്കിയേ. സ്റ്റുഡൻസ് ക്യാൻ ലേൺ ഇൻ ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് വേസ് ആൻഡ് മേക്ക് ലേണിംഗ് മോർ ഫൺ. ഇനി നമ്മൾ എന്താ ഇവിടെ പറയുന്നത്, ഇതിനെ ഒപ്പോസ് ചെയ്തതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫേവറിങ് ആണ്. എന്താണ് സപ്പോർട്ട്, നമ്മൾ എന്ത് ചെയ്യണം ഇനി ഓൺലൈൻ അല്ലെങ്കിൽ ടെക്നോളജി എന്താണ്, ഓൺലൈൻ അല്ല, നമ്മൾ ടെക്നോളജിക്കൽസ് എന്താണ് സ്റ്റഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ ടെക്നോളജി ക്ലാസ് റൂമിൽ നിർബന്ധമാണ്. അതിൻ്റെ നല്ല വശങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നോക്കിയേ, സ്റ്റുഡൻസ് ക്യാൻ ലേൺ ഇൻ ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് വേസ് ആൻഡ് മേക്ക് ലേണിംഗ് മോർ ഫൺ. കുട്ടികൾക്ക് പുതിയതായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. വളരെ രസകരമായി സന്തോഷമായി നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പാട്ട് പാടിയും നിങ്ങളിങ്ങനെ കൊഞ്ചിച്ച്, നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ഇങ്ങനെ മക്കളെ ഇത്രയും വിളിക്കോ, നമ്മൾ വിളിക്കുന്ന അത്ര മക്കളെ നിങ്ങളെ വീട്ടിൽ നിന്ന് പോലും ശരിക്കും വിളിക്കുന്നുണ്ടാവൂല. അപ്പൊ നമ്മളെ മാതിരി ഇങ്ങനെ കൊഞ്ചിച്ചും തലോടിയും താലോലിച്ചും സ്നേഹിച്ചും എന്താണ് തമാശകൾ പറഞ്ഞ് പാട്ട് പാടി ഉറക്കിയൊക്കെ നിങ്ങൾ ആര് പഠിപ്പിക്കൂല. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്, വെരി ഫൺ ആയിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. അടുത്ത് നോക്കിയേ, ലേണിംഗ് മോർ എൻഗേജിങ്. ഓ മൈ ഗോഡ്, ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, കൂടുതൽ എന്ത് ചെയ്യും, നമ്മളെ പഠനത്തിലേക്ക് ഉൾക്കൊള്ളിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാൻ മേക്ക് മോർ ആക്സസിബിൾ, പെട്ടെന്ന് എന്താണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കിട്ടാൻ പറ്റും. സേസ് ടൈം എന്താണ് കൺസ്യൂമിങ് ആണ്, സമയം എന്ത് ചെയ്യും, നമ്മളുടെ സമയം നമുക്ക് ലാഭിക്കാം. ടെക്നോളജിക്കലുള്ള ഒതൻറ്റിക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺസ് അപ്പ് ഫോർ ന്യൂ പോസിബിലിറ്റീസ് ഫോർ സ്റ്റുഡൻറ് കൊളാബറേഷൻ. കുട്ടികളെ എന്ത് ചെയ്യുന്നു, കൊളാബറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ കേരളത്തിൻ്റെ അങ്ങെന്നും ഇങ്ങെന്നും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥലത്തും മക്കൾ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ലേ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്താ കൊളാബറേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ അല്ലേ. നോക്കിയാ അടുത്തത്. ഓക്കെ അല്ലടാ. ഓക്കെ അല്ലേ മക്കളെ. അഭിരാം എനിക്കൊരു ഹെൽപ്പ് ചെയ്യണോ, ഈ നമ്പറില്ലേ, ഈ നമ്പർ പ്രിറ്റി മിസ്സിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, ഈ നമ്പറിലാണ് കാറിന് വിളിച്ചത്, അവരടുത്ത് വണ്ടി എടുക്കാൻ വരാമെന്ന് പറയും, വണ്ടി നിർത്തി വരുമെന്ന് ചോദിക്കുക. എങ്ങനെയെങ്കിലും ഞാൻ ലൈവിലാണ്, പ്രിറ്റിമിക്ക് ആ നമ്പർ കൊടുത്താൽ മതി, ഷി വിൽ കോൾ. ഓക്കെ അല്ലേ. അപ്പൊ നോക്കി, നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ, ഇത് നിങ്ങൾ മറക്കൂലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ മാത്രം ബെനിഫിറ്റ് ആലോചിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് ബെനിഫിറ്റ് ചെയ്താൽ ഇറ്റ് ഡെവലപ്സ് സ്റ്റുഡൻസ് ടെക്നോളജിക്കൽ ലിറ്ററസി സ്കിൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ടെക്നോളജി ഉപയോഗിക്കാനുള്ള കഴിവ്. ടെക്നോളജി ലിറ്ററസി സ്കിൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള. ഇപ്പം നിങ്ങളുടെ എന്താണ് കൊളാബറേഷൻ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നാണ് എനിക്കും തോന്നുന്നത്. റബ്ബേ, എന്താണോ ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കി. സ്റ്റുഡൻസ് ടെക്നോളജിക്കൽ ലിറ്ററസി സ്കിൽ. ടെക്നോളജി എന്താണ്, ലിറ്ററസി സ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, കുട്ടികൾ പഠിക്കുന്നു. കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കും, ഒരു സ്മാർട്ട് റൂം അവരെങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കും, സ്മാർട്ട് ക്ലാസ് എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ അടുത്ത് പെട്ടെന്ന് പറയാൻ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ എന്താണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ടൈം വേണം, ഐ ജസ്റ്റ് വാണ്ട് ടു ചെക്ക്. ഓക്കെ, ബിക്കോസ് ഐ എം നോട്ട് യൂസിങ് ദറ്റ് ഫ്രീക്വൻ്റ്ലി, നമ്മളത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ടെക്നോളജിയിലെ ലിറ്ററസി സ്കില്ല് കൂടും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ റീഡിങ് ദ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ട് യു ബിക്കേം മോർ സെൻസിറ്റീവ് ടു ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഓക്കെ, കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന പാഠം നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ സ്പെഷ്യലി എന്താണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കാര്യത്തിൽ അവരുടെ ആവശ്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ്. ഓക്കെ, യു ഓൾസോ ബിക്കം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ,
ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളവിടെ പഠിക്കുകയാണ്. എക്സ്പ്രസ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് സ്റ്റഡിങ് ഇൻ അബ്രോഡ് ത്രൂ എൻ ഇമെയിൽ. നോക്കുക, എക്സ്പ്രസ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് സ്റ്റഡിങ് ഇൻ അബ്രോഡ് ത്രൂ എൻ ഇമെയിൽ. നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ അബ്രോഡുള്ള ഒരു ഫ്രണ്ടിന്, ഓക്കെ, നിങ്ങളുടെ അമേരിക്ക, ജപ്പാൻ, ഉഗാണ്ടയിലൊക്കെ ഉള്ളൊരു ഫ്രണ്ട് നിങ്ങൾ കത്ത് എഴുതാണ്. സോ ഇമെയിൽ അയക്കാണ്. എക്സ്പ്രസിങ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യാം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അവർക്ക് എങ്ങനെ കൊടുക്കാം, എന്താണ് ആക്ച്വലി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയാം. ആദ്യം നമ്മൾ അത് പഠിക്കണം. ഓക്കെ, സെൻസ് ഉണ്ടായിരിക്കണം, സെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് മമ്മൂട്ടി പറഞ്ഞതുപോലെ ആദ്യം ഇതിനെക്കുറിച്ച് ഇമെയിൽ ചെയ്തില്ലെങ്കിൽ ഇമെയിലിൻ്റെ പുറത്ത് പോയി നമ്മൾ എന്ത് പഠിക്കണം, എന്താണ് എഡ്യൂക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അറിഞ്ഞിരിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, will you take however, can you please manage, you got the number, take the number. സോ മമ്മൂട്ടി പറഞ്ഞതുപോലെ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എന്താണ് സെൻസ് ഉണ്ടാക്കി, സെൻസിബിലിറ്റി ഉണ്ടാക്കി പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് ആക്ച്വലി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇഫ് യു ഗൈസ് വാണ്ട് ടു ലേൺ ദാറ്റ് വാട്ട് ഇസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഫസ്റ്റ് യു ഷുഡ് നോ എന്താണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ റെലവൻറ്റ് ടോപ്പിക്കാണ്. റെലവൻറ്റ് ടോപ്പിക്ക് വിട്ടിട്ട് എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻ പേപ്പർ കളിക്കില്ല. സോ റെലവൻറ്റ് ടോപ്പിക്കിന് നമുക്കിത് തള്ളിവിടാനും കഴിയില്ല. കാരണം ഫാക്ച്വൽ ആണ്, യാഥാർത്ഥ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി നമ്മൾ എഴുതണം. ഓക്കെ, അതുകൊണ്ട് വി ഷുഡ് ലേൺ ഹൗ ടു റൈറ്റ് ദ ആൻസർ. ഓക്കെ, ഇവിടെ എക്സ്പ്രസ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് സ്റ്റഡിങ് ഇൻ അബ്രോഡ് ത്രൂ എൻ ഇമെയിൽ ത്രൂ എഴുതിയാൽ മതി. നോക്ക് ഇവിടെ നെക്സ്റ്റ് നോക്കി നിങ്ങൾ ഇമെയിൽ ഫോമാറ്റ് നമുക്ക് എന്ത് ചെയ്യാമോ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ, നിങ്ങളൊക്കെ ഒരു ഭാഗ്യം. എത്ര വേഗം ഇങ്ങനെ പരീക്ഷ വരും, എത്ര പരീക്ഷ നിങ്ങൾ ഇവിടെ എഴുതുന്നത്, എനിക്ക് അസൂയാണ് നിങ്ങളോടൊക്കെ. ഇവിടെ നോക്കി അടുത്തത് നോക്കി നിങ്ങൾ സെൻഡേഴ്സ് അഡ്രസ്സ്. ഓക്കെ, സെൻഡേഴ്സ് അഡ്രസ്സ് നമ്മൾ വെക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ടു അഡ്രസ്സ്, മെയിൽ അഡ്രസ്സ് വെക്കണം. നമ്മൾ ഡേറ്റ്, കാര്യങ്ങൾ, മന്ത്, ഇയർ എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യണം. സബ്ജക്റ്റ് എഴുതണം അല്ലേ, എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഹായ് ബഡി എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. നെക്സ്റ്റ് ബോഡി ഓഫ് ഇമെയിൽ, ഇൻഫോർമൽ ആണ് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുന്നത്. സോ ബോഡി ഓഫ് ഇമെയിൽ എന്തായാലും ഉണ്ടായിരിക്കണം അല്ലേ. റിഗാർഡ്സ് എന്താണ്, ഓക്കെ എന്നാൽ ശരി മച്ച എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിർത്താം അല്ലേ. സെൻഡേഴ്സിന് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. ദിസ് ഇസ് ദ ഫോമാറ്റ് ഓഫ് എൻ ഇൻഫോർമൽ ഇമെയിൽ. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയക്കുന്ന ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റാണ് എന്ത് ഇവിടെ വന്നത് അല്ലേ. ഓക്കെ, ഇനി ഞാൻ ഈ തരാൻ പോകുന്ന പോയിന്റ്സ് ശരിക്കും പഠിച്ചുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് റെഫർ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഈസിയുള്ള പോയിന്റ്സ് ഉണ്ടാക്കി കൊണ്ടുവന്ന, അതുകൊണ്ട് ഇത് പഠിക്കാതെ ഞങ്ങളെ വിടണല്ലേ, എവിടെ വിടൂല. നോക്ക് ഇവിടെ നല്ല ശ്രദ്ധിക്കും ഇങ്ങോട്ട്. നമ്മൾ എന്താ പറയുക, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം നമുക്കറിയാം ഇന്ന് സ്കൂളുകളിൽ, സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നത് എന്താ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. അതായത് നോർമൽ ആയിട്ടുള്ള കുട്ടികളായാലും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളായാലും എന്ത് ചെയ്യാം, ഒരുമിച്ചിരുന്നിട്ട് പഠിക്കാം എന്നുള്ള നിയമം കൊണ്ടുവന്നു അല്ലേ. ആ വിദ്യാഭ്യാസ രീതിക്ക് നമ്മൾ എന്താ പറയുക, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇൻവോൾവ് ഓൾ ചിൽഡ്രൻ, ദാറ്റ് ഇസ് നോർമൽ ചിൽഡ്രൻ, ചിൽഡ്രൻ വിത്ത് ഇൽനെസ്, ചിൽഡ്രൻ ഓഫ് മൈഗ്രന്റ് ലേബേഴ്സ്, ചിൽഡ്രൻ ഫ്രം ട്രൈബൽ ഏരിയാസ് ടു. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ പോയിന്റ്? ഇറ്റ് ഇൻവോൾവ്സ് ഓൾ ചിൽഡ്രൻ, എല്ലാവിധ കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ എന്ത് പറയും, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയും. നോർമൽ ചിൽഡ്രൻ ഉണ്ടായിരിക്കും, ചിൽഡ്രൻ വിത്ത് ഇൽനെസ്, അസുഖമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും, ചിൽഡ്രൻ ഓഫ് മൈഗ്രന്റ് ലേബേഴ്സ്, കുടിയേറി വന്ന തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാം, ചിൽഡ്രൻ ഫ്രം ട്രൈബൽ ഏരിയാസിലെ കുട്ടികൾ, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ള മക്കളെ ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുന്ന സിസ്റ്റം നമ്മൾ എന്ത് പറയും ബാധോ, നമ്മൾ പറയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയും. നോക്കിയേ നിങ്ങൾ, ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രണ്ട്ലി എൻവയൺമെന്റ് ഫോർ ഓൾ ദി ലേണേഴ്സ്. എന്താ ആക്ച്വലി ഒരു ഫ്രണ്ട്ലി എൻവയൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ലേണേഴ്സിനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ഗേൾസ്. എന്താണ് ഡിസേബിൾഡ് ഗേൾസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസേബിൾഡ് ഗേൾസ്, അതായത് ഗേൾസിനൊക്കെ കുറച്ചുകൂടി നമ്മളിത് ശരിക്കും എന്താ, ഇത് വലിയൊരു വിഷയമാണ്. ഇത് ഒരുപാട് സർവേകളും കാര്യങ്ങളൊക്കെ ഇതേപോലെ അസുഖമുള്ള കുഞ്ഞുങ്ങൾ, വെയ്യാത്ത കുട്ടികളുടെയൊക്കെ പാരൻസിൻ്റെ അടുത്ത് നമ്മൾ പോയി ചോദിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും അവർ പറയും അല്ലേ. എസ്പെഷ്യലി ഗേൾസിൻ്റെ കാര്യത്തൊക്കെ വളരെ അധികം ഒരുപാട് വിദ്യാഭ്യാസമൊക്കെയുള്ള പാരൻസൊക്കെ എന്ത് ചെയ്യും, അവർ കുഞ്ഞുങ്ങളെ വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരും. അഥവാ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഉപ്പമാരും എന്ത് ചെയ്യും, അല്ലെങ്കിൽ അച്ഛനമ്മയും എന്ത് ചെയ്യും, ആ പെൺകുട്ടികൾ ഒരു പരിധി വരെ സ്കൂളിലേക്ക് വിടില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ഗേൾസ്. ഓക്കെ, ഡിസേബിൾഡ് ആയിട്ട് പെൺകുട്ടികൾക്കൊക്കെ പഠിക്കാനുണ്ടാകുന്ന ഒരു അവസരം തന്നെ എന്ത് കൊടുക്കുന്നത്, ഈ പറയുന്ന
എന്താണ് ഈ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പ്രൊമോട്ട് ICT ബേസ്ഡ് ടെക്നോളജീസ് ഫോർ ഡിസേബിൾഡ് ലേണേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? ICT ബേസ്ഡ് ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, നീഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈസ് പ്രൊവൈഡ്. കുട്ടികളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കരിക്കുലം വിദ്യാഭ്യാസം കൊടുക്കുന്നത്. സ്പെഷ്യൽ പ്രോഗ്രാംസ് ടു ബി റൺ ബൈ ദ സ്കൂൾ ഫോർ ഡിസേബിൾഡ് ലേണേഴ്സ്. സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്കൂളുകൾ റൺ ചെയ്യുന്നത്. അതായത് ഇവർ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാകും, സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും, സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ ഉണ്ടാകും. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുകയും അതോടൊപ്പം അവർ നോർമൽ കുട്ടികളെ കൂടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം. നോക്കേ, ഇറ്റ് ഡെവലപ്സ് ദ സ്കിൽസ്. അവരുടെ കഴിവുകൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡെവലപ്സ് ദ കോൺഫിഡൻസ്. അവരുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ഡെവലപ്പ് ദ സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ്സ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്ത് മിസ്സാക്കരുത്. ഓക്കെ അല്ലേ? നോക്ക്, അച്ചീവ് സോഷ്യൽ ഇക്വാലിറ്റി കൊണ്ടുവരുന്നുണ്ട്. അവർ വലുത്, നമ്മൾ ചെറുത്, വെയ്യാത്ത കുട്ടികൾ ചെറുത്, അങ്ങനെയില്ല. ഒരു സോഷ്യൽ ഇക്വാലിറ്റി എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നുണ്ട്. നോക്ക്, ഹെൽപ്സ് ടു ഡെവലപ്പ് ദ നേഷൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഡെവലപ്പ് ആകും. നമ്മുടെ സ്റ്റേറ്റ് ഡെവലപ്പ് ആകുമ്പോൾ നമ്മുടെ കൺട്രി ഓൾസോ എന്താ ഡെവലപ്പ് ആകും. അപ്പോൾ ഈവൻ നമ്മുടെ രാജ്യം പോലും എന്ത് ചെയ്യും? പുരോഗമിക്കും, ഡെവലപ്പ് ചെയ്യും. ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ഇന്റർനെറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടെക്നോളജി. ഇതൊക്കെ മുൻപത്തെ ചോദ്യങ്ങളാണ് മക്കളെ. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും. ഇന്റർനെറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടെക്നോളജി ആസ് ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ദ വേൾഡ് ഓപ്പൺ അപ്പ് അറ്റ് ഓഫ് ഫിംഗർ ടിപ്പ്. ബട്ട് ടുഡേ ഈവൻ സ്കൂൾ ചിൽഡ്രൻ ആർ മിസ്ലീഡ് ബൈ സൈബർ സ്പേസ്. ഓക്കെ, ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗം കൊണ്ടും ടെക്നോളജി കാരണം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? വഴി തെറ്റിപ്പോകുന്നുണ്ട്. ബട്ട് ടുഡേ ഈവൻ സ്കൂൾ ചിൽഡ്രൻ ആർ മിസ്ലീഡ് ബൈ സൈബർ സ്പേസ്. നോക്കൂ, ഇൻ ഓർഡർ ടു സെൻസിറ്റൈസ് ദ സ്റ്റുഡൻസ് അബൌട്ട് ദ പ്രോൺസ് ആൻഡ് കോൺസ് സൈബർ സ്പേസ്. എന്താണ് സൈബർ സ്പേസിന് എന്ത് ചെയ്യാൻ? നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഡിസ്കസ് ചെയ്യാം. യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഡിബേറ്റ്. ഓക്കെ, നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നോക്കിയ, ഇന്റർനെറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വില്ലൻ ഓഫ് 21st century. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്റർനെറ്റ് എന്താണ്? 21ാം നൂറ്റാണ്ടിലെ വില്ലനാണ് എന്ത്? ഇന്റർനെറ്റ് എന്നുള്ള ഒരു ടോപ്പിക്. ഓക്കെ, നോക്കിയ ഇവിടെ ഓൺലൈൻ ഗെയിംസ്. നമുക്ക് എന്ത് പറയാം? ഓൺലൈൻ ഗെയിംസിന്റെ യൂസിനെ കുറിച്ച് പറഞ്ഞൂടെ? അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും അത് എത്രത്തോളം കുട്ടികളുടെ സമയം, കുട്ടികളുടെ ബ്രെയിൻ കേടാക്കുന്നുണ്ട്, കുട്ടികളുടെ എന്താ പറയാ വ്യൂ പോയിന്റ്സ്, കാഴ്ചപ്പാടുകൾ വ്യത്യാസം വരുത്തുന്നുണ്ട്. നമുക്കറിയാം മറ്റേ ഷാർക്കിന്റെ ഗെയിം ഉണ്ടായിരുന്നല്ലോ. അതെന്തൊക്കെ എന്തായിരുന്നു? അയ്യോ, എൻ്റെ പേര് ഞാൻ ഓർത്ത് വെച്ചിരുന്നു. ഒരു ഷാർക്കിന്റെ ഗെയിമിലായിരുന്നു കുട്ടികൾ ഒരുപാട് സൂയിസൈഡ് ചെയ്ത് പോയിട്ടുള്ള. അയ്യോ, അതിന്റെ പേര് മറന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ആ പേര് എന്തായാലും നമ്മളത് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ് ബ്ലൂ വെയിൽ. യെസ്. നോക്കൂ, നെക്സ്റ്റ് സോഷ്യൽ മീഡിയ. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്? ഇതേപോലെ തന്നെ ഉള്ള സമയം ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് നമ്മളിരിക്കും. അനാവശ്യമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ കിട്ടും. സ്ട്രേഞ്ചേഴ്സിനെ നമ്മളിത് ട്രസ്റ്റ് ചെയ്യുന്നു, സ്ട്രേഞ്ചേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് വെക്കുന്നു, അങ്ങനെ നമ്മൾ പോകുന്നു, പണം പറ്റിക്കുന്നു, നമ്മളെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യം, മൊബൈലും ടെക്നോളജിയും ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് ലാക്ക് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? എന്താണ് നമ്മൾ ടെക്നോളജിയിലേക്കും മൊബൈലിലേക്കും ഒരു വീട്ടിൽ നമ്മൾ പോയിക്ക് 5 ആളും മൊബൈലിലായിരിക്കും. അപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. വേസ്റ്റേജ് ഓഫ് ടൈം, സമയം കൂടുതൽ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഡിസ്ട്രാക്ഷൻ ആണ്, നമുക്കത് ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ലാക്കിംഗ് ഓഫ് സോഷ്യൽ സ്കിൽസ് ഇഷ്യൂസ്. ഓക്കെ, സോഷ്യൽ സ്കിൽസ് എന്താണ്? നമ്മൾ നമ്മുടെ കുടുംബക്കാരുടെ അടുത്ത് പോകുന്നില്ല, നമ്മുടെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് പോകുന്നില്ല. സോഷ്യലൈസിങ് സ്കിൽ എന്താണ്? കുറഞ്ഞു വരുന്നൊരു അവസ്ഥയുണ്ട്. ബ്രൗസിങ് ക്യാൻ ബി ഡേഞ്ചറസ്. ബ്രൗസിങ് എന്താണ്? ഡേഞ്ചറസ് ആണ്. ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കം. എല്ലാവരും എന്താണ്? വാട്സപ്പിൽ നമ്മൾ 12 മണിക്ക് സ്റ്റേറ്റസ് വെച്ചാൽ ഞാൻ ചില സമയം നോക്കാറുണ്ട് ആരൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഞാൻ വയ്ക്കും ആരും കാണൂല എന്ന്, പക്ഷേ ഇഷ്ടം പോണ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വയ്ക്കും ഇവരൊന്നും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഫോണിലാണ്. ശരിയല്ലേ? അപ്പോൾ ആക്ച്വലി എന്താണ്? ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കം വളരെ കുറയുന്നുണ്ട് അല്ലേ? അടുത്ത് നോക്കിയേ, കമ്പ്യൂട്ടർ ക്യാൻ. അടുത്ത വേറെ ചോദ്യം, അത് തന്നെ മറ്റേ രീതി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുൻപത്തെ വർഷങ്ങളിൽ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ നെവർ സബ്സ്റ്റിറ്റ്യൂട്ട് ഹ്യൂമൻ ബ്രെയിൻ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സിന് പറ്റൂല. 2 points ഓഫ് ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ. എങ്ങനെയാണ് 2 points ഓഫ് ആർഗ്യുമെന്റ് നോക്കേ? എന്താണ് ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ? കമ്പ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിയുള്ളത് എഴുതണം.
നോക്കിയേ, ബാക്കി നിങ്ങൾ എഴുതണം എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങൾ. നോക്കിയേ, ഹൈ സ്പീഡിൻ്റെ കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാം. അടുത്ത് നോക്കുക, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാറ്റ, വിശദമായ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നോക്ക്, അക്യുറസി, കൃത്യത, തെറ്റുകൾ എന്തായിരിക്കും, കുറവായിരിക്കും, കൃത്യതയുണ്ടായിരിക്കും. ഓട്ടോമേഷൻ ആണ്. നോക്ക്, സ്റ്റോറേജ് എന്താണെന്നാണ് നമ്മുടെ തലയിലുള്ളതുപോലെ വളരെ അധികം എന്താ പറയുക, ഹൈ സ്റ്റോറേജിലെ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് നമ്മുടെ ഡാറ്റാസിൻ്റെ ഒരുപാട് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈസ് ഓഫ് ആക്സസ്, കിട്ടാനുള്ള എളുപ്പമാണ്. മൾട്ടിടാസ്കിംഗ് ആണ് അല്ലേ. സോ ഇതൊക്കെ എന്താണ്, പ്രോസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ അല്ലേ. സോ ദാറ്റ്സ് ഓവർ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സൈബർ സ്പേസിന്റെ സമ്മറൈസിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എന്താണ്, we are going to discuss cyberspace is an intellectual, legal and artificial environment ആണ്. എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ എൻവയൺമെന്റ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എൻവയൺമെന്റ് ആണ് ഇത് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. നോക്ക്, there are differences like parkland, shopping malls and red light zones. There are areas for information and entertainment. എന്തുണ്ട് അവിടെ, ഇൻഫർമേഷൻസ് ഏരിയാസ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഏരിയാസ് ഉണ്ട് അല്ലേ. അതൊക്കെ എന്തിലുണ്ട്, ഈ പറയുന്ന സൈബർ സ്പേസിലുണ്ട്. നോക്ക്, ഇറ്റ് ഈസ് എൻ അൺലിമിറ്റഡ് വേൾഡ് ഓഫ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ്. എന്താണ്, ഒരു അൺലിമിറ്റഡ് വേൾഡ് ആണ്. എന്തിൻ്റെ, വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ ആക്ച്വൽ വേൾഡ് അല്ല, വെർച്വൽ റിയൽ എസ്റ്റേറ്റിൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണ്. ഇറ്റ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. അതായത് വാട്ട് ഐ വാണ്ട്, ഇപ്പോൾ ഐ വാണ്ട് ടു ബിൽഡ് എ പാലസ്, ഐ ക്യാൻ ബിൽഡ് ചെയ്യാം. വാട്ട് ഐ വാണ്ട്, എനിക്ക് വേണ്ട സംഗതികൾ എന്ത് ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നോക്കോ, there are 3 main areas. അതിലെ 3 ഭാഗങ്ങളാണ്. പ്രൈവറ്റ് ഇമെയിൽ ചാറ്റ്സ്, ഇൻഫർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്, റിയൽ കമ്മ്യൂണിറ്റീസ്. നോക്കിയേ, they make rules instead of following it. എന്താണ്, we can create our own rules. എനിക്ക് എൻ്റെ വീടിൻ്റെ കളർ മാറ്റണോ, എനിക്ക് എൻ്റെ സ്ട്രീറ്റിൻ്റെ ഇത് മാറ്റണോ, എനിക്ക് ചെയ്യാം, മറ്റൊരാളെ നോക്കണ്ട. എനിക്ക് അതേപോലെ എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള റോഡ് മാറ്റണമെങ്കിൽ ഗവൺമെൻറ്റിനോട് പോയി പെർമിഷൻ വാങ്ങണം. പക്ഷേ വെബ്സൈറ്റിൽ, സൈബർ സ്പേസിൽ ഞാൻ സ്ട്രീറ്റ് ഉണ്ടാക്കിയാൽ എനിക്ക് എൻ്റെ വീടിന് റോഡിനും എന്ത് ചെയ്യാം, ഗ്രെറ്റ സ്ട്രീറ്റ് എന്ന് പറയുന്ന പോലെ അൻവറ സ്ട്രീറ്റ് എന്ന് കൊടുക്കാം. പക്ഷെ എൻ്റെ വീടിന് മുന്നിലുള്ള റോഡിന് അത് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ദാറ്റ് ഈസ് വാട്ട് വി സെഡ്. ലൈക്ക് റൂൾസ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യണം, നമ്മൾ റൂൾസ് എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റൂൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി മോഡറേറ്റഡ് ടു അവോയ്ഡ് അൺനെസസറി ഡിസ്കഷൻസ് ആൻഡ് അഡ്വർടൈസ്മെന്റ്. അതേപോലെ എന്താ, അൺനെസസറി ഡിസ്കഷൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഒന്നില്ല, അതൊന്നും ഇല്ല. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പവർ സ്ട്രക്ചർ ആൻഡ് ദർ ഇസ് നോ ജിയോഗ്രഫിക്കൽ ഓർ ജെൻഡർ ഡിഫറൻസ്. ഇവിടെ ജിയോഗ്രഫിക്കൽ ഡിഫറൻസ് ഇല്ല, കാരണം ദിസ് ഇസ് എന്താ, കോമൺ ടു ഓൾ. ഇപ്പോൾ കേരളത്തിലുള്ളതുപോലെയല്ല മധ്യപ്രദേശ് പോലെയല്ല എന്ത് മറ്റ് ഡൽഹിയിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. സോ എന്തില്ല, ജിയോഗ്രഫിക്കൽ ഡിഫറൻസ് ഇല്ല, ബിക്കോസ് ടെക്നോളജി എന്താ സെയിം ആണ്. എൻ്റെ ഐഫോണും എന്തായിരിക്കും, ഒരേ സെറ്റിംഗ്സ് ആയിരിക്കും. ഇവിടേക്കുന്ന ഷാജു സാറ് ഫോണിലെ സെറ്റിംഗ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. ഇനി അതല്ല, ഏത് ഐഫോൺ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഐഫോൺ പോയി നോക്കിയാൽ എന്തായിരിക്കും, ഐഫോണിൻ്റെ സെറ്റിംഗ്സ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് വി സെഡ്. ആക്ച്വലി ഇവിടെ എന്താ പറയുന്നത്, അപ്പോൾ ഈ സൈബർ സ്പേസിൽ ജിയോഗ്രഫിക്കൽ ഡിഫറൻസ് ഇല്ല, ആണ് പെണ്ണ് വേർതിരിവൊന്നുമില്ല. എന്താണോ അതിലുണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഗ്രാം സോഫ്റ്റ്വെയർ എന്താണോ അതേ അതിനെന്തുള്ളൂ, കാര്യമുള്ളൂ. നെക്സ്റ്റ്, വി ഹാവ് ഫ്രീഡം ടു ലീവ് ഇറ്റ് ഓർ ലവ് ഇറ്റ്. ടു ലവ് ഇറ്റ്, ഒന്നുകിൽ നമുക്ക് എന്താ ചെയ്യാം, വിട്ടുകളയാം, അല്ലെങ്കിൽ സ്നേഹിക്കാം. ഓക്കെ, നമ്മുടെയൊക്കെ എന്താണ്, ലവ് കേസ് പോലെ തന്നെ, പ്രണയം പോലെ, നിങ്ങളുടെയൊക്കെ എന്താണ്, റൊമാൻസ് പോലെ തന്നെ, ഏതോ യു ക്യാൻ എന്താണ്, ഒന്നുകിൽ ഫ്രീഡം ടു ലീവ്, ഒന്നുകിൽ നിങ്ങൾക്ക് വിട്ടുകളയാം, അല്ലെങ്കിൽ ടു ലവ്, നിങ്ങൾക്ക് സ്നേഹിക്കാം. സോ ദീസ് 2 ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി തീംസ് ഓഫ് ദി ചാപ്റ്റർ. സ്കോപ്പ് ഓഫ് സൈബർ സ്പേസ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്ത് സൈബർ സ്പേസിൻ്റെ എന്താണ് അതിൻ്റെ നീഡ്സ്, എന്താണ് അതിൻ്റെ ആവശ്യകത, എന്താണ് അതിൻ്റെ പ്രാധാന്യം, അതാണ് ദ സ്കോപ്പ് ഓഫ് സൈബർ സ്പേസ് ഇൻ ദ മോഡേൺ വേൾഡ്. ദി യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് സൈബർ സ്പേസ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗം എന്താണ്, ദുരുപയോഗം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. സോ ദിസ് ഓൾ വാട്ട് ഐ വാണ്ടഡ് ടു ടീച്ച് യു ഓൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി എനിക്ക് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാം അടിപൊളിയായിട്ട് എഴുതണം. ഫീഡ്ബാക്ക് യു പീപ്പിൾ ഷുഡ് ടെക്സ്റ്റ് മീ. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഷാജു സാർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തകർത്ത് പഠിപ്പിക്കാൻ. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. ഒരിക്കലും ടെൻഷൻ അടിക്കണം, വളരെ റിലാക്സ്ഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ അല്ലേ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു സർ. താങ്ക് യു അൻവറ മാം. എന്താണ് മക്കളെ, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? അവസാന നിമിഷം ടെൻഷൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ടെൻഷനൊന്നും വേണ്ട. ടെൻഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ ടെൻഷൻ വേണ്ട, നമുക്ക് ഹിറ്റ് ചെയ്യണം. സംഭവം നമുക്കുള്ളത് തന്നെയാണ്. 5 മണിക്ക് തുടങ്ങിയാണല്ലേ പരിപാടി? 5 മണിക്കല്ല സാർ, ഞങ്ങൾ കുറേ ദിവസം ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഏതായാലും അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നെ അറിയാത്ത ആളുകൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. SJ എന്നാണ് എൻ്റെ കോഡ്. ഓക്കെ, SJ എന്നാണ് എന്നെ കുട്ടികൾ വിളിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ ID. ഇതാണ് എൻ്റെ ID. മുഹമ്മദ് ഷാജു എന്നാണ് എൻ്റെ പേര്.
ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡീസൊക്കെ അവിടെ നിൽക്കട്ടെ. കുറേ കാര്യങ്ങൾ ബൾക്കായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് റിലാക്സ് ചെയ്യണം അല്ലേ, ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിച്ച ഡൗട്ടുകൾക്കുള്ള ക്ലാസ് ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ചാപ്റ്റേഴ്സ്, പോംസ്, ഗ്രാമർ ഇന്നലെ കംപ്ലീറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് നമ്മൾ കുറേ ആളുകൾ പിന്നെയും ചോദിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വേണമല്ലോ പ്രിപ്പയർ ചെയ്യാൻ. സമാധാനത്തിൽ കേൾക്കാം. ഓക്കെ, ധോനി പറഞ്ഞാൽ നോക്കുന്നു ആദ്യം, ലൈഫ് ഇസ് എ ഗെയിം, ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് നോ ഹൗ ടു പ്ലേ ഇറ്റ്. ഇതേപോലെ ഈ സാധനം ഞാൻ നേരെ ഒന്നെടുത്ത് മാറ്റി പറയാൻ പോവാണ്. ലൈഫ് ഇസ് എ ഗെയിം എന്ന് പറഞ്ഞതിന് പകരം എക്സാം ഇസ് എ ഗെയിം. ഓക്കെ, ജീവിതം ശരിയാണ്, ഒരു ഗെയിമാണെന്ന് നന്നായിട്ട് കളിക്കാൻ അറിയുന്നവന് പൊളിക്കാം. മനസ്സിലായോ? വല്ലാണ്ട് പാവത്താനായി പോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും കേട്ടോ. മനസ്സിലായോ? അതേപോലെ പരീക്ഷ അങ്ങനെയാണ്. പരീക്ഷയ്ക്ക് നമ്മൾ ടെക്സ്റ്റ് ഫുള്ള് പഠിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നുമല്ല. അത് ട്രിക്കാണ്. ആ ട്രിക്ക് പഠിച്ചു വെച്ചാൽ സെറ്റാണ് നമുക്ക് കാര്യം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളെ മാരത്തോണുകൾ കണ്ടിട്ട് മാത്രം A+ലേക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവുന്നത്. ഓക്കെ, ഏതായാലും അടുത്ത എനിക്ക് പറയാനുള്ളത്, കുറേ ആൾക്കാർ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട്, കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട്. ഡോണ്ട് സ്ട്രെസ് കൊടുക്കണ്ട. യു ഡു യുവർ ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്തോ. റിസൾട്ടിനെ പറ്റി നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. ഫൊർഗെറ്റ് ദ റെസ്റ്റ്. ബാക്കി നിങ്ങൾ മറന്നേക്ക്. ഓക്കെ, ഒന്ന് ചില്ലാവാ. ബോറിംഗ് ക്ലാസ്. ഓക്കെ, ആണോ? എന്നാൽ പിന്നെ കാണണമെന്നില്ല. അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് കാണണമെന്നില്ല. അയാൾക്ക് പോവാം, പുറത്തേക്ക് പോവാം. സൈബർ സ്പേസിനെ പറ്റി പറഞ്ഞല്ലോ അല്ലേ? അങ്ങനെ വലിയ കഷ്ടപ്പെട്ട് ഇവിടെ പിടിച്ചു തൂങ്ങി ആരും നിൽക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എക്സാമിൻ്റെ. അപ്പോൾ ഞാൻ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പാഷാണത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ ഏതൊരുത്തും വന്നത്. ഏതായാലും ഡോണ്ട് സ്ട്രെസ്, ഡു യുവർ ബെസ്റ്റ്. നിങ്ങളുടെ ബെസ്റ്റ് എടുക്കുക, പുറത്തേക്ക് എടുക്കുക. അടിപൊളിയായിട്ട് നാളത്തെ പരീക്ഷ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ബിലീവ് ഇൻ യുവർ സെൽഫ്. അതാ എഴുതി കാണിക്കുന്നു, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, ഇത് 2023 പബ്ലിക് എക്സാം, തൊട്ട് മുന്നത്തെ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്കിംഗ് സ്കീമാണ്. ഇതൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഓരോ ചാപ്റ്ററിനും എത്ര ചോദ്യങ്ങൾ വന്നു, ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നത് എന്നതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് വായിച്ചു നോക്കാം. രാത്രിയിൽ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണുപിടിച്ച് നോക്കാം. ഇന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ പഠിച്ചിരിക്കുന്നോ, ഇന്ന സാധനങ്ങളൊക്കെ ഞാൻ പഠിച്ചിരിക്കണോ ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ ഇസ് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ച മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നമുക്കതിനൊന്നും സമയമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി വെക്കുക. ഇത് ഞാൻ പറയും എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ മാർക്കിംഗ് സ്കീമാണ് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ് മക്കളെ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുക, ഏത് യൂണിറ്റിൽ നിന്നാണ് ചോദിക്കുക? ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെയാണ്. ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും നിന്നാണ് നമുക്ക് ചോദ്യം വരിക. ശേഷം യൂണിറ്റ് 4 അതുപോലെ യൂണിറ്റ് 5 ചോദ്യമുണ്ട്. യൂണിറ്റ് 6 വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. സോ അത്രയും ഇങ്ങനെ ഒരു സെറ്റാണ് നിങ്ങളെന്ന് ഒരു ഉറപ്പ് നിങ്ങൾ വേണം ഉണ്ടാക്കണം കേട്ടോ. ഇനി നമ്മുടെ ആദ്യത്തെ എന്നോട് സംശയം ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ബ്ലർബ് റൈറ്റിംഗ് എന്താണെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ബ്ലർബ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ. ഓക്കെ 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 പരീക്ഷയുടെ തലേന്നല്ലേ. അപ്പോൾ നോക്കുക, നമുക്ക് നമ്മുടെ ക്ലാസ് കാര്യങ്ങളിലേക്ക് വരാം. ബ്ലർബ് റൈറ്റിംഗ് എന്താണെന്ന് പറയാം. ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലർബ് റൈറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് പഠിച്ചു വെക്കുക. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ എഡിറ്ററിനുള്ള ലെറ്റർ എഴുതാനാണെങ്കിലും കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് ഉണ്ടാവും. ആ എക്സ്പ്രഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ആ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് റിട്ടൺ ബൈ, ഈ സാധനം നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഇറ്റ് ഈസ് റിട്ടൺ ബൈ എന്ന സാധനം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ശേഷം നമ്മൾ ദ തീം is thought provoking, ഈ പുസ്തകത്തിന്റെ തീം. അപ്പൊ എന്താണ് ഈ ബ്ലർബ് എന്ന് പറഞ്ഞാൽ? ഒരു പുസ്തകത്തിന്റെ പുറത്ത് ആ പുസ്തകത്തെക്കുറിച്ച് എഴുതി വെക്കുന്ന ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ആണെന്താ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പുസ്തകത്തിന്റെ പുറകിൽ ആ പുസ്തകത്തെക്കുറിച്ച് എഴുതി വെക്കുന്ന ചെറിയ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ഈ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്രഷൻസ് ആ പറയുന്നത്. അതിൽ എന്തൊക്കെ വേണം, അതിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് റിട്ടൺ ബൈ, ആ ഓതറുടെ പേര് എഴുതാം. ദ തീം ഓഫ് ദ ഈസ് തോട്ട് പ്രൊവോക്കിംഗ്, ഇതിന്റെ തീം എന്ന് പറയുന്നത് തോട്ട് പ്രൊവോക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് പറയാം. അതുപോലെ ദ ലാംഗ്വേജ് യൂസ്ഡ് ഹിയർ ഈസ് പവർഫുൾ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഭയങ്കര പവർഫുൾ ആണെന്ന് പറയാം.
എ മസ്റ്റ് റീഡ് ആണെന്ന് പറയാം. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ്, ദ ക്യാരക്ടേഴ്സ് ആർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ മാസ്റ്റർ പീസ് ഓഫ് ദ ഓതർ, ഇത് ഇന്ന ഓതറുടെ മാസ്റ്റർ പീസ് ആണെന്നും പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേണ്ടത് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഉപയോഗപ്പെടുത്താം. ഇനി നമ്മുടെ ഒരു ബ്ലേബ്, ഗുഡ് ബ്ലേബ് എങ്ങനെയൊക്കെ ഇരിക്കണം നോക്കാം. ഓപ്പൺസ് വിത്ത് എ കാച്ചി സ്റ്റേറ്റ്മെന്റ്, നല്ല കാച്ചി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയായിരിക്കണം തുടങ്ങുന്നത്. ഓക്കെ, രണ്ടാമത്തത് അപ്പീൽസ് ടു ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്. ഇന്ന് ഞാൻ CBSE +2 വാല്യുവേഷൻ പോയ സമയത്ത് അവിടെ നേരിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ അവിടെ ആൻസർ കീയിൽ ആൻസർ കീയിൽ തന്നിട്ടുള്ള ഒരു സാധനമാണ് പറയാൻ വിട്ടുപോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ ഈ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് അവർക്ക് പ്രൊഫൈലില്ല, പക്ഷെ അവർ ഈ പറയുന്ന നമ്മുടെ എന്താണ് ബ്ലേബ് റൈറ്റിംഗ് ആണെങ്കിലൊക്കെ എഴുതുന്ന സമയത്ത് ഹെഡിങ് എഴുതിയിട്ടില്ലെങ്കിൽ അതിനൊരു മാർക്ക് പോകുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഫോർമാറ്റിൽ വരുന്ന ഒരു സാധനമാണ് ഈ ഹെഡിങ് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. സോ നമുക്കത് പറ്റാൻ പാടില്ല. എന്ത് ചെയ്യുക, ഹെഡിങ് നിങ്ങൾക്ക് മാക്സിമം ലെറ്ററിനൊഴികെ എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് എഴുതാം. ഓക്കെ, പ്രൊഫൈലിനാണെങ്കിലും അത് മറന്നു പോരുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് കാച്ചി ആയിട്ട് ഹെഡിങ് എഴുതാം, ബ്ലേബിന് കാച്ചി ആയിട്ട് ഹെഡിങ് എഴുതാം. ഓക്കെ, ഹെഡിങ് എഴുതിയില്ലെങ്കിലും ബ്ലേബിൻ്റെ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് നോക്കാം, എവിടെ ഓപ്പൺ വിത്ത് എ കാച്ചി സ്റ്റേറ്റ്മെന്റ്, അപ്പീൽസ് ടു ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്. വായനക്കാരന് ഈ പുസ്തകം വായിക്കണമെന്ന് തോന്നണം. അത് കഴിഞ്ഞാൽ ഏർജ് ദ റീഡർ ടു ബൈ ഓർ റീഡ് ദ ബുക്ക്. വായനക്കാരനെ ആ പുസ്തകം വാങ്ങിക്കാനോ അല്ലെങ്കിൽ അത് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനോ ശ്രമിക്കണം. നെക്സ്റ്റ് നോക്കുക, സെമിനാർ റിപ്പോർട്ട് പറയാം. ഗിവ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ ഓതർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര. അത്യാവശ്യം വേണ്ടുന്ന ഇൻഫർമേഷൻ കൊടുക്കുക, ഓതറിനെ കുറിച്ചിട്ട്, പബ്ലിക്കേഷനെ കുറിച്ചിട്ട്, ഇയർ ഓഫ് പബ്ലിക്കേഷനെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പിയർ ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്, വളരെ ചുരുക്കിയിട്ട് എഴുതണം, ഡ്രമാറ്റിക് ആയിട്ട് എഴുതണം. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജ് വേർ ദ സ്റ്റോറി ബിഗിൻസ്, വാട്ട് സർക്കംസ്റ്റൻസസ് ആർ ഇൻ സോഷ്യൽ കൾച്ചർ റെലവൻസ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഉൾപ്പെടുത്തുക. ഒരു എക്സാമ്പിൾ നോക്കുക. പ്രിപ്പയർ എ ബ്ലേബ് ഫോർ ദ ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാ പൂർണ്ണദേവി. ആശാ പൂർണ്ണദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ സ്റ്റോറിയുടെ ഒരു ബ്ലേബ് എഴുതാൻ ഇപ്പം നോക്കി ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹെഡിങ് വേണം, മാച്ച് ബോക്സ് എന്ന് താഴെ ആശാ പൂർണ്ണദേവി. It is a short story written by Asha Purnadevi. The theme is thought provoking. കണ്ടോ ആ സാധനം എഴുതിയില്ലേ. Nomita is the main character. Ajit is her husband. Nomita's life is compared to a matchbox. Ajit's very unkind and cruel towards her. എന്നൊക്കെ പറയുന്ന എന്താ പറയുക, ഒരു എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട്, കഥ തന്നിട്ട് നിങ്ങളോട് എന്താ പറയും, അതിൻ്റെ ഒരു എന്താ പറയുക, പ്രൊഫൈലൊക്കെ തരില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ പഠിക്കാനില്ലാത്തതോ ആയിട്ടുള്ള ഒരു കഥ തന്നിട്ട് നമ്മളോട് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞാൽ ഇതേപോലെ പെട്ടിയിലാക്കിയിട്ട് എഴുതുക. യൂണിറ്റ് 1 ഞാൻ കിടക്കുകയാണ്. യൂണിറ്റ് 1 എന്നാണല്ലോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റ് 1 ഒരു സമ്മറി ഞാൻ പറയുന്നു, ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന ചോദ്യങ്ങൾ പറയുന്നു. കേട്ടോ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ലിയാം ഹോ ഫ്ലാഹർട്ടി. പേര് മറന്നു പോയത്, ലിയാം ഹോ ഫ്ലാഹർട്ടി. അപ്പോൾ ലിയാം ഹോ ഫ്ലാഹർട്ടിയാണ് നമ്മുടെ ഓതർ. Liam O'Flaherty was an Irish novelist and a short story writer. അദ്ദേഹം ഒരു ഐറിഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. അതുപോലെ തന്നെ ആരുമാണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, അയർലൻഡുകാരനാണ് കേട്ടോ. അടുത്തത്, ദിസ് സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഹു വാസ് എഫ്രൈഡ് ടു ഫ്ലൈ. ഈ കഥയിൽ ആരാണ് മെയിൻ കഥാപാത്രം? ആരാണ്? ഒരു യങ് സീകളാണ്. അപ്പൊ ഇതിനകത്ത് എപ്പോഴും ഒരു പാരഗ്രാഫ് വന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ പാരഗ്രാഫിൽ അധികം ചോദിക്കാറ് ഹൂ ഈസ് ഹി എന്നാണ്. ഹൂ ഈസ് ഹി. അപ്പൊ നമ്മൾ സീകൾ എന്നല്ല എഴുതേണ്ടത്, എന്താ എഴുതേണ്ടത്? ദ യങ് സീകൾ എന്ന് തന്നെ എഴുതണം കേട്ടോ. സീകളാണ്, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും സീകൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ്, ദ യങ് സീഗൾ ലിവ്ഡ് ഇൻ ദ ലെഡ്ജ് വിത്ത് ഹിസ് ഫാമിലി. യങ് സീഗൾ എവിടെയാണ് താമസിക്കുന്നത്? അതിന്റെ ലെഡ്ജിലാണ് താമസിക്കുന്നത് അല്ലെ, അതിന്റെ ഫാമിലിയുടെ കൂടെ. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. അവൻ വിചാരിച്ചു അവന്റെ വിങ്സ്, ചിറകുകൾ അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലാന്ന്. ഇതാണ് കേട്ടോ ലെഡ്ജ്, ഇങ്ങനെ ഒരു മുനമ്പ്. ഓക്കെ, അതിന്റെ മേലെയാണ് അവൻ താമസിക്കുന്നത്. Lack of confidence and courage made him to stay on the ledge. ആ ലാക്ക് ഓഫ് കോൺഫിഡൻസും അവന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയും അതുപോലെ തന്നെ കറേജ് ഇല്ലായ്മയാണ് അവനെ കൊണ്ട് ആ ലെഡ്ജ് തന്നെ നിർത്തിയത്. അവന്റെ വിചാരം അവനെ പറക്കാൻ കഴിയൂല എന്നാണ്. ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ ലെഡ്ജ് വിത്ത് നത്തിങ് ടു ഈറ്റ്. ഒറ്റയ്ക്ക് നിൽക്കായിരുന്നു മൂപ്പര് ആ ലെഡ്ജിൽ, എന്തില്ല, ഒന്നും കഴിക്കാനില്ലാതെ. ഹിസ് ഫാമിലി, എസ്പെഷ്യലി മദർ, ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അവന്റെ അമ്മയാണ് അവന് കൃത്യമായ ഗൈഡൻസ് കൊടുത്തത്, കൃത്യമായ കോൺഫിഡൻസ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിസ് ഫാദർ, 2 brothers and sister were flying around him and supported him. അവന്റെ ഫാദറും അവന്റെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഒക്കെ അവന് ചുറ്റിലും ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു, അവന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ഹി ഫ്ലൂ ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഷോഡ് their joy by flying with him. അങ്ങനെ അവസാനം മൂപ്പര് പറഞ്ഞു, എല്ലാ ഫാമിലി മെമ്പേഴ്സും അവരുടെ ആഹ്ലാദം പങ്കുവച്ചു.
ഓക്കെ, എവറി ചൈൽഡ് നീഡ്സ് കറേജ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹിസ് ലൈഫ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ചൈൽഡ് നീഡ്സ് കറേജ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹിസ് ലൈഫ്. ഓരോ കുട്ടിക്കും, നിങ്ങൾ ഉൾപ്പെടെ, നിങ്ങൾ ഇനി കുറച്ച് വലുതായാലും ഒക്കെ നിങ്ങൾക്ക് എന്താ ആവശ്യമാണ്? ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾ ആവശ്യമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ്, അമ്മയാണ് ഏറ്റവും കൂടുതൽ അല്ലേ. ശേഷം നമ്മുടെ ടീച്ചേഴ്സ് കുറേയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് നിങ്ങൾ എന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യാണ്ടാവും. ഓക്കെ, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾ നിങ്ങൾ എന്ത് ചെയ്യും? പതുക്കെ ഒന്ന് എണീറ്റ് നടന്നു നോക്കിയ അമ്മേ, അങ്ങനെ എപ്പോഴും ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ്ടാവും. മനസ്സിലായോ? ഈ ഒരു മോട്ടിവേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഇന്നൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തട്ടിവിടാം. ഇവിടെ ആൻസറിൽ 8 മാർക്കിന് 2.5 പേജ് എഴുതണം. 8 മാർക്കിന് 2.5 പേജ് എഴുതണം. 2.5 പേജ് കേട്ടോ. അപ്പോൾ എഴുതണ്ടേ? കുറേ സാധനങ്ങൾ വേണ്ടേ? പ്രിസി റൈറ്റിംഗ് ചോദിക്കുന്നുണ്ട്. പ്രിസി റൈറ്റിംഗ് എന്താ? ഇത് നോക്ക്, ഈ തന്നിരിക്കുന്ന സാധനം എന്താ പറയുക? പ്രിസിയാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ വലിയ പാസേജ് അല്ലേ, ആ പാസേജിനെ ചെറുതാക്കിയിട്ട് അതിനകത്തുള്ള എക്സാമ്പിൾ, ഇലിസ്ട്രേഷൻസ്, ഡേറ്റാസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അത് മാക്കി മാത്രം, സത്തായ കാര്യങ്ങൾ മാത്രം, ഓക്കെ, അതിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നതിനാണ് പ്രിസി റൈറ്റിംഗ് എന്ന് പറയുക. ഹെഡിങ് കൊടുക്കുക, പരിപാടി കഴിഞ്ഞ്. ഇത്രേ ഉള്ളൂ. പ്രിസി റൈറ്റിംഗ് സിമ്പിൾ അല്ലടോ അല്ലേ? പ്രിസി റൈറ്റിംഗ് സിമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, to be successful we have to be courage, confident and self-reliant. To be successful, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കറേജസ് ആവണം, കുറച്ച് ധൈര്യമൊക്കെ വേണം. പിന്നെന്താണ്? കോൺഫിഡൻസ് ഉണ്ടാവണം. പിന്നെന്താണ്? സെൽഫ് റിലയൻ്റ് ആവണം. എപ്പോഴും ഇങ്ങനെ ഒരാളെ താങ്ങി 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 നിൽക്കരുത്. സ്വയം പര്യാപ്തരുണ്ടാവണം. അതാണ് സെൽഫ് റിലയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the story conveys the message that we can't achieve anything without taking risk. ഈ സ്റ്റോറി കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, യെസ്, അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, we can't achieve anything without taking risk. റിസ്ക് എടുക്കാതെ നമുക്ക് വിജയിക്കാൻ കഴിയൂല. ഓക്കെ, നെക്സ്റ്റ് കോൺകോഡ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയാട്ടോ കോൺകോഡ് എന്താണെന്നുള്ളത്. ഫേസിങ് ആൻഡ് ഓവർകമ്മിങ് ചലഞ്ചസ്. ഓക്കെ, അതൊന്നും വേണ്ട, തീം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ആരാ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക? യങ് സീകളുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്തൊക്കെയാണ് വേണ്ടത് മക്കളെ? ഒരു ഹെഡിങ് കൊടുക്കണം, നെയിം ഓഫ് ദ ക്യാരക്ടർ, ഓതറിൻ്റെ പേര്, ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുക, റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാരക്ടർ എഴുതുക, ഫിസിക്കൽ അപ്പിയറൻസ് പറയുന്നുണ്ടെങ്കിൽ അത് പറയാ, ക്യാരക്ടർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്, ക്യാരക്ടറിൻ്റെ മറ്റ് ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയാം. നെക്സ്റ്റ്, യുവർ പേഴ്സണൽ ഇംപ്രഷൻ, ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആ ക്യാരക്ടറിനോടുള്ള ഒരു ഇംപ്രഷൻ എന്തൊക്കെയാണ് അത് എഴുതുക. ക്രെഡിറ്റ് ടു ദ ഓതർ, ഓതറിനെ പറ്റിയിട്ട് പറയാം. ഓതർ അടിപൊളിയാണ്, ഓതർ ഇങ്ങനെയാണ്, ഓതർ അങ്ങനെയാണെന്നൊക്കെ വെറുതെ പറയാം. ഇനി മദർ സീകളുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് പെട്ടെന്ന് നോക്കാം. ദ മദർ സീഗൾ ഇസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓ ഫ്ലാഹർട്ടി. ഇന്ന ചാപ്റ്ററിലെ ഇന്ന ഓതറിന്റെ കഥയിലെ ക്യാരക്ടറാണ്. ഷീ അപ്പിയേഴ്സ് ടു ബി എ ടഫ് ബട്ട് മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. ഭയങ്കര ടഫായിട്ട് നമുക്ക് കാണും, നമ്മുടെ അമ്മയെ പോലെ ഇപ്പോൾ അല്ലെ, പഠിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷേ ഷീ ഈസ് വെരി മോട്ടിവേറ്റിംഗ്. ഓക്കെ, ഇനിയോ, ഇൻ റിയാലിറ്റി ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. ശരിക്കും പറഞ്ഞാൽ അവർ വളരെ ലവിങ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര കെയറിങ് ആണ്. ഓക്കെ, ഇനിയോ, ഷീ നോസ് ഹർ ചിൽഡ്രൻ ബെറ്റർ ദാൻ എനി അതർ പേഴ്സൺ. അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം ബാക്കിയുള്ള കുട്ടികളെ, ബാക്കി ആരെക്കാളും തൻ്റെ കുട്ടികളെ. ഓക്കെ, ഷീ റിയലൈസസ് ദാറ്റ് ഹർ ലിറ്റിൽ വൺസ് നീഡ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ ടു അച്ചീവ് ഹിസ് ഗോൾ ഓഫ് ഫ്ലൈയിങ്. പറക്കാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ അത്യാവശ്യമാണ്, നമുക്ക് കൃത്യമായിട്ടും അറിയാം. ഷീ ക്രിയേറ്റ്സ് എ ചലഞ്ച് സിറ്റുവേഷൻ ഫോർ ദ യങ് സീഗൾ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഷീ അപ്പിയേഴ്സ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹോൾസ് ഇൻ ദ എയർ. ആ എയറിൽ അങ്ങനെ നിന്നു. Maddened by hunger, the young seagull dives for the fish. ആ വാക്കുകളൊക്കെ നോർത്തി വെച്ചോട്ടോ. Maddened by hunger, വിശന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് the young seagull dive for the fish. ഫിഷിന് വേണ്ടിയിട്ട് ചാടി. ഓക്കെ, ഇനിയോ, the mother helps the young seagull to develop self confidence and become self reliant. അമ്മ സഹായിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, കോൺഫിഡൻ്റ് ആവാനും സെൽഫ് റിലയൻ്റ് ആവാനും കറേജസ് ആവാനും. പാരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ. ശരിയല്ലേ? ചിൽഡ്രൻ ലേൺ the lessons of life mostly from home. നമ്മൾ അധികവും എങ്ങനെയാണ് പഠിക്കുന്നത്? Children learn the lessons from mostly from the home. The mother seagull is the story is a role model for all the mothers എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ്, യങ് സീകളുടെ ജസ്റ്റ് ഒന്ന് നോക്കുക. The young seagull is a character in the story. അത് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഫ്ലൈറ്റ് ലിയാം ഓർ ഫ്ലാഹർട്ടി. He was left alone on the ledge. ലെഡ്ജിൽ ഒറ്റപ്പെട്ട് കിടക്കായിരുന്നു. He was afraid to fly. പറക്കാൻ പേടിയായിരുന്നു. He lacked confidence. കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. He thought his wings would never support him. അവന്റെ വിങ്സ് ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് അവൻ വിചാരിച്ചു. He was also afraid of the vast expanse of the sea. ആ വലിയ സീയുടെ, ആ ഒരു വലിയ കടലിന്റെ എന്താ പറയുക, എക്സ്പാൻസ് കണ്ടിട്ട് മൂപ്പരാകെ ബേജാറായിരുന്നു. His siblings flew to the other side. The young seagull was starving for a long time. കുറേ നേരം വിശന്നിരിക്കുന്നു. His parents tried to motivate him. അവൻ്റെ അച്ഛനമ്മമാർ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. His mother approached him with a piece of fish and halted in the air.
maddened by the hunger, നേരത്തെ പറഞ്ഞൊക്കെ തന്നെ കേട്ടോ. The young seagull dived for the fish that helped him to make his first flight, a journey of 1,000 miles. ഇത് ഓർത്തു വെച്ചോ, ഈ കോട്ടിങ് ഓർത്തു വെച്ചോ. എന്താണ്? A journey of 1,000 miles begins with a single step. A journey of 1,000 miles begins with a simple step. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൺകോഡ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കോൺകോഡ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. കോൺകോഡ് പറഞ്ഞാലേ ഒന്നുമില്ല, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്താ പറയുക, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്താ പറയുക കോൺകോഡ് എന്ന് പറയാ. എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് ആയി വരികയാണെങ്കിൽ നമ്മൾ ഇസോ വാസോ ആണ് ചേർക്കേണ്ടത്. ദേ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ആറോ വേറോ ആണ് ചേർക്കേണ്ടത്. ഇങ്ങനെ പറയില്ലേ, ഇതാണെന്ത് കോൺകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ എഡിറ്റിങ്ങിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, കോൺകോഡ് എന്താ ടോപ്പിക് എന്ന് മനസ്സിലാവാത്ത ചോദിച്ചാണെങ്കിൽ അത് മനസ്സിലാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ലൈവിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിച്ചോ, അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പാസേജ് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് എപ്പോഴും കാണാറ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് പാസേജ് വരാറ്. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ് she halted her legs hanging limb, her wings motionless, and a piece of fish on in her beak, almost within the reach of his beak. എന്ന് പറഞ്ഞൊരു പാസേജ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് who is the she referred to in the sentence? ഈ സെന്റൻസിൽ she ആരാണ്? she ആരാ? she മദർ സീഗളാണ്, അത് നമുക്കറിയാം. നെക്സ്റ്റ്, why did she remain in the air without giving a piece of fish to the young seagull? മീൻ കൊടുക്കാതെ അവിടെ തന്നെ നിന്നെന്തിനാ? യെസ്, ഷീ വാണ്ടഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ടു ഗെറ്റ് ദ ഫ്ലൈഷ്. പറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഡു യു തിങ്ക് ദാറ്റ് ദ മദർ വാസ് ക്രൂവൽ ടു ദ യങ് സീഗൾ? റൈറ്റ് എ പാരഗ്രാഫ് ഓൺ വൈ പാരന്റ്സ് സംടൈംസ് ബിഹേവ് സോ. ആർ ദേ റിയലി ക്രൂവൽ ടു ദ ചിൽഡ്രൻ? ശരിക്കും കുട്ടികളോട് ക്രൂരന്മാരാണോ അച്ഛനമ്മമാരെന്ന്? 2 or 3 മാർക്കിനാണെങ്കിൽ 2 മാർക്കിന് 2 സെന്റൻസ് എഴുതിയാൽ മതി. 3 മാർക്കിനാണെങ്കിൽ നിങ്ങളൊരു 3 അതിലധികമോ സെന്റൻസിലേക്ക് പോവുക. ഓക്കെ, ഇനി ടൈം മാനേജ്മെന്റ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈം മാനേജ്മെന്റ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം, ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ് എന്നൊക്കെ പറഞ്ഞൊരു പാരഗ്രാഫ്. ചോദ്യം നമ്പർ 1 മാത്രം പറയുന്നു, ഹൂ ഇസ് ദ ഹി ഇൻ ദ പാസേജ്? ആരാണ് ഹി? യങ് സീഗൾ അല്ലെ? ഹി യങ് സീഗൾ ആണ്. വാട്ട് ഇസ് ദ മൂഡ് ഓഫ് ദ സീഗൾസ് ഫാമിലി എക്സ്പ്രസ് ഇൻ ദ പാസേജ്? ദ ഹോൾ സീഗൾസ് ഫാമിലി ഈസ് എക്സ്ട്രീംലി ഹാപ്പി ആണ്. ലാസ്റ്റ്, ഡസ് യുവർ ഫാമിലി സപ്പോർട്ട് യു? ഉണ്ടെങ്കിൽ ഉണ്ട് തന്നെ, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തന്നെ കാരണങ്ങളാണെന്നൊക്കെ വെച്ച് കാച്ച. ഓക്കെ, നെക്സ്റ്റ് ഐ വിൽ ഫ്ലൈ ആണ് കേട്ടോ. ഓക്കെ, ഐ വിൽ ഫ്ലൈ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ഐ വിൽ ഫ്ലൈ എൻ്റെ പെട്ടെന്നൊരു സമ്മറി നമ്മൾ പറഞ്ഞു പോകും. ഐ വിൽ ഫ്ലൈ ഈസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ APJ അബ്ദുൽ കലാം. ഓർമ്മയിൽ നിൽക്കാനാട്ടോ ഇതൊക്കെ. എന്താണ് ഡെലിവേർഡ് ബൈ? ഒരു സ്പീച്ചാണ്, സ്റ്റോറി എന്നൊന്നും എഴുതി വെക്കരുത്. ഒരു സ്പീച്ചാണ് APJ അബ്ദുൽ കലാമിന്റെ. ഡോക്ടർ കലാം അഡ്വൈസസ് us to be confident, self reliant and unique. ഡോക്ടർ കലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? എടാ, നിങ്ങൾ കോൺഫിഡന്റ് ആവണം, സെൽഫ് റിലയന്റ് ആവണം, സ്വയം പര്യാപ്തരാവണം, യുണീക്ക് ആവണം. ഓക്കെ, പിന്നെ പറയുന്നു he believes that the ignited mind of the youth is the most important resource of the country. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ആണ്. ഓർത്തു വെക്കുക. He expresses his hope that today's youth need not fear about their future. ഇന്നത്തെ യൂത്ത് തലമുറയ്ക്ക് എന്തിന്റെ ആവശ്യമില്ല? ഭയത്തിന്റെ ആവശ്യമില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. ഓക്കെ, കാരണം എന്താ? He inaugurated a program called Shastrayan, which means the propagation of science. അദ്ദേഹം ഒരു വില്ലേജിൽ പോയിട്ട് ഒരു ഗവൺമെന്റ് പ്രോഗ്രാം, ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. The mission of the Shastrayan was the preparation of about 2,000 students from different schools to be engineers, doctors, scientists and managers. ഗ്രാമങ്ങളിലുള്ള നിർദ്ധരായിട്ടുള്ള 2000-ഓളം കുട്ടികളെ പല കുടുംബങ്ങളിൽ നിന്നും പല ഗ്രാമങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഒരു സ്കൂളിലാക്കി പഠിപ്പിക്കുക. അവരെന്താക്കാൻ വേണ്ടിയാണ്? വലിയ വലിയ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളും മാനേജേഴ്സും ഒക്കെ ആക്കാനായിരുന്നു അവരുടെ പദ്ധതി. ഇതാണ് ഗവൺമെന്റിന്റെ പദ്ധതി. ഓക്കെ, ആ പരിപാടിയാണ് ഇയാൾ എന്താ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി കലാംസ് ഇനോഗ്രൽ അഡ്രസ് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. കലാമിന്റെ ഉദ്ഘാടന പ്രസംഗം എന്തിനെ കുറിച്ചായിരുന്നു? യെസ്, സയൻസ് എംപവേഴ്സ് നേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മേലെയായിരുന്നു. A boy from the remote village asked a question to Dr. Kalam. ഡോക്ടർ കലാമിനോട് റിമോട്ട് വില്ലേജിൽ നിന്നുള്ള ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ആ ബോയിന്റെ കാര്യത്തിൽ ചോദിക്കാറുണ്ടോ? നോക്കിക്കോ. He wanted to become a marine engineer. ആ കുട്ടിക്ക് ആഗ്രഹം എന്തായിരുന്നു? ഒരു മെറൈൻ എഞ്ചിനീയർ ആവാനായിരുന്നു. He asked him how he could achieve his mission. അവൻ ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് ഈ ഒരു മിഷൻ സാധ്യമാവുക? Okay, the boy was nervous and did not have
ഇനഫ് കോൺഫിഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. കുട്ടിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, വെപ്രാളം ഉണ്ടായിരുന്നു, നെർവസ് ആയിരുന്നു. ഓക്കെ, ദ ഓഡിയൻസ് വാസ് ക്യൂരിയസ് ടു നോ വാട്ട് ദ റിപ്ലൈ വുഡ് കലാം ഗിവ് ടു ദിസ് യങ് ബോയ്. ഈ കുട്ടിക്ക് കലാം എന്ത് റിപ്ലൈ കൊടുക്കുമെന്ന് ആളുകൾക്ക്, സദസ്സിന് കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. കലാം അപ്രീഷിയേറ്റഡ് ദ ബോയ് ഫോർ ഹിസ് ക്വസ്റ്റ്യൻ ആൻഡ് റിസൈറ്റഡ് ദ പോം ഐ വിൽ ഫ്ലൈ. കലാം ആ കുട്ടീനെ അഭിനന്ദിച്ചു ആദ്യം, അടിപൊളി ചോദ്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു കവിത ചൊല്ലി. കവിതയുടെ പേര് ഐ വിൽ ഫ്ലൈ എന്നാണ്. എവ്രിബഡി ഈസ് ബോൺ വിത്ത് പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രേറ്റ്നെസ് എന്ന് അദ്ദേഹം പറയാണ്. എവ്രിബഡി ഈസ് ബോൺ വിത്ത് പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രേറ്റ്നെസ്. എല്ലാവരും ജനിക്കുന്നത് കഴിവുകളോട് കൂടിയിട്ടാണ്. ഓക്കെ, ശക്തിയോട് കൂടിയിട്ടാണ്. എവ്രി വൺ ഹാസ് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എല്ലാവർക്കും നല്ല ആശയങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. എവ്രിബഡി ഈസ് ബ്ലെസ്ഡ് വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. എല്ലാവർക്കും നല്ല നന്മയുണ്ട്, വിശ്വാസമുണ്ട് എല്ലാവരിലും. ബട്ട് ഇൻ അവർ സൊസൈറ്റി എവ്രിബഡി വാണ്ട്സ് അസ് ടു ബി ലൈക്ക് അതേഴ്സ്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും മറ്റുള്ളവരെ പോലെ ആവാനാണ് ആഗ്രഹിക്കുന്നത്. അതൊരു പോയിന്റാണ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാനുള്ളതാണ്. എന്താണ്? But in our society, everybody wants us to be like others. എല്ലാവരും പറയുന്നത് നിങ്ങൾ അതുപോലെ ആക്കൂ, അല്ലെ നിങ്ങൾ ഇതുപോലെ ഡ്രസ്സ് ധരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പേസ്റ്റ് ഉപയോഗിക്കൂ, നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലേ. എന്തിനാ? ഇതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം നമുക്ക്. ഓക്കെ, കലാം അഡ്വൈസ് ദ ബോയ് ടു ബി യുണീക്ക്. എന്നാൽ കലാം പറയാണ്, മോനെ നിങ്ങൾ യുണീക്ക് ആവണം. ഓക്കെ, മറ്റുള്ളവരെ പോലെ ആവല്ല വേണ്ടത്, എന്ത് ചെയ്യണം? യുണീക്ക് ആവണം. We need to fight the hardest battle until we attain our goal. നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പേ, നമ്മളെ ഗോൾ അറ്റൈൻ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഹാർഡസ്റ്റ് ബാറ്റിലാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഇന്നത്, അപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ CA കാരൻ എന്താവാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ സിവിൽ സർവൻ്റ് ആണോ ആഗ്രഹം, അത് എത്തുന്നത് വരെ ഭയങ്കര പണിയാണ്, ഭയങ്കര ടഫാണ്. അതുവരെ നിങ്ങളെ ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരിക്കും. കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നില്ലേ, എടാ കുറേ ആൾക്കാർ വേസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ എവിടെ എത്താതെ പോകുന്ന ആൾക്കാരാണ് അധികം ആൾക്കാരും. നിങ്ങൾ നോക്ക്, ടോപ്പേഴ്സിൽ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. ആ ടോപ്പേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. മനസ്സിലായി? നമ്മളെങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ചടപ്പിക്കാനും എന്തിനാ അതൊക്കെ പഠിച്ച് ഒരു കാര്യമില്ല എന്ന് പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്താ പറയുക, ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് തന്നിട്ട് നമ്മളെ പരീക്ഷയ്ക്ക് വട്ടം കറക്കിയ സുഹൃത്തൊന്നും ഉണ്ടാവില്ല. ശ്രമിക്കുക, മനസ്സിലാക്കുക, കൃത്യമായ ആളുകളെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പരീക്ഷാ പേപ്പർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടാവണം. ഈ ക്ലാസ്സിൽ എല്ലാവരും മറ്റേ ഉത്തരം എഴുതിയത് ഞാൻ മാത്രം അത് എഴുതാതിരിക്കേണ്ട, ഞാനും അതന്നെ എഴുതിക്കാളെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവേണ്ടത് നിങ്ങളിലാണ് വിശ്വാസം ഉണ്ടാവേണ്ടത്. ഓക്കെ, പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നതാണ്, എടാ ഇവരൊക്കെ ഇത് തെറ്റിച്ചോ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ആ തെറ്റിച്ച് എന്താ കാരണം എന്നറിയോ? ബാക്കി എല്ലാവരുടെയും ക്ലാസ്സിൽ എല്ലാവരുടെ ആൻസർ അതാണ്. അപ്പം ഞാനും എന്ത് എഴുതി? അതെഴുതി. ഇതാണ് അവന് പിന്നെ പറയാണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോയത്, നമുക്ക് ആദ്യം നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇത്ര ആളുടെ മോനാണ് ഞാൻ, അല്ലേ, ഇന്ന ഇത്രയും വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് എഴുതുക. ഓക്കെ, ഇനി ബാക്കി ഭാഗത്തേക്ക് വരാം. വില്ലേജ് ബോയിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഞാൻ അങ്ങനെ നിർബന്ധം പറയുന്നില്ല, വളരെ ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ്. വേണ്ടവർക്ക് ആ സ്ക്രീൻഷോട്ട് എടുക്കാം. ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, വായിച്ചു നോക്കിയാൽ മതി. പിന്നെ എപ്പോഴെങ്കിലും ബസ്സിൽ പോകില്ലേ, വീട്ടിലേക്ക് സ്കൂളിലേക്ക് പോകില്ലേ, ആ സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ അത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ബോയിൻ്റെ കുറേ സാധനങ്ങൾക്ക് അറിയാം. മെറൈൻ എഞ്ചിനീയർ ആകാൻ ആഗ്രഹം, കോൺഫിഡൻസ് ഇല്ല, നെർവസ് ആയിരുന്നു, സ്കൂളിലൊന്നും കിട്ടിയില്ല, സ്കൂളിലും എഡ്യൂക്കേഷൻ്റെ പോരായ്മകൾ, സാധനങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ ഇതിനകത്തുനിന്ന് ഒരു പാസേജ് എന്നൊരു ചോദ്യം. I thought of it and breaking the silence. I said, my dear friend, you have put me one of the most difficult question among the many questions that I have received from millions of students whom I have met. I value question or ചോദ്യം. Okay, passage എന്നിട്ട് ചോദ്യം number 1. What does it at the beginning of the passage refers to? വട്ടം കിടക്കുന്ന ചോദ്യം അല്ലേ. ആ ടെക്സ്റ്റ് വായിക്കാത്ത ഒരാളെ സമയത്തോളം അത് കിട്ടൂല. എന്താ ഇറ്റ്? എന്താണ് അവിടെ ഇറ്റ്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പാസേജ് റെഫേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ടു അബ്ദുൽ കലാം ബൈ ദ വില്ലേജ് ബോയ്. ആ കുട്ടി കലാമിനോട് ചോദിച്ച ചോദ്യമാണ് ഇറ്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അതറിയാത്ത ഒരാൾക്ക് കിട്ടുമോ? ഇറ്റ് ഇറ്റ് നമുക്ക് കിട്ടില്ല. ഇറ്റ് എന്താ അവിടെ? ആ കുട്ടി ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. വൈ ഡസ് ദ ഓഥർ സേ ദാറ്റ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയാത്ര ഈസി അല്ല. അത് നിങ്ങൾക്ക് എന്തും പറയട്ടോ, ഈസി അല്ല. അതുപോലെ തന്നെ ബോയ് പറയുന്നത് ഹി വാസ് എക്കോയിങ് ദ ക്വസ്റ്റ്യൻ ഓഫ് മെനി യൂത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒട്ടുമിക്ക യൂത്തിൻ്റെയും പ്രശ്നമാണ് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആ കുട്ടിയുടെ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാം, അങ്ങനെ പറയാം. ഇനി ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ആണ്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. സ്റ്റീഫൻ, അത് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഏതാണ്
ഓരോ മാർക്കിന് എത്ര എഴുതണമെന്ന് പറഞ്ഞിരുന്നു. പറയാം കേട്ടോ, പറയാം. എന്തൊക്കെയാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞത്? ഇപ്പം ഞാൻ കുറേ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പൊട്ടുമോ സാറോ? പൊട്ടുമെന്നോ? വലയ്ക്ക പൊട്ടേ? ആര് പൊട്ടാന്? എടാ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, എടാ ഇത് തോൽക്കാനാണ് പണി. ഇംഗ്ലീഷ് പഴയതുപോലെ ഒന്നല്ല, തോൽക്കാനാണ് പണി. 24 മാർക്ക് മതി നമുക്ക് ജയിക്കാൻ. ആ 24 മാർക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അയ്യേ, 24 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചാൽ കിട്ടും. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, കള്ളൻ എന്താ പറയുക, നെഗറ്റീവ്സ് അടിച്ചടിച്ചടിച്ചടിച്ച് പിന്നെ നമ്മൾക്ക് കുറേ ആൾക്കാർ പറഞ്ഞു തരാനുണ്ടാവും. ഇംഗ്ലീഷ് അങ്ങനെ, ഇംഗ്ലീഷ് ഇങ്ങനെ പൊട്ടും, അങ്ങനെ A+ നഷ്ടപ്പെടാറുണ്ട് കുറേ ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ. പൊട്ടുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സംഭവമേ വേണ്ട. ഓക്കെ, ഇനി നോക്കുക. സ്റ്റീഫൻ ഹോക്കിങ്സ് വാസ് ബോൺ ഓൺ, അതൊന്നും വേണ്ട. അയാൾ ഏത് വർഷം ജനിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അയാൾ ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ടിലാണ് ജനിച്ചതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ട്. ഹിസ് ഫാദർ വാസ് ഫ്രാങ്ക് ആൻഡ് ഹിസ് മദർ വാസ് ഇസബൽ. അച്ഛൻ്റെ പേര് ഫ്രാങ്ക് എന്നും അമ്മയുടെ പേര് ഇസബൽ എന്നുമാണ് കേട്ടോ. ഹിസ് ഏർലി സ്കൂളിംഗ് വാസ് സെന്റ് ആൽബൺ സ്കൂൾസിലാണ് മൂപ്പര് പഠിച്ചത്. ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഹി വാസ് എ സ്ലോ ലേണർ അറ്റ് ദ സ്കൂൾ. ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു അറ്റൻഡ് ദ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ചെറിയ പഠനത്തിൽ കുറച്ച് വൈകല്യമൊക്കെ ഉള്ള ആളായിരുന്നു. നമുക്ക് ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട ഏറ്റവും മിടുക്കനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ആര്? ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറഞ്ഞ ആളെന്നാണ് വെപ്പ് പറയുന്നത്. ഇയാളും ഐൻസ്റ്റീനും ഒക്കെ ആരായിരുന്നു? സ്ലോ ലേണേഴ്സ് ആയിരുന്നു. പഠിക്കാൻ കുറച്ച് മണ്ടന്മാരായിരുന്നു എന്നർത്ഥം ചെറിയ ക്ലാസ്സിലൊക്കെ. ഓക്കെ, മണ്ടന്മാരല്ല, സ്ലോ ലേണേഴ്സ് ആയിരുന്നു. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് അല്ലേ? ഇത്രയും എന്താ പറയുക, ടെക്നോളജിയിലൊക്കെ അറിവും വിജ്ഞാനം ഉള്ള നിങ്ങൾക്കാണ് ഇതൊന്നും അറിയാത്തത് അല്ലേ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. ശരി. ഇൻ 1959 ഹി ജോയിൻഡ് ഓക്സ്ഫോർഡ് ആൻഡ് സ്പെഷ്യലൈസ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. മൂപ്പര് സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റുകൾ എന്താണ്? മാത്തമാറ്റിക്സും ഫിസിക്സും ആണ്. ഹി ലൈക്ക്ഡ് ക്ലാസിക്കൽ മ്യൂസിക്, ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ് ആൻഡ് വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. മൂപ്പര് ക്ലാസിക്കൽ മ്യൂസിക്കിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭയങ്കര അറിവായിരുന്നു. അറിവിൽ ഞാൻ പറഞ്ഞില്ല, ടെക്കീസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. ഭയങ്കര അറിവ് അല്ലെ, മൊബൈലിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ അടിപൊളിയായിട്ട് കാറിനെ പറ്റിയൊക്കെ നന്നായി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതുപോലെ ഭയങ്കര വിറ്റായിരുന്നു അവന്. ഓക്കെ, വിറ്റ് ഒരു തമാശയല്ല. ഏത് വിറ്റ്? ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് അക്സെപ്റ്റഡ് ബൈ ഫ്രണ്ട്സ്. എല്ലാവരായാലും ഭയങ്കര സമ്മതനായിരുന്നു, ജനസമ്മതനായിരുന്നു. പിന്നെയോ then he went to Cambridge for his further studiesന് വേണ്ടിയിട്ട് മൂപ്പര് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. There he was contracted with a rare disease called amyotrophic lateral sclerosis. ആ പേര് ഓർമ്മയില്ലെങ്കിൽ ALS എന്ന് എഴുതിയാൽ മതി. ALS എന്ന് എഴുതിയാൽ മതി. അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നാണ് അസുഖത്തിന്റെ പേര്. മൂപ്പർക്ക് ആ ഒരു അസുഖം ഉണ്ടായി. മീറ്റിംഗ് ജെയിൻ വൈൽഡ്, ഭാര്യന്റെ പേര് ഓർത്ത് വെച്ചിട്ടോ, ജെയിൻ വൈൽഡ് ആണ് കേട്ടോ. ജെയിന് കച്ചറ ഉണ്ടാക്കിയാൽ വൈൽഡ് ആവും, അതാലോചിച്ചാൽ മതി. ജെയിന് കച്ചറ ഉണ്ടാക്കിയാൽ വൈൽഡ് ആവും. അപ്പോൾ ഈ ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ആള് ആരാണ്? വൈൽഡ് മറക്കരുത്. അവളുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനി എന്താ ടൈം മാനേജ്മെന്റ് പറയാം, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറയാം കേട്ടോ. ഇനി സെമിനാർ റിപ്പോർട്ട്. ഷീ സപ്പോർട്ടഡ് ഹിം ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അയാളുടെ ജീവിതത്തിൽ ഉടനീളം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? കട്ടക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ് അച്ചീവ്മെന്റ് ആസ് എ സയന്റിസ്റ്റ് വൺ ഹിം ദ ടൈറ്റിൽ സെക്കൻഡ് ഐൻസ്റ്റീൻ. മൂപ്പരുടെ ഈ ഒരു ടൈറ്റിൽ മൂപ്പരുടെ ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, സെക്കൻഡ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്, അത് അദ്ദേഹത്തിന് എന്താ പറയുക, ദ അച്ചീവ്മെന്റ് ഓഫ് എസ് എ സയന്റിസ്റ്റ് വൺ ഹിം. ഓക്കെ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് കാണുന്ന അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സെക്കൻഡ് ഐൻസ്റ്റീൻ എന്നൊരു പേര് കിട്ടിയത്. ഹി ലോസ്റ്റ് ഹിസ് കപ്പാസിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ആഫ്റ്റർ ദ ഓപ്പറേഷൻ ആൻഡ് ലേറ്റർ ഹി യൂസ്ഡ് എ പ്രോഗ്രാം കോൾഡ് ഇക്വലൈസർ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ ഒരു ടൂർ പോയ സമയത്ത് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഓപ്പറേഷൻ വേണം, ട്രക്കി എടുത്ത് മാറ്റണം. പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞാലും മൂപ്പർ എന്ത് ചെയ്യും? സംസാരിക്കില്ല, അല്ലെങ്കിൽ തട്ടിപ്പോകുമെന്ന് പറഞ്ഞു. ഭാര്യ മനസ്സോടെ ഓപ്പറേഷന് സമ്മതം കൊടുത്തു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു, സംസാരശേഷി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു? അദ്ദേഹം ഒരു ആ പ്രോഗ്രാമിന്റെ പേര് എന്താണ്? ഇക്വലൈസർ എന്നാണ്. ആ ഇക്വലൈസർ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഹിസ് ഫേമസ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. അത് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഏത് ബുക്കിന്റെ പേര്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അടിപൊളി കിടു ബുക്കാണ് കേട്ടോ. ഈ പാസ്ഡ് അവേ. മരിച്ച ഡേറ്റും ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. ക്ലിയർ ആണ്. ഇതിനകത്ത് നീ ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സാധാരണ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെന്ന് അറിയോ? ഒന്ന്, ഈ ഒരു ചാപ്റ്റർ ഇൻ്റർവ്യൂ ആണ്. ഈ ചാപ്റ്ററിനും എന്താണ് സാധാരണ ചോദിക്കാറ്? ഒരു പ്രൊഫൈൽ ചോദിക്കും. ഓക്കെ, സ്റ്റീഫൻ ഐൻസ്റ്റീൻ്റെ ഒരു പ്രൊഫൈൽ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ട് ആ ചോദ്യം തന്നെ ഇതിനകത്തുനിന്നും കണ്ടിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത്ര തന്നെയാണ്
ഇതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇയാൾക്ക് എന്ത് പറ്റി, ഇയാളങ്ങനെ, അതൊക്കെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ തൽക്കാലം ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇഫ് ആണ്. അതിന് മുമ്പ് ഞാൻ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടൊന്ന് പെട്ടെന്ന് ഓടിച്ച് പറയാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ടൈം മാനേജ്മെൻറ്റ് മക്കളെ, ഐ വുഡ് റാദർ ആൻഡ് V2 ആണോ മനസ്സിലാവില്ല സാർ. ബ്ലോഗ് ആൻഡ് ബ്ലബ്, ബ്ലോഗും ബ്ലബിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കണ്ടല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട എഴുതി വെക്കാം, എനിക്ക് മറന്നു. സെമിനാർ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ വേണം മക്കളെ. സെമിനാർ റിപ്പോർട്ട്, അതുപോലെ തന്നെ എന്താണ് ബ്ലബും ബ്ലോഗും ചോദിക്കുന്നുണ്ട്. അതുപോലെ ടൈം മാനേജ്മെൻറ്റ്. എടാ ടൈം മാനേജ്മെൻറ്റ് ഇല്ലേ, ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പറയാം ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മോഡൽ എക്സാം വരെ എഴുതിയിട്ടും നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല, 2.5 മണിക്കൂറിനുള്ളിൽ 2.25 മണിക്കൂറുണ്ട്, 2.5 മണിക്കൂറുള്ള പരീക്ഷ എഴുതി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളോട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും വലിയ പേപ്പർ, ഏറ്റവും വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ചോദ്യം ആദ്യം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ 2 ചോദ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് 16 മാർക്കാണ്. അപ്പോൾ അത് വൃത്തിയിൽ അറ്റൻഡ് ചെയ്യുക. അതിൽ എഴുതേണ്ട പ്രോവർബക്കങ്ങൾ ആദ്യം ഓർത്തു വെക്കുക. എന്തായാലും വരുന്നൊരു ചോദ്യമാണല്ലോ, നമ്മൾ ആൻഡ് ഗാന്ധി ഗെയിമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ഉണ്ടാവുന്നതാണ്, സാധാരണ ഉണ്ടാവാറുണ്ട്. ഈ നാളെ ഇല്ലെങ്കിൽ എന്നോടൊന്നും പറയരുത്, എന്താണ് മനസ്സിലായില്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശേഷം അത് അടിപൊളിയാക്കി അണ്ടർലൈനൊക്കെ ചെയ്ത് ഉഷാറാക്കി എഴുതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള രണ്ടാമത്തെ ചോദ്യമുണ്ട്, 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ആ ഒരു ഏരിയ അല്ലേ, 30 മാർക്കോളം വരുന്നൊരു ചോദ്യം തൊട്ട് മുമ്പിലുള്ള അത് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയാക്കി അറ്റൻഡ് ചെയ്യുക. ഒരു പേജ് 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 1 പേജോ 1.5 പേജ് എഴുതിക്കോ, 1 പേജോ 1.5 പേജ് എഴുതിക്കോ. അപ്പോൾ ഇതൊക്കെ എന്താ എഴുതണ്ടാവും സാറേ, അതിനുണ്ട് എന്തുണ്ട്, നമ്മൾ പാരഗ്രാഫാക്കി തിരിക്കുന്നതിനാണ്, ചെറിയ കുഞ്ഞു പാരഗ്രാഫാക്കി തിരിക്കുന്നതിനാണ്, മനസ്സിലായില്ലേ. അതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 15 മിനിറ്റ് നമ്മുടെ ഈ ടൈം മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 15 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. ആ ക്രൂഷ്യൽ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഞാനിവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ എസ്സേയിൽ ഞാൻ സരാങ് ഓഫ് റാണാഗഞ്ചി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുമ്പെയുള്ള 6 മാർക്കിൻ്റെ ചോദ്യത്തിലും സരാങ് ഓഫ് റാണാഗഞ്ചിൻ്റെ തന്നെ എടുക്കുക. ഓക്കെ, അങ്ങനെ 3 മാർക്കിൻ്റെ ഉണ്ടെങ്കിൽ അതും എടുക്കുക. എന്നാൽ അപ്പോൾ നമുക്ക് മൈൻഡ് ഇങ്ങനെ അതിലിങ്ങനെ റൺ ചെയ്യായിരിക്കും, മനസ്സിലായോ. നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി വേണമെങ്കിൽ എസ് ഒക്കെ എഴുതുമ്പോൾ സമയമില്ലാതെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തുനിന്ന് എടുത്ത് നോക്കി പോയിന്റ് അപ്പുറത്തെ കുട്ടീൻ്റെ അല്ല, നമ്മൾ തന്നെ എഴുതിയ പേപ്പർ ഉണ്ടല്ലോ അപ്പുറത്ത്, അതെടുത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കൊടുക്കാം, ഓരോ പാരഗ്രാഫ് ആക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് ഒക്കെ എഴുതുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ്, ഇരുന്ന് സമയം കളയരുത്, ഒരു നിമിഷം നമുക്ക് കളയാനില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ പോയിന്റ്സ് ആദ്യം തന്നെ 15 മിനിറ്റിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ആ ഓരോ പോയിന്റിന് നിങ്ങൾ ഓരോ പാരഗ്രാഫ് ആക്കി എഴുതി വെക്കുക, അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഓരോ പോയിന്റുകളെയും നമ്മൾ ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് മാറ്റുക. റെഡിയല്ലേ. ഒരു കാരണവശാലും ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമുള്ള ആൾക്കാർ ഈ നമ്മുടെ പോയറ്റിക് അപ്രീസിയേഷൻ ഉണ്ടല്ലോ, 8 മാർക്കിൻ്റെ പോയറ്റിക് അപ്രീസിയേഷൻ, അത് ലാസ്റ്റിലേക്ക് വെക്കരുത്, ഫസ്റ്റ് തന്നെ എഴുതിക്കളാം. കാരണം അത് നമ്മൾ മറക്കും, എഴുതാൻ സമയം ഉണ്ടാവില്ല, 8 മാർക്കും അങ്ങോട്ട് പോകും, മനസ്സിലായില്ലേ. 1 മാർക്കിൻ്റെ നിങ്ങൾ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി, അത് നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതാൻ പറ്റും. പേപ്പർ എപ്പോൾ തരം സാറേ എന്നുകൊണ്ട് നൂല് കെട്ടുന്നതിൻ്റെ ഇടയിൽ കൂടി അത് എഴുതാം, 1 മാർക്ക് കിട്ടും. പക്ഷേ 8 മാർക്കിന് നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല. അയ്യോ, ആ 8 മാർക്കിന് നമുക്ക് 1 മാർക്കായിരിക്കും കിട്ടുക. അപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, ഇതൊക്കെ തന്നെ ഉള്ളൂ, ഇതൊക്കെ മതി. ഓക്കെ, പിന്നെ എന്താ പറയുക, നോക്ക്, നിങ്ങൾ വാച്ച് കിട്ടിയിട്ടാണല്ലോ പോകുന്നത്, നോക്കുക. ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താ പറയുക, നിങ്ങളുടെ സമയം നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ഞാൻ ഇത്ര മണീൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, എസ് എ ക്വസ്റ്റ്യൻ തീർക്കും, ഇത്ര മണീൻ്റെ ഉള്ളിൽ ഞാൻ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തീർക്കും, ഇത്ര മണീൻ്റെ ഉള്ളിൽ ഞാൻ 1 വേർഡിലേക്ക് എത്തും എന്നൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കുക. ആദ്യം അത് നടക്കില്ല എന്നാണെങ്കിൽ ഒന്ന് കുറയ്ക്കുക, വലിപ്പം കുറയ്ക്കുക. ചില കുട്ടികൾ പേപ്പർ എഴുതുമ്പോഴേ ആദ്യത്തെ ഈ 5 മാർക്കിൻ്റെ ചോദ്യമൊക്കെ 2 പേജൊക്കെ എഴുതി വെക്കും, പിന്നെ അത് പേജ് കുറഞ്ഞ്. അപ്പോൾ അത് പാടില്ല, അത്യാവശ്യം എഴുതിയാൽ മതി, ഒരുപാട് എഴുതണ്ട, വലിച്ചു കിട്ടണ്ട. അറിയാത്തത് എഴുതാനും നിൽക്കണ്ട. എന്ന് വെച്ചാൽ പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും വാരി വലിച്ച് എഴുതാൻ നിൽക്കണ്ട. അടുത്ത സെമിനാർ റിപ്പോർട്ടാണ്. സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ ഒരു സെമിനാർ നടന്നിട്ടുണ്ട്. എന്ത് റിപ്പോർട്ട് എഴുതുന്ന പോലെ തന്നെയാണ് സെമിനാർ റിപ്പോർട്ട്. സെമിനാർ റിപ്പോർട്ട് എന്നെ ചോദിക്കണമെന്നില്ല, റിപ്പോർട്ട് എഴുതാൻ ഡയറക്റ്റ് ചോദിക്കും. ആദ്യത്തെ കാര്യം പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. നമ്മളെ സ്കൂളിൽ ഒരു സെമിനാർ നടന്നിട്ടുണ്ട്. ആ സെമിനാറിനെ കുറിച്ചിട്ട് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്, പ്രിൻസിപ്പളിന് കൊടുക്കുകയാണ്. എ സെമിനാർ വാസ് കണ്ടക്റ്റഡ് ഇൻ അവർ സ്കൂൾ ഓൺ ഡേറ്റ് എഴുതാ, ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം, ഓൺ ടോപ്പിക് എഴുതാ, അറ്റ് 2 AM മതി, ഫസ്റ്റ് സെന്റൻസ് ആയി. ആരൊക്കെ അതിൽ പങ്കെടുത്തു, എന്തായിരുന്നു അതിനകത്ത് ആദ്യം സംസാരിച്ച ആൾ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇപ്പോൾ വെൽക്കം സ്പീച്ച് ഇന്ന ആൾ പറഞ്ഞു, പ്രയർ ഇന്ന ആൾ പറഞ്ഞു, ശേഷം വെൽക്കം സ്പീച്ച് പറഞ്ഞു, വെൽക്കം സ്പീച്ചിന് ശേഷം ഇന്ന ആൾ വന്നിട്ട് പേപ്പർ പ്രസന്റ് ചെയ്തു, പേപ്പർ പ്രസന്റ് ചെയ്ത സമയത്ത് അയാൾ 2 പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് 2 പോയിന്റ് പറയാം. എന്നിട്ട് അങ്ങനെ 2-3 ആൾക്കാർ വന്നാൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ സ്കൂൾ ലീഡർ വന്നു, പറഞ്ഞു, കഴിഞ്ഞു. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലായതുണ്ട്. ഇതാണ് സെമിനാർ റിപ്പോർട്ട്, മനസ്സിലായില്ലേ. വാരി വലിച്ച് എഴുതാം, അങ്ങനെ പോയിന്റ് എപ്പോൾ തീരുന്നോ അപ്പം നിർത്താം. എന്ത് സെമിനാർ റിപ്പോർട്ട് പാസ്റ്റ് ടെൻസിൽ എഴുതണം. റെഡിയല്ലേ?
ഇനി ബ്ലേബും ബ്ലോഗും. ബ്ലേബ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടയിലുള്ള ആ പുസ്തകത്തെക്കുറിച്ച്, ആ ഓഥറിനെ കുറിച്ച്, പബ്ലിഷേഴ്സിനെ കുറിച്ച്, ആ കഥയെക്കുറിച്ചൊക്കെ ഉള്ള ചെറിയൊരു വിവരണമാണ് എന്താ നമ്മുടെ ബ്ലേബ് എന്ന് പറഞ്ഞാൽ. ബ്ലോഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ബ്ലോഗ്, നമ്മൾ ബ്ലോഗ് എഴുതൂലേ, ബ്ലോഗ് എഴുതില്ല. ഫേസ്ബുക്കിലൊക്കെ കുറിപ്പ് തയ്യാറാക്കില്ലേ, നമ്മൾ കുറിപ്പ് എഴുതൂലേ. ഇപ്പോൾ സിനിമയെ കുറിച്ചിട്ട്, മഞ്ഞുബൽ ബോയ്സിനെ പറ്റിയിട്ട് ഞാനൊരു ചെറിയ ബ്ലോഗ് എഴുതാണ്. ഇതാണോ ബ്ലോഗ്? അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഹെഡിങ് കൊടുക്കുക. ബ്ലോഗ് എഴുതുമ്പോഴേ ഒരു ഹെഡിങ് കൊടുക്കുക, മഞ്ഞുമൽ ബോയ്സ് എന്താണ്, മഞ്ഞുമൽ. ഓക്കെ, ബ്ലേബ് ചെയ്തോട്ടെ ഞാൻ. ഒരു പെട്ടിക്കകത്ത് ആദ്യം മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി, താഴെ അണ്ടർലൈൻ ചെയ്തു. ശേഷം ഇന്നത്തെ ഡേറ്റ് 4 മാർച്ച് എന്ന് എഴുതി, എൻ്റെ പേരും എഴുതി, ഷാജു, അണ്ടർലൈൻ ചെയ്തു. ഇനി ഞാൻ ആ സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അഭിപ്രായങ്ങൾ എഴുതാം. ഓക്കെ, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്ലോഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. റെഡിയല്ലേ? അപ്പം നിന്നോട് ചോദിച്ച 3 കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു വിചാരിക്കുന്നു. ഇനി ഞാൻ തിരിച്ചിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ബാക്കി കുട്ടികൾ ചോദിച്ചതിലേക്ക് വരട്ടെ. ഇഫ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇഫ് നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ആ ഫസ്റ്റ് യൂണിറ്റിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് ഇസ് എ മോട്ടിവേഷണൽ പോം, ഇഫ് ഇസ് എ മോട്ടിവേഷണൽ പോം ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. ആരെഴുതിയതാണ്? റുഡ്യാർഡ് കിപ്ലിംഗ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ലിയാം ഓഫ് ഫ്ലാർട്ടി ആണ്. രണ്ടാമത്തെ APJ അബ്ദുൽ കലാം, നിങ്ങൾ മറക്കൂല. മൂന്നാമത്തെ ആളുടെ പേര് റുഡ്യാർഡ് കിപ്ലിംഗ്. ഇഫ് എഴുതി. എന്താണ് അതിൽ പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ടു ബിക്കം എൻ ഐഡിയൽ സിറ്റിസൺ. ഒരു നല്ല ഐഡിയൽ സിറ്റിസൺ ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് പറയുന്നത്. ഓക്കെ, ഐഡിയൽ സിറ്റിസൺ എന്നുള്ളത് മാതൃകാ പുരുഷനാവണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലവനായ ഉണ്ണി ഇല്ലേ, നല്ലവനായ ഉണ്ണി ആവാൻ എന്ത് ചെയ്യണം? ഇതാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന മകന്. ദ poem is in the form of instructions given by a father to a child. കുട്ടിയോട് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു കഥ പോം എഴുതിയിട്ടുള്ളത്. വി നീഡ് ടു ഹാവ് സെൽഫ് കോൺഫിഡൻസ് ടു ഫേസ് ടഫ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. ആദ്യത്തെ പോയിന്റ് പിടിച്ചോ. നമുക്ക് ആദ്യം എന്ത് വേണം? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം, ആത്മവിശ്വാസം ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ട്? ടഫ് സിറ്റുവേഷൻസിന്, ലൈഫിലെ ടഫ് സിറ്റുവേഷൻസിനെ നേരിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെയോ വി നീഡ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ അവർ സെൽസ്. നമുക്ക് നമ്മളിൽ തന്നെ എന്തുണ്ടാവണം? ഒരു വിശ്വാസം ഉണ്ടാവണം. ഇനിയോ ഈവൺ ഇഫ് അതേഴ്സ് ഡു നോട്ട് ബിലീവ് us, മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കാത്ത സമയത്തും നമുക്ക് എന്തുണ്ടാവണം? നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. നെക്സ്റ്റ്, വി ഷുഡ് ബി പേഷ്യന്റ്. നമ്മളെ രോഗിയാവണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ എന്തായിരിക്കണം? നല്ല ക്ഷമയുള്ളവരായിരിക്കണം കേട്ടോ. വൈൽ ഡീലിംഗ് വിത്ത് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. പല ജാതി ആൾക്കാരാണ് കമന്റ് ബോക്സിൽ അല്ലേ. ഇവന്മാരുടെ ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ക്ഷമാശീലരായിട്ട് വേണം അല്ലേ, ക്ഷമാശീലരായിട്ട് വേണം. നമ്മൾ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നേരിടാനാണ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഹി ഷുഡ് ഹോൾഡ് ഓൺ ടു ട്രൂത്ത് വാട്ട് എവർ ബി. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, സത്യത്തെ മുറുകെ പിടിക്കണം എന്ന് അച്ഛൻ പറയുന്നു. ഇറ്റ് ഈസ് ഗുഡ് ടു ഡു സെൽഫ് ഇവാലുവേഷൻ. ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. വി ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ആക്ഷൻ റാദർ ദാൻ വേർഡ്സ്. വേർഡ്സിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? യെസ്, ജോബ് അപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ഷനാണ്. ഡ്രീം ബിഗ് ആൻഡ് ട്രൈ ടു അച്ചീവ്. വലിയ സ്വപ്നങ്ങൾ കാണുക, അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ബട്ട് വി ഷുഡ് നോട്ട് ബി സ്ലേവ്സ് ടു അവർ ഡ്രീംസ് ആൻഡ് തോട്ട്സ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് അടിമകളായി പോകരുത്, ഡ്രീംസിന് അടിമകളായി പോകരുത്. വി നീഡ് ടു ടേക്ക് സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ ദ സെയിം വേ. സക്സസിനെയും ഫെയിലിയേഴ്സിനെയും നമ്മൾ ഒരേപോലെ കാണണം. ബി ഇമോഷണലി ബാലൻസ്ഡ് പേഴ്സൺ. നല്ലൊരു ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ആളായിട്ട് നമ്മൾ മാറണം. പിന്നെ എന്താണ് ഗ്രാമർ പറയാം? മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ടൈം ആൻഡ് ഈച്ച് സെക്കൻഡ് ഈസ് പ്രഷ്യസ്. സമയത്തെ കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഓരോ സെക്കൻഡും നമുക്ക് എന്താണ്? വിലപ്പെട്ടതാണ്. ഇനിയോ വി ഷുഡ് ട്രീറ്റ് എവ്രി വൺ ഈക്വലി. എല്ലാവരെയും നമ്മൾ ഒരേപോലെ ഈക്വലി ട്രീറ്റ് ചെയ്യണം. എബവ് ഓൾ വി ഷുഡ് ഫർഗീവ് പീപ്പിൾ, ദെൻ വി വിൽ ബിക്കം ഗുഡ് ഹ്യൂമൻസ്. കഴിഞ്ഞു. ഈ പോയത്തിലെ പോയറ്റിക് ഡിവൈസസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. ഇഫ് യു ക്യാൻ ഫീൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് എന്ന് പറയുന്നത് മെറ്റഫറാണ്. ഈ ലൈൻസ് എന്നിട്ടും എന്താണ് പോയറ്റിക് ഡിവൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയണം അതെന്താണ്. യെസ്, അത് മെറ്റഫർ ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് യുവർ ഡ്രീം യുവർ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് റീലോഡ് ചെയ്യോ. പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത് ഓഫ് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ ദ നെയിംസ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. സിമ്പിൾ ആണ്. സിംബോളിസം എന്ന് പറയും. സോ അത്രയേ ഉള്ളൂ.
ഇനി ഇതിനകത്തുനിന്നും ഒരു ലൈൻസ് എന്നിട്ട് 2 വരി എന്നിട്ട് എലാബറേറ്റ് ദ മീനിങ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വരി ഏതാ നോക്കാം. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പറയാം, ആദ്യം നിങ്ങൾ ആ ലൈൻസ് എഴുതിയത് ഏത് പോയറ്റ് എന്നാണ്, ആരാണ് ആ പോയറ്റ് എന്ന് പറയാം. ഈ ദ പോം ഇഫ് ഇസ് റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. ഓക്കെ, ഇനിയോ ഇൻ ദ പോം ദ ഫാദർ ടോക്സ് ടു ഹിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എൻ ഐഡിയൽ സിറ്റിസൺ. ഒരു അച്ഛൻ മകനോട് പറയാണ് എങ്ങനെ ഒരു ഐഡിയൽ സിറ്റിസൺ ആവണം എന്നുള്ളതാണ് പോം. ഇനിയോ ദ പോയറ്റ് സേസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഡ്രീം. പോയറ്റ് പറയുന്നു നല്ലതാണ് മോനെ സ്വപ്നം കാണാൻ. ബട്ട് വി ഷുഡ് നോട്ട് ലെറ്റ് ഡ്രീംസ് ടു കൺട്രോൾ us. പക്ഷേ ഡ്രീംസ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് ഗുഡ് ടു തിങ്ക്. ചിന്തിച്ചോ, ചിന്തിക്കുന്നത് നല്ലതാണ്. ബട്ട് ദ തോട്ട് ഷുഡ് നോട്ട് ടേക്ക് us away from the real world. പക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മുടെ റിയൽ വേൾഡിൽ നിന്നും എടുത്ത് കൊണ്ടുപോകുന്നത് ആവരുത്. ഡ്രീംസ് ആൻഡ് തോട്ട്സ് ആർ എക്സാമ്പിൾസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. അതിനകത്ത് ആ തന്നിരിക്കുന്ന വരിക്കകത്ത് എന്തെങ്കിലും പേഴ്സോണിഫിക്കേഷനോ സിമിലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം, പറഞ്ഞു വെക്കണം. അപ്രീസിയേഷൻ വേണ്ടവർക്ക് അപ്രീസിയേഷൻ എവിടെ ഉണ്ട്, നിങ്ങൾക്ക് സ്ലൈഡ്സ് കിട്ടും. ഇനി സ്ലൈഡ് കിട്ടാൻ ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ക്രാഷോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ അങ്ങോട്ട് സൈഡിലേക്ക് മാറിക്കുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഗ്രാമർ. ഒരാളിനോട് ഗ്രാമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്രാമർ എന്നാ പിടിച്ചോ. ഇഫ് ക്ലോസ് ചോദിക്കാറുണ്ട്, എഡിറ്റിംഗിൽ ഇഫ് ക്ലോസ് വരാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഇഫ് ക്ലോസ് വരാറുണ്ട്. ഓക്കെ, നമുക്കിനി കോൺവെർസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ വരില്ല. എന്നാൽ ഇവിടെ എഡിറ്റിംഗിൽ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എവിടെയും വരും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും വരാറുണ്ട്. സോ ഇഫ് ക്ലോസ് ഒന്ന് പെട്ടെന്ന് പഠിച്ചു വെച്ചോ. ഇഫ് യു കം ടുമോറോ എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. 3 കണ്ടീഷൻസ് നമുക്ക് ഇഫ് ക്ലോസിൽ പഠിക്കാനുള്ളൂ. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ പ്രസന്റ് ടെൻസ് ആണ് തന്നിരിക്കുന്ന വെർബ് എങ്കിൽ, അല്ലെ തന്നിരിക്കുന്ന വെർബ് ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കുക. ആദ്യം തന്നിരിക്കുന്ന വെർബ് നോക്കുക. കമ്മാണ്. കം ഏതാ ടെൻസ്? പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് വില്ല് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ഷാല് ഉപയോഗിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു നോക്കാം. ഇഫ് യു കം ടുമോറോ, നീ നാളെ വരികയാണെങ്കിൽ ഐ വിൽ ഗിവ് യു സ്വീറ്റ്സ്, ഐ വിൽ ഗിവ് യു ബുക്സോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഇവിടെ വില്ലോ ക്യാനോ ഷാലോ മേയോ വന്നിക്കണോന്ന് മാത്രമേ എക്സാമിനർ നോക്കുള്ളൂ. അതാണ് നമ്മളെ മാർക്ക്. അടുത്തത് ഇഫ് യു കെയിം. അപ്പൊ കെയിം എന്നാണ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ മനസ്സിലാക്കാത്ത സെക്കൻഡ് കണ്ടീഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ പ്രസന്റ് ടെൻസ് ആയിരുന്നു, സെക്കൻഡ് കണ്ടീഷൻ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഐ വുഡ് അല്ലെങ്കിൽ ഐ കുഡ് അല്ലെങ്കിൽ ഐ മൈറ്റ് അല്ലെങ്കിൽ ഐ ഷുഡ് ഉപയോഗിക്കാം. ഓക്കെ, ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഗിവ് യു സ്വീറ്റ്സ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇപ്പുറത്തും പാസ്റ്റ് ടെൻസ്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് വുഡ്. അടുത്തത് ഹാഡ് കം. മൂന്നാമത്തെ കണ്ടീഷൻ വെർബിന്റെ മുമ്പിൽ ഹാഡ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് എന്താണ്. യെസ്, അത് എന്താണ് മക്കളെ? യെസ്, അത് മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഐ വുഡ് ഹാവ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കാം. മൈറ്റ് ഹാവ് നമ്മൾ ഉപയോഗിക്കാറില്ല. വുഡ് ഹാവ് ഗിവൺ എന്നാക്കണം വെർബിന്റെ മൂന്നാമത്തെ രൂപം. തേർഡ് കണ്ടീഷനിൽ മൂന്നാമത്തെ രൂപം. ഇവിടെയൊക്കെ ഗിവ് ആണ് കൊടുത്തത് അല്ലേ. ഇവിടെ മൂന്നാമത്തേതിൽ ഗിവൺ എന്നാണ് കൊടുക്കുന്നത്. യു സ്വീറ്റ്സ് എന്ന് എഴുതുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇഫ് ക്ലോസ് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അതിൻ്റെ മേലെ ഇനി തൂങ്ങി നിൽക്കുന്നില്ല. എഡിറ്റിംഗ് വേണമായിരുന്നു. എഡിറ്റിംഗ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു സ്ലൈഡ്, പക്ഷെ കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലാസ്റ്റ് ടൈമിൽ ഇന്നലെ കണ്ട ആൾക്കാർക്ക് അത് ബോറിംഗ് ആവുന്നുള്ളതുകൊണ്ടാണ് ആർട്ടിക്കിൾ പറയാമോ സാർ? പറയാലോ. ഓക്കെ, അതിന് കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ അവിടെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. യൂണിറ്റ് 3 ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 3 നിന്നും 14 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. യൂണിറ്റ് 1 നിന്നും 20 മാർക്കിന് ചോദ്യം വരികയാണെങ്കിൽ 14 മാർക്കിന് യൂണിറ്റ് എന്തിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സൺറൈസ് ഓൺ ദ ഹിൽസ് വേഗം ഒന്ന് നോക്കണം. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോം ഡെഡ് ദ ലെവലറാണ്. ഓ വേണ്ട കേട്ടോ, അത് കഴിയും, ഇത് കഴിഞ്ഞാൽ മാറും. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ് നമ്മുടെ ഡെഡ് ദ ലെവലർ. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണ് ഇത് ഈ പറയുന്ന. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാ? ഇഫ് ആണ് കേട്ടോ. ഓക്കെ, ദ പോം സൺറൈസ് ഓൺ ദ ഹിൽസ്. ഒന്നുമില്ല, പോയിട്ട് ഒരു കുന്നിന്റെ മേലെ കയറി നിൽക്കുകയാണ്. മൂപ്പര് സൺറൈസ് കാണാണ്. ഇത്രേ ഉള്ളൂ. സൺ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. സിമ്പിൾ പോം. ദ പോം സൺറൈസ് ഓൺ ദ ഹിൽസ് ഈസ് റിട്ടൺ ബൈ, ആരെഴുതിയതാണ്? ഇസ് റിട്ടൺ ബൈ HW ലോങ്ഫെല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ എനിക്കിത് എളുപ്പത്തിന് പറഞ്ഞു, ഹോംവർക്ക് ലോങ്ഫെല്ലോ അല്ലെ, ഹോംവർക്ക് ലോങ്ഫെല്ലോ. അത് ഓർത്ത് വെച്ചാൽ മതി. ഹോംവർക്ക് ലോങ്ഫെല്ലോ, HW ലോങ്ഫെല്ലോ ഡിസ്ക്രൈബ്സ് ദ ഗ്ലോറി ആൻഡ് ബ്യൂട്ടി ഓഫ് നേച്ചർ. മൂപ്പര് ഈ പ്രകൃതിയുടെ മനോഹാരിതയെ കുറിച്ചാണ് പറയുന്നത്. ദ പോയം കൺസിസ്റ്റ് ഓഫ് 3 സ്റ്റാൻസാസ് ഓഫ് വേരിയിങ് ലെങ്ത്. 3 സ്റ്റാൻസേ ഉള്ളൂ പോയത്തിനകത്ത്. അതിന് പല വലുപ്പത്തിലാണ് സ്റ്റാൻസാസ് ഉള്ളത്. ഓക്കെ, പിന്നെന്താണ്? സോഷ്യൽ മീഡിയാസ് എന്തൊക്കെയോ പറയുന്നുണ്ട്, കേൾക്കുന്നത് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്നാലും
The poem consists of 3 stanzas. The poet is delighted by the magnificent sight of the nature. പ്രകൃതിയുടെ മനോഹരമായുള്ള കാഴ്ച കണ്ടിട്ട് പോയറ്റ് ആകെ ഡിലൈറ്റഡ് ആണ്, ഹാപ്പി ആണ്. The poet is standing in the hill. പോയറ്റ് എവിടെ നിൽക്കുന്നത്? കുന്നിന്റെ മേലെ നിൽക്കുന്നത്. The poem starts with the sunrise amidst the hills. നമ്മളെ കൊടൈക്കനാലിലൊക്കെ നിൽക്കുമ്പോൾ കാണുന്ന ആ ഒരു സൂയിസൈഡ് പോയിന്റിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയില്ലേ, ഒരുപാട് കുന്നുകളുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സൺറൈസ് കാണാറുണ്ട്. ആ സൂയിസൈഡ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഒരുപാട് കുന്നുകൾ നമുക്ക് അവിടെ കാണാറുണ്ട്. അതുപോലെ the poem starts with the sunrise amidst means in the middle of കുന്നുകളുടെ നടുവിൽ നിന്നിട്ട് അദ്ദേഹം ഒരു വളരെ മനോഹരമായിട്ടുള്ള സൺറൈസ് കാണുകയാണ്. The poet observes the changes that occurs in nature when the sun rises. പോയിറ്റ് കാണുന്ന മറ്റൊരു കാഴ്ച, ആ സൺ റൈസ് ചെയ്യുന്ന സമയത്ത് ബാക്കി പ്രകൃതിയിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ. ദ സ്കൈ ഇസ് ഗ്ലോറിയസ് വിത്ത് ദ റേസ് ഓഫ് ദ റൈസിങ് സണ്ണിന്റെ ആ റേസ് ഏറ്റിട്ട്, ആ കിരണങ്ങൾ ഏറ്റിട്ട് ആകെ അടിപൊളിയായിട്ട് പ്രകാശപൂരിതമായി നിൽക്കുന്ന ആകാശം. ദ റൈസിങ് സൺ മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ഫെയ്ഡ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദ റൈസിങ് സണ്ണ് ഉദിച്ചുയരുന്ന സൂര്യന് മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ഫെയ്ഡ്. അതുവരെ മഹാന്മാരായി നിന്നിരുന്ന, അടിപൊളിയായി നിന്നിരുന്ന ക്ലൗഡിന്റെ ഗ്ലോറി ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അവരൊന്ന് ഡിമ്മായി പോയി. ഓക്കെ, അത് ഏതുപോലെ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ അവിടെ. യുദ്ധത്തിൽ പരാജയപ്പെട്ട പട്ടാളക്കാരന്റെ മുഖം ഉള്ളതുപോലെ എന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ പരാജയപ്പെട്ട പട്ടാളക്കാരന്റെ മുഖമുള്ളതുപോലെ എന്നാണ് പോയിട്ട് പറയുന്നത്. ദ സൺ ഇസ് കമ്പയർ ടു വാരിയർ. സണ്ണ് ഒരു വാരിയർ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സണ്ണിനെ ഒരു വാരിയർ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ദ വാലി റെസ്പോൺസ് ടു ദ റൈസിംഗ് സൺ ഇൻ ദ ലൈവ്ലി മാനർ. ഓക്കെ, the water that flows in the river get darkened by the shades of the forest. Then the ideas behind the poem is that the nature is the source of inspiration and cure. അതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം, the idea behind the poem. ഈ പോയത്തിന്റെ പിന്നിലുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നേച്ചർ ഇസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. പ്രകൃതി നമുക്കൊരു വലിയ പ്രചോദനമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നേരെ പ്രകൃതിയിലേക്ക് പോവുക. നിങ്ങൾക്ക് വല്ല വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എവിടേക്ക് പോവുക? പ്രകൃതിയിലേക്ക് പോവുക എന്നതാണ് പോയിട്ട് പറയുന്നത്. പ്ലീസ് അബൌട്ട് ദ ritual, sir. Please about the ritual. ഏത് ritual? ഇറ്റ് ക്യാൻ ഹീൽ ദ വൂണ്ട് ഓഫ് ദ ഹാർട്ട് ആൻഡ് മൈൻഡ്. നമ്മുടെ മനസ്സിൻ്റെയും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഒക്കെ മുറിവ് ഉണക്കാൻ അത് നല്ലതാണ്. ദ പോയം ഇസ് ഫുൾ ഓഫ് വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക് ഇമേജറി. ദെൻ ഒരുപാട് ഇമേജറി എന്നൊക്കെ തട്ടിവിടുക. ദ പോയം ഇസ് റിച്ച് ഇൻ ഇമേജറി ആൻഡ് മ്യൂസിക്കാലിറ്റി. ഓക്കെ, ഇനി അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ആണ്. സൺറൈസ് ഓൺ ദ ഹിൽസിൽ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. ഓക്കെ, ആ ലൈന് ഓർത്തു വെക്കുക. ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ്, ഫസ്റ്റ് ലൈൻ തന്നെയാണ്, മെറ്റഫർ ആണ്. നെക്സ്റ്റ്, ദ വുഡ്സ് ആർ ബ്രൈറ്റൻഡ് ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുന്നത് ഓക്സിമറോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുന്നതാണ് ഓക്സിമറോൺ കേട്ടോ. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ രണ്ട് വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് വെക്കുക. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൃദുലമായത്, ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, അതിനെ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ഏതുപോലെ നമ്മളിപ്പോൾ പറയില്ലേ ഭയങ്കര സൗന്ദര്യം എന്ന് പറയില്ലേ, ഈ ഭയങ്കര സൗന്ദര്യം എന്ന ഭയം ജനിപ്പിക്കുന്നതാണ് ഭയങ്കരം അല്ലേ. ഇനി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനെ കോൺട്രാസ്റ്റിംഗ് ആയ സാധനങ്ങളെ ഒരുമിച്ച് വെക്കുക, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മൾ ഓക്സിമറോൺ എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ്, ഫെയ്ഡിങ് ഗ്ലോറിയും ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. ലൈക്ക് ഓസ്റ്റ് ഇൻ ദ ബാറ്റിൽ എന്ന് പറയുന്നത് എന്താ, സിമിലിയാണ്. ഐ ഹേർഡ് ദ ഡിസ്റ്റന്റ് വാട്ടർ ഡാഷ് ഓണോമെറ്റോപ്പിയ. ഡാഷ് ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞാൽ ആ ശബ്ദത്തിന്, ആ വാക്കിന്, അതുണ്ടാക്കുന്ന മീനിങ്ങുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. ഓക്കെ, ടിംഗ്ലിംഗ് എന്നൊക്കെ പറയുന്നത് അതാണ് ഓണോമെറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ. ചോദിക്കൊന്നുമില്ല, ചോദിച്ചാൽ എഴുതിയാൽ മതി. മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ആർ ടയേർഡ്, ട്രബിൾഡ് ഇൻ ദ പ്രോബ്ലംസ്, നിങ്ങൾക്ക് വല്ലാത്ത ജീവിതത്തിൽ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടൂർ പോയിക്കോ എവിടേക്ക്, ആ കാട്ടിലേക്ക്. ആന എവിടേക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ എന്താണ്, നേച്ചറിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ക്യൂർ ഉണ്ടെന്നാണ് പോയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ച ചോദ്യങ്ങൾ. അപ്രീസിയേഷൻ ഉണ്ട്. അപ്രീസിയേഷൻ വേണ്ടവർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. അപ്രീസിയേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കണം തോന്നുന്നവർക്ക് ഒന്ന് വായിച്ചു നോക്കാം. അപ്രീസിയേഷൻ ഉണ്ട് ഈ ചാപ്റ്ററിൻ്റെ. ട്രിപ്പ് ഓഫ് ലീഹോർലയിലേക്ക് പോകുന്നു. ഓക്കെ, ലീഹോർലയിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി നമ്മുടെ ബാക്കി ഭാഗത്തേക്ക് വരാം. ദ ട്രിപ്പ് ഓഫ് ലീഹോർല ഈസ് അബൌട്ട് റൈഡിങ് എ ഹോട്ട് എയർ ബലൂൺ. ആ വീട് ഓർത്ത് നോക്കണം. നെക്സ്റ്റ്, ദിസ് ഇസ് എ ത്രില്ലിംഗ് ബലൂൺ ജേർണി ഫ്രം പാരീസ് ടു ബെൽജിയം. പാരീസിൽ നിന്നും ബെൽജിയത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഹോട്ട് എയർ ബലൂൺ, പാരീസ് ടു ബെൽജിയം. ഇറ്റ് ടെൽസ് ഹൗ ഇൻട്രസ്റ്റിംഗ് ദ എർത്ത് ലുക്സ് വെൻ വ്യൂഡ് ഫ്രം എ ഡിഫറെന്റ് ആംഗിൾ ഫ്രം എബവ് ദ എർത്ത്. ഭൂമിയുടെ it tells how interesting the earth looks when viewed from a different angle from above the earth. ഭൂമിയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുന്ന സമയത്ത് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് അത് കാണുന്നതെന്നാണ് അതിൽ പറയുന്നത്. There were 5 men in the balloon.
ക്യാപ്റ്റൻ ജോബിസ് വാസ് ദ ലീഡർ. 5 ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. എറ്റ്നിൻ ബിയർ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ മോപ്പസൻ എന്ന് പറഞ്ഞ നമ്മുടെ ഓദർ ഉണ്ട്, അതുപോലെ ജോവിയസ് ഉണ്ട്, അങ്ങനെ കുറെ 5 പേരുണ്ട്. അവരെല്ലാവരുടെയും പേര് ഓർമ്മയില്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്യാപ്റ്റൻ ജോബിസിന്റെ പേര് മറന്നു പോകാതിരിക്കുക. ഓക്കെ, ഇനിയോ ദെയർ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ലാവിലറ്റ് പാരീസ്. പാരീസിലെ ലാവിലറ്റ് എന്ന് പറഞ്ഞ ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് അവരുടെ യാത്ര തുടങ്ങുന്നത്. ദേ ക്യാരിഡ് ഫുഡ്, ബാരോമീറ്റർ, ബിറ്റ്സ് ഓഫ് പേപ്പർ ആൻഡ് ഓൾസോ സാൻഡ് ടു ബാലൻസ് ദ വെയിറ്റ്. എന്താ പറയുക, അവർ ബാരോമീറ്റർ, അതുപോലെ തന്നെ പേപ്പർ തുണ്ടുകൾ, അതുപോലെ തന്നെ മണൽ ഒക്കെ ആയിട്ടാണ് അവർ ഈ വണ്ടിയിൽ പോകുന്നത്. ഓക്കെ, മെനി പീപ്പിൾ ഗ്യാതേർഡ് ടു വിറ്റ്നസ് ദ ടേക്ക് ഓഫ് ദ ബലൂൺ. ബലൂണിൻ്റെ ടേക്ക് ഓഫ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, സാർ ഇതിൻ്റെ ടേക്ക് ഓഫ് ചോദിക്കാൻ ചോദ്യമുണ്ട്, അതുപോലെ തന്നെ ലോഞ്ച് ചെയ്യുന്നതും ചോദിക്കാൻ ചോദ്യമുണ്ട്. അപ്പോൾ ലോഞ്ച് എന്ന് പറഞ്ഞാലും ടേക്ക് ഓഫ് തന്നെയാണ് കേട്ടോ. ലോഞ്ച് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്നതല്ല, എന്താണ് മുകളിലേക്ക് പറന്നു പോകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയോ The air balloon was sometimes rising and sometimes descending. ഈ എയർ ബലൂൺ കുറച്ചൊക്കെ പൊങ്ങും, കുറച്ചൊക്കെ എന്ത് ചെയ്യും, താഴേക്ക് വരികയും ചെയ്യും. They watched the setting sun, rising moon and the rising sun. അവരെന്തൊക്കെ കണ്ടു, അന്ന് വൈകുന്നേരം അവർ പുറപ്പെട്ടിട്ട് സെറ്റിംഗ് സണ്ണ് കണ്ടു, പിന്നെ റൈസിങ് മൂൺ കണ്ടു, സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടു, അതുപോലെ തന്നെ അതെന്തും കണ്ടു, യെസ് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ടു, പിന്നെ സൂര്യൻ ഉദിക്കുന്നത് അതിരാവിലെ കണ്ടു. 3:15 ഒരു താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 3:15 ഒരു ഹെയ്സ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബെൽജിയം ബോർഡറിൽ കർഷകരുടെ പാടത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വെൻ ബാരോമീറ്റർ ഷോഡ് 2:3:5:0. ആ കണക്കൊന്ന് ഓർത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ എളുപ്പമാണ്. 2ന്റെ അടുത്ത ആള് 3, 2 3 കൂട്ടിയാൽ 5, 0 ഇട്ട് കൊടുക്കുക. അപ്പം എത്രയായി? യെസ്, എത്രയായി? 2350 മീറ്റർ. 2350 മീറ്റർ. ഈ കണക്ക കയ്യിൽ കണ്ടാണ്ടല്ലോ, പേപ്പറിൽ കണ്ടാണ്ടല്ലോ, ഒരു ഇംപ്രഷൻ വരാണ്ട്, അതിനാണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി 2350 മീറ്റർ ഹൈറ്റിലെത്തിയപ്പോൾ അവരുടെ യാത്ര താഴേക്കായി. ഓക്കെ, ഇനി എന്താ, ഫൈനലി ക്യാപ്റ്റൻ ജോബിസ് ഡയറക്റ്റഡ് ടു ഹാവ് എ ഫേവറബിൾ ലാൻഡിങ്. തൊട്ടടുത്ത കടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ കൊടുങ്കാറ്റ് അവർക്ക് പിന്നിലുണ്ട്, വരുന്നുണ്ട് എന്ന് പറഞ്ഞു, മനസ്സിലായി ക്യാപ്റ്റന്. ഓക്കെ, ഒരു മുഴക്കം കേട്ടപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും, എന്താ ഈ ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നുമില്ല, അത് അപ്പുറത്തെ കടലിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞു. പക്ഷേ അത് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഇത് കൊടുങ്കാറ്റിൻ്റെ ശബ്ദമാണ്. അത് പറയാതിരുന്നത് ക്യാപ്റ്റൻ ജോബിസ് എല്ലാവരും പാനിക് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പെട്ടെന്ന് ലാൻഡ് ചെയ്യണം. പാസഞ്ചേഴ്സ് എൻജോയ്ഡ് ദ വ്യൂസ് ഓഫ് പാരീസ് സിറ്റി. പാസഞ്ചേഴ്സ് എല്ലാവരും പാരീസ് സിറ്റിയുടെ എന്താ പറയുക, ഗൂഗിൾ മാപ്പ് ഇങ്ങനെ കണ്ടിട്ട് ആസ്വദിച്ചു. പാസഞ്ചേഴ്സ് താങ്ക്ഡ് ക്യാപ്റ്റൻ ജോബിസ് ഫോർ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആ വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്നതിന് എല്ലാവരും ക്യാപ്റ്റൻ ജോബിസിനോട് നന്ദി പറഞ്ഞു. ദ റീഡർ ഓൾമോസ്റ്റ് എക്സ്പീരിയൻസ് സെയിം തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് ദ ട്രാവലേഴ്സ്. വായനക്കാരനും ഇതുപോലെ തന്നെ ഒരു എസ്കേ പൊറ്റക്കാടിൻ്റെ എന്താ പറയുക നോവൽ വായിച്ചതുപോലെ, അല്ലെങ്കിൽ റസ്കിൻ ബോർഡിൻ്റെ നോവൽ വായിച്ചതുപോലെ, കഥ വായിച്ചതുപോലെ നമുക്ക് കൃത്യമായി നമ്മളവിടെ പോയി കണ്ടതുപോലെ തോന്നി. അപ്പോൾ ഈ റസ്കിൻ ബോണ്ട്, എസ്കേ പൊറ്റക്കാട് എന്നൊക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേർക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, റസ്കിൻ ബോണ്ട് യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കും എന്ത് ചെയ്തു, തോന്നി. ഓക്കെ, ഇനിയോ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ജേർണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഏറ്റവും മിക്കവാറും ചോദിച്ച് കാണാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ലൈവ് TV റിപ്പോർട്ടാണ്. ലൈവ് TV റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പെട്ടെന്ന് നോക്കുക. ബി ബ്രീഫ്, വളരെ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, വലിച്ചു നീട്ടണ്ട. പുട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഫസ്റ്റ്. ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുക. റൈറ്റ് ഗുഡ് ലീഡ്സ്, നല്ല ലീഡ്സ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിക്ക് ടു ദ ഷോർട്ട് സെൻറ്റൻസസ്, കുഞ്ഞു സെൻറ്റൻസുകൾ എഴുതുക. റൈറ്റ് ദ വേ പീപ്പിൾ ടോക്ക്, ആളുകൾ സംസാരിക്കുന്നത് പോലെ പറയുക. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഗാലറിയിലേക്ക് നോക്കൂ, ആരവങ്ങളാണ് അവിടെ കാണുന്നത് അല്ലേ, 10,000 ആളുകൾ എന്നൊക്കെ അങ്ങനെ പറയില്ലേ, അതെങ്ങനെ ഒരു ലീഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഷോർട്ട് സെൻറ്റൻസുകളൊക്കെ ശ്രമിക്കണം. ദെൻ യൂസ് സിമ്പിൾ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്ട് സെൻറ്റൻസ് എന്ന് വെച്ചാൽ പാസീവ് വോയിസിൽ എഴുതാതെ എല്ലാം ആക്റ്റീവ് വോയിസിൽ തന്നെ എഴുതുക. നെക്സ്റ്റ് കീപ്പ് ഇറ്റ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക. സ്റ്റിക്ക് ടു ഫാക്ട്സിനോട് ചേർന്ന് നിൽക്കുക. ഓക്കെ, ദെൻ പ്രീസി റൈറ്റിംഗ് പിന്നെയും ചോദിക്കുന്നത്. ഞാൻ എത്ര ആഴ്ചയായി പ്രീസി റൈറ്റിംഗ് പറയുന്നു. എടാ, വലിയ പാരഗ്രാഫ് വന്നിട്ട് കുഞ്ഞു പാരഗ്രാഫ് ആക്കുക. ആ പാരഗ്രാഫ് നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സത്ത് മാത്രം എടുത്ത് എഴുതുന്നതിനാണ് പ്രീസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഹെഡിങ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അതുള്ളൂ പ്രീസി റൈറ്റിംഗ് പിന്നെയും ചോദിക്കുന്നത്. യൂസ് പാസ്റ്റ് സിമ്പിൾ പ്രസൻറ്റൻസ് വൈൽ വെനെവർ പോസിബിൾ എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റൻസ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, ഇനി ഡ്രാഫ്റ്റ് ലൈവ് TV റിപ്പോർട്ട് റെഡിയാണോ? ഡ്രാഫ്റ്റ് ലൈവ് TV റിപ്പോർട്ട് എത്ര പേജ് എഴുതണം? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു ദ. അപ്പോൾ ആദ്യം തുടക്കത്തിൽ എന്ത് പറയാ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുള്ള മാർക്ക് കിട്ടി നമുക്ക്. ഓക്കെ, തുടക്കത്തിനുള്ള മാർക്ക് കിട്ടി. 8 മാർക്കിന് 2.5 പേജ് എഴുതണം.
2 പേജെങ്കിലും എഴുതണം. സമയത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ 2 പേജെങ്കിലും എഴുതണം. പേജ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ 1 പേജാണ്. ഓക്കെ, പുറകിൽ ഇതും കൂടെയാണ് 2 പേജ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഇവിടെ എഴുതാ പിന്നെ ഒരു പകുതിയും കൂടെ എഴുതാം. അപ്പോൾ അടിപൊളിയായി. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനുണ്ടാവും. Ladies and gentlemen, welcome to the gas work at Lavaletta. There are some 500 people, അല്ലെങ്കിൽ 300 people ആണ് correct കേട്ടോ. 300 people gathered here to watch the takeoff of Lihorla. 500 ഏതാ കുഴപ്പമൊന്നുമില്ല, ടി വിക്കാരാകുമ്പോൾ അങ്ങനെ പറയാം. The hot air balloon has been filled up and is swelling and wriggling like a huge worm. Now the passengers are getting in. The captain job is Lieutenant Mallet, Edmund Beer, Paul Besender and Maupassant order. Entering into the basket by one, they seem to be very enthusiastic. എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. The ladies are asked to keep off as there is a possibility of sand being thrown their heads. പെണ്ണുങ്ങളോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. തലയിൽ എന്ത് വീഴും? ഈ മണൽ വീഴാൻ സാധ്യത ഉണ്ട് ഒരു പോകുമ്പോൾ. The rope is cut. Lihorla is rising up like a bird. നോക്ക്, എല്ലാ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത് അല്ലേ. പിന്നെയോ all people are looking up. Their eyes move up and as the balloon soars up എന്ന് പറഞ്ഞാൽ പറക്കുന്ന സമയത്ത് they appalled with joy. എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് കൈയടിക്കുന്നുണ്ട്. Lihorla climbs above the city of Paris. Lihorla പാരീസ് സിറ്റിയുടെ മുകളിലെത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് സ്ലോലി ഡിസപ്പിയറിംഗ്. അത് പതുക്കെ മാഞ്ഞിരിക്കുന്നു. ഇപ്പൊ അത് കാണാനില്ല. ലെറ്റ് us wish the passengers good luck and safe landing. Together with photographer Ajit, I am Anisha Prabhakar, Asianet News എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കതിനെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി ഇതാ അതിനകത്തും 2022 ചോദിച്ചിട്ടുള്ള ചോദ്യം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് വേണം, അതുപോലെ തന്നെ പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം അല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ ഹെഡിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഒരു മോഡൽ നോക്കിക്കോ. ഇങ്ങനെ നമ്മൾ ഒരു പെട്ടി വരയ്ക്കുന്നു, അതിലൊരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കുക. ശേഷം ഇപ്പുറത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ഒരു അടിയിൽ ഒരു വര വരയ്ക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ് എഴുതുക. എന്താ ഡേറ്റ്? ഇന്നിപ്പോൾ 4 അല്ലേ, 4 മാർച്ച് MAR 2024 എന്ന് എഴുതാം. താഴെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് എഴുതാം. ഓക്കെ, പ്ലേസ് ഇതൊരു രീതി കേട്ടോ. നമ്മൾ 2 കുത്തിടുക. എന്നിട്ട് ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൈറ്റിലിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കണം, ഹെഡിങ്ങിൻ്റെ ഒരു വിശദീകരണം കൊടുക്കുന്നത്. 1-2 സെൻറ്റൻസിനുള്ളിൽ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കണം. ഓക്കെ, ശേഷം ഒരു ഇൻവേർട്ടഡ് പിരമിഡ് പോലെ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവസാനത്തിലേക്ക് കൊണ്ടുവരിക. എത്ര ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു, ആൾക്കാർ പേരൊക്കെ ലാസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇത്രയും മതി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, പിന്നെയും ചോദിച്ചിട്ടുണ്ട് എന്തെന്നെയാണ്? ഓക്കെ, ഡ്രാഫ്റ്റ് ലൈവ് കമൻട്രി തന്നെ പിന്നെയും 2019 ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അത്രയാണ് ആ ചാപ്റ്റർ. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ യൂണിറ്റിൽ എന്ന് വെച്ചാൽ 4ാമത്തെ യൂണിറ്റ് തോന്നുന്നു. 4ാമത്തെ യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദ സീക്രട്ട് ടൈറ്റിൽസ് ഓഫ് കണ്ടാവ്. അപ്പോൾ അതാണ് ആ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ഒരു ഫോമിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ആർട്ടിക്കിൾ എങ്ങനെ എഴുതാം ചോദിക്കുന്നുണ്ട്. ഓക്കെ, സർ ക്ലാസ് ഏകദേശം എപ്പോഴാണ് തീരുക? എൻ്റെ എന്താ പറയുക, ഞാൻ തളർന്ന് ഇവിടെ വീഴുന്നവരെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ കഴിഞ്ഞാൽ JD വരും. ഓക്കെ, JD വന്നിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് JDക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ദിവസമല്ലേ, നാളെ രാവിലെ ഒരു മോർണിംഗ് ബൂസ്റ്റർ അല്ലേ, അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ അടുത്ത വർഷം നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. എനിക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? നല്ല മാർക്ക് കിട്ടണം. അപ്പോൾ അതുപോലെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദ സീക്രട്ട് ടൈറ്റിൽസ് ഓഫ് കണ്ടാവ് ഡിസ്ക്രൈബ്സ് എ ട്രാവൽ എക്സ്പീരിയൻസ്. സീക്രട്ട് ടൈറ്റിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവ്. കണ്ടാവ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ് സംഭവം നടക്കുന്നത്. കണ്ടാവ് പേര് പറയരുത്, കണ്ടാവ്. ഓക്കെ, കടവ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഇറ്റ് ബ്യൂട്ടിഫുള്ളി നറേറ്റ്സ് എ സ്ട്രേഞ്ച് റിച്വൽ ഓഫ് ടേർട്ടിൽ കോളിംഗ്. ടേർട്ടിൽ കോളിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ച് റിച്വൽ, നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു റിച്വലിനെയാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, ആചാരത്തെയാണ് കാണിക്കുന്നത്. വി ആർ ടേക്കൺ ടു ദ വില്ലേജ് ഓഫ് നമുവാന. നമ്മളെല്ലാവരും എവിടേക്ക് പോവാണ്? നമുവാന എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്ക് പോവാണ്. ഓൺലി ദ മെയ്ഡൻസ് വിയറിംഗ് ബ്ലാക്ക് ഡ്രസ് പെർഫോം ദ റിച്വൽ. ഓക്കെ, പ്രേമത്തിലെ പോലെ, പ്രേമം എന്ന് പറയുന്ന സിനിമയിലേതുപോലെ കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ചെക്കന്മാരല്ല, താടി വെച്ച ചെക്കന്മാരല്ല, മറിച്ച് ആരാണ് അവിടെ? യെസ്, അവിടെ
കുറച്ച് കന്യകമാരാണ്. അവിടെയുള്ള സുന്ദരിമണികളായിട്ടുള്ള കന്യകമാരാണ് ഈ പറയുന്ന എവിടെ നിൽക്കുന്നത്, യെസ്, ഈ കടൽ തീരത്ത് വന്നിട്ട് പാട്ട് പാടുന്നത്. ഓക്കെ, പാട്ട് പാടുന്നു. ദേ ഗ്യാദർ ഓൺ ദ ബീച്ച് ആൻഡ് സിംഗ് ദ സ്ട്രേഞ്ച് ചാൻഡ്. അവർ സ്ട്രേഞ്ച് ചാൻഡ് അവർ പാട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ആ പാടുന്ന സമയത്ത് ദേ ഗ്യാദർ ഓൺ ദ ബീച്ച് ആൻഡ് സിംഗ് എ സ്ട്രേഞ്ച് ചാൻഡ്. ജയന്റ് ടർട്ടിൽസ് വുഡ് റൈസ് ടു ദ സർഫസ് ഹിയറിംഗ് ദ സോങ്. ഓക്കെ, ആ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ജയന്റ് ടേർട്ടിൽസ് വരും. എന്ത് കാണാന്? ഈ പരിപാടി കാണാന്. If men from the neighboring village of are present, the turtles won't rise up. തൊട്ടടുത്തുള്ള അയൽപക്കത്തുള്ള ആണുങ്ങൾ, നബു കേളുവ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആളുകൾ അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ ടേർട്ടിൽസ് വരൂല. There is a legend behind the ritual of turtle calling. ടേർട്ടിൽ കോളിങ്ങിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. One day the wife and the daughter of the chief of Namuana, Tinaikabaga and Rowdiles went fishing. ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ടിനൈക്കബാഗയും അവളുടെ മകളായിട്ടുള്ള റൗഡിലസും, ഇവർ രണ്ടുപേരും ചീഫിന്റെ ഭാര്യ മക്കളാണ്. ചീഫ്, നമുവാനയുടെ ചീഫ്, മൂപ്പൻ എന്ന് പറയില്ല നമ്മൾ, നമുവാനയുടെ മൂപ്പന്റെ മകളും ഭാര്യയും ഫിഷിങ്ങിന് വേണ്ടിയിട്ട് കടലിൽ പോയ സമയത്ത് അവർക്ക് വരെ രക്ഷയില്ല. നോക്കണം കാലത്തിന്റെ ഒരു പോക്കെ. സം ഫിഷർമെൻ ഫ്രം നബു കേലുവ വില്ലേജ് came in the canoe and caught them. നബു കേളുവ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ആ മൗണ്ടന്റെ തൊട്ടപ്പുറത്തുള്ള വില്ലേജിലെ ഫിഷർമാന് ആ വഴി വന്നു. ഇവന്മാരെന്ത് ചെയ്തു? ഇവരെ തട്ടിക്കൊണ്ടുപോയി. They did not listen to the request of the two women to set them free. അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്ലിയാസ് ഒന്നും അവർ കേട്ടില്ല. ഓക്കെ, അവരുടെ പ്ലിയാസ് ഒന്നും അവർ കേട്ടില്ല. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? ജോബ് അപ്ലിക്കേഷനോട് ചോദിക്കണ്ടല്ലേ, പറയട്ടോ. The sea gods were angry. They sent a huge storm and tossed the cannon. സീ ഗോഡ്സിന് ദേഷ്യം വന്നു. അവർ വലിയ എന്താ പറയുക സ്റ്റോം കൊണ്ടുവന്നു, രണ്ടുപേരെയും തള്ളി മറിച്ചിട്ടു. അവർ രണ്ടുപേരും ടേർട്ടിൽസ് ആയിട്ട് മാറി. The men threw the two women into the sea and the women changed into turtles. അവരെ കടലിലേക്ക് ഇട്ടു. ആ ടേർട്ടിൽസ് ആയ സമയത്ത് അവരെ കടലിലേക്ക് ഇട്ടു. The men ran away with fright. അവർ പേടിച്ച് ഓടി. The people of Namuana believes that Tinaikabaga and Rowdiles live on the bay as the two turtles. ആളുകളുടെ വിശ്വാസം ടിനൈക്കബാഗയും റൗഡിലസും അവിടെ ആ ബേയിൽ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ മക്കളും പരമ്പരയായിട്ട് അവരെ തന്നെ താമസിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ മെമ്മറി ഓഫ് ദ ടു വിമൻ ദാറ്റ് മെയ്ഡൻസ് പെർഫോം ദ സ്ട്രേഞ്ച് റിച്വൽ. ഈ റിച്വൽ അവർ നടത്തുന്നത് ഈ രണ്ട് സ്ത്രീകളുടെയും ഓർമ്മയ്ക്കാണ്. ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറഞ്ഞാൽ ട്രാവലർ ഇസ് എ ഐ ഓപ്പണർ ആൻഡ് ഇറ്റ് റിഫ്രഷസ് അവർ ലൈഫ്. ലെജൻഡ്സ് ആൻഡ് റിച്വൽസ് ഇൻക്രീസ് ദ ബ്യൂട്ടി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. ഓക്കെ, ഇനി ഇവിടെ നിന്നും നമുക്കൊരു എന്ത് വരാറുണ്ട്? ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ലൈവ് TV റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നേരെ അതിൻ്റെ എന്ത് ചെയ്താൽ മതി? ഈ ചാപ്റ്ററുമായിട്ട് അതിനെ കണക്ട് ചെയ്താൽ മതി. ആർക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്താണെന്നറിയോ, നിങ്ങളൊരാൾ ചോദിക്കുന്നുണ്ട് ഈ സെമിനാർ റിപ്പോർട്ട് ഫോർമാറ്റ് കിട്ടുമോ? സെമിനാർ റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് അത്രേ ഉള്ളൂ മോനെ. ഫോർമാറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ ആവശ്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയാൽ പോരെ. ഇന്ന സമയത്ത് തന്നെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ജോബ് അപ്ലിക്കേഷനെ ഞാൻ പറഞ്ഞുതരാം. ജോബ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ജോബ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലേ എന്താണ്, നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വരും. ആ അഡ്വർടൈസ്മെൻറ്റിലേക്ക് നമ്മൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. അപ്പോൾ ഫോർമാറ്റ്, ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഫ്രം അഡ്രസ്സ് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, ടു അഡ്രസ്സ് എഴുതുന്നു, താഴെ നമ്മളെ എന്താ റെസ്പെക്റ്റഡ് സാർ, താഴെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണോ ജോബ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബോധ പോസ്റ്റ് ഓഫ് ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുക. ശേഷം നമ്മൾ ആ വിത്ത് റെഫറൻസ് പറയണം. വിത്ത് റെഫറൻസ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് യുവർ എസ്റ്റീംഡ് ഡെയിലി അല്ലെങ്കിൽ ഓഫ് ദ ഡെയിലി, ആ ഡെയിലി എസ്റ്റീം ഡെയിലി എന്ന് പറഞ്ഞാൽ ഓഫ് ദ ഡെയിലി ഹിന്ദു അല്ലെങ്കിൽ മലയാള മനോരമ, എന്താണ് ഡേറ്റഡ്, ആ ഡേറ്റും പറയാം. എന്നിട്ട് നമ്മൾ കാര്യം പറയാം, ഇന്ന ആപ്ലിക്കേഷനിലേക്കാണ് ഞാൻ അയക്കുന്നത്. ഓക്കെ, അതിന് ഞാൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ കൺസെൻറ്റ് ആദ്യം പറയണം, എന്ന് വെച്ചാൽ എനിക്ക് താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം പറയണം. ശേഷം എൻ്റെ അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെയാണെന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ റെസ്യൂം താഴെ ഉണ്ടെന്ന് പറയാം. ശേഷം എന്നെ അതിലേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷയും കൊടുക്കുക. താഴെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, താഴെ SD സിഗ്നേച്ചർ, സിഗ്നേച്ചർ, താഴെ നെയിമും പറയാം. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, താഴെ റെസ്യൂം എഴുതുക. റെസ്യൂമിൽ എന്തൊക്കെ വരണം? നമ്മുടെ ബയോഡാറ്റ ആണല്ലോ റെസ്യൂം എന്ന് പറയുന്നത്. നമ്മുടെ അഡ്രസ്സ് വരണം, നമ്മുടെ പേര് വരണം, നമ്മുടെ അഡ്രസ്സ് വരണം, ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ എന്ന് എഴുതരുത്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID, ദെൻ നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, അതുപോലെ ഇൻട്രസ്റ്റുകൾ, ലാംഗ്വേജ് നോണ്, ഓക്കെ, അറിയുന്ന ഭാഷകൾ. ശേഷം താഴെ നമ്മുടെ ഒരു അക്നോളജ്മെൻറ്റും, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ്, ഞാൻ ഇവിടെ കൊണ്ട് സത്യം ചെയ്യുന്നു, എന്താ, ദാറ്റ് ഓൾ ദ എബവ് മെൻഷൻഡ് ഇൻഫർമേഷൻ ആർ ട്രൂ ആൻഡ് വെൽ ടു ദ നോളജ് ഓഫ് മൈൻഡ്, എൻ്റെ അറിവോട് കൂടിയിട്ടാണ്, കറക്റ്റ് ആണതെന്ന് പറഞ്ഞിട്ട് ഒരു താഴെ ഒപ്പും പേരും പറഞ്ഞാൽ എന്ത് കഴിഞ്ഞു? റെസ്യൂമും കഴിഞ്ഞു. റെഡി അല്ലേ? റെസ്യൂം റെഡി അല്ലേ? ഓക്കെ,
ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. സ്ലീപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയമാണ്. സ്ലീപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയമാണ്. സ്ലീപ്പ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരാ, കാരണം സ്ലീപ്പിൻ്റെ അകത്തുനിന്നും പോയറ്റിക് ലൈൻസ് എന്നിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഞാനൊന്ന് പറയുന്നു. യെസ്, പെട്ടെന്ന് കേൾക്കാം. നമുക്ക് സ്ലീപ്പ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. നോക്കിക്കോ. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലെഷർലി പാസ് ബൈ. പോയിറ്റ് ഉറങ്ങാൻ കിടക്കാണ്. ആര്? വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഗ്രേറ്റ് റൊമാൻറ്റിക് പോയറ്റ്, ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ഗ്രേറ്റ് റൊമാൻറ്റിക് പോയറ്റ്. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുക, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. വലിയ കവിയൊക്കെ ആയിക്കോട്ടെ, ഉറങ്ങാൻ പറ്റില്ല. നമ്മളെ മൈക്കിൾ ജാക്സൺ ആ പ്രശ്നമായിരുന്നല്ലോ. മൈക്കിൾ ജാക്സൺ മരിച്ചല്ലോ അല്ലേ? മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഉറക്കം കിട്ടുന്നില്ല. ഉറങ്ങാൻ പറ്റിയിട്ട് ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതിൻ്റെ ഡോസേജ് കൂടിയിട്ട് തട്ടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹമാണ്, പരീക്ഷാ സമയത്തല്ല എന്ന് മാത്രം. ഓക്കെ, പരീക്ഷാ സമയത്ത് നമുക്ക് ഉറക്കം വരുന്നത് നമ്മൾ ടയർഡായിട്ടാണ്. നമ്മളിങ്ങനെ പഠിക്കല്ലേ. പഠിക്കാന്ന് പറഞ്ഞാൽ ഈ കല്ല് കയറ്റുന്ന പോലെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. മെൻ്റലി നമ്മൾ ഭയങ്കര ടയർഡാവും. ഓക്കെ, അപ്പോൾ ഏതായാലും അതുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നത് നിങ്ങൾ കുറവല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇച്ചിരി ഉറങ്ങാൻ നിൽക്കണ്ട. എന്താ ചെയ്യുക, അതിനുള്ള ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളൊക്കെ നോക്കുക. കട്ടൻ ചായയൊക്കെ നല്ലതാണ്. ഓക്കെ, നമ്മൾ ഇടയ്ക്കൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പോകും. ഏതായാലും ദ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലെഷർലി പാസ് ബൈ, ആട്ടിൻ പറ്റങ്ങളുടെ കൂട്ടം. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന വേർഡ്സ്വർത്തിന് ഉറക്കം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ മൈൻഡിലൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചിന്തകൾ എന്തൊക്കെയാ? പ്രകൃതിയുടെ ചിന്തകളാ. ആ പ്രകൃതി എന്തൊക്കെ ചിന്തകളാ? ദ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ആട്ടിൻ പറ്റങ്ങൾ, ലെഷർലി വളരെ എന്താ പറയുക, സ്കൂളായിട്ട് ഹാപ്പിലി അവരിങ്ങനെ പോകുന്നു. വൺ ആഫ്റ്റർ വൺ, ഒന്നിനു പുറകെ ഒന്നായി. മറ്റൊന്ന് ദ സൗണ്ട് ഓഫ് ദ റെയിൻ, മഴയുടെ ശബ്ദം. പിന്നെയോ ആൻഡ് ബീസ്, തേനീച്ചകളുടെ ശബ്ദം. മർമറിങ് അല്ലേ, ബീസിന്റെ മർമറിങ് എന്ന് പറഞ്ഞാൽ തേനീച്ചന്റെ മൂളക്കം അല്ലേ അത്. ദ ഫോൾ ഓഫ് റിവേഴ്സ് എന്നാ ഫോൾ ഓഫ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം, അതാണ് ഫോൾ ഓഫ് റിവേഴ്സ് കേട്ടോ. വിൻസ്, കാറ്റ്. ആൻഡ് സീസ്, സ്മൂത്ത് ഫീൽഡ്സ്, നല്ല നേർത്തതായ വയലുകൾ. വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ ബോഡീസ്, അതാണ് വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ. ആൻഡ് പ്യൂർ സ്കൈ, നല്ല തെളിഞ്ഞ ആകാശം. നോക്ക്, എന്താണ് ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ? ഇദ്ദേഹത്തിന്റെ ചിന്തകളാണ്. ഈ ചിന്തകൾ തോട്ട്സ് ആണ്, വേർഡ്സ്വർത്തിന്റെ തോട്ട്സ് ആണ്. മൈൻഡിലൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോകുന്ന ചിന്തകളാണ്. ഓക്കെ, ഈ ചിന്തകളെ എന്തൊക്കെയാണ് അതിനകത്ത്? അത് ഇമേജസ് ആണ്. അതിൽ വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട് ഇല്ലേ? വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് കൊണ്ട് നടന്നിരിക്കല്ലേ ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാൻസ. യെസ്, സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരാം. ഐ ഹാവ് തോട്ട് ഓൾ ബൈ ടേൺസ്, ഒന്നിനു പുറകെ ഒന്നായി ഞാൻ പിന്നെയും ഇത് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉറക്കം മാത്രം വരുന്നില്ല. ആൻഡ് സ്റ്റിൽ ലൈ, ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലീപ്ലെസ്, ഉറക്കമില്ല. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ, ഇപ്പൊ അലാറത്തിന്റെ ശബ്ദം കേൾക്കേണ്ടി വരുമല്ലോ ദൈവമേ. ഇപ്പൊ ഒന്ന് ഉറങ്ങടാ, കുറച്ചൊന്ന് ഉറങ്ങടാ. ഇപ്പൊ അലാറത്തിന്റെ ശബ്ദം കേൾക്കും നമ്മൾ വിചാരിക്കാറില്ലേ? അതുപോലെ പെട്ടെന്ന് രാവിലെ ആവും. ഇപ്പം തന്നെ ഈ മെലഡീസ് ഓഫ് ദ ബേർഡ്സ് കേൾക്കാൻ പറ്റും. ഓക്കെ, പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ആവുന്ന അർത്ഥം. ഫസ്റ്റ് അട്ടേർഡ് ഫ്രം മൈ ഓർച്ചർഡ് ട്രീ, ആദ്യത്തെ ശബ്ദം കേൾക്കുക എൻ്റെ ഓർച്ചർഡിലെ, എൻ്റെ തോട്ടത്തിലെ, എൻ്റെ തോപ്പിലെ മരങ്ങളിൽ നിന്നും ആ കുരുവിയുടെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കോലി ക്രൈ, ആദ്യത്തെ കുരുവിയുടെ, ആദ്യത്തെ കുക്കുവിൻ്റെ എന്താണ് ശബ്ദം? മെലങ്കോലി എന്ന സാഡ് സോങ് എന്നാണ്. എന്തുകൊണ്ട് മെലങ്കോലി സോങ് എന്ന് പറഞ്ഞു? മെലങ്കോലി ക്രൈ എന്ന് പറഞ്ഞു. സാധാരണ കുക്കുയുടെ ശബ്ദം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇവിടെ പോയറ്റിന്റെ മൈൻഡാണ് വളരെ ഡള്ളായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തോന്നുകയാണെന്തോ അതിൻ്റെ ശബ്ദം കരച്ചിൽ പോലെ തോന്നുകയാണ്, കരയുന്ന സാഡ് സോങ് പോലെ തോന്നുന്നത്. ക്ലിയർ അല്ലേ? ഇനി അപ്പം 2 സ്റ്റാൻസ് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞത് ചിന്തകൾ, രണ്ടാം സ്റ്റാൻസിൽ പറഞ്ഞത് ഉറക്കം വരുന്നില്ല, കരയാണ് അദ്ദേഹം. ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞു നോക്കുക? ഈവൻ ദസ് ലാസ്റ്റ് നൈറ്റ്, അദ്ദേഹം പറയാണ്, വിലപിക്കുകയാണ്. മൂന്നാമത്തെ വിലപിക്കുകയാണ്. എടാ ഇതുപോലെ തന്നെയായിരുന്നു ഇന്നലെ, ഇതുപോലെ തന്നെയായിരുന്നു ഈവൻ ലാസ്റ്റ് നൈറ്റ്, ഇതുപോലെയായിരുന്നു ഇന്നലെ രാത്രിയിലും. ആൻഡ് 2 nights മോർ ആയില്ലേ, 2 ദിവസം പിന്നെയും, എന്ന് വെച്ചാൽ 3 ദിവസമായി അല്ലേ ഉറങ്ങിയിട്ടില്ല. ഓക്കെ, ഞാൻ ലേ ചെയ്യുന്നു. ആൻഡ് കുഡ് നോട്ട് വിൻ തീ എന്ന് പറഞ്ഞാൽ യു എന്നർത്ഥം, ഓൾഡ് ഇംഗ്ലീഷ് ആണ്. ആൻഡ് ഐ കുഡ് നോട്ട് വിൻ തീ, എനിക്ക് നിന്നെ പ്രാപിക്കാൻ കഴിയുന്നില്ല, നിന്നെ വിജയിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നിന്നെ എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല, ഉറക്കം എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, സ്ലീപ്പ്, മോളെ ഉറക്കമേ എന്ന് പറയില്ല നമ്മൾ, മോളെ ഉറക്കമേ പറയാറില്ല. ഏതായാലും എടാ പ്ലീസ് എടാ ഉറക്കമേ പ്ലീസ്. എന്താണ്? ബൈ എനി സ്റ്റെൽത്ത്, പതുക്കെ പതുങ്ങി വാടാ മോനെ. എങ്ങനെ? ഡു നോട്ട് ലെറ്റ് മീ വിയർ ടു നൈറ്റ് അവേ, ഇന്ന് രാത്രിയിലും എന്നെ ക്ഷീണിപ്പിച്ച് കിടത്തരുതേ. ഇന്ന് രാത്രിയിലും
ടയേർഡായിട്ട് എന്നെ കിടത്തരുതേ, നീ ഒന്ന് വന്ന് എന്നെ സഹായിക്കണേ എന്ന് ഓതർ പറയാണ് ആ സെൻസിൽ. വിത്തൗട്ട് തീ, നീ ഇല്ലാതെ, തീ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു എന്ന വേർഡ് ചോദിക്കും. അപ്പോൾ എഴുതണം നമ്മൾ. പോയറ്റിക് ലൈൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വിത്തൗട്ട് തീ, നീ ഇല്ലാതെ എൻ വാട്ട് ഇസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്, എന്താണ് മോർണിംഗിൻ്റെ വെൽത്ത്, എന്താണ് പ്രഭാതത്തിൻ്റെ വെൽത്ത്, സമ്പാദ്യം എന്ന് പറയുന്നത്. നീ ഇല്ലാതെ എന്താണോ പ്രഭാതത്തിൻ്റെ സമ്പാദ്യം. കം, അതുകൊണ്ട് നീ വാ. ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഈ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറഞ്ഞാൽ ഓക്സിമറോൺ ആട്ടോ. ഓക്സിമറോൺ ആണ് ബ്ലെസ്ഡ് ബാരിയർ. ബ്ലെസ്ഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ, ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം. ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ അലിട്രേഷൻ ആണ്, ബി സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇനി പറയാ ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ എന്ന് പറഞ്ഞാൽ 2 ദിവസങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സമാണ് നീ. നല്ല അനുഗ്രഹീതമായ തടസ്സമാണ്. എന്ത്? രാത്രി ഉറക്കം അല്ലെ? ഉറക്കം. ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഇന്ന് പകലുണ്ടാക്കിയ ക്ഷീണം ഒക്കെ അവസാനിച്ച് പുതിയൊരു പകലിലേക്ക് നമുക്ക് ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഇന്ന് നമുക്കൊരു വസ്ത്രമായിട്ട് രാത്രിയെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഉറക്കത്തെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തന്നിരിക്കുന്നു എന്ന് ദൈവം പറയുന്നത്. ഓക്കെ, ഇനി അതുകൊണ്ട് വേർഡ്സ്വർത്ത് പറയാണ്, ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്, പുതുചിന്തകളുടെ അമ്മയാണ് നിങ്ങൾ. ഉറക്കമേ, പുതുചിന്തകളുടെ അമ്മയാണ് നിങ്ങൾ. ആൻഡ് ജോയസ് ഹെൽത്ത്, നല്ല ആരോഗ്യത്തിൻ്റെ മാതാവാണ് നിങ്ങൾ. സോ നിങ്ങൾ എന്നെ ഒന്നൊന്ന് സഹായിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ പോയറ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കുക. വേർഡ്സ്വർത്ത് ആണ് എഴുതിയത്. ഇതൊരു സോണറ്റാണ്. സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 വരികളുള്ള പോമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്റ്റ് അഡ്രസ് ടു സ്ലീപ്പ്. നേരെ കവിത പറയുന്നത് ആരോടാണ്? ഉറക്കത്തോടാണ് പറയുന്നത്. ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഗ്ലൂമി മൂഡാണ്, അല്ലെങ്കിൽ തീം ഡിജക്ഷൻ ആണ്. ഓക്കെ, ശാരീരികമായ ക്ഷീണം. ഇനി നെക്സ്റ്റ്, ദ പോയം വാസ് സീയിങ് മാൻ ഫൈറ്റിംഗ് വിത്ത് ഇൻസോമിയ. ഇൻസോമിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഉറക്കമില്ലാത്ത അവസ്ഥ കേട്ടോ, അല്ലെങ്കിൽ സ്ലീപ്ലെസ്നെസ് എന്ന് എഴുതിയാൽ മതി. ദെൻ വാല്യൂ ഓഫ് സ്ലീപ്പാണ് ഇതിൻ്റെ തീം. ഓക്കെ, ഓക്കെ, അത് മതി. ഈ പോയം ഒരു ഓട്ടോബയോഗ്രഫിക്കലാണെന്നും കൂടെ എഴുതി വെച്ചാൽ അടിപൊളിയായി. ഇനി പോയത്തിൻ്റെ എപ്രീസിയേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അലിട്രേഷൻ ഉണ്ട്, പറഞ്ഞു മെറ്റഫർ ഉണ്ട് അല്ലേ. സ്ലീപ്പ് ഇസ് കമ്പയർഡ് ടു എ ബാരിയറുമായിട്ട് കമ്പയർ ചെയ്ത്. അപ്പോൾ അത് ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത് എന്തുവാണ്? മെറ്റഫറുമാണ് കേട്ടോ. അലിട്രേഷൻ ആണ്, മെറ്റഫർ ആണ്, ഓക്സിമറോണും ആണത്. റൈം സ്കീം ഉണ്ട്, ABBA. അത് വേണമെന്നില്ല. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നല്ല ഉറക്കത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗിവ് 5 സജഷൻസ് ഫോർ എ സൗണ്ട് സ്ലീപ്പ്. സൗണ്ട് സ്ലീപ്പിന് എന്തൊക്കെ നല്ലതാണ്, സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു വെച്ചോണ്ടു. നല്ല ഉറക്കത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് മോഡലിൽ ചോദിച്ചിരുന്നോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നെക്സ്റ്റ്, ഫ്രേസൽ വേർബിലൂടെ ഞാനൊന്ന് ഓടിച്ചു പോവാണ്. ഫ്രേസൽ വേർബ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്ന ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഓർഡർ ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നാളെ പരീക്ഷ പേപ്പറിൽ നിങ്ങളിത് കാണുമ്പോൾ എന്നെ ഓർമ്മ വരും, ഉറപ്പാണ്. ഓക്കെ, നമ്മളത് ഒരു കുറച്ച് സാധനങ്ങളാണ്. കുറച്ച് വർഷമായില്ലപ്പോൾ പരിപാടി തുടങ്ങിയിട്ട് നോക്കിക്കോ. വെൻഡോണ്, ഗോണ്, കീപ്പ് ഓൺ, ക്യാരി ഓൺ, ഗെറ്റ് ഓൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മീനിങ്? കണ്ടിന്യൂ ആണ് കേട്ടോ. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വേർബ് ചോദിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരും. അപ്പോൾ വെൻഡോൺ എന്ന് കണ്ടാൽ നിങ്ങൾ പറയാം അതെന്താണ്? വെൻഡോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആണ്. ഗോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, കണ്ടിന്യൂ തന്നെയാണ്. കീപ്പ് ഓൺ ഡൂയിങ്, കണ്ടിന്യൂ. ക്യാരി ഓൺ, കണ്ടിന്യൂ. ഗെറ്റ് ഓൺ, കണ്ടിന്യൂ. ഓക്കെ, ഇനി അടുത്തത് കോളക്റ്റ് എന്ന് പറഞ്ഞാലും കോൾ ഓൺ എന്ന് പറഞ്ഞാലും ടു വിസിറ്റ് ആണ് മക്കളെ. ഒരാളെ സന്ദർശിക്കുകയാണെങ്കിൽ, പേഴ്സണെ സന്ദർശിക്കുകയാണെങ്കിൽ കോൾ ഓൺ ആണ് പറയുക. ഒരു സ്ഥലത്ത് സന്ദർശിക്കുകയാണെങ്കിൽ കോൾ അറ്റ് ആണ് പറയുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐ ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ്, ഞാൻ എണീറ്റു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ അല്ല വായിക്കേണ്ടത്, തന്നിരിക്കുന്ന ഈ ഫ്രേസൽ വേർബ്സ് ആണ് വായിക്കേണ്ടത്. മീനിങ് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാ? മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ആണ്. ഓക്കെ, അതുപോലെ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പ്ലേസ് ആണ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ബൈ ചാൻസ്, അവിചാരിതമായി കണ്ടുമുട്ടുക. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കൺവേ ചെയ്യുക, അറിയിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ യാത്ര തുടങ്ങുക. അതുപോലെ തന്നെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക. ഓക്കെ, എണീക്കുക എന്നൊക്കെ അർത്ഥം. ഇനി ഐ ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ്, ഐ ഗോട്ട് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ആൻഡ് ഡാഷ് മൈ യൂണിഫോം, പുട്ട് ഓൺ മൈ യൂണിഫോം. ഐ ഡാഷ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോയി. ഏതാണ്? സെറ്റ് ഔട്ട്. ഓൺ ദ വേ ഐ ഡാഷ് എ സ്ട്രേഞ്ചർ, അവിടെ ഞാനൊരു
സ്ട്രേഞ്ചറെ കണ്ടുമുട്ടി. ഏതാണ്? came across. He told me that he was a tourist and wanted to dash the museum. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ടൂറിസ്റ്റ് ആണ്, എനിക്ക് എവിടേക്ക് പോകണം? യെസ്, എനിക്ക് എവിടേക്ക് പോകണം? മ്യൂസിയത്തിലേക്ക് പോകണം. യെസ്, ഐ വാണ്ട് ടു കോൾ അറ്റ്, അല്ലെ, ആ സ്ഥലം സന്ദർശിക്കണം. ഇനിയോ ഹി ട്രൈ ടു ഡാഷ് മീ ഇൻ ഇംഗ്ലീഷ്. അയാൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പുട്ട് അക്രോസ്. ദെൻ ഐ കാൺ മേക്ക് ഔട്ട് ഹിസ് വേർഡ്സ് കംപ്ലീറ്റ്ലി. പക്ഷെ എനിക്ക് അയാൾ പറയുന്നതൊന്നും കൃത്യമായിട്ടും മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു എക്സാമ്പിൾ ആണ്. ഇനിയും വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പഠിച്ചോ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, കോൾ ഫോർ ഡിമാൻഡ്. ഓക്കെ, ആവശ്യപ്പെടുക. ദെൻ ഓക്കെ, അടുത്ത് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യല കേട്ടോ. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യലാണ്. കോൾ അറ്റ് നമ്മൾ പറഞ്ഞു, കോൾ ഓൺ പറഞ്ഞു. കോൾ ഔട്ട് സമൺ ആണ്, വിളിക്കുക ആണ് കോൾ ഔട്ട്. ഓക്കെ, ഗിവിൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, സറണ്ടർ. ഗിവ് അപ്പ് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്, ഗിവ് അപ്പ് എന്ന് ഓർത്ത് വെച്ചോ. അബാൻഡൻ, ഉപേക്ഷിക്കുക. ഹി ഗിവ് അപ്പ് ഹിസ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഗോ ആഫ്റ്റർ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചേസ് ചെയ്യാന്ന് പറയും. നമ്മൾ പറയും ഗോ ആഫ്റ്റർ യുവർ ഡ്രീംസ്. നെക്സ്റ്റ് ഗോ ഓൺ, കണ്ടിന്യൂ ആണ്. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആണ്, അല്ലെങ്കിൽ എക്സാമിൻ, പരിശോധിക്കുക. ഓക്കെ, പഠിക്കുക, പരിശോധിക്കുക എന്നൊക്കെ അർത്ഥം. ഗോ ത്രൂ യുവർ ബുക്സ്. നെക്സ്റ്റ് ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ഓക്കെ, ലുക്ക് ഔട്ട്, ടു ഫൈൻഡ്, അന്വേഷിക്കുക. ലുക്ക് ഫോർ ആണ് ഫൈൻഡ് കേട്ടോ. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മേക്ക് ഔട്ട് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു. പുട്ട് ഓഫ് നമുക്കറിയാം, പോസ്റ്റ് പോൺ, മാറ്റി വെക്കുക. അത് ഓർത്ത് വെക്കേണ്ടത്. ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് സൈഡ് ഇല്ലേ, ഓഫ് സൈഡുമായി ബന്ധപ്പെട്ടത് കളിയൊക്കെയാണ് അല്ലേ. ഫുട്ബോൾ, ക്രിക്കറ്റ് ഒക്കെയാണ് ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ കളി മാറ്റി വെച്ചു. മഴ കാരണം കളി മാറ്റി വെച്ചു. അപ്പം മാറ്റി വെക്കലാണെന്ത്? പുട്ട് ഓഫ് മാറ്റി വെക്കുക, പോസ്റ്റ് പോൺ ചെയ്യുക. പുട്ട് ഓൺ വിയർ എല്ലാവർക്കും അറിയാം. പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക. സെറ്റ് ഔട്ട് നമ്മൾ പറഞ്ഞു, ടു സ്റ്റാർട്ട് എ ജേണി, ഒരു യാത്ര തുടങ്ങുക. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ നിരസിക്കുക. എന്താണ്? റെഫ്യൂസ് ചെയ്യാന്നർത്ഥം. കെയിം അക്രോസ് ഞാൻ നേരത്തെ പറഞ്ഞു. കം അക്രോസ് എന്ന് പറഞ്ഞാലും കെയിം അക്രോസ് എന്ന് പറഞ്ഞാലും ടു മീറ്റ് ബൈ ചാൻസ്, അവിചാരിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടുക. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ റിക്കവർ ചെയ്യുക. ഗെറ്റ് ഓവർ, അസുഖമൊക്കെ മാറി വരിക. ഓക്കെ, ഇനിയോ ഗിവ് എവേ നമുക്കറിയാം, ഡിസ്ട്രിബ്യൂട്ട് ആണ്. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആണ്. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ പാസ് ആണ്. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഗെറ്റ് അപ്പ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഗെറ്റ് അപ്പ്. അതുപോലെ തന്നെ ഗെറ്റ് എവേ ഓർത്ത് വെക്കണം. ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. കെയിം അക്രോസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ അഡ്വൈസസ് ആൻഡ് സജഷൻസ് ഇന്നലെ പറഞ്ഞു വെച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നു. നമുക്ക് 2 അഡ്വൈസസ് അല്ലെങ്കിൽ സജഷൻസ് ആണ് ചോദിക്കുക. അതിലൊന്ന് യു വുഡ് ബെറ്റർ. ഇതാണ് സാധാരണ ചോദിച്ചു കാണാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യു ഷുഡ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? യു ഷുഡ് സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വെർബ് V1 ഫോമിൽ ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. ബ്രഷിങ് എഴുതരുത്. യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത്. അല്ലെങ്കിൽ ടു ഉപയോഗിക്കരുത്. യു ഷുഡ് ടു എന്ന് പറയരുത്. യു ഷുഡ് കഴിഞ്ഞ പോലെ വേർബ് എന്ത് ചെയ്യുക? V1 ഫോമിൽ എഴുതുക, റൂട്ട് ഫോമിൽ എഴുതുക. റൂട്ട് ഫോം എന്ന് പറയാം, റൂട്ട് ഫോമിൽ എഴുതിയാൽ മതി. അതുപോലെ തന്നെ യു ഹാഡ് ബെറ്റർ കഴിഞ്ഞാലും V1 ഫോമിൽ അല്ലെങ്കിൽ റൂട്ട് ഫോമിൽ എഴുതാം. അത്രേ ശ്രദ്ധിക്കാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ യു ഹാഡ് ബെറ്റർ എന്നാലും യു ഹാഡ് ബെറ്റർ ലിസൺ. വൈ ഡോണ്ട് യു ആണെങ്കിലും ഗിവ് എന്ന് ഉപയോഗിക്കാം. ഇഫ് ഐ വേർ യു അവിടെ ശ്രദ്ധിക്കേണ്ടത് വുഡ് ചേർക്കണം. ഇങ്ങനെ സാധനം തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഫ് ഐ വേർ യു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എന്ത് ചേർക്കണം? വുഡ് ചേർക്കണം. ഇത് സെക്കൻഡ് കണ്ടീഷൻ ആയതുകൊണ്ടാണ്. നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചില്ലേ, സെക്കൻഡ് കണ്ടീഷൻ പഠിച്ചില്ലേ, അതാണ്. ഇനി ഐ വുഡ് അഡ്വൈസ് യു ടു ഉപയോഗിക്കുക, ടു കിറ്റ് ദിസ് ജോബ്. ഓക്കെ, ഐ വുഡ് അഡ്വൈസ് യു എന്ന് പറഞ്ഞാൽ ടു ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും ആണ്. ഗ്രാമർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രാമറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഗ്രാമറിലെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ, ഉറപ്പായും ചോദിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്ന് തുടക്കത്തിൽ റിപ്പോർട്ട് സ്പീച്ച് ആയിരിക്കും എടുത്തിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. ഇഫ് ക്ലോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫ്രേസൽ വേർബ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിതാ അടുത്തത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത്? എപ്പോഴും ചോദിക്കാറില്ല, ചോദിക്കാനിടയുള്ള ഒരു ചോദ്യമാണ്. ഏത്? പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും. പാസീവ് വോയിസും ആക്റ്റീവ് വോയിസിലെയും കുറച്ച് കാര്യങ്ങൾ പ്രസന്റ് ടെൻസിൽ എന്തൊക്കെ വരും ആദ്യം നമ്മൾ പറഞ്ഞു പോവാം. ഹി ഈറ്റ്സ് എ മാംഗോ എന്ന് പറഞ്ഞാൽ, ഹി ഈറ്റ്സ് എ മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടും നല്ലതല്ലേ ഇതിങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് എൻ്റെ കൂടെ ചെയ്തു നോക്കാം. ഞാൻ ആദ്യം ഒന്ന് പറയാം. ഹി റൈറ്റ്സ്
എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇതെങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുക? ആദ്യം നമ്മൾ അതിലെ വെർബിനെ കണ്ടുപിടിക്കുക. വെർബ് ആരാണ്? റൈറ്റ്സ് ആണ് അല്ലെ? വെർബ് റൈറ്റ്സ് ആണ്. ഈ റൈറ്റ് ചെയ്യുന്നത് ആരാണ്? സബ്ജക്റ്റ് ആയിരിക്കും. വെർബ് ചെയ്യുന്ന ആൾ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഹി ആണ് സബ്ജക്റ്റ്. ഇനി ഈ ലെറ്റർ എന്ന് പറയുന്നതാണ് ആര്? ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനാണ് നമ്മൾ ആദ്യം കൊണ്ടുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ എ ലെറ്ററിൽ തുടങ്ങി, എ ലെറ്റർ. ഇനി നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന റൈറ്റ്സ് എന്ന് പറയുന്ന ഈ വെർബില്ലേ, ഈ വെർബ് ഏത് ടെൻസാ നോക്കുക. അതേത് ടെൻസാ? പ്രസന്റ് ടെൻസ് ആണ്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ എന്താക്കുക? ഈസ് ചേർത്ത് കൊടുക്കുക. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, തന്നിരിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കുക? ഒന്നുകിൽ ഈസോ ആറോ ഒക്കെ ചേർക്കാം. ഇവിടെ ഈസ് ചേർക്കാൻ കാരണം ഒരു ലെറ്റർ ആയതുകൊണ്ടാണ്. എ ലെറ്റർ ഈസ്. ഇനി വെർബിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. പാസീവ് വോയിസിൽ വെർബ് V3 ഫോമിലാണ് നമ്മൾ എഴുതുക. റിട്ടേൺ എന്നാണ് എഴുതുക. V3 ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റ് V1, റോട്ട് V2, റിട്ടേൺ ആണ് എന്ത്? V3 എന്ന് പറയുന്നത്. എല്ലാ വേർഡ്സിനും ഉണ്ട്, ബോബിനും ഉണ്ടാവും ഇങ്ങനെ ഒരു സാധനം അല്ലെ? അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടേൺ ബൈ ഹിം എന്ന് നമ്മൾ എഴുതി. റെഡിയല്ലേ? റെഡിയല്ലേ? അടുത്തത് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റത്തതാ കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. പ്രസന്റ് ടെൻസിൽ രണ്ടാമത്തത്. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ നോക്കുക. എ ലെറ്റർ എന്നാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. എ ലെറ്റർ. ഈസിന് എടുത്ത് ഇങ്ങോട്ട് എഴുതി ഈസ്. V3 തന്നെ എഴുതണം. റിട്ടേൺ ബൈ ഹിം. സെറ്റാവുണ്ടോ? 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 എടാ ഞാൻ കുറേ നേരമായി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോവാണ്. ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് സ്ഥിതി? എന്താണ് അവസ്ഥ? ഒരു 5 മണിക്ക് നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 9 മണിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് സ്പീഡ് കൂടുതലാണോ? ലെറ്റർ ബീങ് റിട്ടൺ ബൈ. ഓക്കെ, ആൻസർ എഴുതുന്നുണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? സെറ്റാണെങ്കിൽ ആ ഫയർ ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എൻ്റെ എനർജി പോയി പെട്ടെന്ന്. ഞാൻ നിങ്ങളിങ്ങനെ മോണോട്ടോണസ് ആയിട്ട് ഞാൻ പരീക്ഷയല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോവാണ്. സെറ്റാണ്. യെസ്, ആ ഫയർ ഒന്ന് കത്തിച്ചേ. ഓക്കെ, ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് ആദ്യം. സെറ്റാണ് സാർ. ഓക്കെ, എൻ്റെ പേര് ഷാജു എന്നാണ്. SJ എന്നാണ് എൻ്റെ പേര്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിബേറ്റ് പറയുമ്പോൾ ഡിബേറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ പ്ലേലിസ്റ്റിലുണ്ടാവും. +1 സൈലത്തിലെ അതിൽ സാധനം നോക്കിയാൽ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഡിബേറ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓൾമോസ്റ്റ് ട്രാവലോഗ് വെച്ചിട്ടുണ്ടായിരുന്നു, ട്രാവലോഗ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടൊന്ന് ടെൻഷൻ അടിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. ഓക്കെ, അത് കിട്ടും. താങ്ക് യു. ഫോളോ ചെയ്യുന്നുണ്ട്. എ ലെറ്റർ ഇസ് ബൈ റിട്ടൺ ബൈ ഹിം എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ നോക്കാം. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഇങ്ങനെ വന്നു എന്ന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലെറ്ററിനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരിക. എ ലെറ്റർ. ഈ ഹാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഹാസ്, ഹാവ്, ഹാസ്. അതുപോലെ ഹാഡ് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഒരു ബീൻ ചേർക്കണം. ആരാ ചേർക്കേണ്ടത്? ബീൻ ചേർക്കണം. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആർക്ക് പറയാൻ പറ്റും നോക്കാം. ഈ രണ്ടാമത് ഞാൻ എഴുതിയ ഉത്തരത്തിലൊരു തെറ്റുണ്ട്. ആർക്ക് പറയാം? രണ്ടാമത് ഞാൻ എഴുതിയ ഉത്തരത്തിലൊരു തെറ്റുണ്ട്. ആർക്ക് പറയാം? രണ്ടാമത് എഴുതിയ ഉത്തരം ഞാൻ വായിക്കാം. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. നോക്ക്, ഫസ്റ്റത്തെ അതന്നെ ആൻസർ. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. രണ്ടും ഒരേപോലെ തന്നെ ആൻസർ. അപ്പൊ അതാ ഞാൻ ശരിയാവാ. ഇതിൽ ING ഇല്ലേ? ഈ ING എവിടെ വന്നു? ആ എഴുതിയോ നമ്മൾ? ഇല്ല. ആ ING നമ്മൾ എവിടെ ചേർക്കണം? എ ലെറ്റർ ഹാസ് ബീൻ. ഇത് ശരിയാണ്. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം, അത് ശരിയാണ്. ബീൻ ചേർത്തു അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ബീങ് ചേർക്കണം. എക്സലന്റ്. നന്ദന പറഞ്ഞു. നന്ദന നേരത്തെ പറയാത്തത് എന്താ? നേരത്തെ പറയാത്തത്? എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം എന്ന് നമ്മളാക്കണം. അതെന്താ കാരണം എന്നറിയോ? ഇതാ നോക്ക്, ഇവിടെ ING വന്നിരിക്കുന്നു അല്ലേ? ആ ING നമ്മൾ ബീങ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്കിവിടെ V3 ഫോം തന്നെ എഴുതാൻ പറ്റുള്ളൂ, റിട്ടൺ തന്നെ എഴുതാൻ പറ്റുള്ളൂ, റൈറ്റിംഗ് എഴുതാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ING ചേർത്തത്. ഓക്കെ, ആ ബീങ് ഓർത്തു വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എഴുതി വെക്കുക. എന്ത്? വെർബിൻ്റെ കൂടെ ING ഉണ്ടെങ്കിൽ നമ്മൾ പാസീവിലേക്ക് ആക്കുമ്പോൾ എന്ത് ചേർക്കണം? യെസ്, ബീയിങ് ചേർക്കണം. പെട്ടിയിലാക്കി. ഓക്കെ, അപ്പോൾ അത് സെറ്റല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചില്ലേ അല്ലേ? ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? യെസ്, അടുത്തത് നോക്കാം. പാസ്റ്റ് ടെൻസിൽ എങ്ങനെ വരും നോക്കാം.
ഹി റോട്ട് എ ലെറ്റർ. ഞാൻ സ്പീഡ് പറയുകയാണേ. എ ലെറ്റർ കഴിഞ്ഞിട്ട് റോട്ടാണ് ഞാൻ നോക്കിയത്. അത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ആരൊക്കെ എഴുതാം? വാസോ അല്ലെങ്കിൽ വേറോ എഴുതാം. ഇവിടെ ഒരു ലെറ്റർ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വാസ് എഴുതി. എ ലെറ്റർ വാസ് V3 റിട്ടേൺ ബൈ ഹിം എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. എങ്ങനെയാണ് നമ്മൾ എഴുതുക? എ ലെറ്ററിനെ ആദ്യം കൊണ്ടുവന്നു. എ ലെറ്റർ. ആ വാസിനെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി. വാസ് ING ഉണ്ടല്ലോ, അപ്പൊ എന്താക്കി? ബീയിങ് എന്ന് എഴുതി. എ ലെറ്റർ വാസ് ബീയിങ് V3 റിട്ടേൺ ബൈ ഹിം എന്ന് നമ്മൾ ചേർത്തു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഹി ഏതാണ്? ഹാഡ് റിട്ടേൺ എ ലെറ്റർ. ഹി ഹാഡ് റിട്ടേൺ എ ലെറ്റർ. അപ്പൊ നമുക്കറിയാം എ ലെറ്ററിനെ ആദ്യം കൊണ്ടുവന്നു. എ ലെറ്റർ. ഹാഡിനെ താഴേക്ക് എഴുതി. ഹാഡ്. ഹാവ് ഹാസ് ഹാഡ് വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചേർക്കണം? നമ്മൾ ബീൻ ചേർക്കണം. അപ്പൊ അതുകൊണ്ട് ഹാഡ് ബീൻ റിട്ടേൺ ബൈ ഹിം എന്ന് എഴുതി. ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ, ഫ്യൂച്ചറിൽ ഒരെണ്ണം മാത്രം. ഹി വിൽ റൈറ്റ് എ ലെറ്റർ. ഹി വിൽ റൈറ്റ് എ ലെറ്റർ. ആൻസർ എന്താ? എ ലെറ്റർ. ശേഷം നമ്മൾ വില്ലിനെ താഴേക്ക് എഴുതാം. വില്ല് ഷാലൊക്കെ വന്നാൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? പ്ലസ് ബി ചേർക്കണം. വില്ല് ഷാലൊക്കെ വന്നാൽ എന്താ ചേർക്കേണ്ടത്? ബി ചേർക്കണം. എ ലെറ്റർ വിൽ ബി V3 റിട്ടേൺ ബൈ ഹിം. പരിപാടി കഴിഞ്ഞു. ഓക്കെ, പാസീവ് വോയിസ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ അത് സെറ്റായി വിചാരിക്കുന്നു. ഈ സാധനം ഓർത്ത് വെച്ചാൽ മതി. ഹാവ് ആസ് ആഡ് വന്നാൽ ബീൻ ചേർക്കുന്നു. ING ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ബീയിങ് ചേർക്കുന്നു. വില്ല് ഷാൽ വന്നാൽ ബി ചേർക്കുന്നു. റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ഒരു ടഫായിട്ടുള്ള ചാപ്റ്ററാണ്, ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. നമുക്ക് കുറച്ച് പോയിന്റ്സിലൂടെ അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കിയാലോ? പറഞ്ഞു നോക്കല്ലേ? 2 പേജുള്ളൂ, 2 പേജുള്ളൂ. ജസ്റ്റ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഇൻ ദ എസ്സേ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, മാക്സ് ബീർബൂൺ, പേര് മറന്നു വരുത്, മാക്സ് ബീർബൂം എന്ന് പറയുന്ന ആള്, ദ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് കാരിക്കേച്ചറിസ്റ്റ്, ലുക്സ് അറ്റ് വാക്കിംഗ് ഫ്രം എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. വാക്കിങ്ങിനെ ഒരു വ്യത്യസ്തമായ തലത്തിലാണ് അദ്ദേഹം ഈ വാക്കിങ്ങിനെ കാണുന്നത്. മാക്സ് ബീർബൂം. ഓക്കെ, ഇനി he challenges the notion that walking is a productive mental exercise, especially if one is accompanied by a talkative companion. ടോക്കറ്റീവ് കമ്പാനിയൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, സംസാരപ്രിയനായിട്ടുള്ള ഒരു ചങ്ങായി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചിന്താപരമായിട്ടുള്ള ഒരു സംഗതി നടക്കുമ്പോൾ ബളാന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത് he finds excuses when his friend invites him for a walk, but he at last is forced to go. ഒരു സുഹൃത്ത് വന്നിട്ട് തന്നോട് നടക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പലതും പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞ് മാറാനൊക്കെ നോക്കും. പക്ഷേ മൂപ്പര് നിർബന്ധിതരാവാണ് എങ്ങോട്ട് പോകാൻ വേണ്ടി, നടക്കാൻ വേണ്ടി പോകാൻ. He says, walking for walking's sake may be recommended for those who practice it, but it stops the brain. Walking for walking's sake എന്ന് വെച്ചാൽ നടക്കാൻ വേണ്ടി നടക്കുന്നത്, ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്നത്, പൊങ്ങച്ചത്തിന് വേണ്ടി നടക്കുന്നത് അല്ലേ? പൊങ്ങച്ചത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാരില്ലേ, ഇങ്ങനെ രാവിലെയൊക്കെ നടക്കാൻ പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാം? ഈ പൊരിച്ച കടിയൊക്കെ ഉണ്ടാവും. അതിന് പൊരിച്ച കടിയും ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടായിരിക്കും തിരിച്ചു വരാം. ആ ബേൺ ചെയ്ത കലോറിയിൽ നിന്ന് എത്രയോ കലോറിയും കൂടെ കയറി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കോടാണ് മൂപ്പര് പറയുന്നത്, വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് നിങ്ങൾ നടത്തുകയാണെങ്കിൽ വെറുതെ ആണ്, ഒരു കാര്യമില്ല, വേസ്റ്റ് ആണ്. ഓക്കെ, പിന്നെയോ, പ്ലെൻറ്റി ഓഫ് ഐഡിയാസ് കം ടു ഹിം വെൻ ഹി ഈസ് സിറ്റിംഗ് ഇൻ ദ റൂം, ബട്ട് വെൻ ഹി ഈസ് ഔട്ട് ടു വാക്ക് ദോസ് ഐഡിയാസ് ഡിസപ്പിയർ. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരുപാട് ഐഡിയാസ് എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എപ്പോൾ? JD സാർ വരും കേട്ടോ, JD സാർ വരും. നമ്മൾ പറഞ്ഞു പ്ലെൻറ്റി ഓഫ് ലെറ്റർ ബീങ് റിട്ടേൺ ബൈ ഹിം. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഒരുപാട് ഐഡിയാസ് അയാൾ റൂമിൽ ഇരിക്കുന്ന സമയത്ത് അയാളുടെ ഉള്ളിലേക്ക് വരും, പക്ഷേ നടക്കാൻ സമയത്ത് അതെല്ലാം ഡിസപ്പിയർ ആവും. എ മാൻ സോൾ വിൽസ് urge him for walk, but brain will ask him to stand easy. നമ്മുടെ ആത്മാവാണ്, നമ്മുടെ പൊങ്ങച്ചം, ഇതൊക്കെ നമ്മളെ കാണിക്കുന്ന ആൾക്കാരില്ലേ, നമ്മുടെ ഉള്ളിലുള്ള ആ ആളാണ് നമ്മളോട് പറയുന്നത്, നടക്ക്, ജിമ്മിന് പോ അല്ലേ? മസിൽ ഉണ്ടാക്കിയിട്ട് ഓണത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലേ, ഇതിങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റരുത്, എന്നിവിടെ തട്ടി നിൽക്കണം ഇവിടെ. അപ്പോൾ അമ്മ വന്നിട്ട് എന്നെ സഹായിച്ചു തരുന്നതാ, അങ്ങോട്ടാണ് ഇത് മനസ്സ് പറയും. ഓക്കെ, അപ്പോൾ ബുദ്ധിയുള്ള ഹൃദയം, നമ്മുടെ ബ്രെയിൻ നമ്മൾ ചോദിക്കും, എന്തിനു പോകുന്നു, എന്തിനാരെ കാണിക്കുന്നു എന്ന് ചോദിക്കും. ഓക്കെ, ബട്ട് ദ ബ്രെയിൻ വിൽ ആസ്ക് ഹിം ടു സ്റ്റാൻഡ് അറ്റ് ഈസ്. ബ്രെയിൻ പറയും സ്റ്റാൻഡ് അറ്റ് ഈസ്. സം പീപ്പിൾ തിങ്ക് ദാറ്റ് വാക്കിംഗ് ഇസ് എ നോബിൾ ടാസ്ക്.
ചില ആൾക്കാർ വിചാരിക്കും വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ജിമ്മിന് പോകണമെന്നൊക്കെ പറഞ്ഞാൽ, ജിമ്മിന് പോകണം ഞാൻ കുറ്റം പറയാല്ല കേട്ടോ, നിങ്ങൾക്ക് some people think that walking is a noble task. നോബൽ ടാസ്ക് ആണ്, വലിയ സംഭവമാണ്, വലിയ കുലീനമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എന്ത് വാക്കിംഗ് എന്ന് വെച്ചാൽ ആൾക്കാർ പറയും. എക്സ്പീരിയൻസ് taught him that even the intelligent brains become inactive while walking. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ ഈവൻ ദ ഇൻ്റലക്ച്വൽ ബ്രെയിൻസ്, ആ ബുദ്ധിമാന്മാർ പോലും നടക്കുന്ന സമയത്ത് മണ്ടത്തരങ്ങൾ പറയാറുണ്ടെന്ന്. Thus the walk ends in gossips or reading public notices. കാരണം ആ നടത്തത്തിൽ അവർ വെറുതെ നോട്ടീസുകൾ വായിക്കുക, സൈൻ ബോർഡ്സ് വായിക്കുക, ഗോസിപ്പ് പറയുക, അല്ലെ, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ബീർഭൂം ഇസ് നോട്ട് ടോട്ടലി എഗെയിൻസ്റ്റ് വാക്കിംഗ്. അവസാനം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പൂർണ്ണമായും നടത്തത്തിനെതിരല്ല. ഹി ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് വാക്കിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ് ഇഫ് ഇറ്റ് ഇസ് ഡൺ മോഡറേറ്റ്ലി. നിങ്ങൾ മിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതൊക്കെ തന്നെയാണ്, മിതമായിട്ട് ചെയ്യാനേ പാടുള്ളൂ. ഓക്കെ, ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടി ഡെയിലി ഇങ്ങനെ എന്ത് ചെയ്യണ്ട, പൊങ്ങച്ചത്തിരി കാണിക്കുന്നതിനെതിരാണ് അദ്ദേഹം സംസാരിച്ചത്. ഹി വിൽ നെവർ പ്രിഫർ ടു ഗോ ഔട്ട് ഫോർ എ വാക്ക് വിത്തൗട്ട് റീസൺ. ഒരു കാരണമില്ലാതെ പുറത്തേക്ക് ഞാൻ വെറുതെ എന്ത് ചെയ്യില്ല, നടക്കാൻ വേണ്ടി നടക്കൂല എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പ്രീവിയസ് ഇയേഴ്സിലും ഇതെന്ന് ചോദിച്ച ചോദ്യം. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ബിലീവ് ദാറ്റ് വാക്കിംഗ് ഇസ് എ ഗുഡ് ഫിസിക്കൽ എക്സസൈസ്, ബട്ട് യു സപ്പോർട്ട് മാക്സ് ബീർഭൂം ഹു ഒബ്ജെക്ട്സ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്. വാട്ട് ആർഗ്യുമെന്റ്സ് വുഡ് യു റേസ്? 3 points. നിങ്ങൾ ബീർഭൂമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയണം വാക്കിംഗ് എന്ന് പറയുന്നത് എന്തല്ല, നല്ല എക്സസൈസ് അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ബീർഭൂമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയണം. അപ്പോൾ അതിനാണ് നമ്മുടെ ഈ ഒരു ചോദ്യം. 3 points ആണ് എഴുതേണ്ടത്. അപ്പോൾ 3 points നമുക്ക് നോക്കാം. ഇനി ഒരാൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഫ്രേസൽ വേർബ്സ് വരാറുണ്ടോ ചോദിക്കുന്നുണ്ട്. ഫ്രേസൽ വേർബ്സ് ഞാൻ ഡിസ്കസ് ചെയ്തു, വരാറുണ്ട് കേട്ടോ. ഫ്രേസൽ വേർബ്സ് നമുക്ക് വരാറുണ്ട്. ഒരുപാട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഫ്രേസൽ വേർബ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് വരാറ്. ഓക്കെ, പേരെനിക്ക് വായിക്കാനില്ല, അറബിയിലാണ് പേര് എഴുതുന്നത്. ബൂസ്റ്റർ ഫുൾ ഡിസ്കോഴ്സസ് വിത്ത് എക്സാമ്പിൾസ് ചെയ്യോ? യെസ്, ബൂസ്റ്ററിൽ മുഴുവനും നമ്മൾ എന്തായിരിക്കും ഡിസ്കോഴ്സസും അതുപോലെ തന്നെ എക്സാമ്പിൾസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യും കേട്ടോ, അല്ലാതെ ചാപ്റ്റർ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. വാക്കിംഗ് ഫോർ ദ വാക്കിംഗ് സേക്ക് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. വാക്കിംഗ് മേക്സ് യു വെരി മച്ച് ടയർഡ്. വാക്കിംഗ് അലോങ് busy roads is risky. Many pedestrians get injured in the road accidents. എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. ഓക്കെ, നിങ്ങളിങ്ങനെ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത് ഒരു ഡിബേറ്റ് ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഫോറും എഗെയിൻസ്റ്റും എഴുതാനാണ് ഡിബേറ്റിൽ ഉണ്ടാവുക കേട്ടോ. ഫോറും എഗെയിൻസ്റ്റും എഴുതാനാണ് ഡിബേറ്റിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ 4 points എന്ന് പറഞ്ഞാൽ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാവും. വാക്കിംഗ് ഇസ് എ നോബിൾ ആൻഡ് വേർച്വസ് ടാസ്ക് എന്ന് പറഞ്ഞ പോലെ ഒരു ടോപ്പിക്ക് തന്നിട്ട് നമ്മളോട് ആ ടോപ്പിക്കിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ട് നമ്മളോട് എഴുതാൻ പറയും. ഫോറും എഗെയിൻസ്റ്റും എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോറും എഗെയിൻസ്റ്റും എഴുതണം. ഓക്കെ, ആ ഫോറും എഗെയിൻസ്റ്റും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാക്കിംഗ് ഇസ് എ നോബിൾ ആൻഡ് വേർച്വസ് ടാസ്ക് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് us to improve our health. Okay, while walking we can enjoy the beauty of nature. Okay, next, walking is a waste of against ആണെങ്കിൽ walking is a waste of time and energy. Only those who have a lot of leisure time can go for walking. ഒരുപാട് സമയം വെറുതെ ഉള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക, വാക്കിങ്ങിന് പോകാൻ പറ്റുക. എന്നൊക്കെ വെറുതെ എന്തെങ്കിലും 2 points അപ്പോൾ എന്താ മതി, തോന്നുന്നത് എഴുതിയാൽ മതി. പിന്നെ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്തത് ആൻഡ് ദെൻ ഗാന്ധി കെയിം. പിന്നെ മൂപ്പരും കൊണ്ട് വന്നു. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സാർ നോട്ടീസ് വരുമോ? നോട്ടീസ് വന്നാലും നമുക്ക് ഭാഗ്യമല്ലേ അല്ലേ. നോട്ടീസ് നിങ്ങൾക്ക് എന്തിലില്ല, സിലബസിലില്ല കേട്ടോ. ഓക്കെ, Okay, കുറച്ചുകൂടി സ്പീഡിൽ എടുക്കാം. Okay, and then Gandhi came is an excerpt which is taken from the Jawaharlal Nehru's Discovery of India. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിനാണ് ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. In the first section, Jawaharlal Nehru tells us that even though the World War I was ended, there was no peace in India. World War I ഇന്ത്യക്കാരെ പറ്റിച്ചു, ഇന്ത്യക്കാരെ പട്ടാളക്കാരായിട്ട് കൊണ്ടുപോയി, ഇന്ത്യയുടെ റിസോഴ്സസ് മൊത്തം അവർ കൊണ്ടുപോയി എടുത്തു. എന്നിട്ട് അവർ പറഞ്ഞെന്താ, ആ വേൾഡ് വാർ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തമായി രാജ്യം തരുന്നു പറഞ്ഞു. പക്ഷേ അവർ തന്നില്ല. മാത്രമല്ല നമ്മൾ ആകെ ഇൻസൾട്ടഡ് ആയി. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് പീസ് there were repressive legislations. നമുക്ക് പീസിന് പകരം യുദ്ധം കഴിഞ്ഞ സമാധാനമാണ് വേണ്ടത് അല്ലേ. സമാധാനത്തിന് പകരം നമുക്ക് അവിടെ എന്തായിരുന്നു, അടിച്ചമർത്തുന്ന ലെജിസ്ലേഷൻസ് ആയിരുന്നു, നിയമനിർമ്മാണങ്ങളാണ് നടന്നത്. ദ മാർഷൽ ലോ ഇൻ പഞ്ചാബ് ഇസ് എൻ എക്സാമ്പിൾ.
പഞ്ചാബ് നടപ്പിലാക്കിയ മാർഷൽ ലോ അതിന് എക്സാമ്പിൾ ആണ്. പിന്നെയോ ഇവഞ്ച്വലി ഇന്ത്യ ഈസ് ഐസൊലേറ്റഡ് ബൈ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രീസ്. മാത്രമല്ല പതുക്കെ ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ഐസൊലേറ്റഡ് ആയി ഒറ്റപ്പെട്ടു പോയി. വി ആർ സ്റ്റിൽ അണ്ടർ ദ ക്ലച്ചസ് ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ ആ നീരാളിപ്പിടുത്തത്തിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ. ഓക്കെ, പിന്നെയോ സിൻസ് ഇന്ത്യൻസ് ഡിഡ് നോട്ട് നോ ദ ടെക്നിക്കൽ ആൻഡ് ഫിസിക്കൽ വർക്ക്സ് ഇന്ത്യ ബിഗാൻ ടു ഫേസ് പോവർട്ടി. ഇന്ത്യക്കാർക്ക് ടെക്നിക്കലായിട്ട് ഒന്നും അറിയില്ല, വിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ വളരെ കടുത്ത പോവർട്ടിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് പതുക്കെ പോയി തുടങ്ങി. നോ വൺ ഗേവ് എ സോളൻസ് ആൻഡ് ഹോപ്പ് ടു ഇന്ത്യ. ഇന്ത്യക്കാർക്ക് സമാധാനം നൽകാൻ, ഇന്ത്യക്കാർക്ക് പ്രചോദനം നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെന്താണ് ഈ സ്പീഡ് മതിയോ? Okay, but Jawaharlal Nehru says that even though we are facing poverty, India did not step back. പക്ഷേ ജവഹർലാൽ നെഹ്റു പറയുന്നു നമ്മൾ പോവർട്ടി ഒക്കെ നേരിടുന്നെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യാൻ തയ്യാറായിരുന്നില്ല, പുറകോട്ടേക്ക് കാല് വെക്കാൻ തയ്യാറായിരുന്നില്ല. They worked very hard. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു. They toiled day and night for making prosperous country. ഒരു നല്ല പ്രോസ്പെറസ് കൺട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവും പകലും അധ്വാനിച്ചു. Still there were so many areas where Indians needed guidance because during that time there were so many injustices happening in India. കാരണം അന്ന് ഒരുപാട് അനീതികൾ രാജ്യത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഒരു ഗൈഡൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഒരു നേതാവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാളെ എക്സാമ്പിൾ ആക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, മനസ്സിലായി, ഒരാളെ മാതൃകയാക്കേണ്ടതുണ്ടായിരുന്നു, ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരണമായിരുന്നു. ഇന്ത്യക്കാർക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ കാതോർക്കാൻ വേണ്ടിയിട്ട് കേട്ടു നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ആ സമയത്താണ് വിത്ത് ദ അറൈവൽ ഓഫ് ഗാന്ധിജിയുടെ വരവോട് കൂടിയിട്ട് there occurred a tremendous change in the India. ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി കേട്ടോ. With this ideologies and knowledge, അദ്ദേഹത്തിന്റെ അറിവും അതുപോലെ തന്നെ ഐഡിയോളജീസും he changed the mind of Indians. ഇന്ത്യക്കാരുടെ മനസ്സിനെ അങ്ങോട്ട് മാറ്റി. Explicitly he removed veils from the Indians' eyes. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇന്ത്യക്കാരുടെ കണ്ണിന് മുമ്പിലുള്ള വെയിൽസ് എന്ന് പറഞ്ഞാൽ മൂടുപടമാണ്, കണ്ണിന് മുമ്പിലുള്ള മൂടുപടം അദ്ദേഹം എന്ത് ചെയ്തു, എടുത്ത് അങ്ങോട്ട് മാറ്റി. He even pointed out that Indians were exploited by the British in all fields. അദ്ദേഹം ഇങ്ങനെ പോയിന്റ് കാണിച്ചു തന്നിട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നോക്കടാ ഇന്ത്യക്കാരെ മൊത്തത്തിൽ ഇവിടെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, ബ്രിട്ടീഷേഴ്സ്. So he declared them to be strike back rather than becoming slaves of ബ്രിട്ടീഷുകാരുടെ അടിമകളാവുന്നതിനേക്കാൾ നല്ലത് ഫൈറ്റ് ബാക്ക് ചെയ്യുക, മരണം വരെ, ഡു ഓർ ഡൈ. കേട്ടില്ല നിങ്ങൾ? യെസ്, ദീസ് ഗ്രേറ്റ് തിങ്സ് became secondary. Okay, according to Jawaharlal Nehru, the essence of teaching was fearlessness and truth. ഗാന്ധിജിയുടെ എസൻസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധിജിയുടെ എസൻസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, മറക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഫിയർലെസ്നെസ്, ഭയം വേണ്ട. ഓക്കെ, ട്രൂത്ത്, അടുത്തെന്താണ്? രണ്ടും അടുത്തടുത്ത ആൾക്കാരാണ്. ട്രൂത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവില്ല. ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ കോപ്പി അടിക്കാനുള്ള തുണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മളെ മുഖം കളിയൊക്കെ കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാവും, ടീച്ചറിന് മനസ്സിലാവും അല്ലേ? ഒന്നും പേടില്ലെങ്കിൽ നമ്മൾ കൂളായിട്ട് അവിടെ ഇരിക്കും. പേപ്പർ കാണണോ? ഇതാണെന്ത് ട്രൂത്തും ഫിയർലെസ്നെസ്സും. അത് മറക്കൂലല്ലോ നീ അല്ലേ? വിച്ച് വുഡ് ഹെൽപ്പ് ഇന്ത്യ ടു അച്ചീവ് ഇറ്റ്സ് പ്രോസ്പെറിറ്റി. ആ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസ്പെറിറ്റിയിലേക്ക് എത്തും. ഓക്കെ, പോയിന്റ് അപ്രീസിയേഷൻ പറയാട്ടോ. ഇനി ബട്ട് വെൻ ഗാന്ധിജി കെയിം ടു ഇന്ത്യ, എന്നാൽ ഗാന്ധി മോൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻസ് വേർ സ്കേർഡ് ബൈ ബ്രിട്ടീഷ്. ഇന്ത്യക്കാർക്ക് ഭയങ്കര പേടിയായിരുന്നു. ആരെ? ബ്രിട്ടീഷുകാരെ. ഓവിങ് ടു ദ ഫിയർ ദേ ഡിഡ് വാട്ട് എവർ ദ ബ്രിട്ടീഷ് ആസ്ക്ഡ് ദെം ടു ഡു. ഭയം കൊണ്ട് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കും, കേൾക്കും. സിൻസ് ഇന്ത്യൻസ് ഹാവ് ദ ഫിയർ ദേ ബിലീവ് ഇൻ ദ റോങ് തിങ്സ്. ഭയമുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു തെറ്റായ വിശ്വാസങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ബട്ട് വിത്ത് ദ അറൈവൽ ഓഫ് ഗാന്ധിജി ദ കണ്ടീഷൻ ബിഗാൻ ടു ചേഞ്ച്. എന്നാൽ ഗാന്ധിജിയുടെ വരവോടുകൂടി കാര്യങ്ങൾ മാറി തുടങ്ങി. ഇന്ത്യൻസ് ബിഗാൻ ടു അപ്ഹോൾഡ് truth, which in turn helps them to evolve themselves into fearless people. ഇന്ത്യക്കാർ എന്തിനു തുടങ്ങി? സത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഭയമില്ലാത്ത ആളുകളായിട്ട് മാറുകയും ചെയ്തു. സത്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഭയം ഉണ്ടാവോ? തുണ്ടില്ലെങ്കിൽ പേടിയുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഇല്ല. പഠിച്ചു വന്നതാണ് സാർ അല്ലേ? സീറോ കോപ്പി സീറോ ടെൻഷൻ. ഓക്കെ, ഗാന്ധിജി ഇസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. ഗാന്ധിജി എങ്ങനെയായിരുന്നു? അൺകോംപ്രമൈസിങ് ട്രൂത്തിൻ്റെ ആളായിരുന്നു. എന്ന് വെച്ചാൽ ഒരു നിലയ്ക്കും കളവ് അറിയില്ല. ഇതാണ്. ഓക്കെ, വെറുതെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ കളവ് അറിയാലോ അല്ലേ? അങ്ങനെയൊക്കെ ആരുടെ നല്ലതിന്, നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് മറ്റുള്ളതിനെ കുറ്റം പറയുക അല്ലേ? അത് ശരിയല്ല. അപ്പോൾ ഒരു നിലക്കും കളവ് പറയാൻ മൂപ്പർ സമ്മതിക്കില്ല. ട്രൂത്ത് വാസ് interrelated and absolute truth is beyond the comprehension of people. അതൊരു കുറച്ച് ഫിലോസഫിയാണ്.
യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനും അപ്പുറത്താണ്. ദൈവമാണ് യഥാർത്ഥ സത്യം. ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യം എന്ന് പറയുന്നത് അത് ഇൻഡിവിജ്വലി റിലേറ്റഡ് ആണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ എൻ്റെ സത്യമാവില്ല ആരുടെ സത്യം, നിങ്ങളുടെ സത്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വാട്ട് വൺ പേഴ്സൺ ഇസ് തിങ്കിങ് ആസ് ട്രൂത്ത് വിൽ ബി ദ ഫോൾസ് ഓഫ് അനദർ പേഴ്സൺ. ഒരാൾക്ക് സത്യമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് എന്തായിരിക്കണം എന്നില്ല, സത്യമെന്ന് തോന്നണം എന്നില്ല. ഹെൻസ് ദ ട്രൂത്ത് വേരീസ് ഫ്രം ദ പേഴ്സൺ ടു പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറുന്ന സമയത്ത് ട്രൂത്ത് മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് നെഹ്റു ഫേംലി ബിലീവ് ദാറ്റ് ദ വേ ഗാന്ധിജി upheld ട്രൂത്ത് nobody else ever did like that. പക്ഷേ നെഹ്റു ഒരു കാര്യത്തിൽ ഊന്നി പറയുന്നുണ്ട്, ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. മക്കളെ എന്താ, ഈ ഗാന്ധിജിയോളം സത്യസന്ധനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആര് പറയാണ്? നമ്മുടെ നെഹ്റു പറയാണ്. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ ഇൻ മെനി വേസ്. പല തരത്തിൽ ഗാന്ധിജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സം പീപ്പിൾ വർ പാർഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജീസ് ഐഡിയോളജീസ്. നെഹ്റു പറയാണ് ചില ആൾക്കാർ ഭാഗികമായിട്ട് ഗാന്ധിജീനെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്വീകരിക്കാൻ തുടങ്ങി. ഓക്കെ, അതേഴ്സ് ജസ്റ്റ് ആക്സെപ്റ്റഡ് ഹിസ് ഐഡിയോളജീസ് ആൻഡ് മെയ്ഡ് ചേഞ്ചസ് ഇൻ ദെയർ ലൈഫ്സ്. ചില ആളുകൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസും വേഷവിധാനത്തിലും ഒക്കെ അവർ മാറി. എ ഫ്യൂ പീപ്പിൾ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ഹിസ് ഐഡിയോളജീസ്. ചില ആൾക്കാർ തീരെ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ഗാന്ധിജി അപ്ഹെൽഡ് 2 ആക്ഷൻസ്. ടു ഫോൾഡ് ആക്ഷൻസ് ഓർത്തു വെക്കണം കേട്ടോ. എന്താണ്? വൺ ഇസ് ദാറ്റ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് സ്റ്റോപ്പിംഗ് സോഷ്യൽ ഈവൽ സച്ച് ആസ് സതി, അൺടച്ചബിലിറ്റി, ചൈൽഡ് മാരേജ് എക്സെട്ര. 2 ഫോൾഡ് ആയിരുന്നു ഗാന്ധിജിയുടെ ആക്ഷൻ. അത് ചോദിക്കാറുണ്ട്. 2 ഫോൾഡ് ആയിരുന്നു ഗാന്ധിജിയുടെ ആക്ഷൻസ്. എന്തായി 2 ഫോൾഡ്? ഒന്ന്, ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുക. 2 എന്താണ്, നമുക്കിടയിലുള്ള സോഷ്യൽ ഈവിൾസിനെതിരെ ഫൈറ്റ് ചെയ്യുക. സതി പോലെയുള്ള ചൈൽഡ് മാരേജ് പോലെയുള്ള, അതുപോലെ അൺടച്ചബിലിറ്റി പോലെയുള്ള സാധനങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക. ഇതാണ് 2 ഫോൾഡ്. ചോദിക്കും, എഴുതണം. നെഹ്റു then mentions about the prime objectives of Congress, which is freedom of India. Another one is the national unity, which can be achieved by solving the problems of minorities, repressed classes and untouchability. Okay, yes, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. Okay, then Nehru starts Saran പറഞ്ഞില്ല കേട്ടോ. Okay, next, then Nehru starts to tell about the India വിച്ച് ഗാന്ധിജി ഹാസ് ബീൻ ഡ്രീംഡ്. ഗാന്ധിജി സ്വപ്നം കണ്ടിയ കിനാശേരി അല്ലേ, അങ്ങനെ ഒരു ചോദ്യം അല്ലേ? ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പറയാം. ഇൻ ഗാന്ധിജീസ് ഇന്ത്യ, ഗാന്ധിജിയുടെ ഇന്ത്യയിൽ പീപ്പിൾ വിൽ ലിവ് ഇൻ ഹാർമണി. ആളുകൾ സന്തോഷത്തോടു കൂടിയിട്ടാണ്, സമാധാനത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ്. ഹാർമണി ആ വേർഡ് പറഞ്ഞു പറയുന്നത്. ഓക്കെ, ഹാർമണിയോട് കൂടിയാണ് ആളുകൾ ജീവിക്കുന്നത്. ദർ വിൽ ബി നോ അൺടച്ചബിലിറ്റി, നോ യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ആൻഡ് ഹാവ് ജെൻഡർ ഈക്വാലിറ്റി ഉള്ള, അതുപോലെ തന്നെ ഹാർമണിയുള്ള, ഡ്രഗ്സ് ഇല്ലാത്ത, ആൽക്കഹോൾ ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. Though he accepts all cultures, he is proud of Indian culture and his lineage. അദ്ദേഹം എല്ലാ കൾച്ചേഴ്സിനെയും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ he was very proud in Indian culture. അദ്ദേഹത്തിൻ്റെ ഹെറിഡിറ്ററി ആയി കിട്ടിയ, ലീനിയേജിൽ കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു റിലീജിയനും അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിലൊക്കെ അദ്ദേഹം വളരെ ഉറച്ചു നിന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ഹി ടെൽസ് ദാറ്റ് വൺ ഷുഡ് ആക്സെപ്റ്റ് ഗുഡ് തിങ്സ് ഫ്രം ദ അതർ കൾച്ചേഴ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വൺ ഷുഡ് നോട്ട് അബാൻഡൻ വൺസ് കൾച്ചർ. നമ്മൾ ബാക്കിയുള്ള കൾച്ചേഴ്സിലുള്ള നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക, പക്ഷേ നമ്മുടെ ഒറിജിനൽ കൾച്ചർ ഉണ്ടല്ലോ, അതും നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോരുത്, അല്ലെങ്കിൽ അതിനെ അബാൻഡൻ ചെയ്യരുത്. ഇൻ ദ എൻഡ് നെഹ്റു ടെൽസ് ദാറ്റ് നോ വണ്ടർ വൈ ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ masses of Indians because he targeted the psychology of Indians and did psychological reformation. അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്ത് സൈക്കോളജിക്കൽ റിഫോർമേഷൻ ആണ് ഇന്ത്യക്കാരെ ഇടയിൽ ഗാന്ധിജി നടത്തിയത്? ഇന്ത്യക്കാർക്ക് ഒരു എന്താ പറയുക, ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിൽ കുറേ കാലങ്ങൾ നിൽക്കുകയാണ് അല്ലേ, വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം. ഈ സമയത്ത് ഗാന്ധിജി വന്നിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ എന്ത് മനസ്സിലാക്കി, ഇന്ത്യക്കാരുടെ ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. ആ പ്രശ്നമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇവർക്ക് പേടിയാണ്, എല്ലാവരെയും പേടിയാണ് അല്ലെ. ബ്രിട്ടീഷേഴ്സിനെ പേടിയാണ്, ലാൻഡ് ലോൺസിനെ പേടിയാണ്, അതുപോലെ തന്നെ മിലിറ്ററി, പോലീസ്, സീക്രട്ട് ഏജൻസ്, ഇവരെല്ലാവരും പേടിയാണ്, പോവർട്ടീനെ പേടിയാണ്. അപ്പോൾ ആദ്യം മാറ്റേണ്ടത് എന്താണ്? പേടിയാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പേടി എങ്ങനെ മാറ്റുക? ഫിയർലെസ്നെസ് എങ്ങനെ ഉണ്ടാക്കുക? ട്രൂത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുക. പെട്ടെന്നൊരു ദിവസം പോയിട്ട് എല്ലാവരും പറയണം നിങ്ങൾ പേടിക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കാതെ നോക്കുമോ? ഇല്ല. അതിനുള്ള ഒരു മാർഗ്ഗം അദ്ദേഹം സൈക്കോളജിസ്റ്റിനെ പോലെ ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് സൈക്കിൻ്റെ പ്രോബ്ലം എന്ത് ചെയ്തു? പരിഹരിച്ചു. ദെൻ അദ്ദേഹം എന്താക്കി? മൊത്തം ഇന്ത്യക്കാരുടെയും പ്രശ്നം പരിഹരിക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സൈക്കോളജിക്കൽ റെവല്യൂഷൻ അവിടെ ഗാന്ധിജി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ
ചാപ്റ്റർ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഏകദേശം എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം JD സാറ് പവർഫുൾ അല്ലേ? യെസ്, ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാണ്. എന്തൊക്കെയാണ് സെറ്റാക്കാനുള്ളത്? യെസ് ഗോയിങ് ഔട്ട് ഫോർ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ അല്ലേ സാർ? ഇഷ്ടം പോലെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി കുറച്ച് കാര്യങ്ങളോട് പഠിച്ച് നമ്മൾ എന്താക്കാം, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഉറങ്ങണ്ടടാ, നിങ്ങൾക്ക് ഉറങ്ങണ്ടേ? നാളത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനല്ലേ? യെസ്, പഠിക്കാനല്ല, ഉറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ പവർ ആക്കിയിട്ട് വീണ്ടും വരുന്നതാണ് സ്റ്റുഡിയോ 1. യെസ്. ഓക്കെ, എവിടെ ഗൈസ്, എവിടെ? സ്ലീപ്പ് പറഞ്ഞില്ലേ? ഓക്കെ, യെസ്, സെൻഡ് മീ ദാറ്റ് ഇമോജി, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ ആണോ? സെറ്റ് ആണോ? യെസ്, സെറ്റാണ്. യെസ് മക്കളെ, പവർഫുൾ ആണ്. നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള മുഴുവൻ ഡിസ്കോഴ്സസും അതുപോലെ തന്നെ മുഴുവൻ ഗ്രാമേഴ്സും നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇത്രയും ഡിസ്കോഴ്സ് നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആണ്. ഫോമൽ ലെറ്റർ, ഇൻഫോമൽ ലെറ്റർ, ഫ്രണ്ട്ലി ലെറ്റർ, ഇമെയിൽ, സ്പീച്ച്, പ്രൊഫൈൽ, ഡിബേറ്റ്, ഇന്റർവ്യൂ, നോട്ടീസ്, ജോബ് അപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ 8 മാർക്കിന്. നെക്സ്റ്റ് 1 ടെലിഫോണിക് കോൺവെർസേഷൻ, ലൈവ് ടി റിപ്പോർട്ട്, നരേഷൻ, ട്രാവൽ എസ്സേ, ട്രാവലോഗ്, ട്രാവൽ ബ്രോഷർ, ട്രാവൽ ഇൻഫോ, ന്യൂസ് പേപ്പർ ആർട്ടിക്കൽ, സെമിനാർ റിപ്പോർട്ട്, പ്രോഗ്രാം റിപ്പോർട്ട്, പ്രിസിസ് റൈറ്റിംഗ്. എന്താണ് പ്രിസിസ് റൈറ്റിംഗ്? സെറ്റാക്കാം. അപ്രീസിയേഷൻ, അൺസീൻ പോം. എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു? ക്യാരക്ടർ സ്കെച്ച്, നോട്ട് മേക്കിംഗ്, റൈറ്റ് അപ്പ്, പാരഗ്രാഫ് റൈറ്റിംഗ്, ഷോർട്ട് എസ്സേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. നാളത്തെ എക്സാമിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. എത്രയോ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ പല ചോദ്യങ്ങളും എങ്ങനെയുണ്ടാ പറയോ? ഫ്രം ദ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ വർഷങ്ങളത്തെ പരീക്ഷകളും അതുപോലെ തന്നെ പേപ്പറുകളും നമ്മൾ കണ്ടല്ലോ. അതിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ ചോദ്യമായിരിക്കും, കുറച്ച് കോൺ എഴുതാനുണ്ടാവും. അതായത് റൈറ്റ് അബൌട്ട് ദിസ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് കുഞ്ഞു പാരഗ്രാഫ് റൈറ്റിംഗ് ഇഷ്ടം പോലെ നാളെ വരും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ചാപ്റ്റർ ഓർത്തിരിക്കുക, അതിൻ്റെ സമ്മറി ഓർത്തിരിക്കുക, ഓരോ ചാപ്റ്ററിനെയും സമ്മറി ഓർത്തിരിക്കുക. പ്ലസ് ഇതുപോലത്തെ വലിയ ഡിസ്കോഴ്സ് വരുന്ന സമയത്ത് കണ്ണും പൂട്ടി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്കോഴ്സുകളൊക്കെ അതിൻ്റെ ഫോർമാറ്റുകൾ പഠിച്ചു വെക്കുക. അത് തന്നെയാണ് അതിൻ്റെ മാർഗം. ക്യാരക്ടർ സ്കെച്ച് സെറ്റാക്കണം. അതുപോലെ തന്നെ പ്രിസിസ് റൈറ്റിംഗ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ സെറ്റാക്കി തരും. ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമേ 8 മാർക്കിൻ്റെ ആണ്, മിസ്സായി പോയിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. എത്ര മാർക്കിന് എഴുതണം എന്നുള്ളത് കഴിഞ്ഞ ലൈവിലേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് സെറ്റാക്കി തരും. എത്ര മാർക്കിന് ഓരോ വിഷയങ്ങളും എത്ര മാർക്കിന് എഴുതുന്നത് പറഞ്ഞുതരും. ഓക്കെ യെസ്, ഓഫുള്ളി അതാ പോയി. ഓക്കെ സെറ്റാണ്. ഇനി അടുത്തത് ഗ്രാമറാണ്. ഗ്രാമറിൽ മെജോറിറ്റി സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് സാർമാർ പഠിപ്പിച്ചിട്ടുണ്ടാകും. എഡിറ്റിംഗ് ഉണ്ടാവും, ഹോമോണിംസ് ഉണ്ടാവും, ഇഡിയംസ് ഉണ്ടാവും, ഫ്രേസൽ വെർബ്സ്, ഓക്സിലറീസ് ആൻഡ് മോഡൽസ് ഉണ്ടാവും, റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടാവും, പാസ്റ്റ് ടെൻസ്, അഡ്ജക്റ്റീവ്, കമ്പാരിസൺ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലാത്ത സംഭവങ്ങൾ നമ്മൾ സെറ്റാക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി സെറാങ് ഓഫ് റാണഗഞ്ചി. സെറാങ്, നിങ്ങളെ സ്രാങ്ക് എന്ന് പറയില്ലേ, ആ സെറാങ് ഓഫ് റാണഗഞ്ചി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഏത് ചാപ്റ്റർ തുറന്നു വെച്ചാലും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഇത് മസ്റ്റ് ആണ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് സാധനമല്ല. ഇത് ശരിക്കും പുലിയാണ് ഗൈസ് എന്ന് പറഞ്ഞ പോലെ, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. അളിഞ്ഞ് ചെയ്യും. ഓക്കെ, സെറാങ് ഗാഞ്ചി അതിൻ്റെ സ്റ്റോറിയുടെ സമ്മറി മാത്രം, ഓൺലി സമ്മറി, കുഞ്ഞു സമ്മറി പറഞ്ഞിട്ട് നേരെ ഡിസ്കോഴ്സിലേക്കാണ് പോകുന്നത്. ദ സ്റ്റോറി സെറാങ് ഓഫ് റാണഗഞ്ചി ബൈ ഡോക്ടർ A.J. Cronnin is about a sea voyage from Liverpool to Calcutta. ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്കുള്ളൊരു ബോട്ട് യാത്രയാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നേരത്തെ ആൻഡ് ഗാന്ധി ഗെയിം വന്ന് ബ്രിട്ടീഷ് റൂളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ, അതിൻ്റെ തൊട്ട് മുമ്പ്. ഓക്കെ, ഇറ്റ് ടെൽസ് ഹൗ the author and the hero of the story manage a great calamity silently and bravely. വലിയൊരു പാൻഡമിക് വന്ന്, കൊറോണനേക്കാളും വലിയൊരു സീന് വന്ന്, കൊറോണൻ്റെ അത്ര വലുപ്പമല്ല, ഓക്കെ, അതിനേക്കാൾ ചെറിയൊരു സീന് വന്ന സമയത്ത് എങ്ങനെ അതിനെ കിടുവായിട്ട് നേരിട്ടു എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കഥയിൽ പറയാൻ പോകുന്നത്. സെറ്റാണ്. സിമ്പിളായിട്ട് കഥ കംപ്ലീറ്റ് പറയുമ്പോൾ നേരം വെളുക്കും. സിമ്പിളായിട്ട് 2-3 സ്ലൈഡിൽ പരിപാടി തീർക്കും. പക്ഷേ ഇനിയും ലൈവ്
ഷെയർ ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ +2 ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഇതാ ജേഡി വന്നിട്ടുണ്ട്, ബാക്കി പരിപാടി ഫുള്ള് സെറ്റാക്കാൻ പോകണം. ഒന്ന് ഷെയർ ചെയ്യണം, ഒറ്റ ഷെയറും കൂടി ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പോകണം, പവറാക്കാൻ പോകണം. യെസ്, ബാക്കി ചാപ്റ്റർ കൂടി സെറ്റാക്കാൻ പോകണം. ഷെയർ ചെയ്യാത്ത ആൾക്കാരൊന്ന് ഷെയർ ചെയ്യണേ. കാരണം ഈ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊന്ന് ഷെയർ ചെയ്യുക. യെസ്, നമുക്കിതാ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി പറയുന്നു, ഡിസ്കോഴ്സ് പറയുന്നു. ദാറ്റ്സ് ദ പരിപാടി. യെസ്, ഞാൻ കണ്ടോ, ഇൻ ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ ഫാഷനബിൾ ലേഡീസ് റിമാർക്ക് അബൌട്ട് എ നേറ്റീവ് സീമൻ. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നേറ്റീവ് സീമൻ, ആ കടലിലെ ജീവക്കാരനായിട്ടുള്ള ഒരാളെ ഒരു ഫാഷനബിൾ ലേഡി നല്ല ലുക്കിൽ വന്നിട്ട് മറ്റേ ഒരു കണ്ടല്ലോ, ഒരു കണ്ണടയൊക്കെ, ഇതൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു പെണ്ണില്ലേ, ഒരു കണ്ണടയൊക്കെ വലിയ കണ്ണടയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ഫാഷനൽ ലേഡി വന്നിട്ട് ഒരു കാര്യമാണ്. ഹി വാസ് അഗ്ലി മാൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഹെഡ്. വലിയ തലയും ചെറുതായിട്ടുള്ള ഒരു ഉടലുമായിട്ടുള്ള ഒരു അഗ്ലി മാൻ, അത്ര കാണാനൊന്നും സുഖമില്ലാത്ത നമ്മുടെ ഹസനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു പെണ്ണ് പറഞ്ഞതാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഹി വാസ് ദ ബോട്ട്സ്വെയിൻ ഓഫ് ദ ഷിപ്പ്. റാണഗെഞ്ചി എന്ന് പറയുന്ന അത് ആ ഷിപ്പിലെ ബോട്ട്സ്വെയിൻ ആയിരുന്നു, അതായത് സെറാങ് ആയിരുന്നു ഗൈസ്. യെസ്, കണ്ടോ, ദേ സ്പോക്ക് ഓഫ് ഹിം ആസ് എ കോമിക് ക്രീച്ചർ. അതൊരു കോമിക് ക്രീച്ചർ പോലെ, യെസ്, കോമിക് ക്രീച്ചർ പോലെ എല്ലാവരും കാണാൻ തുടങ്ങി. അല്ലെങ്കിൽ അവർ പറഞ്ഞു, A.J. Cronnin, the physician of the ship, overheard this remark. ഈ ഒരു വർത്താനം ആ ചങ്ങായിനെ പറ്റിയിട്ട്, നമ്മുടെ ഹസനെ പറ്റിയിട്ട് ആ ഡയലോഗ് അടിച്ചത് നമ്മുടെ A.J. Cronnin ഓർത്ത് വെച്ചു. A.J. Cronnin വേറെ ലെവലാണ്. This ship was crowded with the tourists and the most of them were accompanied by their wives and families. ഈ ഒരു ഷിപ്പിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇഷ്ടംപോലെ അവരുടെ ഫാമിലീസ്, ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു. When the ship landed at the port, said the tourists went out for shopping. said എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കടൽ തീരത്തെത്തിയ സമയത്ത്, ആ ഒരു പോർട്ടിൽ എത്തിയ സമയത്ത് അവരെല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ പോയി, ടൂറിസ്റ്റുകളൊക്കെ ഷോപ്പിങ്ങിന് പോയി. എന്നിട്ടോ പെട്ടെന്ന് പോണേ. ഓൺ ദ ഫോളോയിങ് മോർണിംഗ് സെറാങ് റിപ്പയർഡ് വിത്ത് 2 ലാസ്കാർ. സെറാങ് എന്താക്കി, 2 ലാസ്കാറുമായിട്ട് കണ്ടെത്തി. അതായത് ദേ വർ ഒബ്വിയസ്ലി സിക്ക്, അവർക്ക് അസുഖമായിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടി. അവർക്ക് പാൻഡമിക് ആണ് മക്കളെ. ക്രോണിൻ ഡയഗ്നോസ്ഡ് ആൻഡ് ദേ വർ സഫറിങ് ഫ്രം സ്മോൾ പോക്സ്. അവർക്ക് സ്മോൾ പോക്സ് ബാധിച്ചു. 2 മുഖത്ത് മുഴുവൻ കുരുവൊക്കെ ആയിട്ട് 2-3 ടീംസിനെ കിട്ടി. ക്രോണിൻ റിപ്പോർട്ട് ദ മാറ്റർ ദ ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റാ മോനെ സീനാണ്, കപ്പലിൽ ഇങ്ങനത്തെ 2 സ്മോൾ പോക്സ് ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഹി അഡ്വൈസ് ദ ഡോക്ടർ ടു കീപ് ഇറ്റ് സീക്രട്ട്. നിങ്ങൾ മിണ്ടില്ലേ, അത് സീക്രട്ട് ആയിട്ട് വെക്കിട്ടോ, സീനാണ്. ഹി റിക്വസ്റ്റഡ് ദ ഡോക്ടർ ടു അറേഞ്ച് എൻ ഐസൊലേറ്റഡ് ഏരിയ ഫോർ ദ പേഷ്യന്റ്. ഐസൊലേഷൻ വാർഡൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, അത് ഓൾറെഡി പരിചയമായിട്ടുണ്ട് കൊറോണ വന്നതിന് ശേഷം. അപ്പോൾ ഐസൊലേഷൻ വാർഡ് സെറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു. യെസ്, ദ സെറാങ് ഹെൽപ്പ് ടു മേക്ക് എ ഷെൽട്ടർ ഓൺ ദ ഡെക്കിൽ, ആ കപ്പലിൻ്റെ മുകളിൽ എന്താക്കാൻ വേണ്ടിയിട്ട്, ഐസൊലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അവർക്ക് ഒരു ടെൻ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെറാങ് സഹായിച്ചു. വിത്തിൻ എൻ അവർ ഹി ബിൽറ്റ് എ ലാർജ് ഷെൽട്ടർ, വലിയൊരു ഷെൽട്ടർ സെറ്റാക്കി കൊടുത്തു. ആൻഡ് ദ മാൻ ഷോഡ് സൈൻ ഓഫ് സ്മോൾ പോക്സ്. 3ാമതൊരാൾക്കും ആ ഒരു അടയാളം വന്നു. അറ്റ് ദാറ്റ് ടൈം ദ സെറാങ് ഹസൻ ഹെൽപ്ഡ് ദ ഡോക്ടർ വിത്തൗട്ട് ഷോയിങ് എനി ഫിയർ. ഒരു ഭയവും കൂടാതെ, ഞാൻ കൂടെയുണ്ട്, ഹസൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയവും പേടിച്ചില്ല. ദാറ്റ്സ് റോങ്. ഓക്കെ, ഒരു ഭയവും ഇല്ലാതെ ഹസന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഹസന് വേണ്ടിയല്ല, ഇവർക്ക് വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് ഡേ 6 of 7 men came with the sign of small പോക്സുമായിട്ട് 6-7 ആൾക്കാർ വന്നു. എഗെയിൻ ഹസൻ took much care to treat them. അവരെ നല്ല കിടുവായിട്ട് ട്രീറ്റ് ചെയ്ത് കൊടുത്തു ഹസന്റെ ക്യാരക്ടർ വെച്ചിട്ടുണ്ടാവുക. സെറാങ് sat watchful when one of the victim was in a coma state. അസുഖം മൂത്തിട്ട് ഒരു ചങ്ങായി കോമാ സ്റ്റേറ്റിലായി പോയപ്പോഴും നോക്കാൻ ആരേ ഉണ്ടായിരുന്നുള്ളൂ, സെറാങ് ഉണ്ടായിരുന്നു. സെറാങ് വാസ് റിയലി ഫ്രം പഞ്ചാബ്. അദ്ദേഹം ശരിക്കും പഞ്ചാബ് എന്നുള്ളതാണ്. ഹിസ് പാരൻസ് ഹാഡ് വാണ്ടഡ് ടു സൗത്ത് ഇന്ത്യ. അവൻ എന്താക്കിയാണ് സൗത്ത് ഇന്ത്യയിലേക്ക് ജസ്റ്റ് കറങ്ങാൻ വന്നതാണ്. ഇറ്റ് വാസ് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞതാണ്. ഇറ്റ് വാസ് അറ്റ് ദ ടൈം ഹി ടുക്ക് സീ ഫെയറിംഗ് ലൈഫ്. അങ്ങനെയാണ്, ആ സമയത്താണ് അവൻ ഈ ഓരോ കടലിൽ നിന്ന് ഓരോ രാജ്യങ്ങളിലേക്ക് അങ്ങനെ ചുറ്റുന്ന പരിപാടി തുടങ്ങിയത്. ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ഷോ ആൻഡ് റിമൈൻഡ് അൺമാരീഡ്. അവൻ സിംഗിൾ പ്രസംഗിയാണ്. അതുപോലെ തന്നെ കരയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലമൊന്നുമില്ല. ഹി ഹാഡ് നോ സേവിങ് ഇല്ല. ക്രോണിൻ എക്സ്പ്രസ്ഡ് ഹിസ് വിഷ് ദാറ്റ് ഹി ഷുഡ് ബി പെയ്ഡ് എക്സ്ട്രാ ഫോർ ഹിസ് എക്സ്ട്രാ സർവീസ്. എക്സ്ട്രാ ചെയ്യാണല്ലോ, ഇവൻ ആക്ച്വലി സെറാങ് ആണ്, പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവൻ എക്സ്ട്രാ സർവീസിന് എക്സ്ട്രാ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ബട്ട് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അതൊന്നും വേണ്ട, ഇത് ചെറു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് നിങ്ങൾ പൈസയൊന്നും തരണ്ട, ജസ്റ്റ് ഓക്കെ. ഹി വാസ് ഹാപ്പി വിത്ത് വാട്ട് ഹി ഹാഡ്. അവനുള്ളത് കൊണ്ട് അവന് ഭയങ്കര തൃപ്തിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. വെൻ 2 of the patient died, Hassan himself swept their shroud. 2 പേഷ്യൻസ് മരിക്കുക വരെ ചെയ്തു. അപ്പോൾ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത് ഓർമ്മയാണ്. അപ്പോൾ അവിടെ ഹസന് സ്വന്തമായിട്ട് അവർക്കുള്ള എന്താ പറയുക, അവരെ പൊതിയുന്നൊരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഷ്രൗഡ്. ഓക്കെ, മരിച്ചു കഴിഞ്ഞാൽ അവരെ പൊതിയുന്ന ഡ്രസ്സില്ലേ, എന്താ മലയാളത്തിൽ പറയാം, ആ ഒരു ഡ്രസ്സ് തുന്നി സെറ്റാക്കിയത് ആരായിരുന്നു? നമ്മുടെ ഹസനായിരുന്നു. റീഡ് അലൗഡ് എ ഷോർട്ട് പാസേജ് ഫ്രം രാമായണ. അവൻ്റെ പേര് ഹസൻ ആണെങ്കിലും ഇവൻ രാമായണ ഓതിയിട്ടാണ് അവൻ എന്താക്കിയിട്ടുള്ളത്,
അവനെ കബറടുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതായത് അവനെ എന്താക്കിയുള്ളത്, ദഹിപ്പിച്ചതല്ല, കടലിലേക്ക് സെറ്റാക്കിയതാണ്. ത്രൂ ദ ബോഡി ഓവർബോർഡ്, അതായത് കടലിലേക്ക് അവരുടെ ബോഡി ഇട്ടു, അവരെ എന്താക്കി, ഗംഗയിലൊക്കെ ഒഴുക്കുക എന്ന് പറയില്ലേ, അതുപോലെ അവർ പരിപാടി അത്രയും കർമ്മങ്ങളൊക്കെ രാമായണത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് സെറ്റാക്കിയിട്ട് അത്രയും സെറ്റാക്കിയിട്ടാണ് നമ്മുടെ ഹസൻ. അതൊക്കെ റിലീജിയണൽ ഹാർമണിയാണ് അവിടെ കാണിക്കുന്നത്. യെസ്, ഓക്കെ. ഇൻ ദ എൻഡ് തീരാൻ പോണേ. മോസ്റ്റ് ഓഫ് ദെൻ ഷോഡ് ദ സൈൻ ഓഫ് ഹെൽത്ത്. എല്ലാവർക്കും അസുഖമൊക്കെ ശവത്തുണി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അതല്ലാതെ ഓക്കെ ഏതായാലും അതൊക്കെ സെറ്റായി, ആരോഗ്യമൊക്കെ തിരിച്ചു വന്നു. ആസ് ഹസൻ വാസ് ട്രൈങ് ടു അൺലോഡ് ദ ബാഗേജ് ഒക്കെ കഴിഞ്ഞ് കരയിലെത്തി, ബാഗേജ് ഒക്കെ അവിടെയുള്ള ബാഗേജ് ഒക്കെ എടുത്തുകൊണ്ട് കരയിൽ കൊണ്ട് എടുത്ത് സെറ്റാക്കി വെക്കുന്ന സമയത്ത് ദ ലേഡീസ് വോയിസ് വാസ് ഹിയർഡ് അഗെയിൻ. മറ്റേ നേരത്തെ പറഞ്ഞ ഒരു കണ്ണട വെച്ച ഗ്രേഡിയില്ലേ, അവൾ തിരിച്ചു വന്നു. ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ഡേർട്ടി ക്രീച്ചർ. വീണ്ടും ആ ഒരു ക്രീച്ചർ, ആ വൃത്തികെട്ട രൂപത്തിനാണ് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഹസനെ കളിയാക്കി പറയാം. She asked Cronnin where he had kept the dirty creature during the voyage. അല്ല, നമ്മൾ ഈ കപ്പൽ യാത്രയൊക്കെ കഴിഞ്ഞ് വരികയാണല്ലോ, ഈ കപ്പൽ യാത്രൻ്റെ ഇടയിൽ ഇതുപോലത്തെ ക്രീച്ചേഴ്സൊക്കെ ഞാൻ നേരത്തെ കണ്ടിരുന്നു, എവിടെ ചങ്ങായിയൊക്കെ എന്ന് ചോദിച്ചു. ഓക്കെ. At this question, Cronnin agreed that it was in a cage. ആ ക്രീച്ചർ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ക്രീച്ചർ ഉണ്ടല്ലോ, ആ ഹസനെ കൂട്ടിലായിരുന്നു. That he had kept him. അവിടെയാണ് അവനെ സൂക്ഷിച്ചു വെച്ചത്. But all the animals were outside the cage. പക്ഷേ മറ്റു മൃഗങ്ങളൊക്കെ എവിടെയായിരുന്നു? കൂടിൻ്റെ പുറത്തും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മറ്റേ ക്രോണിൻ മറുപടി പറഞ്ഞത്. ഇല്ലാണ്ടങ്ങായിപ്പോയി. ശരി, നമ്മുടെ ഹസനെ കൂട്ടിലായിരുന്നു, പക്ഷെ മൃഗങ്ങളൊക്കെ പുറത്തായിരുന്നു. അതായത് ഹസൻ മാത്രമായിരുന്നു അവിടെ ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്ന ഒരേ ഒരു പേഴ്സൺ. അദ്ദേഹം മാത്രമാണ് ഈ ഒരു കലാമിറ്റിയെ അടിപൊളിയായിട്ട് ഫേസ് ചെയ്തത്, കിടുവായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യത്വം തുളുമ്പുന്ന വ്യക്തിത്വം ഹസൻ, മറക്കല്ലേ. അദ്ദേഹത്തിന് ചോദിക്കുന്ന ഒരു സംഭവമാണ് യെസ് ക്യാരക്ടർ സ്കെച്ച്. ഇതിൽ കാണിക്കുന്ന പോയിന്റ് ടു റിമെമ്പർ, കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലൈഡ് അല്ല മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവമാണ്. ദി സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഡോക്ടർ എ ജെ ക്രോണിൻ. ഇതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും എഴുതിക്കുക, റിട്ടൺ ബൈ ഡോക്ടർ എ ജെ ക്രോണിൻ. ഓക്കെ. ഹസൻ ലുക്ക്ഡ് അഗ്ലി വിത്ത് ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഹെഡ്. സൂട്ടബിൾ ആയിട്ടുള്ള ഹെഡൊന്നല്ല, സൂട്ടബിൾ ആയിട്ടുള്ള കാലുമല്ല. മിസ് ജോബ് സ്മിത്ത് റിഡിക്യൂൾഡ് ഹിം കോളിംഗ് കോമിക് ക്രീച്ചർ. അവളാണ് വിളിച്ചോളെ പേര് ഇവിടെ ഉണ്ട്. സം ഓഫ് ക്രൂ ഗോട്ട് ഇൻഫെക്റ്റഡ് വിത്ത് സ്മോൾ പോക്സ്. ഇറ്റ് വാസ് ഡ്യൂട്ടി ഓഫ് എ ജെ ക്രോണിൻ ദ ഡോക്ടർ ഓഫ് ഷിപ്പ് ടു കൺട്രോൾ ദ സ്പ്രെഡിങ് ഡിസീസ്. അത് ഡ്യൂട്ടി എ ജെ ക്രോണിനാണ്. ഹസൻ എന്താക്കി, അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നു. അവനെ സ്പോഞ്ചിങ് ഒക്കെ ചെയ്ത് പെർമാഗ്നേറ്റ് സൊല്യൂഷൻ ഒക്കെ ഇട്ട് സെറ്റാക്കിയത് ആരാണ്? ഇവനാണ്, ഹസനാണ്. ഗേവ് മെഡിസിൻ ടൈമിൽ കൊടുത്തു. ഡോക്ടറിന് ഭയങ്കര പല നിലക്കും സപ്പോർട്ടീവ് ആയിരുന്നു. സിമ്പൽ ഓഫ് ലവ്, കെയർ, അഫെക്ഷൻ, സിൻസിയറിറ്റി, ഡിവോഷൻ, ഡെഡിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി. ഇതിൻ്റെ ഒക്കെ സിമ്പലാണ് ഹസൻ. ഇതിൽ വരുന്നൊരു സംഭവമാണ്, മസ്റ്റായിട്ടും വരുന്നൊരു സംഭവമാണ്. ആരാണ് ഹസൻ? ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. ക്യാരക്ടർ സ്കെച്ച് ഹസൻ്റെത് മാത്രമല്ല, ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതിനുള്ള സെറ്റപ്പാണ്. ഇത് അതീ കണ്ടോ, ഹെഡിങ് എഴുതുക. ഫസ്റ്റ് തന്നെ ഹെഡിങ് എഴുതുക. എന്താ ഹെഡിങ്? നെയിം ഓഫ് ദ ക്യാരക്ടർ, ഹസൻ എന്നങ്ങോട്ട് എഴുതി കൊടുക്കടാ മക്കളെ. ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാൽ ഹസൻ എന്ന് എഴുതി കൊടുക്കണം. യെസ്. എന്നിട്ട് രണ്ടാമത്തെ വരിയിൽ എഴുതേണ്ടത് വെച്ചാൽ സ്റ്റോറി ഏതാണ്, ആ ഓതറ പേരേന്ന്. ദിസ് ഹസൻ ഈസ് എ ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി സെറാങ് ഓഫ് റാണഗഞ്ചി റിട്ടൺ ബൈ എ ജെ ക്രോണിൻ. ഇങ്ങനെ ഏത് ചാപ്റ്ററിൽ നിന്ന് മാഗി പറയുന്നുണ്ട്, വേറെ ഏതാ മാഗി അല്ലാതെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു ക്യാരക്ടേഴ്സൊക്കെ ഏതാണ്? മാഗി നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. മറ്റു ക്യാരക്ടേഴ്സൊക്കെ ഏതൊക്കെയാണ്? ഇങ്ങനെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഫോർമാറ്റാണ് സ്റ്റോറി ഏതാണെന്നും ഓതർ ഏതാണെന്നും എഴുതാൻ കഴിയണം. ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാരക്ടർ. ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്? ആ ചാപ്റ്ററിലെ ക്യാരക്ടറിൻ്റെ റോൾ എന്താ? ഇവിടെ കണ്ടോ, റോൾ എന്താണ്? ഹി വാസ് എൻ അഗ്ലി മാൻ വിത്ത് ഷോർട്ട് ലെഗ്സ്. അതൊക്കെ അതല്ല റോൾ. അവിടെ ഹസൻ ഈസ് എ സെറാങ് ഓഫ് ദ ഷിപ്പ്. ഇതാണ് റോള് കൊടുത്തത്. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ്. അതാണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ റോള്. റോൾ എന്താണ്? അതിന് അറാണജ് ഗഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കപ്പലിലെ സെറാങ് ആണെന്ന് റോള് പറഞ്ഞു. ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഫിസിക് ആൻഡ് അപ്പിയറൻസ്. ലുക്ക് ലൈക്ക് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഹസനെ പറ്റി പറഞ്ഞാൽ മസ്റ്റായിട്ട് എഴുതണം. അദ്ദേഹത്തിൻ്റെ ലുക്ക് ഭയങ്കര അഗ്ലി ആയിരുന്നു. അതുപോലെ തന്നെ ഇത് അങ്ങനെ പിന്നെ ഇതെടുക്കണ്ട, അവനെ കളിയാക്കുക എന്ന് പറയണ്ട. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡീറ്റെയിൽസ് പറയലാണ്. ഇപ്പം നമ്മൾ ആ ഒരു മറ്റേ ഫാഷൻ വള്ളി എവിടെയായി പോകുമെന്ന് വിചാരിക്കേണ്ട. യെസ്, എഴുതി കൊടുക്കണം. എന്താണ്? ഓക്കെ. ഹി വാസ് എൻ അഗ്ലി മാൻ വിത്ത് ഷോർട്ട് ലെഗ്സ്. ഷോർട്ട് ലെഗാണ് ആൻഡ് ലാർജ് ഹെഡാണ്. വലിയ തല, ചെറിയ കാല്, അതുപോലെ തന്നെ ഷോർട്ട് പേഴ്സൺ ആണ്, അഗ്ലി മാൻ ആണ്. ഓക്കെ. എന്നിട്ട് അദ്ദേഹത്തിനെ പറ്റി അറിയുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതി കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ,
അതിനാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയാം. അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ ദാറ്റ് സിമ്പിൾ ഓഫ് ലവ് മറ്റേ മറിച്ചെന്നൊക്കെ കഴിഞ്ഞ സ്ലൈഡിൽ എഴുതിനു, അതൊക്കെ നിങ്ങൾ എന്താക്കണം പറ്റുകയാണെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കുക. കണ്ടോ, പഞ്ചാബിൽ നിന്നാണ്. ഈസ് ബീൻ എ വർക്ക് ഇൻ എ ഷിപ്പ് ഫോർ 40 years ആൻഡ് ഹീസ് ബീൻ എ റാണഗഞ്ചി ഫോർ 15 years. ഇത്രയും വർഷമായിട്ട് റാണഗഞ്ചിയിലുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ പൊളിയാണ്, പവറാണ്, സെറ്റാണ് കേൾക്കാം. ഓക്കെ, അവൻ്റെ നാട്ടിൽ വേറെ സ്ഥലമില്ല, തീരത്ത് വേറെ സ്ഥലമില്ല. അതുപോലെ തന്നെ ഹിസ് നോ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇല്ല, ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഒന്നുമില്ല. നെവർ മാരീഡ്, ഇസ് എ മുസ്ലിമാണ്. അതുപോലെ തന്നെ ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിൾ പ്രസംഗയാണ്. ഹി ഹാസ് നോ മണി ഓർ പ്രോപ്പർട്ടി എന്ന് തുടങ്ങിയിട്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് സംഭവങ്ങളും നിങ്ങളുടെ മൈൻഡിലേക്ക് ഹസൻ എന്ന് പറയുമ്പോൾ എന്താണോ വരുന്നത് അത് അങ്ങോട്ട് വലിച്ചു വാരി എഴുതിയേക്കണം ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ. ഇതുപോലെ ക്യാരക്ടറിന് മറ്റു ക്യാരക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എ.ജെ. ക്രോണിനെ മെൻഷൻ ചെയ്യാം. ആൻഡ് റൈറ്റ് എൻ ഇൻസ്റ്റൻസ് ഫ്രം ദ സ്റ്റോറി. ഹീസ് വെരി കൈൻഡ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതി കൊടുക്കാൻ പറ്റും. അങ്ങനെ സ്മോൾ പോക്സ് ഉണ്ടായ സമയത്ത് ഹി വാസ് ദ ഓൺലി പേഴ്സൺ ടു ഹെൽപ്പ് എ.ജെ. ക്രോണിൻ. ഹി വാസ് ദ ഓൺലി പേഴ്സൺ വിത്ത് ഹാർമണി. ഹി വാസ് ദ ഓൺലി പേഴ്സൺ വിത്ത് യൂസ്ഫുൾ ഹ്യൂമാനിറ്റി ടു ഹെൽപ്പ് ദ സ്മോൾ പോക്സ് പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു കഥയിൽ നിന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് ഞാൻ ഓൾവേസ് പറയുന്നതാണ്, ഇൻ മൈ ഒപ്പീനിയൻ എന്നെഴുതിയിട്ട് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് എന്താണ് ഹസനെ തോന്നുന്നത്. ഹസൻ എന്നപ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ ഹസൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി, ഗോട്ട് എന്ന് പറയാൻ പറ്റും, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇൻ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതി എഴുതി കൊടുക്കാം, തള്ളി മറിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രിക്ക്. എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർ ഇവന് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി അത്രയും സ്വന്തമായിട്ട് അഭിപ്രായമൊക്കെ പറയാവുന്ന തരത്തിൽ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, സോ അവന് മാർക്ക് കൊടുക്കാം എന്നുള്ളൊരു വൈബ് വരും. ഫുൾ മാർക്ക് കിട്ടും. മറക്കല്ലേ, ഒരു ടിപ്പാണ്, സെറ്റാണ്, പവറാണ്. നിങ്ങൾ പറഞ്ഞു മറ്റു ക്യാരക്ടേഴ്സിനൊക്കെ പറഞ്ഞു, അതൊക്കെ സെറ്റാക്കണം. യെസ്, സെറ്റാക്കണം, പവറാക്കണം. യെസ്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ, ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഹസൻ നമ്മളെ റാണഗഞ്ചി ആണെങ്കിൽ ഹസൻ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഓക്കെ, ഈ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവും തോന്നില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുമായിരിക്കും, അല്ലെങ്കിൽ സ്പോട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. വാട്ട് വാസ് യുവർ ഫീലിംഗ് വെൻ യു നോ ദർ വാസ് ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ് ഉണ്ടായപ്പോൾ എന്തായിരുന്നു അനുഭവം? പിന്നെ വൈബല്ലേനോ, കിട് നമ്മൾ DJ ആയിട്ട് തുള്ളി, അങ്ങനെ പറയാൻ പറ്റുമോ? വാസ് റിയലി വെറീഡ്. ഞങ്ങൾ വെറീഡ് ആയിരുന്നു. ദർ വർ മോർ ദാൻ 1000 passengers and 100 crew. ഇത്രയും ആൾക്കാരുണ്ടാവുക പെട്ട് നിന്നതായിരുന്നു. നിയറസ്റ്റ് സ്പോട്ട് വാസ് 8 days of travel. 8 ദിവസം സഞ്ചരിച്ചാലേ അടുത്ത സ്ഥലത്തേക്ക് എത്തുള്ളൂ. വാട്ട് വാസ് യുവർ ഫീലിംഗ്? ദ ക്യാപ്റ്റൻ ആസ്ക്ഡ് യു ടു അസിസ്റ്റ് ക്രോണിൻ അസിസ്റ്റ് ചെയ്യണം, എ.ജെ. ക്രോണിൻ അസിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്തായിരുന്നു, ഫീലിംഗ് എന്തായിരുന്നു? ഐ വാസ് ക്വൈറ്റ് ഹാപ്പി. ഞാൻ സന്തോഷവാനായിരുന്നു, കാരണം എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയല്ലോ, ഞാൻ അതിനെ അസിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഐ ന്യൂ ദാറ്റ് ദർ വാസ് നൺ ടു ഹെൽപ്പ് ദ ഡോക്ടർ. ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരില്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തോളാം. ഐ ഹവ് ബീൻ വർക്കിംഗ് ഇൻ ദ ഷിപ്പ് ഫോർ 15 years. ദ ക്രൂ ലൈക്ക് മൈ ഫാമിലി മെമ്പേഴ്സ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. എല്ലാവരും എനിക്ക് ഇന്നെ പോലെ എൻ്റെ ഫാമിലിയെ പോലെയാണ്. അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ നോക്കുന്നത് പോലെയാണ്. കുഡ് യു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹൗ കുഡ് യു കൺട്രോൾ സ്മോൾ പോക്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി ചുരുക്കി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഷെൽട്ടർ ഉണ്ടാക്കി, ഐസൊലേഷൻ ഉണ്ടാക്കി, അങ്ങനെ അവരെല്ലാവരെയും എന്താക്കി, ഡോക്ടർ ക്രോണിൻ എന്താക്കി പരിശോധിച്ചു, എല്ലാവരെയും ഒറ്റക്കാക്കി, ദേ വർ ഗിവൺ സ്പെഷ്യൽ കെയർ ആൻഡ് മെഡിസിൻ, അങ്ങനെ അവർക്ക് മാറി, സെറ്റാക്കി, പവറാക്കി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ഏതൊരു ഇൻ്റർവ്യൂ ഒരു പേഴ്സണാലിറ്റിയെ കിട്ടിയാലും, APJ അബ്ദുൽ കലാമിനെ കിട്ടിയാലും, സച്ചിൻ ടെണ്ടുൽക്കറിനെ കിട്ടിയാലും, നേരത്തെ പറഞ്ഞ ഗോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സിയോ, നെയ്മർ, ആരെ കിട്ടിയാലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ? നിങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യോ? വാട്ട് പ്രോംപ്റ്റഡ് യു സെലക്ട് ദിസ്? ഈ ഫീൽഡ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? ഹു ഈസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? Yes. You might have faced difficulties and failures in life. How did you overcome failures? എങ്ങനെയാണ് നിങ്ങൾ ഫെയിലിയേഴ്സ് ഓവർകം ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? Can you please tell about the award you won so far? നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ അവാർഡിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാൻ പറ്റും. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇനി എന്താണ് ഭാവി പരിപാടി? ഓക്കെ, യെസ്. വാട്ട് അഡ്വൈസ് വുഡ് യു ലൈക്ക് ടു ഗിവ് ദ പ്രസൻറ്റ് ജനറേഷൻ? ഈ പ്രസൻറ്റ് ജനറേഷനോട്, യുവാക്കളോട്, നമ്മളോട് തന്തവൈവ് മാറാൻ വേണ്ടിയിട്ട് വരുവാണ്. ഓക്കെ, നമ്മുടെ യുവാക്കളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട്? എന്താണ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്? നിങ്ങളുടെ ഈ പ്രൊഫഷണൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്താണ്?
എന്താണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആർക്ക് വേണമെങ്കിലും ചോദിക്കാൻ പറ്റിയ കിടുക്കാച്ചി ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഓടിച്ചു വിടും. കാരണം ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിച്ചു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ മെജോറിറ്റി ആയിട്ടും ചോദിച്ചിട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യെസ്, എന്തെന്നറിയോ? ഈ ഒരു ചാപ്റ്റർ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ചാപ്റ്റേഴ്സിലോ ഫുൾ ചാപ്റ്റർ 20 പോയിന്റ് നമ്മൾ പറയാൻ പോവാണ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ്, ഈ പേര് മറന്നു വരുത്. ഈ ഫുൾ ചാപ്റ്റർ 20 പോയിന്റിൽ പറയാൻ പോവാണ്. ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാഗി, മിസ്സിസ് ക്ലിഫോർഡ്, മിസ്റ്റർ ഗുപ്ത, ഫ്രാങ്ക്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് കുറേ ഡിസ്കോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സെറ്റാക്കാം. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ദം. ഓക്കെ, ദ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, റോൾ ഓഫ് ഹോപ്പ് ടുമോറോ, ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത്, സൂപ്പർസ്റ്റിഷൻ. സൂപ്പർസ്റ്റിഷൻ അന്ധവിശ്വാസം, അതിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്, ഫ്യൂച്ചറിനൊക്കെയുള്ളൊരു എന്താണ് പ്രതീക്ഷ വേണം. അതുപോലെ തന്നെ ബോണ്ട് ഓഫ് ഹ്യൂമൻ, മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഓക്കെ, തമ്മിലുള്ള ഒരു ബോണ്ടിനെ പറ്റിയൊക്കെയാണ് ഇതിൽ പറയുന്നത്. സെറ്റാക്കിക്കോ. ചാപ്റ്റർ തുടങ്ങാണ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. അങ്ങേരാണ് ഈ കഥ എഴുതിയത്. പേര് മറന്നു അല്ലേ? ചിലപ്പോൾ എന്നോട് തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. യെസ്, എന്താ പറഞ്ഞത്? മോഡൽ. ഓക്കെ, എന്താ പറഞ്ഞോ? എന്താ ചോദിച്ചോളൂ. ഓക്കെ, എക്സ്ട്രോർഡിനറി പിൻ ചെയ്ത സംഭവം പെട്ടെന്ന് സ്ക്രോളായി പോയി കണ്ടില്ല കേട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ, ഒന്നുകൂടി പിൻ ചെയ്ത് ഒന്നുകൂടി ആക്കടാ. ബ്ലാക്ക് കളർ, റെഡ് കളറിൽ എന്തോ ചോദിച്ചു കാര്യമായിട്ട്. ഓക്കെ, മിസ് ചെയ്ത് തോന്നുന്നുണ്ട്. യെസ്, ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, ജോയ് ആൻഡ് സോറോസ്, എക്സ്പെക്ടേഷൻ, റിയാലിറ്റീസ്. ഇത്രയും ഇമോഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ മാർക്കിന് എത്ര ആണെന്നല്ലേ, അത് ലാസ്റ്റ് പറയാതെ വിടൂല. ഇൻ കേസ് മറന്നു പോയാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. യെസ്, ഓക്കെ. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ ഗേൾ നെയ്മഡ് മാഗി ആൻഡ് മദർ മിസ്സസ് ക്ലിഫോർഡ് ഹു ഹാഡ് എ പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇൻ ലണ്ടൻ. ലണ്ടനിൽ പുവർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന മാഗിയെ പറ്റിയിട്ടും അവൻ്റെ അമ്മയായിട്ടുള്ള മിസ്സസ് ക്ലിഫോർഡിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. യെസ്. ഓക്കെ, ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് മാഗി. നൂഡിൽസ് അല്ല, മാഗി. മിസ്റ്റർ ഗുപ്ത വാസ് എൻ ഇന്ത്യൻ വർക്കിംഗ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരനാണ് ഗുപ്ത. വൺ ഡേ ഗുപ്ത മെറ്റ് മാഗി അറ്റ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ മാഗിനെ കണ്ടു. ഓക്കെ, ബ്രെഡ് ഓംപ്ലേറ്റ് മാഗിയും കൂടി കഴിക്കാൻ. അതല്ല മാഗി എന്ന ക്യാരക്ടർ. ഷി വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ നിയർ ബൈ ഷോപ്പ്. അടുത്തുള്ള ഷോപ്പിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ആര്? മാഗി എന്ന് പറഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടിയെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാനിടയായി. ഷി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് ബിക്കോസ് ഇറ്റ് വാസ് മെക്കാനിക്കൽ. ഒരു മെക്കാനിക്കൽ ജോലിയാണ്, വെറുതെ ടൈപ്പിംഗ് ചെയ്യുന്ന ഇങ്ങനെ നടക്കുക, വേറൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. മാഗി ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യ വാസ് എ കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അവളുടെ ചിന്താഗതിയാണ് ഇന്ത്യ മൊത്തം ടൈഗേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇന്ത്യ മൊത്തം സ്നേക്സ് ആണ്, ഇന്ത്യ മൊത്തം ഫീവേഴ്സ് ആണ്. സംഭവമൊക്കെ ശരിയല്ലേ? ഇപ്പം അടുത്ത് കുറേ ടൈഗർ പുറത്തിറങ്ങുന്ന വീഡിയോസ്, ആന പുറത്തിറങ്ങുന്ന വീഡിയോസ്, പാമ്പ് പിടുത്തോ ഒക്കെ സീനാണ്. സംഭവം ഏകദേശം ശരിയാണ്. കേരളത്തിലൊക്കെ ആണെങ്കിൽ കേട്ടോ. ഓക്കെ, ഫീവേഴ്സ്, പനിയുണ്ട്, അത് പിന്നെ എല്ലായിടത്തുണ്ടല്ലോ. ബ്രദർ ഫ്രാങ്ക് വാസ് എ സോൾജർ ഇൻ ഇന്ത്യ. അവളുടെ ഫ്രണ്ട് ബ്രദർ ആരെ? മാഗിൻ്റെ ബ്രദർ ഇന്ത്യയിൽ പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം. അവനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് ഇന്ത്യനെ കീഴടക്കാൻ വന്നാണ് ഈ മാഗിൻ്റെ ഏട്ടൻ ഫ്രാങ്കോ. ഓക്കെ, അവന്മാർ ഇന്ത്യയിൽ പട്ടാളത്തിന് ഇറക്കിയിട്ട് എന്താക്കി സീനാക്കിയതാണ്. എന്ത് തന്നെയാണെങ്കിലും ഗുപ്ത ആയാലും വേറെ ലെവൽ കളിക്കാരനാണ്. ഗുപ്ത അവിടെ പോയി മാഗിനെ പരിചയപ്പെട്ടു. മാഗിനോട് ചോദിച്ചു എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ബ്രദർ ഉണ്ട്, ആടെ ഇന്ത്യയിൽ പോയതാണ്, പട്ടാളക്കാരനാണ്, അവനെ പറ്റി ഒരു ഐഡിയ ഇല്ല. എന്താക്കി ഷി വാണ്ടഡ് ടു നോ അബൌട്ട് ഹർ ബ്രദർ. എൻ്റെ ബ്രദറിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. മാഗി റിക്വസ്റ്റഡ് ഗുപ്ത ടു ലുക്ക് ഇൻടു ദ ക്രിസ്റ്റൽ റിംഗ് ആൻഡ് സേവ് ദ ബ്രദർ ഫ്രാങ്ക് വാസ് അലൈവ്. ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ റിംഗ്, ഇതൊരു റിംഗ് ആണെന്ന് കരുതുക. ഈ റിംഗിലേക്ക് നോക്കി ഈ റിംഗിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? എൻ്റെ ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. യെസ്. മിസ്റ്റർ ഗുപ്ത ലുക്ക്ഡ് ഇൻടു ദ റിംഗ് ആൻഡ് ടോൾഡ് ദാറ്റ് ഫ്രാങ്കോ അതോ ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട്, ഓനതാ ഓംപ്ലേറ്റ് കഴിക്കുന്ന എന്നങ്ങൾ പറഞ്ഞു കൊടുത്തു. റിംഗിൽ നോക്കിയിട്ട് മിസ്റ്റർ ഗുപ്ത ലുക്ക്ഡ് ഇൻടു ദ റിംഗ്. അങ്ങനെ ഫ്രാങ്ക് ജീവനോട് എന്ന് പറഞ്ഞു കൊടുത്തു. ദ ലൈ ഹെൽപ് സേവ് ദ ലൈഫ് ഓഫ് മിസ്സസ് ക്ലിഫോർഡ്. അവളുടെ അമ്മ മരിക്കാൻ കിടക്കുകയായിരുന്നു ഈ ഫ്രാങ്കിനെ പറ്റി ആലോചിച്ചിട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ മകൻ ജീവനോടെ ഉണ്ടല്ലോ, താങ്ക് യു സെറ്റ് തന്നെ, അതുകൊണ്ട് സഹായിച്ചു. മിസ്റ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് വാസ് ഡൈഡ് ഇൻ എ വാർ. ഗുപ്ത എന്നായി ഞെട്ടി. ആ ചെക്കൻ, അപ്പം അവൻ ചെക്കനെ ഇന്ത്യക്കാണ് വന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പവർഫുൾ കറണ്ട് വന്നിട്ടുള്ളത്, ഗാന്ധിജിയൊക്കെ വന്നിട്ട് പവറാക്കി. ഇത് മൾട്ടിവേഴ്സ് ആണ് ഗൈസ്.
ഇത് മൾട്ടിവേഴ്സ് ആണ്. നമ്മുടെ ഗാന്ധിജിൻ്റെ പാഠമായിട്ട് ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്, സെറാങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സീനാണ് മൾട്ടിവേഴ്സ്. ഇറ്റ്സ് എ റിയാലിറ്റി. മൾട്ടിവേഴ്സ് ഇസ് എ റിയാലിറ്റി ഓഫ് മാഗി ആൻഡ് സെറാങ് ഓഫ് റാങ്ങണഗഞ്ചി, നമ്മുടെ ഹസൻ ആൻഡ് നമ്മുടെ ഇതും വെൻ ഗാന്ധി ഗെയിം. ഓക്കെ, അപ്പോൾ മൾട്ടിവേഴ്സ് ഇസ് ഓക്കെ നമ്മൾ റിവീൽ ചെയ്യാണ്. അങ്ങനെ ഫ്രാങ്ക് ഇന്ത്യയിൽ വന്നപ്പോൾ ഗാന്ധിജിൻ്റെ അവിടെ സമരം നടക്കുന്നതായിരുന്നു. ഗാന്ധിജി അവനെ ഓടിച്ചിട്ട് എന്താക്കി, അവരെ സമരവും കാരണം കയറി ഓനെന്താക്കി തീരുമാനമായിപ്പോയി. ഓക്കെ, ഏതായാലും ഗുപ്ത അത്ഭുതപ്പെട്ടു. ഞാനൊരുത്തൻ ജീവനോടുണ്ട്. ചില കരിനാക്കന്മാരുണ്ടാവല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ടാവല്ലോ. യെസ്, നാവെടുത്താൽ എന്തോ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അങ്ങനെ ഇവൻ പറഞ്ഞു, ഗുപ്ത പറഞ്ഞു ഫ്രാങ്ക് ജീവനോടുണ്ട്. അപ്പോഴേക്കും ചെക്കൻ മരിച്ചു. മാഗി വിസിറ്റഡ് മിസ്റ്റർ ഗുപ്ത ബിഫോർ ലെഫ്റ്റ് ഇന്ത്യ. ഇന്ത്യയിൽ പോകുന്നതിന് മുമ്പ് കാണാൻ പോയി. ഓക്കെ, ഷി ഗേവ് എ ഷീൽഡിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് ടു പ്ലേസ് ഇറ്റ് ഓൺ എ ഗ്രേവ് ഓഫ് ദ ബ്രദർ. ബ്രദറിൻ്റെ കയ്യിൽ, ബ്രദറിൻ്റെ ഗ്രേവിൽ, അവൻ്റെ കബർപുറത്ത്, അവൻ്റെ ആ ഒരു ഗ്രേവ് യാർഡിൽ, അവൻ്റെ കല്ലറയിൽ ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടി കുറച്ച് പൂവായി വെക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു. ഓക്കെ, മിസ്റ്റർ ഗുപ്ത റിസീവ് ദ ഷില്ലിംഗ്. ആ ഒരു പണം അവൻ സ്വീകരിച്ചു. ഇറ്റ് ഗേവ് ഹർ ജോയ് ബിയൻഡ് ഓൾ പ്രൈസസ്. എല്ലാ പ്രൈസിനേക്കാൾ ഉപരി അവിടെ വേണമെങ്കിൽ ഗുപ്തക്ക് ആ പൈസ എനിക്ക് വേണ്ട, ഞാൻ വെച്ചോളാം, നിങ്ങൾ പൈസ പാവപ്പെട്ട ആൾക്കാരല്ലേ, നിങ്ങൾ പൈസ ഒന്നും തരണ്ട, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഓക്കെ നിങ്ങൾ പൈസ ഒന്നും തരണ്ട, ഞാൻ എന്തായിക്കോളാം, വെച്ചോളാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഒഴിവാവാമായിരുന്നു. വേണമെങ്കിൽ ആ പൈസ വാങ്ങാതിരിക്കാമായിരുന്നു. പക്ഷേ നമ്മളെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ആ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത് വിലമതിക്കാനാവാത്തതാണ്. ആ മാഗിക്ക് ഒരു തോട്ട് വരും, യെസ് എൻ്റെ ബ്രദറിന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു, ഐ കുഡ് സ്പെൻഡ് സം മണി ഫോർ മൈ ബ്രദർ എന്നുള്ളൊരു തോട്ട് കിട്ടും. യെസ്, അതുകൊണ്ട് തന്നെയാണിത്. ദ പ്രൈസ് ഓഫ് ഫ്ലവർ ഇസ് എ സ്റ്റോറി ഓഫ് ദ മിറാക്കുലസ് ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് സിമെന്റഡ് ഇൻ ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. പ്രതീക്ഷയിലും വിശ്വാസത്തിലും സിമെന്റ് ചെയ്യപ്പെട്ട, ഊട്ടിയുറപ്പിക്കപ്പെട്ട മനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. മറക്കരുതേ. യെസ് സെറ്റാണ്. സാറിൻ്റെ നെയിം എന്താ? മൈ നെയിം ഈസ് ലിയാന ചോദിച്ചത്. മക്കളെ ആർക്കെങ്കിലും പേരറിയോ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ഓക്കെ, യെസ്. ഇനി പറയും നോ മൈ നെയിം, ഐ ഹോപ്പ് സോ. കഴിഞ്ഞ ലൈവിലൊക്കെ പറഞ്ഞീനല്ലോ. ഇതിൽ നിന്ന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റാക്കിക്കോ. കണ്ടോ എക്സാം മാറ്റേഴ്സ്. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഡിസ്ക്രൈബ്, ഇങ്ങനെ ഒരു പാസേജ് കൊടുത്തിട്ട് നിങ്ങളോട് ചോദിക്കും ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം. ആ ഡയലോഗും മാഗി എന്നുള്ള വേർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് യെസ് മൾട്ടിവേഴ്സ് അല്ല, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണല്ലേ. യെസ്, ഓക്കെ, അത് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടണം ഏതാണെന്നുള്ളത്. വിച്ച് വേർഡ് ഇൻ ദ പാസേജ് ഇൻഡിക്കേറ്റ് ദ മീനിങ് ടു ഡിസൈഡ് നോട്ട്. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആക്ച്വലി ഏത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ വന്നിട്ടുള്ളതാണ് മാർച്ച് 2023. യെസ്, ഏത് മാർച്ച് 2023 കേട്ടോ. ഓക്കെ, ആനുവൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ നെഞ്ചും വിളിച്ചതാ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹോപ്പ് ആൻഡ് ആസ്പിറേഷൻ ഇൻ ദ സ്റ്റോറി. പ്രതീക്ഷകളും അതുപോലെ തന്നെ ആസ്പിറേഷൻസും ഒക്കെ നൽകുന്നതിനെ പറ്റി, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു എസ്സേ ചെയ്ത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. ആസ്പിറേഷൻസ് ആർ വാട്ട് എ ഹ്യൂമൻ ബീങ് ലിവ് ഓൺ ദ സ്റ്റോറി. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് മാഗി ആൻഡ് മിസിക്കിൾ ഫുഡ് ഓൾവേസ് ഹോപ്പ് ഫോർ ബെറ്റർ തിങ്സ് ലൈഫ്. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഒപ്റ്റിമിസം എന്ന് പറയും. ഒപ്റ്റിമിസം, പെസിമിസ്റ്റ് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ആളുണ്ട്. ഈ ഒപ്റ്റിമിസത്തെ വെച്ചിട്ട് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സും വെച്ചിട്ട് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഏതൊരു എസ്സേ എഴുതാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു എസ്സേ ബിഗിൻ വിത്ത് എ കോട്ട്. ഫസ്റ്റ് തന്നെ ഒരു കോട്ട് വെച്ചിട്ട് തുടങ്ങാം. സ്റ്റോറി ആൻഡ് ഓതറിനെ പറ്റി ഡീറ്റെയിൽസ് പറയാൻ പറ്റും. തീം ഓഫ് ദ സ്റ്റോറി നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ക്യാരക്ടേഴ്സിനെ പറയാൻ പറ്റും. ആ ഒരു പ്ലോട്ട് ലണ്ടനിൽ വെച്ചാണ് നടക്കുന്നത് വെച്ചിട്ട് യെസ് ഓക്കെ അവിടെ പറയാൻ പറ്റും. വൈ മിസ്റ്റർ ക്ലിഫോർഡ് ആൻഡ് മാഗി വാണ്ടഡ് ടു മീറ്റ് ഇൻ ഇന്ത്യൻ എന്നുള്ള ആൻസർ അവിടെ കൊടുക്കുമ്പോഴേക്കും ആ ഒരു എസ്സേയിൽ കുറച്ച് കാര്യങ്ങളായി. ക്രിസ്റ്റൽ റിംഗ് ഗിവൺ ബൈ ഫ്രാങ്ക് ആണ് ഈ ഒരു ക്രിസ്റ്റൽ റിംഗ് കൊടുത്തത്. ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. റോൾ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ പ്രതീക്ഷകളുടെയും സ്ട്രെങ്ത്. ബ്രിങ് ദ എവിഡൻസ് ഫ്രം ദ സ്റ്റോറി. അതിനുള്ള ഒരു എവിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കിട്ടുകയാണ്. 8 മാർക്കിന്. ഇത് ആക്ച്വലി ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വേറൊരു ഐഡിയ പറയട്ടെ, എസ്സേ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ചാനൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് മനസ്സിലാകുമ്പോൾ ഒരു എസ്സേ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി 2 പേജ് നമുക്ക് എഴുതിയാൽ മാത്രമേ 8 മാർക്ക് കിട്ടുള്ളൂ. 2 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പേജിൻ്റെ ഒരു ഭാഗവും മറ്റേ ഭാഗവും ഫുള്ളായിട്ട് എഴുതണം. ഒരു നോർമൽ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്ന ആൾക്കാർ കേട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മാഗി കണ്ടോ. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ കണ്ടോ. ഓക്കെ കണ്ടോ. ഇത് എന്താ എഴുതാൻ പറഞ്ഞത്? മാഗി ആൻഡ് മദർ ആർ സബ്ജക്ട് ടു സബ്സ്റ്റിറ്റ്യൂഷൻ ബിലീവ് ഇൻ ദ സ്റ്റോറി. അവർ ഭയങ്കര അന്ധവിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, അവരെ മാഗിനെ ഹൗളോ ബിലീവ് ത്രൂ ദ ആക്ഷൻ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ടെന്നൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അറ്റംപ്റ്റ് ഇൻ എ പാരഗ്രാഫ് സൂപ്പർസ്റ്റിഷൻ ബിലീവ്സ് ദാറ്റ് മാഗി ആൻഡ് ഹർ മദർ ഹോൾഡ് ഫാസ്റ്റ് ഓൺ ടു ഇറ്റ്. ഈ ഒരു സൂപ്പർസ്റ്റിഷ്യസ് വിശ്വാസത്തോട് ആ മാഗിക്കും മാഗിൻ്റെ അമ്മയ്ക്കും എന്തുണ്ടായിരുന്നു? ഭയങ്കര വിശ്വാസമായിരുന്നു. അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എന്നതിനെ പറ്റിയിട്ട് നിങ്ങളോട് എസ്സേ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ചാപ്റ്റർ ഒന്ന് വിശദീകരിച്ച് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ നെയിം വെൻഡ് ഫ്രം ദ സ്റ്റോറി റിട്ടൺ ബൈ ഡാഷ് പേഴ്സൺ, മുഖോപാധ്യായി. ഓക്കെ, അങ്ങയുടെ കഥയിലാണ് ഈ കഥയിൽ ഇന്ന സംഭവിക്കുകയാണ്, ഇതിൻ്റെ പ്ലോട്ട് ഇവിടെയാണ്, ഇന്നൊക്കെ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അമ്മയ്ക്കും മകൾക്കും ഭയങ്കര സൂപ്പർസ്റ്റിഷ്യസ് വിശ്വാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ മകളായിട്ടുള്ള ഫ്രാങ്ക് പോകുന്ന സമയത്ത് റിങ് കൊടുത്തിരുന്നു. ആ റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് എന്തുണ്ടാകും, അവന് ജീവൻ ഉണ്ടോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഇന്ത്യൻ തന്നെ നോക്കണം. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ നോക്കിയാൽ അത് മനസ്സിലാവാൻ കഴിയുള്ളൂ. ഇത് അതുപോലെ തന്നെ ആ ഒരു ഗുപ്ത നോക്കിയിട്ട് കറക്റ്റ് പറയുകയും ചെയ്തു, അവനോട് ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് വിശ്വസിക്കുകയും അത് അവരുടെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ കാരണമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത്രയും വിശ്വാസമുള്ളവരായിരുന്നു എന്നെന്താക്കണം, വരുത്തി തീർക്കണം. അതിനാണ് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുക. 5 മാർക്ക് നാളത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കിട്ടണേ. ഇനി കോൺവെർസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതുന്നുള്ളതാണ്. കോൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒരു ഗ്രീറ്റിംഗ് വെച്ച് തുടങ്ങുക, വലിയ സെൻറ്റൻസ് എഴുതാതിരിക്കുക, 5 മാക്സിമം എക്സ്ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ക്യാരക്ടർ സ്കെച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. എക്സ്പെക്റ്റബിൾ ക്യാരക്ടർ സ്കെച്ചാണ് ഹസന്. മദർ സീഗൾ, ഐ വിൽ ഫ്ലൈയിലെ മദർ സീഗൾ. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് മാത്രം കൊടുത്ത് എന്താ അറിയോ, അതിലെല്ലാ പേഴ്സണാലിറ്റീസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഹസൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിലെ എല്ലാ ക്യാരക്ടർ സ്കെച്ചും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മാഗിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇവിടെ കൊടുക്കേണ്ടി വായിക്കില്ല. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, സെറ്റാണ്. ഇവിടെ കണ്ടോ, നിങ്ങൾ ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യണേ. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ദ ആൻസർ ക്വസ്റ്റ്യൻ. വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അവൻ്റെ ലെറ്റർ ഒന്നുമില്ല. മൈ മദർ ഈസ് വെരി വെറീഡ്. എൻ്റെ അമ്മ ഭയങ്കര വെറീഡാണ്. പീപ്പിൾ ടെൽ ഹർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ജനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ മൊത്തം പാമ്പും ടൈഗറും ഫീവറുമാണ്. 3 മാർക്ക് ഇങ്ങനെ കിട്ടിയ അങ്ങ് പഠിച്ചെന്നായിട്ടോ. ഓക്കെ, ഹൂ സ്പീക്സ് ദീസ് വേർഡ്? ഇത് ആരാ പറയുന്നത്? A ഇട്ടിട്ട് അല്ലെങ്കിൽ 1 ഇട്ടിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞോ. 1, 2, 3 ഇടണേ, അല്ലെങ്കിൽ ആൻസർ ഏതാണെന്ന് തിരിയില്ല. ഓക്കെ, ആരാണ് ഈ വേർഡ് പറയുന്നത്? ഹിം എന്ന് പറഞ്ഞുള്ളത് ആരെയാണ്? ഇവിടെ കുറേ കാലമായിട്ട് ഓൻ്റെ വിവരമൊന്നുമില്ല. ആരാണ്? 3 മിനിറ്റ്. അക്കോർഡിംഗ് വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഈസ് ഇന്ത്യ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പവറാക്കണം. 1ൻ്റെ ആൻസർ മാഗിയാണെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഓക്കെ, സെറ്റാണ്, പവറാണ്. കൺഗ്രാറ്റുലേഷൻ എവറിബഡി. പൊളി മക്കളെ, സെറ്റാണ്. ഇനി പറ, ആരാണ് ഹിം എന്ന് പറയുന്നത്? 2ൻ്റെ ആൻസറാണ് വേണ്ടത്. 2ൻ്റെ ആൻസർ ആരാണ് ഇവിടെ? ഹിം. അത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതിയാൽ പവറാണ്. 2 ആൻസർ ആക്ച്വലി യെസ്, ദാറ്റ്സ് എ ഫ്രാങ്ക് ആണ്. അവൻ കുറേ ദിവസമായിട്ട് അവരിൽ നിന്ന് വിവരം ഇല്ല എന്ന് കിട്ടുമ്പോഴേക്കും ഫ്രാങ്ക് എന്ന് ഓർമ്മ വേണം. ഈ കഥ അത്രയും ഡീറ്റെയിൽ ആയിട്ട്, ഡെപ്ത് ഓറിയൻറ്റഡ് ആയിട്ട്, ഇങ്ങനെ ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെറ്റാക്കാം, പവറാക്കുക, സെറ്റാക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, യെസ്, ഈ ചാപ്റ്റർ ഏതായിരിക്കും നിങ്ങൾ പറഞ്ഞോ? നമുക്കിതുവരെ എടുക്കാത്ത ചാപ്റ്ററാണ്. യെസ്, ലാസ്റ്റത്തെ ചാപ്റ്റർ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറഞ്ഞത് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ്. കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻ. ലവ് യു ഓൾ. പവർ. യെസ്, ദ റെക്ക് ഓഫ്. യെസ്, അത് തന്നെ ചാപ്റ്റർ. യെസ്, ഇതാണ് ചാപ്റ്റർ. ബെഞ്ചമിൻ പീക്ക് കീറ്റ്സ്. പേര് മറന്നത്. ബെഞ്ചമിൻ പെക്ക് കീറ്റ്സ്. ടൈറ്റാനിക്, റെക്ക് ഓഫ് ടൈറ്റാനിക്. അതിൻ്റെ സമ്മറിയാണ്, കവിതൻ്റെ സമ്മറി പറയാൻ പോവാണ്. ദ പോം ദ റെക്ക് ഓഫ് ടൈറ്റാനിക് ബൈ ബെഞ്ചമിൻ പെക്ക് കീത്ത് ഈസ് എൻ എക്സലന്റ് വൺ. ഒരു കിടുവായിട്ടുള്ള ഒരു ഒരു കവിതയാണെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പറയാൻ പറ്റും. ഇതൊരു കിടുവായിട്ടുള്ള കവിതയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കുട്ടികളുടെ ആവശ്യാർത്ഥം.
ഇപ്പോൾ സെറ്റല്ലോ നല്ല കാണില്ലേ? യെസ് ദ പോം ടെൽസ് ഹൗ നോബിൾ പീപ്പിൾ കുഡ് ബി ഈവൻ ഇൻ ദ ടൈം ഓഫ് ഡേഞ്ചർ. അപകടം പിടിച്ചു കഴിഞ്ഞാലും ജനങ്ങൾ എത്രത്തോളം നല്ല ആൾക്കാരാണ്. എത്ര വലിയ അപകടത്തിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ ജനങ്ങൾ എത്രത്തോളം നല്ല ആൾക്കാരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫുൾ ഓഫ് നല്ല നല്ല ആൾക്കാരുടെ കവിതയാണ് അല്ലേ? ഓക്കെ, ഇത് വേണേൽ മൾട്ടിവേഴ്സിൽ പെടുത്താം അല്ലേ? നമ്മുടെ ഹസൻ നമുക്ക് ഹസൻ്റെ കപ്പൽ ഇടിച്ചാന്നോ അല്ലെങ്കിൽ ഹസൻ്റെ കപ്പൽ ആ സമയത്താണെന്നൊക്കെ പറയാം. ഇറ്റ് ടോക്സ് അബൌട്ട് എ സിങ്കിങ് ഓഫ് ടൈറ്റാനിക്. ഒരു ടൈറ്റാനിക് മുങ്ങുന്ന സമയത്തെ പറ്റി പറയാണ്. ആൻഡ് ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മെൻ ഈവൻ ദ മോസ്റ്റ് അഡ്വേഴ്സ് സർക്കംസ്റ്റൻസ് ത്രട്ടനിങ് ദെയർ ലൈഫ്സ്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമ്പോഴും അവരുടെ മനുഷ്യത്വം കാണിച്ചു തന്നൊരു കവിതയാണിത്. യെസ് ഫ്രം സദാംപ്ടൺ ടു ടൈറ്റാനിക് സ്റ്റാർട്ട്സ് ഹെർ വോയേജ്. സദാംപ്ടണിൽ നിന്ന് ടൈറ്റാനിക് അതിൻ്റെ യാത്ര ആരംഭിക്കുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രാൻഡ് ഷിപ്പ്. എൻ്റെ മോനെ ഈ കപ്പൽ ഇറങ്ങി എങ്ങനെ അറിയോ? നിങ്ങൾക്കറിയാലോ. ഓക്കെ, ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ കപ്പലാണ്. ഷീ വാസ് എ സീ ഡ്രീം. ഷീ എന്ന് പറഞ്ഞാൽ ആ ടൈറ്റാനിക് കേട്ടോ, കപ്പൽ ഒരു കടലിൻ്റെ സ്വപ്നമായിരുന്നു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ സ്റ്റാൻഡിങ് ഓൺ ദ ഷോ വാച്ച്ഡ് ഹെർ സ്റ്റീമിങ് അവേ. ആയിരക്കണക്കിന് ആൾക്കാർ ഈ കപ്പൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് അതിൽ കയറാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ പിന്നെ ആലോചിച്ചെന്തായിരിക്കും, ഞങ്ങളതിൽ കയറാൻ കഴിഞ്ഞില്ലല്ലോ, ഞങ്ങളതിൽ കയറാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. ഷീ വാസ് ദ ലാർജസ്റ്റ് ആൻഡ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ദ ഷിപ്പ് മെയ്ഡ് അൺടിൽ ദെൻ. ഇന്ന് വരെ പറയില്ല, അതിനേശം അടിപൊളി കപ്പലുണ്ടാക്കി പോയിക്കുന്നത്. കപ്പലുണ്ടാക്കിയതിൽ വെച്ച് അന്നത്തെ സമയത്ത് ഏറ്റവും ബെസ്റ്റ് കപ്പലായിരുന്നു അത്. ദ വർ തൗസൻഡ്സ് ഓഫ് പാസഞ്ചേഴ്സ് ഇൻ ദ ഷിപ്പ്. ആയിരക്കണക്കിന് കപ്പൽ യാത്രികർ അതിലുണ്ടായിരുന്നു. ദേ ഫെൽറ്റ് വെരി സെക്യൂർ, ഭയങ്കര സെക്യൂർഡ്. അവർ ഭയങ്കര ഒരിക്കലും മുങ്ങാത്ത കപ്പലാണല്ലോ. നോബഡി തോട്ട് ഓഫ് എനി ഡേഞ്ചർ. ഒരിക്കലും ഒരു അപകടം ഉണ്ടാവുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിരുന്നില്ല. ആസ് ദ ക്യാപ്റ്റൻ സ്റ്റുഡ് അറ്റ് ദ വീൽ. ക്യാപ്റ്റൻ ആ വീലിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു അപകടം ഉണ്ടാവില്ല, കാരണം ഫുൾ മൂപ്പർ കൺട്രോളായിരിക്കും. ഹി വാസ് ഡിറക്റ്റിംഗ് ദ കോഴ്സ് ഓഫ് ദ ഷിപ്പ്. അങ്ങനെയാണ് ഈ കപ്പൽ എന്താക്കുന്നത്, സെറ്റാക്കുന്നത്, അയാൾ സെറ്റാക്കി നോക്കുന്നത്. ദ ഷിപ്പ് വാസ് സ്പീഡിങ് ഓൺ ഹർ ഫസ്റ്റ് വോയേജ് വെൻ സഡൻലി ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് ഇൻ ദ നൈറ്റ് എ ഗോസ്ലി വൈറ്റ് ഐസ്ബർഗ് അപ്പിയേർഡ്. ഒരു വെളുത്ത ഐസ്ബർഗ് അപ്പിയേർഡ് ചെയ്തു. പെട്ടെന്ന് കണ്ടു. അതിനെ തിരിച്ചു പോവാൻ, അതിനെ ജസ്റ്റ് വെട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സമയത്ത് അങ്ങേര് അത് കണ്ടില്ല, അല്ലെങ്കിൽ മൂടൽമഞ്ഞ് കാരണം ആ ഐസ്ബർഗ് അത്രയും ചെറുതാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പക്ഷെ അത് വലുതായിരുന്നു. Soon it turned to the ship wrecking it. കപ്പൽ അവസാനം മുങ്ങിയടോ. അത് തന്നെ, കപ്പൽ ഈ ഒരു wreckage-ലേക്ക് എത്തി, മുങ്ങിപ്പോകുന്നതിലേക്ക് എത്തി, നടുമുറിഞ്ഞു പൊളഞ്ഞുപോയി. It soon began to sink and people knew it was sinking. അത് മുങ്ങുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, Captain Smith was the commander of the ship who was brave. അവിടെയാണ് മെയിൻ പോയിന്റ്. നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ പോയിന്റ് അവിടെയാണ് വരുന്നത്. അവൻ അത്രയും ഇനിയാണ് വരുന്നത്. അദ്ദേഹം ഭയങ്കര ബ്രേവ്, ഭയങ്കര ധൈര്യശാലിയായിരുന്നു ക്യാപ്റ്റൻ. നോട്ട് ഈവൻ ഫോർ വൺ മൊമെന്റ് ഹി തോട്ട് ഓഫ് സേവിങ് ഹിസ് ലൈഫ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവിടെ എന്താക്കിയില്ല, അവൻ നോക്കിയില്ല. Like ഹസനെ പോലെ. He stood on the bridge and told his crew that they were British and they should remember their country and should do their duty. അവിടെ നിന്ന് ജനങ്ങളെ തിരിഞ്ഞിട്ട് ക്രൂവിനെ നോക്കിയിട്ട്, നിങ്ങളൊക്കെ ബ്രിട്ടീഷുകാരാണ്, നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി. ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ, അതാണ് അദ്ദേഹം നടത്തിയത്. ദേ ഡിസൈഡ്, ബ്രിട്ടീഷുകാർ അലമ്പന്മാരാണ്, അണ്ടത്തെട്ടോ ഇപ്പോഴല്ല. ദേ ഡിസൈഡഡ് ടു സെൻഡ് ദ വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ ദ ലൈഫ് ബോട്ട്. അവര് സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടിൽ അയച്ചു. ഓക്കെ, അവരെ രക്ഷപ്പെടുത്തി. ദ ക്രൂ ഹാഡ് നോ ഹോപ്പ് ഓഫ് സേവിങ് ദംസെൽഫ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പലുള്ള ഒരാൾക്കും എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതി ഇല്ലായിരുന്നു. ദ ടൈറ്റാനിക് സാങ് ഫ്രം സൈറ്റ് ആസ് ദ ബാൻഡ് പ്ലേഡ് ഇൻ നിയറർ മൈ ഗോഡ് ടു ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത വായിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, വയലിനിസ്റ്റ് ഒക്കെ ബാൻഡ് ഉണ്ടായിരുന്നു. അവര് ഈ ഒരു പാട്ടും പാടിയിട്ടാണ് ആ ഒരു കപ്പൽ ഇങ്ങനെ മുക്കിക്കൊന്നത്, അല്ല മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടിയത്. ദ നെവർ വാസ് എ സീൻ ഗ്രാൻഡ് നോ മോർ ട്രാജിക് ദാൻ ദിസ്. അതിനേക്കാളും ട്രാജിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. ദ ഷിപ്പ് വാസ് സിംഗിങ് ബട്ട് ദ ബാൻഡ് വാസ് പ്ലേയിങ്. കപ്പൽ മുങ്ങുമ്പോഴും എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കണമെങ്കിൽ വേറെ വൈബായിരിക്കും. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സ്മിത്ത്. ഫുൾ ക്രെഡിറ്റ് സ്മിത്തിനാണ്. കാരണം സ്മിത്താണ് പറഞ്ഞത്, ബി ബ്രേവ്, നിങ്ങൾ ബ്രിട്ടീഷുകാരാണ്, നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കിടു സ്പീച്ച് അങ്ങോട്ട് ഇട്ടു. അവരൊന്ന് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായിട്ട് അവരെല്ലാവരും രക്ഷിക്കാൻ തുടങ്ങി. അവരുടെ സ്വന്തം ജീവൻ മറന്നുകൊണ്ട് വളരെ സ്ത്രീകളെയും കുട്ടികളെയും അവർ രക്ഷിക്കാൻ നോക്കി. അവിടെ ക്രൂ ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ധാരാളം ആൾക്കാർ അതിൽ ഉണ്ടാക്കുകയും മരിക്കുകയായിരുന്നു. കാരണം ഈ ക്രൂ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ കപ്പലിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടാവുള്ളൂ. ദ ക്രൂ ആൻഡ് ദ മെൻ ഓഫ് ദ ടൈറ്റാനിക്, ദ ബ്രേവറി ആൻഡ് കറേജ് വിൽ ബി റിമെമ്പർ ഫോർ എവർ. അവരുടെ ധൈര്യം എന്നെന്നും നിലനിൽക്കും. ദേ ഹാഡ് ഷോഡ് സച്ച് കറേജ് ആൻഡ് നോബിലിറ്റി ഡ്യൂറിങ് ദ ഗ്രേറ്റ് ട്രാജഡി. ഈ ഒരു ട്രാജഡിയുടെ സമയത്ത് അവരുടെ ധൈര്യം അത്രയും നൊബിലിറ്റി ആയി, അത് അത്രയും മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. യെസ്, അവരത്രയും അടിപൊളി കാര്യമാണ് ചെയ്തത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേട്ടോ. ദ പോം ഹാസ് ഡിഫറെൻറ്റ് തീം. കവിത കഴിഞ്ഞു, അതിൻ്റെ ഫൈനൽ കൺക്ലൂഷനാണ്. ഇതിൻ്റെ അപ്രീസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, തീം വിച്ച് ഇൻക്ലൂഡ് ഷിപ്രക്ക് അതിൽ പറയുന്നുണ്ട്.
ഡ്യൂട്ടി ആൻഡ് സാക്രിഫൈസ്. അവർക്ക് ഡ്യൂട്ടി ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടിയാണ്, ക്രൂവിൻ്റെ ഡ്യൂട്ടിയാണത് അല്ലേ. അതുപോലെ തന്നെ അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി അവർക്ക് വേണമെങ്കിൽ വാതിലൊക്കെ ഓപ്പൺ ആക്കി സെറ്റാക്കിയിട്ട് അവർക്ക് മുങ്ങാം. ഓരോ ചെയ്തില്ല, അവരുടെ സാക്രിഫൈസ് ചെയ്തു. ഇറ്റ് അപ്പീൽസ് ടു ഔ ഇമോഷൻ ലൈക്ക് പാട്രിയോട്ടിസം. രാജ്യസ്നേഹം നമുക്ക് മനസ്സിലാക്കുന്നു. ലവ് ഫോർ വൺസ് ഫെലോ ബീയിങ്സ്, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കുന്നു. അത് ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഓവർ മനസ്സിലാക്കിയ +2 വലിയ മാർക്ക് ഉണ്ടാവില്ലേ +1. ഓക്കെ, ആൻഡ് പിറ്റി ദ പോയറ്റ് ഹാസ് യൂസ്ഡ് സിമ്പിൾ ഈസി ആൻഡ് കൺവെർസേഷണൽ ലാംഗ്വേജ്. കോൺവെർസേഷണൽ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് കവിത നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാകും. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, പിന്നെ ഈ ഒരു കവിത സെറ്റാക്കിയിട്ടുള്ളത്. ദ പോം ഈസ് എ റൈം ആൻഡ് ദ റൈമിംഗ് സ്കീം ഈസ് AABB. ഓക്കെ, റൈമിലൊക്കെ വെച്ചിട്ട് ഇത് റൈം സ്കീം ABB ആണ്. ഇറ്റ് ഹാസ് എ ഫൈൻ റിതം ആൻഡ് സൗണ്ട് മെലഡിയസ്. ഞാൻ പറഞ്ഞിരുന്നു, ഏതൊരു കവിത കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കൊക്കെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് അത് ലൈവൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, എടുത്തു നോക്കുക. ഉറങ്ങണ്ട, ഉറക്കിൻ്റെ ഇമോജി ഒക്കെ ആണ് ഉമ്മൻ ചന്ദ്രൻ. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് കുറച്ച് കാര്യോട് പറഞ്ഞു വൈൻഡപ്പ്. ഇറ്റ് ഹാസ് മറ്റേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് ഇമേജറി ആൻഡ് പോയിന്റ് യൂസ് നമ്പർ ഓഫ് ഫിഗർ ഓഫ് സ്പീച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്, പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീഡ് ഫോർ കമ്പാഷൻ പറയുന്നുണ്ട്. ഫോർട്ടിറ്റ്യൂഡ് ആൻഡ് ഹീറോയിസം പറയുന്നുണ്ട്. യെസ്, ഈ ക്രൈസിസത്തിൻ്റെ സമയത്തുള്ള ഈ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾക്ക് ആക്ച്വലി കൊറോണ ഉണ്ടായിരുന്ന സമയത്ത്, പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് ജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മാവന്മാർ തള്ളിക്കളഞ്ഞ ഒരു യുവത്വം ഉണ്ടായിരുന്നല്ലോ, നിങ്ങളും ഞാനും അടങ്ങുന്ന ഒരു യുവത്വം. ആക്ച്വലി അവർ മൊബൈലിലേക്ക് മാത്രം നോക്കുന്ന, പുറം ലോകം അറിയാൻ, പുറത്തേക്ക് നോക്കാൻ അറിയാത്തൊരു യുവത്വത്തെ തള്ളിക്കളഞ്ഞ ഒരാൾക്കാരുണ്ടായിരുന്നു. അവരെ ഏറ്റവും കൂടുതൽ എന്താണ് പറയുക, ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറയും പോലെ അവർ കിടുവായിട്ട് ജനങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു സമയമായിരുന്നു കൊറോണയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ. അവരെ കൊണ്ട് യൂസേജ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു, നമ്മളൊക്കെ യൂസ്ഫുൾ ആണെന്ന് കാണിച്ചു കൊടുത്തൊരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ആൾക്കാരെന്ത് ചെയ്തു, ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അവർ കാണിച്ചു കൊടുത്തു. ഇതാണ് തീം. എക്സാമിൽ essay ചോദിക്കുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നെക്സ്റ്റ് വൺ പലരും ചോദിച്ചു പ്രിസിസ് റൈറ്റിംഗ് വേണ്ടടാ. പോയി പ്രിസിസ് റൈറ്റിംഗ്. ഓക്കെ, പ്രിസിസ് റൈറ്റിംഗ് കൂടെ സെറ്റാക്കി വെച്ചേനല്ലോ. പ്രിസിസ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. പ്രിസിസ് റൈറ്റിംഗ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല, കാണുന്നില്ല. ഓക്കെ, സെറ്റാണോ? പ്രിസിസ് റൈറ്റിംഗ് ഉണ്ടോ? യെസ്, സെറ്റല്ലടാ. പ്രിസിസ് റൈറ്റിംഗ് വേണോ? വേണ്ട. മോർണിംഗ് ക്ലാസ് ഉണ്ട്. പ്രിസിസ് റൈറ്റിംഗ് വേണോ? പ്രിസിസ് റൈറ്റിംഗ് എടുത്തല്ലേ? വേണ്ട സാർ. ഓക്കെ, താങ്ക് യു. അത് എടുത്തതാണ്. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ആർട്ടിക്കിൾ റൈറ്റിംഗ് കൂടി പറഞ്ഞിട്ട് എത്ര മാർക്കിന് എത്ര എഴുതാന്നുള്ളത് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ റൈറ്റിംഗ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആണെങ്കിൽ ഇത്രയും. ഓക്കെ, വേണം സാർ, വേണ്ട സാർ, വേണ്ടെണ്ണം സാർ, വേണം. നോ, വേണ്ട. മിക്സഡ് കമൻ്റ് ആണല്ലോ. വേണ്ട, അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആണെങ്കിൽ റെക്ക് ഓഫ് ടൈറ്റാൻ നിങ്ങൾ വായിച്ചു. ഓക്കെ, നിങ്ങൾ അതിൽ റിപ്പോർട്ടർ ആണെങ്കിൽ ആ റിപ്പോർട്ട് മൊത്തം നിങ്ങളെ കപ്പൽ അപകടം നടക്കുന്ന സമയത്ത് ഫുള്ള് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. അവസ്ഥ ആലോചിക്കണേ, നമ്മളെ അവസ്ഥ ഉണ്ടോ? ടൈറ്റാനിക് ഒന്ന് ഇങ്ങനെ മുങ്ങുന്ന സമയത്ത് കപ്പൽ മുങ്ങുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കണ്ടോ, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. നല്ല കിണ്ണം കാച്ചൊരു ടൈറ്റിൽ അങ്ങോട്ട് കൊടുക്കുക, ആ പ്ലേസും ഡേറ്റും കൊടുക്കുക. എങ്ങനെ? ടൈറ്റിൽ, പ്ലേസ്, ഡേറ്റ്. എന്നിട്ട് ഡീറ്റെയിൽസ് പത്രവാർത്ത പോലെ അങ്ങനെ ഡീറ്റെയിൽസ് അങ്ങോട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് അത് അതിനൊരു ഐഡിയ ഉണ്ട്. വാട്ട്, വിച്ച്, വേർ, വെന്, വൈ, ഹൗ തുടങ്ങിയിട്ടുള്ള WH ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഹൗ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റാവും. ഈ ഇൻസിഡൻറ്റ് മാത്രമല്ല, ഏതൊരു ഇൻസിഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ എക്സാക്റ്റ് എന്തായി ഉത്തരം ആ ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റാവും. ആൻഡ് സെക്കൻഡ് പാരഗ്രാഫിൽ ആക്ച്വലി അതിൻ്റെ എക്സാക്റ്റ് അതിൻ്റെ എന്താ പറയുക ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലേക്ക് കുറച്ചുകൂടി ക്യാപ്റ്റൻ സ്മിത്ത് ക്രൂ ബിഹേവ്ഡ് കറേജസ്ലി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലോ. ചാപ്റ്റർ മൊത്തം നമ്മൾ പഠിച്ചല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇൻസ്റ്റഡ് റഷിംഗ് ടു സേഫ്റ്റി, ആ ക്യാപ്റ്റൻ സ്മിത്തിനെ എന്താക്കുക, പൊക്കിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് അവിടെ സെൻറ്ററിൽ എഴുതി കൊടുക്കുക. ലാസ്റ്റ്
അതിന് ശേഷം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ എന്നുള്ളതും എഴുതി കൊടുക്കുക. ദ ഗവൺമെൻറ് ഹാസ് അനൗൺസ് സം ഫൈനാൻഷ്യൽ റിലീഫ് ടു ദ റിലേറ്റീവ്സ് ഓഫ് ദ വിക്ടിം. വിക്ടിമിൻ്റെ ആൾക്കാർക്ക് അവർ പിന്നെ പ്രതികളല്ലടോ, ദുരന്ത ബാധിതരുണ്ടല്ലോ, അവർക്ക് ഗവൺമെൻറ് ഇന്ന സഹായം ചെയ്തു. അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ഗവൺമെൻറ് കൊടുത്തതോ അല്ലെങ്കിൽ എന്താണോ അതിന് ശേഷം എടുത്ത ആക്ഷൻ എന്താണോ അത് ഫൈനൽ കൺക്ലൂഷനിൽ എഴുതി കൊടുക്കുക. വൺ ഓഫ് ദ സർവൈവർ റിമാർക്ക്ഡ്, ആരെങ്കിലും അതിലുള്ള ആരെങ്കിലും പറഞ്ഞ സാക്ഷികൾ പറഞ്ഞതും എഴുതി കൊടുക്കാം. ഐ ഹാവ് നെവർ സീൻ എനിത്തിങ് മോർ ട്രാജിക് നോബലർ ഇൻ ഓൾ മൈ ലൈഫ്. ഇത്രയും നോബിലിറ്റിയുള്ള ഒരു ട്രാജഡി ഞാൻ ഇതിന് മുമ്പ് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇത് ഓക്കെയാണോ? ഇത് കുഞ്ഞൊരു ഫോർമാറ്റ് പറഞ്ഞതാണ്, സെറ്റാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് അറിയുമായിരിക്കും കണ്ണിൽ നക്ഷത്രമുള്ള ഒരു ഇമോജി ഉണ്ട്, അതൊന്നിട്ടെ സെറ്റാക്കാം. കണ്ണിൽ ഈ നക്ഷത്രമുള്ള ഇമോജി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? സെറ്റാക്കുക. ഇത് വരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് സെറ്റാണതൊക്കെ കമൻറ്റ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇനി വരാനിരിക്കുന്ന എക്സാമിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റാക്കും, പവറാക്കും ഉറപ്പുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇമോജി ഇട്ട് യെസ് യെസ് യെസ്. ഞാൻ ആക്ച്വലി പ്രിസിസ് റൈറ്റിംഗ് തപ്പാട്ടോ. യെസ്, അത് ഇതിലുണ്ട്, സെറ്റാക്കാണ്. നിങ്ങൾ കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞല്ലോ. യെസ്, അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോന്നിനും എത്ര എഴുതണം എന്നുള്ളതോട് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കാം, വൈൻഡപ്പ് ചെയ്യാം. അത് നിങ്ങൾ ഇന്നെന്തോ കൊല്ലല്ലോ, അത് കണ്ടില്ലേ വെച്ചാണ്. ഡിബേറ്റ് ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമൊക്കെ സെറ്റാണല്ലോ അല്ലേ? പ്രിസിസ് റൈറ്റിംഗ് ആക്ച്വലി ഞാൻ കാണുന്നില്ല. ഇത് ഞാൻ എന്താക്കാം, കണ്ടുപിടിച്ചിട്ട് എന്താക്കാം, നമ്മുടെ NFK കൊടുക്കുക. NFK എന്താക്കും, നാളെ രാവിലെ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, റിയലി സോറി ഗൈസ്, ഞാൻ കണ്ടിരുന്നു. സോറി സെർച്ച് ചെയ്ത് നോക്കട്ടെ. യെസ്, കിട്ടി. സെറ്റ്. ഒന്നിതിലേക്ക് മാറ്റട്ടെ. സെൻഡിങ്. ഓക്കെ, സോറി. ഓക്കെ, യെസ്, ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമേ വേണമെന്നാണോ? അതും സെറ്റാക്കാം. കമോൺ, യെസ്, കമ്മിങ് ഗൈസ്. സെറ്റ്. പവറാണ്. ഓക്കെ, സെറ്റ്. കമ്മിങ്. സോറി. ഓക്കെ, വാട്ടെവർ, നമ്മളിതാ പവറാക്കാൻ പോവാണ്. ഓക്കെ, പ്രിസിസ് റൈറ്റിംഗ് കണ്ടോ? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ പ്രിസിസ് ഓഫ് ഇറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
അത് ചെയ്യേണ്ട രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കംപ്രഹെൻഷൻ കെയർഫുള്ളി നോട്ട് ഡൗൺ ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം സ്പീഡാക്കി സാറേ, സോറി കേട്ടോ, എന്താണെങ്കിലും സോറി. ഓക്കെ, ഏതായാലും സ്പീഡായിട്ട് സെറ്റാക്കാൻ പോവാണ്. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്യാം. മേക്ക് എ റഫ് ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രിസൈസ്. ജസ്റ്റ് നിങ്ങൾ എന്താക്കുക, ഒരു പേപ്പർ എടുത്തിട്ട് റഫായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഒരു പാരഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ തോന്നി ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കുക. യെസ്, എന്നിട്ടോ ഓക്കെ, യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ, നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ടൈറ്റിൽ അതിലുണ്ടാവില്ല, കൊടുക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ പാരഗ്രാഫ് തന്നിട്ട് ചെറുതാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊണ്ടിരിക്കുകയും വേണം, പക്ഷേ അത് ചെറുതാവുകയും വേണം. ഓക്കെ, ഡീറ്റെയിൽസ് ഇൻ പ്രിസൈസ് മസ്റ്റ് വാച്ച് ദി ഡീറ്റെയിൽസ് ഇൻ പാസേജിലുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ പ്രിസൈസ് മസ്റ്റ് ബി ഷോർട്ടർ ദാൻ ദ ലെങ്ത് ഓഫ് പാസേജ്. അതിനാണല്ലോ പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറയാം. പാസേജിൻ്റെക്കാളും ചെറുതായിരിക്കണം, പകുതിയിൽ ചെറുതായിരിക്കണം. ഓക്കെ, അൺനെസസറി ആയിട്ടുള്ള ആവശ്യങ്ങളോ അനാവശ്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് അതിൽ ആഡ് ചെയ്യരുത്. ഉറപ്പാണ്, ഓൾറെഡി ഉള്ള എന്നെ എന്താക്കാൻ ചെയ്യാൻ പറ്റുമോ, കുറച്ച് കുറയ്ക്കാന്നല്ലാതെ അത് കുറച്ച് പരത്തി പറഞ്ഞത് ചെറുതാക്കി പറയാം. യൂസിങ് അബ്രവേഷൻസ് യൂസ് ചെയ്യരുത്. ഡു നോട്ട് എൻ്റർ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഒന്നും പറ്റൂല. അതായത് മാക്സിമം ചുരുക്കിയിട്ട് അതിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുക. ട്രൈ ടു അവോയ്ഡ് യൂസിങ് സെയിം വേർഡ്. ഒരു വേർഡിനെ വീണ്ടും യൂസ് ചെയ്യുക, കാരണം അത് ചെയ്യാൻ പാടില്ല, കാരണം മാക്സിമം ചെറുതാക്കാണല്ലോ. ഓക്കെ, പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക, സിമ്പിളായിട്ട് വായിച്ചു നോക്കുക. ട്രീ ഗിവ്സ് ഷെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ് ആൻഡ് വൈൽ ദേ ദംസെൽസ് ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ സൺ ആൻഡ് എൻജോയ് ദ സ്ക്രോച്ചിങ് ഹീറ്റ്. അതായത് ചൂടുണ്ടാകുന്ന സമയത്ത്, നമുക്ക് പെരും ചൂടുണ്ടാകുന്ന സമയത്ത് എന്താക്കുന്നു, മരങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ആണ് ഭയങ്കര ചുരുക്കി പറഞ്ഞാൽ. ദേ പ്രൊഡ്യൂസ് ദ ഫ്രൂട്ട് ഓഫ് വിച്ച് അതർ പ്രോഫിറ്റ്. മരങ്ങൾ എന്താക്കുന്നു, നമുക്ക് പഴങ്ങൾ തരുന്നു, അതൊരു പ്രോഫിറ്റ് ആണ്. ദ ക്യാരക്ടർ ഓഫ് ഗുഡ് മെൻ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ട്രീ. നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ മരങ്ങൾ പോലെയാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ പെരിഷബിലിറ്റി ബോഡി ഇഫ് നോ യൂസ് ഈസ് മെയ്ഡ് ഓഫ് ഇറ്റ് ദ ബെനിഫിറ്റ് ഓഫ് മാൻകൈൻഡ്. ഓക്കെ, സാൻഡൽവുഡ് ദ മോർ ഇറ്റ് റബ്ഡ് ദ മോർ സെന്റ് ഡസ് ഇറ്റ് yield sugar cane, the more it is peeled and cut up to the pieces, the more juice does it produce. അതായത് ഓരോ മരത്തിനെ പറ്റിയിട്ടും, കരിമ്പ് ജ്യൂസിനൊക്കെ പറ്റി, കരിമ്പ് അടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ നിന്ന് പഞ്ചസാര കിട്ടും, അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് പരത്തിയിട്ടാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. അതിൻ്റെ അവസാനം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് അൺപ്രോഫിറ്റബിൾ ടു എ മാൻ ഹു ഡസ് നോട്ട് ലീവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാത്ത ആൾക്കാർ അവർക്ക് ഉപകാരമില്ല. ഇതൊരു വാലിഡ് പോയിന്റ് ആയിട്ട് ലാസ്റ്റ് പറയുന്നത് അതൊക്കെ തന്നെയാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ചെയ്യുന്ന സമയത്ത് അതെന്താ കുറച്ചുകൂടി യൂസ്ഫുൾ ആകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ലാസ്റ്റേക്ക് പറയുന്നത്. ഇത് അതിൻ്റെ കൺക്ലൂഷൻ ആക്കിയിട്ട് ഇത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെ വേണം പറയാൻ. ഓക്കെ, ഇത്രയും ചെറുതാക്കിയിട്ട് വേണം പറയാൻ. ഇൻ എ വേർഡ് ഓഫ് പ്ലീസ്, ഗുഡ് മെൻ ലിവ് ഫോർ അതേഴ്സ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെയിനായി ആ തീം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കണം. ഗുഡ് മെൻ ലിവ് ഫോർ അതേഴ്സ്. നല്ല ആൾക്കാർ മറ്റുള്ളവർക്കാണ് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇതൊന്നുമില്ല കേട്ടോ, ഇത്രയും മാത്രമേ ഉള്ളൂ. അത്രയും മാത്രം ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്, അതായത് അത്രയും ചെറുതാക്കി കൊടുത്താൽ മതി. ഓക്കെ, ദ ക്യാരക്ടർ ഓഫ് എ ഗുഡ് മെൻ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ട്രീ. നല്ല ആൾക്കാരുടെ ക്യാരക്ടർ മരങ്ങളെ പോലെയാണ്. ദേ ലീവ് ഫോർ അതർ ആൻഡ് ഡു നോട്ട് ലൂസ് ദെയർ ക്വാളിറ്റീസ് ഈവൺ ഇൻ ലൂസിങ് ദെയർ ലൈഫ്സ്. അവരുടെ ജീവൻ ത്യജിച്ചാൽ പോലും, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പോലും, ആക്ച്വലി അവരിൽ മറ്റൊരാളെ സഹായിക്കുന്ന സമയത്ത് അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല പറയുന്നത്. നേരത്തെ ഷുഗർ കെയിൻ പറഞ്ഞില്ലായിരുന്നോ, അവർ സ്വന്തം ജീവിതം ത്യജിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് സഹായമാകുന്നത്. മറ്റേത് സാധാരണ മരം എന്താണ്, പഴങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അത് വീണ്ടും ഉണ്ടാകുന്നു. അത് കുറേ എക്സാമ്പിൾ പറഞ്ഞു. ദേ ഓൾവേസ് ഫോളോ ദ റൈറ്റ് പാത്ത്. പ്രസീസ് ഈസ് immaterial to them to live for one's own sake. It's to lead their life of beasts. Only those who lay down their lives for others will live forever in a world of bliss. ഈ സുന്ദരമായിട്ടുള്ള ലോകത്ത് മറ്റുള്ളവരെ കൂടി പരിഗണിച്ചാൽ മാത്രമേ, മറ്റുള്ളവർക്ക് കൂടി ജീവിച്ചാൽ മാത്രമേ എന്താവുകയുള്ളൂ, അടിപൊളിയായിട്ടുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് ഇത്രയും വലിയൊരു പാരഗ്രാഫ് ഈ ചുരുങ്ങിയ വേർഡിലേക്ക് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വളരെ സിമ്പിളായിട്ട് പറയാം, നന്നായിട്ട് ആ പാരഗ്രാഫ് വായിച്ചു വെക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് എന്താണോ അതിലെ മെയിൻ തീം അത് ഓരോ ഒരു ഹെഡിങ് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായ സംഭവങ്ങൾ മാക്സിമം ചുരുക്കിയിട്ട് എഴുതി കൊടുക്കുക. അത് ആക്ച്വലി ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്താനായിരിക്കും പണി ഉണ്ടാവുക. ചുരുക്കി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോയിന്റുകളൊക്കെ എന്താക്കുക, അനാവശ്യമായിട്ടുള്ള കുറേ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, മാക്സിമം ചുരുക്കിയിട്ട് ആ ഒരു സംഭവം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഐഡിയ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഓരോ മാർക്കിനും എത്ര എഴുതണമെന്ന് പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഓരോ മാർക്ക് ഇത്ര മാർക്കിന് എത്ര എഴുതണം, ഇത്ര മാർക്കിന് ഇത്ര എഴുതണം എന്ന് ചോദിച്ചിരുന്നു. ഓക്കെ യെസ്. ഇനി കണ്ടോ, 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 2 സെൻറ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് 2 സെൻറ്റൻസ് ആയിരിക്കും. ആക്ച്വലി അതിൻ്റെ എക്സാക്റ്റ് ആൻസർ ചിലപ്പോൾ
ചിലപ്പോൾ എന്തായിരിക്കും ചിലപ്പോൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കാണാറില്ല. ഇൻ കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയ 1-2 പോയിന്റ് പറയുമ്പോഴേക്കും അതിൻ്റെ എക്സാം ആൻസർ ആയിരിക്കും. നേരത്തെ നമ്മൾ മാഗി എന്നുള്ളത് ആൻസർ എന്താണ്? അത് 1 മാർക്കിനുള്ള ആൻസറാണ്. 1 മാർക്കിന് ആൻസർ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. 2 സെൻറ്റൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ 2 മാർക്കിന് ഉണ്ടാവുക. 2 സെൻറ്റൻസ് പറഞ്ഞാൽ ജസ്റ്റ് ഇന്ന സ്ഥലത്തേക്ക് പോയി നേരത്തെ അതിലേക്ക് സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ. ഇനി 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 പോയിന്റ് ആവുക. ഡിബേറ്റ്, ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ആൻസേഴ്സ് ഒക്കെ പറയാനുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി എക്സ്ട്രാ കൂടുതൽ മാർക്കിന് ഉണ്ടാവാറുണ്ട്. യെസ്, ഏതായാലും 3 പോയിന്റുകളായിരിക്കും അല്ലെങ്കിൽ 3 സെൻറ്റൻസുകളായിരിക്കും 3 മാർക്കിന് എഴുതേണ്ടത്. യെസ്, ഇതിന് ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയണമെന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് ആൻസർ പറയുമ്പോഴേക്കും അത് സ്വാഭാവികമായിട്ട് 3 സെൻറ്റൻസ് ആകും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാഗി കൊടുത്ത പണം എന്തുകൊണ്ട് ഗുപ്ത വാങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവില്ല. അത് എഴുതുമ്പോഴേക്കും ഇതിൻ്റെ ആൻസറായി. ആക്ച്വലി ഇതിൻ്റെ എത്ര ലെങ്തായി. നെക്സ്റ്റ് 4 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും ഒരു 1/2 പേജ് എഴുതണേ. 4 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ റൈറ്റപ്പ്, ഷോർട്ട് എസ്സേ, പാരഗ്രാഫ്, പിന്നെ ഡയറി ചോദിക്കാം, നോട്ടീസ് ചോദിക്കാം. ഇതൊക്കെ എന്താണ്? 1/2 പേജാണ് എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? 1/2 പേജ്. 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. 1/2 പേജ് എഴുതി വെക്കണം, മസ്റ്റാണ്. ഓക്കെ, 4 മാർക്കിന് കുറേ പാരഗ്രാഫ് ചോദിക്കും കേട്ടോ. പാരഗ്രാഫ് ചോദിക്കും, ഉറപ്പാണ്. നാളത്തെ എക്സാമിൽ കുറേ കുഞ്ഞു പാരഗ്രാഫ് ചോദിക്കും. അത് പകുതി പാരഗ്രാഫ് മീൻസ് ആക്ച്വലി പകുതി പേജെങ്കിലും എഴുതി വെക്കുക. യെസ്, നെക്സ്റ്റ് 5 മാർക്കിനുള്ളത് ഒരു 3/4 പേജ്. അതും പാരഗ്രാഫും ക്യാരക്ടർ സ്കെച്ചൊക്കെ. ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ 8 മാർക്കിനാണ് ചോദിക്കാറുണ്ട്. 8 മാർക്കിനല്ല, 5 മാർക്കിന്. സോറി 5 മാർക്കിനും 8 മാർക്കിനും. ചില സമയത്ത് 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇത്രയാണ്. ആക്ച്വലി ഒരു 3/4 പേജിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഒരു 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേജ് എഴുതണം. ഓക്കെ, 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 5 മാർക്കിന് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലാണ്. ഇൻ കേസ് തിരിച്ചും ചോദിക്കാറുണ്ട്. സെറ്റാണല്ലോ. യെസ്, 6 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 1 പേജ്. അതാണ് അതിൻ്റെ കണക്ക്. 6 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 1 പേജ്. അല്ല സാറേ, 6 മാർക്കിന് ഷോർട്ട് എസ്സേ സ്പീച്ച് ഒക്കെ ചോദിച്ചാൽ 1 പേജാണല്ലോ. അപ്പോൾ 8 മാർക്കിന് 2 പേജ് എന്തിനാണ്? 2 മാർക്കിന് 1 പേജ് മൊത്തമായിട്ട് എഴുതണോ? ആക്ച്വലി 8 മാർക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 പേജാണ് അതിൻ്റെ കണക്ക്. പക്ഷേ എക്സാക്റ്റ് പക്ക ക്രിസ്റ്റൽ ക്ലിയർ സാധനമാണെങ്കിലാണ് 1.5 പേജ്. ആക്ച്വലി 2 പേജൊക്കെ നമ്മൾ എന്തായാലും ഒരു 8 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ എസ്സേ, പോയം, അപ്രീസിയേഷൻ, സ്പീച്ചൊക്കെ ആകുമ്പോൾ കുറച്ച് തള്ളലുകൾ ധാരാളം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പോയറ്റ് അപ്രീസിയേഷൻ, അൺസീൻ പാസേജ് തന്നിട്ട് നിങ്ങൾ അപ്രീസിയേഷൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും എന്ത് വേണം? 2 പേജ് എടുത്ത് സെറ്റാക്കി. അതുപോലെ തന്നെ ജോബ് അപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ജോബ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവില്ല ആരെങ്കിലും, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച് സെറ്റാക്കാം. ജോബ് അപ്ലിക്കേഷൻ വേണമെന്നാണെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി, റെഡ് ഹാർട്ട് ഇടാം. വേണ്ട എന്നാണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇടാം. ഗ്രീൻ ഹാർട്ട് വേണ്ട, ഗ്രീൻ ഹാർട്ട്. വേണമെന്നാണെങ്കിൽ റെഡ് ഹാർട്ട്. നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഓക്കെ ചിലപ്പം ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓർ ക്വസ്റ്റ്യൻ അയക്കുന്നല്ല, ഉറപ്പായിട്ടും ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടൂല. ഇൻ കേസ് നിങ്ങൾ അത്രയും സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ് ആണെങ്കിൽ, അത്രയും പവർഫുൾ ആയിട്ട് അടിപൊളി ആണെങ്കിൽ യെസ് കുറേ റെഡ് ഹാർട്ട് ഇമോജിയാണല്ലോ, നമുക്ക് സെറ്റാക്കാം, ചെയ്യാം. ഓക്കെ, അതാണെങ്കിൽ നിങ്ങൾക്ക് 2നും ആൻസർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല എസ്സേക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഏതാണോ ചെയ്തത് ഏറ്റവും ബെസ്റ്റ്, ഒന്നാമത്തേന് 5 മാർക്ക് കിട്ടി, രണ്ടാമത്തേന് 8 മാർക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ 8 മാർക്കായിരിക്കും എടുക്കുക. അത് ഓർമ്മയിലുണ്ടാവട്ടെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഡീപ്പ് സ്റ്റഡി ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ് ആൻഡ് ദെൻ ഗാന്ധിക്ക്. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കും, അതുപോലെ തന്നെ എസ്സേ ചോദിക്കും, ആർട്ടിക്കിൾ ചോദിക്കും, എക്സ്പെക്റ്റബിൾ ആണ്. ഓക്കെ, ഇനി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, മാഗിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ തന്നെ സെറാങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ഉണ്ടാവും. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നല്ല കേട്ടോ, മറ്റേത്. ഓക്കെ, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആർട്ടിക്കിൾ, അതുപോലെ തന്നെ ഇമെയിൽ റൈറ്റിംഗ് ഒക്കെ ചോദിക്കും. ഓക്കെ സെറ്റ്. നെക്സ്റ്റ് ഈ സേക്രഡ് ടേർട്ടിൽ ഓഫ് കണ്ടാവ്, അതും ഇമ്പോർട്ടൻറ്റ്. ലൈവ് TV റിപ്പോർട്ടൊക്കെ ഇതിൽ ചോദിക്കാറുണ്ട്. സെറാങ് ഓഫ് റാണഗഞ്ചും ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റേഴ്സാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. യെസ്, മറ്റ് ചാപ്റ്റർ ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐൽ ഫ്ലൈ, ഇഫ്, ഡെത്ത് ഡെലിവർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് സെറ്റാണ്. ജോബ് അപ്ലിക്കേഷൻ, റെസ്യൂം അല്ലേ, സെറ്റാക്കാം.
ഇത് പെട്ടെന്ന് ഇട്ടു, ഇത് ഇവിടെ ഞാൻ കണ്ടിക്ക്. സോറി ഫോർ ദ ഡിലേ. കിട്ടി. ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമേ അല്ലേ, സെറ്റാക്കാം. യെസ്, ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമേയിൽ പലപ്പോഴും പലരും വിട്ടുപോകുന്ന സംഭവമാണ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ സംഭവം. അത് മറന്നു വരുതേ. അവസാനത്തിൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വിട്ടു പോകാൻ പാടില്ല. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. യെസ്, സെറ്റാണ്. ജോബ് അപ്ലിക്കേഷൻ മസ്റ്റാണ്, സെറ്റാണ്. 8 മാർക്കിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ചെയ്യാം പവറാക്കാം. യെസ്. ഓക്കെ, ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണ നിങ്ങൾ ഒരു ലെറ്റർ എഴുതാറില്ലേ? യെസ്, ഓക്കെ. ഒരു ജോബിന് വേണ്ടിയിട്ടാണ് ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമേ ഉണ്ടാവുക, ജോബ് അപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ ഉണ്ടാവുക. നിങ്ങൾ സാധാരണ ലെറ്റർ എഴുതുന്ന പോലെങ്കിൽ ഒരു ലെറ്റർ എഴുതുക. ഇവിടെ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹീൻ മിസ്ത്രിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിലേക്ക് ടീച്ചേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരും. അതെന്താക്കിയത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് അഡ്രസ്സ് ഫ്രം അഡ്രസ്സ് എഴുതി കൊടുക്കുക, ഡേറ്റ് എഴുതി കൊടുക്കുക, ടു അഡ്രസ്സ് എഴുതുക, ഡിയർ സർ സാല്യൂട്ടേഷൻ കൊടുക്കണം, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചറാണ് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറൻസ് വേണം. വിത്ത് റഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ഏത് ന്യൂസ് പേപ്പർ, ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേര് എഴുതി കൊടുത്തിട്ട് യെസ്. ഇത് 2 പേജ് കേട്ടോ. എത്ര മാർക്കിന് എഴുതുന്നത് വെച്ചാൽ 2 മാർക്ക്. 8 മാർക്കിൻ്റെ പ്രൊഫൈൽ വന്നാൽ എന്താ ഒരു പേജ് 1.5 പേജ് എഴുതി കൊടുക്കുക. 8 മാർക്കിന് പ്രൊഫൈൽ വന്നാൽ 1.5 പേജ് എഴുതാം കേട്ടോ. 8 മാർക്കിനൊക്കെ പ്രൊഫൈൽ 1.5 പേജ് എഴുതി കൊടുക്കുക. യെസ്, കാരണം 1.5 പക്കാ സാധനമായിരിക്കണം. പ്രൊഫൈൽ ആകുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഉണ്ടാവില്ല, കാരണം കുറേ ഹിൻസ് തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ, തള്ളാനുള്ള സ്ഥലം ഉണ്ടാവില്ല. യെസ്, ഓക്കെ. എന്നിട്ട് ഇന്ന പേപ്പറിൽ നിന്നാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. ഐ ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചിങ് ഫാക്കൽറ്റി ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ ടെക്നീഷ്യനായിട്ട് എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് ഞാൻ പ്രിപ്പയർ ആണ്, സെറ്റാണ് എന്നുള്ള ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ, അതിന് അപ്ലൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടെക്നീഷ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ടീച്ചറാണ്, അല്ലെങ്കിൽ കോഡിങ് ആവശ്യമുള്ള ആളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഐ ഹാവ് പാഷൻ ഫോർ ഡാഷ്. ഇന്ന സാധനത്തിന് എനിക്കൊരു പാഷൻ ഉണ്ട്, ഇത് ചെയ്യണം, എനിക്ക് ഒരു പാഷനാണ്. ഓക്കെ, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, സോഷ്യൽ സർവീസ് ചെയ്യാനും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ തള്ളി കൊടുക്കാം. ഓക്കെ, അതായത് ഓക്കെ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൽ എനിക്ക് അതിയായ താല്പര്യമുണ്ട് എന്നുള്ളത് അറിയിച്ചു കൊടുക്കുക. മാക്സിമം അവരെ പൊക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചെയ്യാം. ഓക്കെ, എൻ്റെ ഈ ഒരു ക്വാളിഫിക്കേഷൻ, ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ആസ് ഫാർ മൈ ക്വാളിഫിക്കേഷൻ ഐ ഹാവ് പാസ്ഡ് ഇന്ന ഡിഗ്രി. നിങ്ങൾ MA പാസ്സായി, BA പാസ്സായി, MA പാസ്സായി, അതുപോലെ തന്നെ B.Ed എടുത്തു എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കൽ സയൻസിന് വേണ്ടിയിട്ട് അത് കൊടുക്കരുത്. ഓക്കെ, ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഡോക്ടർ ഒഴിവുണ്ട്, ഡോക്ടർ ഒഴിവിന് നമ്മൾ BA പാസ്സായാൽ മതിയോ? ഇല്ല, MBBS പാസ്സാവണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെ ഇത്രയും എക്സ്പീരിയൻസ് മസ്റ്റാണ്. എക്സ്പീരിയൻസ് എന്നുള്ള സംഭവം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഐ ഹാവ് 5 years ഓഫ് എക്സ്പീരിയൻസ് സെയിം ഫീൽഡ്. ആ സംഭവങ്ങൾ അതിൽ എഴുതി കൊടുക്കുക കത്തിലാണ്. എന്നിട്ട് ലാസ്റ്റ് കൊടുക്കേണ്ട സെൻറ്റൻസ് എന്താ വെച്ചാൽ ഓക്കെ സർ ഐ ഷോ യു ഇഫ് സെലക്റ്റഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് യുവർ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളുടെ സംതൃപ്തി പ്രകാരം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ എന്ന് ലാസ്റ്റ് എഴുതി കൊടുത്തിട്ട് യുവർ സിൻസിയർലി സൈനും കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ റെസ്യൂമേലേക്ക് വരണം. റെസ്യൂമേ പുതിയൊരു പേജ് എടുക്കാം. ഈ ജോബ് അപ്ലിക്കേഷൻ റെസ്യൂമേ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അപ്ലിക്കേഷൻ ലെറ്റർ ഒന്നുമല്ലോ, റെസ്യൂമേ മറ്റൊരു പേജിൽ എഴുതുക. നെക്സ്റ്റ് വൺ, നെയിം ഓൺ അഡ്രസ്, പേരും അതുപോലെ തന്നെ അഡ്രസ്സും. ചിലപ്പോൾ ഇതൊക്കെ എന്തുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇമെയിൽ ID, എന്തെങ്കിലും ഇമെയിൽ ID എഴുതി കൊടുക്കണേ. ചുമ്മാ അവിടെ ഗ്യാപ്പ് ഇടരുത്. ABCD@gmail അല്ലെങ്കിൽ JD@gmail.com എഴുതിക്കോ. ഓക്കെ, ഫോൺ നമ്പർ എഴുതി കൊടുക്കുക. ഓക്കെ, ഈ നമ്പറിന് എഴുതിക്കോ, അടിപൊളി നമ്പർ. ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത്? ടു നർച്ചർ ദ ടാലന്റ് ആൻഡ് കോഗ്നിഷൻ ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ കുട്ടിക്കും എന്താക്കുക, അവൻ്റെ കോഗ്നിഷൻ, അവൻ്റെ ബുദ്ധിയെ എന്താക്കുക വളർത്തുക എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ടെക്നീഷ്യൻ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ എന്താക്കുക പ്രോപ്പറായിട്ട് കൊണ്ടെടുക്കുക. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, എഡ്യൂക്കേഷൻ, അതിന് വേണ്ട എഡ്യൂക്കേഷൻ എനിക്ക് എന്താണോ കിട്ടിയത് അത് എഴുതി കൊടുക്കുക. തള്ളാൻ പറ്റിയ ഏരിയയാണ്. എക്സ്പീരിയൻസ്, ഇന്ന കമ്പനികൾക്ക് ഈ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. ഒരിക്കലും നിങ്ങൾക്ക് അതിന് പറ്റിയിട്ടില്ല. മിക്കവാറും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അതായത് ഏത് ജോലിക്കാണെങ്കിലും അതിനുള്ളൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഡിഗ്രിയെ പറ്റിയുള്ള വലിയൊരു അറിവോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഡിഗ്രീൻ്റെ പേര് ഓർമ്മ ഉണ്ടാവും. ആ പേരെന്തൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇന്ന വർഷത്തിൽ ഇന്ന പെർസെൻറ്റേജിൽ കണ്ടോ എഴുതിയ ഇന്ന വർഷത്തിൽ ഇന്ന ഡിഗ്രികൾ ഇന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് കൂടി ഞാൻ പാസ്സായിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത്
സ്ഥലത്ത് ഈ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ഇത്രയും വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ആക്ടിവിറ്റീസ് ആയിട്ട് എന്തൊക്കെ അത് റിലേറ്റഡ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് എഴുതി കൊടുക്കുക. അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണോ അത് എഴുതി കൊടുക്കുക. ഓക്കെ, സ്കിൽ അതായത് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ, അതായത് വടംവലിയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി എന്നല്ല എഴുതേണ്ടത്. ഓക്കെ, അത് എഴുതി കൊടുക്കുക. അതായത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ടെക്നീഷ്യൻ ആണെങ്കിൽ ഞാൻ ഇന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റോബോട്ടിക്സിൽ ആണെങ്കിൽ ആ പുതിയ ഇങ്ങനെ റോബോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കില്ലുകളാണെങ്കിൽ അങ്ങനെ സ്കിൽ, അതായത് എനിക്ക് ICT സ്കില്ലുണ്ട്, കമ്പ്യൂട്ടറൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള സാധനം കൊടുക്കുക. ലാംഗ്വേജസ് കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഡെഫിനറ്റ്ലി അവസാനം ഇതിൻ്റെ അവസാനം അടിയിൽ തന്നെ വേണം കേട്ടോ, ആ പേജിൽ തന്നെ, അടുത്ത പേജിലാവരുത്. ഇത് മറ്റൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാക്കിയാണ് ഡിക്ലറേഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ ഈ ഒരു സെയിം പക്ക കോപ്പി സെറ്റാക്കിക്കോ മനസ്സിലാക്കിക്കോ. I hereby declare that all above given information are true and correct to the best of my knowledge. എൻ്റെ അറിവ് പ്രകാരം മുകളിൽ കൊടുത്ത മുഴുവൻ എന്താണ്, കറക്റ്റാണ്, സെറ്റാണ്. ഈ ഫൗണ്ട് അതർവൈസ് alone shall be responsible. താങ്ക് യു സിഗ്നേച്ചർ. ഇതിന് എതിരായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ എന്താണ്, ഞാൻ മാത്രമാണ് ഉത്തരവാദി. താങ്ക് യു സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ പറയാനുള്ളത്. വെയ്ക്ക് അപ്പ് വിത്ത് ഡിറ്റർമിനേഷൻ. നാളെ വിത്ത് പൂർണ്ണ തീരുമാനത്തോടു കൂടി, ഉറച്ച തീരുമാനത്തോടു കൂടി വെയ്ക്കപ്പ് ചെയ്യുക. ഗോ ടു ബെഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ. ഇന്ന് നമ്മളെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു, മെജോറിറ്റി ആയിട്ട് കാണും. ഓക്കെ, സെറ്റാണല്ലോ. ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട്, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയോട് കൂടിയിട്ട് നിങ്ങൾ ബെഡിലേക്ക് പോവുക. എന്നിട്ട് ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് നാളെ രാവിലെ നേരത്തെ എണീച്ച് നമ്മളെ മോർണിംഗ് ബൂസ്റ്റർ കാണാനുള്ള ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് എന്താക്കുക, എഴുന്നേൽക്കുക. താങ്ക് യു. ഐ ഹോപ്പ് യു ഗൈസ് കുഡ് അണ്ടർസ്റ്റുഡ്. എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. സെറ്റാണോടാ? അതുപോലെ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡബിൾ പാസ് കിട്ടട്ടെ. +2 കൂടി പാസ്സാവുന്ന തരത്തിലേക്ക് ഓൾ ദ ബെസ്റ്റ്. ജസ്റ്റ് ക്ലാസ് ഒക്കെ ഇഷ്ടമായോ, എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ക്ലാസ് ഒക്കെ ഇഷ്ടമായി, സെറ്റാണെന്നുണ്ടെങ്കിൽ ലവ് യു ഓൾ. സെറ്റാക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴല്ല, ലൈവ് എൻ്റെ അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളിയായിട്ട് ക്ലാസ് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. സെറ്റാക്കുക, പവറാക്കുക, ഫുൾ മാർക്ക് കിട്ടട്ടെ, ഡബിൾ പാസ് കിട്ടട്ടെ. മസ്റ്റാണ്, ഡബിൾ പാസ് മസ്റ്റാണ്. കാരണം ആ ഒരു ലെവലിൽ നമ്മൾ എന്താക്കുന്ന ക്ലാസ് എടുത്തിട്ടുണ്ട്. പറ്റിയാണ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് മെൻഷൻ ചെയ്യുക, സ്റ്റോറി ഇടുക, നമ്മൾ എന്താക്കും, പവറാക്കും. പേരറിയാത്ത ആൾക്കാർക്ക് മൈ നെയിം ഈസ് Jamshad Ali. That's my name. And you guys can call me JD എന്ന് വിളിച്ചാൽ മതി. ദാറ്റ്സ് മൈ ഷോർട്ട് നെയിം. കുറേ ആൾക്കാർ നേരത്തെ ചോദിച്ചല്ലോ. ഓക്കെ, മണ്ണക്കോട് മൈ സ്ഥലമാണ്. ഓക്കെ, സെറ്റാക്കുക, പവറാക്കുക. സെറ്റാണല്ലോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ മാത്രമല്ല, നമ്മുടെ നാച്ചു സാർ എടുത്തിരുന്നു, നമ്മുടെ നാസർ സാർ എടുത്തിരുന്നു, NFK, അതുപോലെ തന്നെ ഷാജു സാർ എടുത്തിരുന്നു, SJ സാറ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ, നാളത്തെ മോർണിംഗ് ബൂസ്റ്റർ മിസ് ചെയ്യരുത്. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടി വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, യൂസ്ഫുൾ ആയിരുന്നോ. ചിലപ്പോൾ ഞാൻ സ്റ്റോറിക്കൊക്കെ റിപ്ലൈ തരാം, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ പവറാക്കുക. ഓക്കെ, സെറ്റ് അല്ലടാ. ലെറ്റ്സ് സീ ഇൻ അനദർ ലൈവ് വിത്ത് അനദർ സെഷൻ. ഇനിയിപ്പോൾ നമുക്ക് +2 കാണാം അല്ലേ? +2 കാണണം അല്ലേ? ഇതിനി ഇനിയൊരു സപ്ലിക്കേഷൻ കോഴ്സ് ഒന്നും ഇനി അതിൻ്റെ ഇടയിൽ എടുക്കണ്ട, നമുക്ക് പവറാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഓക്കെ.